ഇനി വളരെ കുറച്ച് വിരലിൽ എണ്ണിയെടുക്കാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി എക്സാമിലേക്ക് ബാക്കിയുള്ളൂ. അപ്പൊ അതിനു മുൻപ് നമ്മൾ പഠിച്ചു വെച്ച ചാപ്റ്റേഴ്സ് എല്ലാം ഒന്നുകൂടെ എടുത്ത് റിവൈസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും പഠിച്ച് ഏത് വരെയായി? പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കേണ്ട കറക്റ്റ് സമയമാണത്. ഓക്കെ, സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ്. അങ്ങനെയാണോ ഇരുന്ന് പഠിക്കുന്നത്? ഒന്ന് പറഞ്ഞേ ആദ്യം തന്നെ. ഓക്കെ, എന്നെ കേൾക്കാനും കാണാനും വൃത്തിയായിട്ട് പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഫിദ. ഫിദ ഗുഡ് ഈവനിങ്. ഓ, 1ാം ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുത്തിട്ട് ഫിദ കുട്ടി ഗുഡ് ഈവനിങ് എന്ന് പറയും. അങ്ങനെ വിളിക്കാൻ വേണ്ടി ഒരു ടെൻഡൻസി. ഓക്കെ, ക്ലിയർ, സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഒത്തിരി പറഞ്ഞ് വൈകിക്കുന്നില്ല. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇരുന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. അതിനു മുൻപ് ഒരു കുഞ്ഞു കാര്യം കൂടെ റിമൈൻഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ വേറൊരു മെയിൻ ഐറ്റം വരാനുണ്ട്. എന്താണ് സാർ അത്? പബ്ലിക് എക്സാം വരാനുണ്ട് അല്ലേ? അപ്പൊ അതിലേക്ക് ഇതേപോലെ പോയാ മതിയോ മിസ്റ്റർ നോബഡി? നീ ഒന്ന് പറഞ്ഞേ, ഇവരെ ഈ എവ്രിബഡിനോട് നീ ഒന്ന് പറഞ്ഞേ, ഇത് മതിയോ? ഓക്കെ, ഇങ്ങനെ പോയാൽ പോരാ. അതുകൊണ്ട് നന്നായിട്ട് ഇരുന്ന് തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് ഇനി സേ എഴുതുക എന്നല്ലാതെ ഒരിക്കലും ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പൊ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതായത് മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ട റിസോഴ്സസ് ഒക്കെ നമ്മൾ ബാച്ചിൽ സെറ്റാണ്. PDF നോട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഉണ്ട്. ഓഫർ പ്രൈസിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് തുടക്കത്തിലെ എടുത്ത് ക്ലാസ് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചാപ്റ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ സമയം കളയുന്ന പോലെ ആയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്മാർട്ട് വർക്കാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, ക്ലിയർ. അപ്പൊ അതുകൊണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ തന്നെ പിടിക്കാം അല്ലേ? കൂട്ടത്തിൽ കൊമ്പനെ ഞാനിങ്ങ് എടുക്കുന്നു ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ 9ാമത്തെ ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് 8 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത്. 8 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനെ 4 ഭാഗങ്ങളായിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആണ്. 3 ഡിസിഷൻസ്, അതിന്റെ ഫാക്ടേഴ്സ്. പിന്നെ ഒരൊറ്റ ടോപ്പിക് ആണ് വരുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന സാധനം എന്താണ്. പിന്നെ അവസാനത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ തീരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ഓ, ബിസിനസ് എക്സാമിന് വേണ്ടി ഈ ലൈവ് കണ്ടാൽ പാസ്സാവും. കണ്ടാൽ പാസ്സാവില്ല, പഠിക്കാൻ കൂടെ ചെയ്യണം കേട്ടോ, എന്നാ പാസ്സാവും. കിട്ടുന്ന നോട്ട്സ് ഒക്കെ വെച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് ബിസിനസ്സിൽ ഫിനാൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് ബിസിനസ്സിലെ ഫിനാൻസ്? ഓക്കെ, ബിസിനസ്സിലെ ഫിനാൻസ് എന്ന് പറഞ്ഞ ബിസിനസ്സിന്റെ ലൈഫ് ബ്ലഡ് ആണ്. നമ്മളെ ബിസിനസ് റൺ ചെയ്യാൻ ഒക്കെ നമുക്ക് എന്ത് വേണം? എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, സർവൈവ് ചെയ്യാൻ ഒക്കെ നമുക്ക് ബിസിനസ്സിൽ ഫിനാൻസ് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം അല്ലെ? അപ്പൊ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മീനിങ് നോക്കിയാൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ബിസിനസ് അല്ലെ? അപ്പൊ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സംഭരിക്കുക, പ്രൊക്യൂർ ചെയ്യുക, എന്നിട്ട് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വിനിയോഗിക്കുക അല്ലെ? ചെറിയ രീതിയിലല്ലാതെ വലിയ രീതിയിൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന് 2 ഒബ്ജക്റ്റീവ് ആണ് ഉള്ളത് അല്ലെ? 2 ഒബ്ജക്റ്റീവ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അതൊരു ട്രഡീഷണൽ മെത്തേഡ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ബിസിനസ്സിലെ ഫണ്ടിനെ നമ്മൾ യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പ്രോഫിറ്റ് കൂടുമ്പോഴേ നമ്മൾ ബിസിനസ് എന്താവുള്ളൂ? സർവൈവ് ചെയ്യുക. പിന്നെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെ? അതായത് ഷെയർസിന്റെ വാല്യൂ കൂട്ടണം അല്ലെ? നമ്മുടെ ഷെയർ ഇന്ന് ഷെയർ മാർക്കറ്റിൽ 10 രൂപയാണെങ്കിൽ ഒരു അടുത്ത വർഷം ആകുമ്പോഴേക്കും അതൊരു 100 രൂപയിലേക്കെങ്കിലും എത്തിക്കണം. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. എങ്ങനെ? ഷെയറിന്റെ പ്രൈസ് അല്ലെ? ഷെയർ പ്രൈസ് എന്ത് ചെയ്യുക? കൂട്ടുക എന്നുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു മോഡേൺ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, മോഡേൺ ഒബ്ജക്റ്റീവ് ആണ്.
ഇത് ട്രഡീഷണലും ആണ്. ഓക്കെ, ക്ലിയർ, സെറ്റ് ആണോ? അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കും, ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ആരും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എഴുതരുത്, വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലേ. അപ്പം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, ലക്ഷ്യം എന്താന്ന് നമ്മൾ നോക്കി, ഇനി പ്രാധാന്യമാണ് നോക്കേണ്ടത്. പ്രാധാന്യം എന്ന് പറയുന്നത് ഒബ്റ്റൈനിങ് ഫണ്ട് അറ്റ് മിനിമം കോസ്റ്റ് അല്ലെ. നമുക്ക് ബിസിനസ്സിൽ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് വേണം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് ഇടാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കടം വാങ്ങേണ്ടി വരും. ചില സമയത്ത് കടം വാങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഏറ്റവും ചീപ്പായിട്ട് അല്ലെ, നമുക്ക് വലിയ രീതിയിൽ മുതൽ മുടക്കില്ലാതെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഒബ്റ്റൈനിങ് ഫണ്ട് അറ്റ് മിനിമം കോസ്റ്റ് എങ്ങനെയാ സാധ്യമാവുള്ളൂ? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലൂടെയാണ് സാധ്യമാവുക. പിന്നെ എന്താണ്? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അല്ലെ. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു 5 രൂപ കടം വാങ്ങിച്ചാലും ആ കടം വാങ്ങിച്ച പൈസ വെള്ളത്തിൽ വരച്ച വര പോലെ ഒഴുകി പോവരുത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുത്ത് വേണം നമ്മൾ അത് മാനേജ് ചെയ്യാൻ അല്ലെ. അപ്പൊ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് പോസിബിൾ ആകുന്നത് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലാണ്. പിന്നെ ജനറേറ്റിംഗ് സഫിഷ്യന്റ് പ്രോഫിറ്റ് ടു ഫൈനാൻസ് എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ അല്ലെ. ഇപ്പൊ ബിസിനസ് എപ്പോഴും ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങിയോ അതേ അവസ്ഥയിൽ നിൽക്കാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഡെവലപ്മെന്റ് വേണ്ടി വരും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അല്ലെ, പ്രൊഡക്ഷൻ സൈക്കിൾ വലുതാക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്ഷൻ ലാർജ് ക്വാണ്ടിറ്റിയിലേക്ക് അങ്ങനെ പല രീതിയിലും ബിസിനസ് റൺ ചെയ്യണം. അതിനൊക്കെ വേണ്ട ഫണ്ട് കറക്റ്റ് സമയത്ത് എത്തിക്കാൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ സാധിക്കും ബിസിനസിന്റെ അകത്ത്. പിന്നെ എൻഷ്യൂർ സ്റ്റേബിൾ ഗ്രോത്ത് ടു ദ എന്റർപ്രൈസസ് അല്ലെ. അതായത് ബിസിനസിന് ഒരു സ്ഥിരമായിട്ടുള്ള ഗ്രോത്തിലേക്ക് അത് എത്തിക്കും. ഓക്കെ, ഇറ്റ് എൻഷ്യൂർ സേഫ്റ്റി ഓഫ് ഫണ്ട് ത്രൂ ക്രിയേഷൻ ഓഫ് റിസർവ്സ്, റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് എക്സെട്ര അല്ലെ. അതുപോലെ തന്നെ നമ്മളിപ്പോ വീട്ടിന്റെ അകത്ത്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ അച്ഛൻ്റെ അമ്മേന്റെ ഒക്കെ വരുമാനം ഉണ്ട്. ഈ വരുമാനം വെച്ചിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും? കുറച്ച് സമയത്ത് എവിടെയെങ്കിലും ഫിക്സഡ് ഇടുക, ചിട്ടി പിടിക്കുക, അതുപോലെ തന്നെ കുറിയിൽ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ. അപ്പൊ നമുക്കൊരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങളുടെ പാരന്റ്സ് അതുപോലെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിസിനസിന്റെ അകത്തും ഇതുപോലെ റിസർവ് വെക്കുക അല്ലെ, റീറ്റെയിൻഡ് ഏർണിങ്സ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഫണ്ടിനെ മാനേജ് ചെയ്ത് വെക്കുക. ഓക്കെ, അതൊക്കെ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലൂടെയാണ് സാധിക്കുന്നത് അല്ലെ. കറക്റ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് അസറ്റിൽ അല്ലെ, നമ്മുടെ ബിസിനസിന്റെ അകത്ത് ഫിക്സഡ് അസറ്റും വേണം, കറണ്ട് അസറ്റും വേണം. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചിട്ട് എത്ര വേണം ബിസിനസിന്റെ അകത്ത് ഫിക്സഡ് അസറ്റ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ എത്രമാത്രം കറണ്ട് അസറ്റ് വേണം. ഓക്കെ, കറണ്ട് അസറ്റ് എങ്ങനെ വേണം എന്നുള്ളത്, ക്വാണ്ടം ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് ഇറ്റ്സ് ബ്രേക്കപ്പ് ഇൻടു ക്യാഷ്, ഇൻവെന്ററി ആൻഡ് റിസീവബിൾസ് അല്ലേ. ആ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് ലിക്വിഡിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കും. അതിൽ എത്ര ക്യാഷ് ഇൻ ഹാൻഡ് വെക്കണം, എത്ര ഇൻവെന്ററി ആയിട്ടുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ കറക്റ്റ് കറണ്ട് അസറ്റിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് വെക്കണം എന്നുള്ളതും കറക്റ്റ് ആയിട്ട് എവിടെ മനസ്സിലാവും? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ മനസ്സിലാവും. പിന്നെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു ബി യൂസ്ഡ് അല്ലെ, എത്ര ലോങ് ടേം ഫണ്ട് വേണം. ഇപ്പൊ നമുക്കൊരു 1000 കോടിയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ലോങ് ടേം ഫണ്ട് എടുക്കണം, എത്ര ഷോർട്ട് ടേം ഫണ്ട് എടുക്കണം, ഇതിൽ ഷോർട്ട് ടേം വേണോ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ലോങ് ടേം ഫണ്ടിൽ എത്ര നമ്മൾ ഇക്വിറ്റി വേണം അല്ലെ. ഇപ്പൊ ഞാനൊരു 1000 കോടി വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ 1000 കോടിയിൽ എത്ര സ്വന്തം ബിസിനസ് നിന്ന് കയ്യിൽ നിന്നിടണം, അതുപോലെ എത്ര നമുക്ക് ഡിബഞ്ചേഴ്സോ അല്ലെ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കിട്ടുന്ന ലോൺ വഴി എത്ര വേണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുന്ന ഡിപ്രിസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്ര വേണം, എങ്ങനെ വേണം, ഏത് എമൗണ്ട് വരെ വേണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാനും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ടോപ്പിക്, ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്, ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആണ് അല്ലെ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് കൺസേൺ വിത്ത് ദ സൊല്യൂഷൻ ഓഫ് 3 മേജർ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻ ഓഫ് എ ഫേം അല്ലെ. നമ്മൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 ചോദ്യങ്ങളാണ് ബിസിനസ്സിൽ എപ്പോഴും, 3 ചോദ്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആണ് ബിസിനസ് എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കേണ്ടത് അല്ലെ, ബിസിനസിന്റെ മാനേജ്മെന്റ്. അതായത് നമുക്ക് എത്ര ഫണ്ട് വേണം, അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ ഇതാണ് മെയിൻ ആയിട്ട് എപ്പോഴും ഒരു ബിസിനസ്സിൽ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്, സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഡിസിഷനെ നമ്മൾ അങ്ങനെയാണ് പറയാം അല്ലെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ഫിക്സഡ് അസറ്റ് അങ്ങനത്തെ രീതിയിലേക്കൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് വരിക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇസ് കൺസേൺ വിത്ത്
How the firm's valuable funds are to be invested in various assets അല്ലേ? ചിലപ്പോൾ അത് ബിൽഡിംഗ് ആവാം, ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും ലാൻഡ് ആവാം, അല്ലെങ്കിൽ മെഷീനറീസ് ആയിരിക്കാം. ഇതൊക്കെ എന്താണ് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് രണ്ട് രീതിയിലാണുള്ളത്. അത് ക്യാപിറ്റൽ ബഡ്ജറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഉണ്ട്, അതുപോലെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഉണ്ട്. അത് നോക്കി വെക്കണം. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, നമുക്കൊരു ബിസിനസിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കണം. അപ്പൊ നമുക്ക് വെറുതെ ഓക്കെ ഞാൻ ഇത്ര കാര്യം ഇപ്പൊ ലോങ് ടേമിലേക്ക് വരുന്നതല്ലേ, ഇത്രയല്ല ബഡ്ജറ്റ്, ഓക്കെ ഇത്ര പൈസ അത്ര പൈസ, നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ട് ഡിസിഷൻസ് എടുക്കരുത്. ഡിസിഷൻസ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത്, നമ്മൾ ബിസിനസ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇത്രയും ഫാക്ടേഴ്സിന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഓരോ ഫാക്ടേഴ്സിലേക്കും പോവുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അല്ലേ. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം ആസ് എ ജനറേറ്റ് ക്യാഷ് ഫ്ലോ ഓവർ എ പീരീഡ് അല്ലേ. നമ്മൾ പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു ഒരു പ്രോപ്പർട്ടിയിലേക്കോ എന്തിലേക്കോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പീരീഡിന് ശേഷമേ നമുക്ക് അതിനകത്ത് ക്യാഷ് ഫ്ലോ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ എത്രമാത്രം ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് നമ്മൾ നോക്കണം അല്ലെ. എത്രമാത്രം നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ എത്രമാത്രം പോകുന്നുണ്ടെന്ന് നോക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്യാഷ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ്. പിന്നെ അതുപോലെ നമുക്ക് എത്ര റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും എന്നുള്ളത് നോക്കണം അല്ലെ. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ദ ക്രൈറ്റീരിയൻ ഫോർ സെലക്ടിങ് എ പ്രൊജക്ട് അല്ലെ. ഞാനിപ്പോ ഒരു പറയാണ്, ഒരു 2 ലക്ഷം രൂപ കൊടുത്തൊരു മെഷീനറി വാങ്ങി എന്ന് വിചാരിക്കുക. ആ മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രമാത്രം അതിൻ്റെ അകത്ത് റിട്ടേൺ കിട്ടും എന്നുള്ള കുറെ കാൽക്കുലേഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിന്റെ തിയറി മാത്രം പഠിച്ചാൽ വേണ്ടി മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. അതിൽ നിന്ന് വരുന്ന റിസ്കുകൾ നോക്കണം. അങ്ങനെ പല കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ അതിൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രമാത്രം ഉണ്ട് എന്ന്, നമുക്ക് ലാഭം കിട്ടുന്ന പരിപാടിയാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ റിസ്ക് എത്രമാത്രം ഉണ്ട് അല്ലെ. ദ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻവോൾവ് ഇൻ ഈച്ച് പ്രോജക്ട് ഷുഡ് ബി അസസ്ഡ് ബിഫോർ മേക്കിംഗ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരു ഓൾഡ് ഫാഷൻ ആയിട്ട് ഇരിക്കുന്ന ടൈപ്പ് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിൽ വലിയ രീതിയിൽ പെട്ടെന്ന് അപ്ഡേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഐഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പൊ പൊതുവെ എല്ലാവരും 15 മുതലാണ് വാങ്ങിച്ചു തുടങ്ങുക. ഐഫോൺ 15 മുതൽ വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി പോകുന്ന സാധനമാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ 13 or 14 ഒന്നും വാങ്ങിക്കാൻ ആരും നിൽക്കില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൂടെ നോക്കണം. ഞാനിപ്പോ 14 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര മാത്രം റിസ്കുകൾ വരാം, കാരണം ഇനിയും അപ്ഡേഷൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ക്ലിയർ? പിന്നെ അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മാത്തമാറ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട്. അതുപോലുള്ള ടെക്നിക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന്റെ എമൗണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതും നിങ്ങൾ വലിയ ക്ലാസ്സുകളിലാണ് പഠിക്കുക. ഓക്കെ, ദർ ആർ ഡിഫറെന്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ടു ഇവാലുവേറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ലൈക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, ഫോർമുലാസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. എന്നിട്ടേ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പാടോ. അപ്പൊ നിങ്ങളൊരു ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ മാനേജർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. പിന്നെ അടുത്തതാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അബൌട്ട് ഡിസൈഡിങ് ദ ബെസ്റ്റ് വേ ടു റേസ് ദ മണി നീഡഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെയിലി ഓപ്പറേഷൻ അല്ലെ. അപ്പൊ ബിസിനസ്സിൽ ആവശ്യമായ ഫണ്ട് എവിടെ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ബിസിനസ്സിന് വലിയ തട്ടലും മുട്ടലോ എന്ന് വരാതെ വലിയ റിസ്ക് ഇല്ലാതെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഫണ്ട് എപ്പോഴും ഏതൊക്കെ രീതിയിൽ നിന്ന് നമുക്ക് റേസ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്ന ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ കോസ്റ്റ് നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പോ ഒരു കടം വാങ്ങുകയാണ്, ഞാനിപ്പോ ഒരു 20,000 രൂപ കടം വാങ്ങി വെച്ചാൽ മാസം 50% പലിശ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പൊ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. അപ്പൊ കോസ്റ്റ് നോക്കണം, റിസ്ക് നോക്കണം, എത്രമാത്രം റിസ്ക് ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർ നമുക്ക് പൈസ തരുമ്പോൾ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും പൈസ തരിക. അപ്പൊ അതൊക്കെ നമ്മളെ ബിസിനസിനെ ബാധിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ, ബിസിനസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ പ്രശ്നമാവും അല്ലെ. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോക്കണം. നമ്മൾ കടം വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, അത്ര ഏർണിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടോ അല്ലെ. നിങ്ങൾക്ക് ഇപ്പോൾ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി ഒരു 25,000 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. ഇത്ര രൂപ എനിക്ക് EMI കൊടുക്കാന്ന് വിചാരിക്കും. ഇപ്പൊ 25,000 രൂപ വരുമാനമുള്ള നിങ്ങൾ ഒരു 30,000 രൂപ മാസം അടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ അതുകൂടെ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ചിന്തിക്കണം.
ഞാൻ നിങ്ങളുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ വെച്ച് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ക്ലിയർ? പിന്നെ അതുപോലെ നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നോക്കണം. അതായത് നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ വരും. ഇപ്പം നമ്മൾ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് എടുക്കുന്ന ലോണ് പോലെയൊന്നും അല്ല. ബിസിനസ്സിൻ്റെ അകത്തെ ഫണ്ട് എന്ന് പറയുമ്പോൾ വലിയ വലിയ എമൗണ്ടുകളാണ് വരിക. ഓക്കെ, വലിയ രീതിയിലുള്ള വലിയ ഹ്യൂജ് എമൗണ്ടുകളായിരിക്കും. അപ്പോൾ ആ വരുന്ന സമയത്ത് ഷെയർ മാർക്കറ്റ്, ഷെയർ പ്രൈസ്, അത് ഇത്, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള, കാരണം നിങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്കൊരു മുദ്രപത്രം വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മുടെ എമൗണ്ടിനനുസരിച്ചിട്ടുള്ള മുദ്രപത്രം ആയിരിക്കും. ഓക്കെ, 2 ലക്ഷം ആണ് ഡീലിങ്സ് എന്നുണ്ടെങ്കിൽ 2 ലക്ഷത്തിന് വരുന്ന മുദ്രപത്രത്തിന്റെ വില എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അതേപോലെ ഒരു 15-20 ലക്ഷത്തിന്റെ ആണ് ഡീലിങ്സ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷത്തിന്റെ പേപ്പർ വാങ്ങിയാൽ പോരാ, ആ എത്രയാണോ ഡീലിങ്സ് അതിനനുസരിച്ചിട്ടുള്ള പേപ്പേഴ്സ്, അങ്ങനെ കുറെ ചെലവുകളുണ്ട്. അപ്പൊ നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് എത്രമാത്രം കോസ്റ്റ്, ആ ഫണ്ട് കിട്ടുന്നതൊക്കെ ആ കിട്ടുന്നതിൽ നിന്ന് നമുക്ക് നല്ല പൈസ മുടക്കിയിട്ടാണ് ആ ഫണ്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പൊ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടെ നോക്കണം നമ്മൾ. ഓക്കെ, പിന്നെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് നിങ്ങൾക്ക് മാസം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ തന്നെ നിങ്ങൾക്കൊരു 10-20,000 രൂപ ചെലവുണ്ടെന്ന് വിചാരിക്കുക. മാസം നിങ്ങൾക്കൊരു 10-20,000 രൂപ ചെലവുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫുഡ്, പെട്രോൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെലവുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കടം മേടിച്ച് കൂട്ടരുത്. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, ഇതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ ബിസിനസിന്റെ അകത്തും ബിസിനസ്സിന് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റുകളുണ്ട് അല്ലേ? പ്രീമിയം കൊടുക്കണം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, പിന്നെ ലേബേഴ്സിന് സാലറി, പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ബിസിനസ്സിന് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഹൈ റേറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒരു ബിസിനസ്സിൽ ഹൈ ആണെങ്കിൽ അപ്പൊ നമ്മൾ ഡെറ്റ് ഫിനാൻസിലേക്ക് പോകരുത്. അപ്പൊ നമ്മൾ കടം വാങ്ങിക്കാൻ നോക്കരുത്. കാരണം കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസമുള്ള ചെലവിന്റെ കൂടെ ആ കടത്തിന്റെ ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കണം എന്നുള്ളത് ആഡ് ആവും അല്ലെ? അപ്പൊ നമുക്കത് വലിയൊരു എമൗണ്ട് ആയിട്ട് വലിയ ബാധ്യത. അപ്പൊ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വീണ്ടും ഡബിൾ ആവും അല്ല, അതിനനുസരിച്ചിട്ടുള്ള ക്യാഷ് ഫ്ലോ കൂടെ ഇല്ലെങ്കിൽ പെട്ടുപോകും. അപ്പൊ നമ്മൾ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ നോക്കണം അല്ലെ? ബിൽഡിംഗ് റെന്റ്, ഇൻഷുറൻസ്, പ്രീമിയം, സാലറി, എക്സെട്ര. അപ്പൊ ഹൈ ഇൻ ബിസിനസ് ഇറ്റ് മസ്റ്റ് റെഡ്യൂസ് ഡെറ്റ് ഫിനാൻസിങ്. ഡെറ്റ് ഫിനാൻസിങ്ങിന്റെ പുറകെ പോവാൻ നിൽക്കരുത്, പണിയാവും. ക്ലിയർ അല്ലേ? പിന്നെ അവസാനത്തെ 2 ഫാക്ടേഴ്സ് ആണ് കൺട്രോൾ. ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്ത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓണർഷിപ്പ്, ഇക്വിറ്റി ഷെയർസ് ഒക്കെ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് എന്താവും, അവർ ബിസിനസിന്റെ ഓണറായിട്ട് മാറും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ അകത്തുള്ള കൺട്രോള് കുറയ്ക്കേണ്ട, കൺട്രോൾ വേറെ ആൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഇക്വിറ്റി വഴിയുള്ള ഫണ്ട് റേസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെറ്റ് ഫിനാൻസിങ്ങിലേക്ക് മാറണം അല്ലേ? അപ്പൊ more of fund owned fund dilute the management control over business. Debt financing has no such dangers ആണ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരു ബൂം പീരീഡ്, ഡിപ്രഷൻ പീരീഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ലൊരു ലെവലിലാണ് ക്യാപിറ്റൽ മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഷെയർസ് വഴി ഫണ്ട് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഡിപ്രഷൻ പീരീഡ് ആണെങ്കിൽ നിങ്ങളൊരു ഷെയർ കൊടുത്തു എന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ ചിലപ്പോൾ 20 പേരെ ഉണ്ടാവും എന്ന് വിചാരിക്കുക, ഡിപ്രഷൻ പീരീഡ് ആണെങ്കിൽ. അപ്പൊ ഈ 20 പേർക്ക് പറ്റാത്തൊരു ലെവലാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് വിറ്റ് പോവില്ല അല്ലെ? ഇപ്പൊ അതിനു വേണ്ടി ഒത്തിരി പേരുള്ള ഒരു സമയത്താണ് നിങ്ങൾ ഷെയർസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കണം അല്ലെ? ഹെൽത്ത് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഓൾസോ ഡിറ്റർമൈൻസ് the choice of fund അല്ലേ? During the period more people will invest in equity and vice versa അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ട്, ഇപ്പോൾ ഓണർഷിപ്പിലേക്കൊക്കെ ആൾക്കാർ കടന്നു വരും. ഇപ്പൊ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്, ഓണർഷിപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇക്വിറ്റി ഫണ്ട് വഴി വരാം അല്ലെ? ഇപ്പൊ ഇക്വിറ്റി ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട അല്ലെ? ക്ലിയർ അല്ലേ? ഇനിയാണ് അവസാനത്തെ ഡിസിഷൻ ആയിട്ടുള്ള ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെ? അപ്പൊ ബിസിനസ്സിലേക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ നോക്കി. അപ്പൊ ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ട ഫിനാൻസ് നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് കണ്ടെത്തണം എന്ന് ഫൈനാൻസിങ് ഡിസിഷനിലൂടെ നോക്കി. ഇനി മൂന്നാമത്തെ ഡിസിഷൻ ആണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്ന പ്രോഫിറ്റ്. അതിൽ എത്രമാത്രം ബിസിനസ്സിൽ വെക്കണം, എത്രമാത്രം നമ്മൾ ഷെയർസിനായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കണം അല്ലെ? ഡിവിഡൻഡ് ഡിസിഷൻസ് റിലേറ്റ് ടു ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഏൺ ബൈ ദ കമ്പനി is to be distributed to the shareholders and how much of it should be retained in business അല്ലേ? ബിസിനസ്സിൽ എത്ര വേണം, ഷെയർ എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഈ ഡിസിഷന് നമുക്ക് അങ്ങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കുറെ ഫാക്ടേഴ്സ് നോക്കണം. ഓക്കെ, ഒന്നാമത് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എത്രമാത്രം ഏർണിങ്സ് ഉണ്ടെന്ന് നോക്കുക.
ചക്ക വീണ് മൊയിൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം ബിസിനസ്സിന് നല്ല കച്ചവടം ഉണ്ടായി, നല്ല ഏർണിങ്സ് വന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബേസ് വെച്ചിട്ട് ഞാൻ ഇത്ര ഷെയർസ് കൊടുക്കും, ഇത്ര പേർക്ക് ഞാൻ ഇപ്പൊ പ്രിഫറൻസ് ഷെയർസ് എടുക്കുന്നവർക്ക് ഞാൻ ഇത്രമാത്രം റിട്ടേൺ തരും എന്നൊന്നും നമുക്ക് വെല്ലുവിളിക്കാൻ വേണ്ടി പറ്റില്ല. അടുത്ത മാസം നമുക്ക് അത്ര കിട്ടിയിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ പൈസ നമ്മൾ കൊടുത്തേ പറ്റൂ അല്ലേ. അപ്പോൾ പാസ്റ്റും അതുപോലെ തന്നെ പ്രസന്റ് ഏർണിങ്സിനെയും ഇവാലുവേറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഓഫ് ഏർണിങ്സ് എത്രയുണ്ടെന്ന് നോക്കണം. എന്നിട്ട് അതിനുള്ള സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. നമുക്കിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഓക്കെ ഇത്രയും താഴെ പോകാറില്ല, ഇപ്പൊ മിനിമം ഒരു 50 ലക്ഷമെങ്കിലും എൻ്റെ ബിസിനസ്സിന് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്, അതിലേക്ക് താഴെ പോകുന്നില്ല. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ട് ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എമൗണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇപ്പം എൻ്റെ ബിസിനസ്സിൽ 50 ലക്ഷത്തിൽ ഇതുവരെ താഴെ പോയിട്ടില്ല, അപ്പം ഞാൻ ഡിവിഡൻഡ് ഫിക്സ് ചെയ്യുമ്പോൾ 50 റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എമൗണ്ട് ആയിരിക്കും വെക്കുക അല്ലെ. അപ്പം നമ്മൾ സ്റ്റെബിലിറ്റി നോക്കണം. നല്ല സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ ഡിവിഡൻഡ് കൊടുക്കാം. പിന്നെ അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻസ് അല്ലേ. ഇപ്പം നമ്മൾ നന്നായിട്ട് ഡിവിഡൻസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഷെയർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കമ്പനീനെ കുറിച്ച് ആൾക്കാർ എനിക്ക് പൈസ തരുന്നതിന് മുമ്പ് ആ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാർ എൻ്റെ കമ്പനിയെ കുറിച്ച് അനലൈസ് ചെയ്യും അല്ലേ. അപ്പം അനലൈസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബിസിനസ്സിൽ കൊടുക്കുന്ന ഡിവിഡൻഡിന് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് റെപ്യൂട്ടേഷൻ ആയിട്ട് മാറും അല്ലേ. അപ്പം അതും കൂടെ നോക്കണം. പിന്നെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം അതുപോലെ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ വീണ്ടും വീണ്ടും വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും റിസർവ് കയ്യിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നിങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു കാർ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ വീട്ടിൽ പൊതുവെ എന്താ ചെയ്യുക? നമ്മൾ ചിലവൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് പൈസ മിച്ചം പിടിക്കാൻ തുടങ്ങും അല്ലേ. കാരണം എനിക്ക് ഇന്നൊരു പ്ലാൻ ഉണ്ട്, ഇതിലേക്ക് കൊടുക്കണം. ഇപ്പം മോളുടെ കല്യാണം വരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം എന്നാകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ പൈസ സേഫ് ആക്കാൻ വേണ്ടി നോക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഇനിയും വളരണം, മോഡേണൈസ് ചെയ്യണം, അതുപോലെ തന്നെ വെറൈറ്റി കൊണ്ടുവരണം, പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? റീറ്റേൺ ഏർണിങ്സ് കൂട്ടാനും ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയ്ക്കാനുമാണ് നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. അപ്പം നിങ്ങളൊരു ഫൈനാൻഷ്യൽ മാനേജർ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പാടും. പിന്നെ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോക്കണം അല്ലെ. നല്ല ക്യാഷ് ഫ്ലോ ഉണ്ട് എന്ന് വിചാരിക്കാം, നമുക്ക് ചെലവ് കുറവും വരവ് കൂടുതലും ആണെങ്കിൽ എന്താണ്? നല്ല ക്യാഷ് ഫ്ലോ ആണ്, അപ്പം നമുക്ക് ഹയർ ഡിവിഡൻഡ് കൊടുക്കാം. പിന്നെ ഉള്ളത് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് നോക്കണം അല്ലേ. അപ്പം നമുക്ക് തരുന്ന സമയം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പ്രിഫറൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് കൂടെ നോക്കണം. അപ്പം അവർക്ക് എപ്പോഴും ഡിവിഡൻഡ് ഹയർ ആയിട്ട് കിട്ടുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ടാക്സ് പോളിസിയും നോക്കും അല്ലേ. അപ്പം നമ്മൾ കടം കൊടുക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്, നമുക്ക് കടം കിട്ടിയ പൈസക്ക് നമുക്ക് എന്ത് വേണ്ട? നമുക്ക് ഇൻട്രസ്റ്റ് വേണ്ട, ടാക്സ് കൊടുക്കേണ്ട അതിന്. പക്ഷെ നമ്മുടെ ബിസിനസിന്റെ അകത്ത് വരുന്ന എമൗണ്ട് ഇപ്പം നമ്മൾ റീറ്റെയിൻ ഏർണിങ്സ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ അകത്ത പൈസയാണ്, അത്ര എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ടാക്സ് കുറയ്ക്കാൻ എപ്പോഴും നമ്മൾ ഇങ്ങനെ കടം കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കണം അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവെ എങ്ങനെയാണ് സാധാരണ ഈ പ്രൊഡക്റ്റിന് എങ്ങനെ വിറ്റ് പോകുന്നു എന്ന് നോക്കുമല്ലോ. ഇപ്പം നമ്മളൊരു പെന്നാണെങ്കിൽ മാർക്കറ്റിൽ എന്തുണ്ട്, നോർമലി ഒരു പെന്നിനൊക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നമ്മൾ നോക്കില്ല. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ കണ്ടീഷൻ നമ്മൾ നോക്കണം. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നിങ്ങൾ വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഷെയർസ് കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മളുടെ ഷെയർസിൽ ആൾക്കാർ വാങ്ങിക്കുള്ളൂ അല്ലേ. അപ്പം അതും കൂടെ നോക്കണം. പിന്നെ ലീഗൽ കൺസ്ട്രെയിൻസ് നോക്കണം. അതായത് നമ്മൾ സെബി ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും, അതുപോലെ കമ്പനീസ് ആക്ട് പ്രകാരമൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടാവും. അവിടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ടാവും അല്ലെ. ഒരു ഗൈഡ് ലൈൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എല്ലാ കമ്പനികളും ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ടും സെബി ഗൈഡ് ലൈൻസും നമ്മൾ നോക്കണം. അതാണ് ലീഗൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലേ, ചില ആൾക്കാർ നമ്മളിപ്പോൾ ഡെറ്റ് ഫിനാൻസിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ വെക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ എവിടെയെങ്കിലും നമ്മൾ കടം വാങ്ങിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇത്രയും ഫാക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ മാനേജർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡിവിഡൻഡ് ഡിസിഷനിലേക്ക് ഫൈനൽ ആയിട്ടുള്ള ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞ് ഇനി നമ്മുടെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര നേരം പറഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആണല്ലോ. നമ്മൾ റിവിഷൻ ആണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. സെറ്റ്, റെഡി. അങ്ങനെയാണെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് പോവാം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക അല്ലെ. ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, അത് ഒപ്റ്റിമൽ യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത്?
ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ, പ്രൊക്യൂർമെന്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ensure that enough funds are available at right time and there are no surplus fund അല്ലേ. അതായത് നമ്മൾ പൊതുവേ വീട്ടിൻ്റെ അകത്തൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് നിങ്ങളുടെ അച്ഛനും അമ്മവരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഇപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ അവനെ കോളേജ് ചേർത്താൻ ഇത്ര പൈസ വേണം, അവളെ കോളേജ് ചേർത്താൻ ചിലപ്പോൾ ഇത്ര വേണം, അത്യാവശ്യം ഒരു നല്ല കോളേജ് ചേർക്കണമെങ്കിൽ ഏകദേശം ഇത്ര ഫണ്ട് വേണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് വന്നാൽ നമ്മൾ ചിട്ടി പിടിക്കണോ അല്ലെങ്കിൽ കുടുംബശ്രീയിൽ നിന്ന് എടുക്കണോ, ഇനി അതല്ല ഗോൾഡ് പണയം വെക്കണം, അങ്ങനെ എവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യും എന്നുള്ള രീതിയിലൊരു കാൽക്കുലേഷൻ നടക്കില്ലേ. ഇതേ സാധനം ബിസിനസ്സിൻ്റെ അകത്തും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിസിനസ്സിലും ഉണ്ടായിരിക്കും നമുക്ക് ഫണ്ട് ഇങ്ങനെ ആവശ്യം വരാം. ഓക്കെ, എൻ്റെ ബിസിനസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആക്കി മാറ്റണം, സോ അത് റിലേറ്റ് ചെയ്ത് എനിക്ക് കുറച്ച് വേറെ ഷെയർസ് കൂടുതൽ അക്വയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ തന്നെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലേ. നമുക്ക് എന്താ ഒരു എസ്റ്റിമേഷൻ നടത്തും, നമുക്ക് ഇത്ര വേണം, ഇങ്ങനെ ചെയ്യണം, അതിനെ നമുക്ക് എവിടെ നിന്ന് ഫണ്ട് നോക്കാം, ഏതായിരിക്കും കുറച്ചുകൂടെ എന്നുള്ള രീതിയിലുള്ള എസ്റ്റിമേഷനും പ്രൊക്യൂർമെന്റും അതിനെ നമ്മൾ എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കണതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് സർപ്ലസ് ആയിട്ടൊന്നും കിടക്കുന്നില്ല അല്ലെ. നമുക്ക് കിട്ടിയ പൈസ നമ്മൾ സർപ്ലസ് ആയിട്ട് കുറച്ച് പൈസ കിടക്കുന്നു വിചാരിക്കുക, അനാവശ്യമായിട്ട് ബിസിനസ്സിനകത്ത് പൈസ വരുമ്പോൾ ബിസിനസ്സുകാർക്ക് ടെൻഡൻസി വരും അനാവശ്യമായിട്ടുള്ള ചെലവുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, വെറുതെ ഓടി കൂട്ടുക, വെറുതെ അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ സർപ്ലസ് ആയിട്ട് വന്ന അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഫണ്ട് ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ കുന്നു കൂട്ടി കഴിഞ്ഞാൽ വെറുതെ കുറച്ച് പൈസ കടം വാങ്ങി ഒരു ആവശ്യമില്ലാണ്ട് ആ ഫണ്ട് വെറുതെ കിടക്കാമെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ കുറച്ച് പൈസ അധികം വാങ്ങിച്ച് എന്നിട്ട് ഞാനൊരു ബിൽഡിംഗ് വാങ്ങിച്ച് വിചാരിക്കും, എന്നിട്ട് ആ ബിൽഡിങ്ങിലേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല, പണി നടക്കുന്നില്ലെങ്കിൽ വെറുതെ നശിച്ചു പോവുകയാണെങ്കിൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. ഫൈനാൻഷ്യൽ പ്ലാനിങ് പോരാ അയാളുടേത്. ബിസിനസ്സിനകത്ത് എപ്പോഴും എല്ലാം കറക്റ്റ് ഇങ്ങനെ ഫില്ലായിക്കൊണ്ട് പോകണം. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ ഈ സർപ്ലസ് എമൗണ്ട് വരാതിരിക്കാനും ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് helps in forecasting of future events under different business situation അല്ലേ. അപ്പം ബിസിനസ്സിലൊക്കെ എന്താ പല സിറ്റുവേഷൻസ് ബിസിനസ് ഇസ് അൺസർട്ടൈൻ അല്ലെ, അതിന്റെ റിട്ടേൺ അൺസർട്ടൈൻ ആണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അപ്പം നമുക്ക് ഏകദേശം അറിയാം ബിസിനസ്സിൽ എങ്ങനെ പോകും ഇങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു റൂട്ട് മാപ്പ് എല്ലാവരുടെ കയ്യിലുണ്ടാവും, ബിസിനസ് ചെയ്യുന്നവരുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് ഫോർകാസ്റ്റ് ചെയ്യുക അല്ലേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാരാ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആരാ, മോൻ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ മോൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മോക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് പുറത്ത് കോളേജിൽ പോകേണ്ടി വരും, അപ്പോൾ ഫണ്ട് വരും. ഇന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിൽ അവർക്കൊരു കല്യാണപ്രായം ഉണ്ട്, അപ്പോൾ കല്യാണത്തിന് ഫണ്ട് വേണം. അത് കഴിഞ്ഞ് ചിലപ്പോൾ വീട് ഇത്ര വർഷമായി, അപ്പോൾ വീട് ചിലപ്പോൾ ഇനി കുറച്ചും കൂടെ റെനോവേഷൻ വർക്ക്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവില്ല, ഒരു എന്താ റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ. അതേപോലെ ബിസിനസ്സുകാരുടെ കയ്യിലും ഉണ്ടാവും. അതനുസരിച്ച് ഫണ്ടിന്റെ ഫോർകാസ്റ്റിംഗ് അവരെ ഹെൽപ്പ് ചെയ്യും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ. ഓക്കെ, എന്നിട്ട് അത് ചെയ്യാൻ എവിടെയൊക്കെ ഫണ്ട് ഉണ്ട്, ഏതൊക്കെ രീതിയിൽ ഫണ്ട് പ്രൊക്യൂർ ചെയ്യാം എന്നൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ അവോയ്ഡിങ് അൺസർട്ടൻ, ഇതുപോലെയുള്ള ഒരു എന്താ പറയാ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറേയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് വയ്യാതെയായി എന്ന് വിചാരിക്കും, ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറിയ പൈസ ചെലവാ അല്ലേ, കയറിയ 1000, 2000, 3000 എന്ന് പറഞ്ഞിട്ടേ പൊട്ടു, വെറുതെ ഒരു പനിക്ക് കാണിക്കാൻ പോയാൽ പോലും അതാണ് അവസ്ഥ. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് വയ്യാണ്ടാവെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് വരുന്ന ആ ഒരു സാധനത്തെ ഒരു ഫൈനാൻഷ്യൽ ബേർഡനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ, ഒന്ന് ഷെയർ ചെയ്യാൻ അവിടെ ഇൻഷുറൻസുകാരുണ്ട് അല്ലേ. അതേപോലെ തന്നെ ബിസിനസ്സിലും പെട്ടെന്ന് എന്തൊക്കെ വരുന്നുണ്ടാവും, എന്തൊക്കെ പല രീതിയിലുള്ള ഡിമാൻഡിൽ മാറ്റം വരാം അല്ലെ, സപ്ലൈയിലും പ്രൈസിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം, ചോയ്സസിലൊക്കെ മാറ്റം വരും അല്ലേ. അപ്പൊ കറക്റ്റായിട്ട് ഇതിനനുസരിച്ചൊക്കെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെ ബിസിനസിന്റെ അകത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫണ്ട് പ്രൊക്യൂർ ചെയ്യാൻ സെറ്റ് ആക്കിയല്ലോ, അത് വെച്ച് പോകാൻ വേണ്ടി പറ്റും. പിന്നെ കോർഡിനേഷൻ ഉണ്ടായിരിക്കും അല്ലേ, വിച്ച് ഹെൽപ്സ് ഇൻ കോർഡിനേറ്റിംഗ് വേരിയസ് ബിസിനസ് ഫംഗ്ഷൻസ് സച്ച് ആസ് സെയിൽ, പ്രൊഡക്ഷൻ എക്സെട്ര ബൈ അവോയ്ഡിങ് സ്യൂട്ടബിൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലേ. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് കുറച്ച് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം, അപ്പോൾ ഏകദേശം ഇത്ര യൂണിറ്റ് എങ്കിലും ഇനി പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് ഇത്ര റോ മെറ്റീരിയൽസ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ബ്ലൂ പ്രിന്റ്, ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ബ്ലൂ പ്രിന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം എങ്ങനെ വേണം, എത്ര വാങ്ങണം എന്നുള്ളത്. ഒരു ഐഡിയ ഇല്ലാണ്ട് പോകുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയും
നിങ്ങളും കൂടെ മാർക്കറ്റിൽ പോകാമെന്ന് പറയും. നിങ്ങൾ അമ്മയ്ക്ക് അറിയാം സാമ്പാർ ഉണ്ടാക്കാൻ എത്ര കഷ്ണം വേണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അമ്മ കറക്റ്റ് ഒരു 5 പേർക്ക്, വീട്ടിൽ 5 പേരാണെങ്കിൽ 5 പേർക്ക് വേണ്ട സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വാങ്ങും. ഇനി ഇതൊന്നും അറിയാത്ത നിങ്ങളാണ് മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വെണ്ടക്ക വേണം, എത്ര വഴുതന വേണം, എത്ര അരി വേണം, ഒന്നും അറിയില്ല അല്ലേ. പക്ഷെ ഇതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ്, കോർഡിനേഷൻ എളുപ്പത്തിൽ നടക്കും. ക്ലിയർ? അതുപോലെ തന്നെ റെഡ്യൂസസ് വേസ്റ്റേജ്. കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഇല്ല അല്ലെ, ഡ്യൂപ്ലിക്കേഷനോ വേസ്റ്റേജോ ഒന്നും വരുന്നില്ല. അണ്ടർ ഫൈനാൻഷ്യൽ പ്ലാനിങ് റെഡ്യൂസസ് വേസ്റ്റേജ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് ആൻഡ് ഗ്യാപ്സ് ഇൻ പ്ലാനിങ് അല്ലെ. പിന്നെ ലിങ്കേജ് ആണ് അല്ലെ. ലിങ്കേജ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ട്രൈ ടു ലിങ്ക് ദ പ്രസന്റ് വിത്ത് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസിങ് ഡിസിഷൻ അല്ലേ. അതായത് നമുക്കിപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്താ നമ്മൾ ചെയ്യുക മെയിനായിട്ട്, ഓക്കെ ബിസിനസ്സിൽ ഇനി ഒരു പുതിയൊരു അസെറ്റ് വാങ്ങണം, അസെറ്റ് ഈ ഒരു പുതിയ മെഷീനറി മാറ്റി ഓൾഡ് ഫാഷൻ ആയതുകൊണ്ട് അപ്പോൾ ഒരു പുതിയ മെഷീനറി വാങ്ങണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനാണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണ്. അപ്പോൾ അതിന് നമുക്ക് എത്ര ഫണ്ട് വേണം, എവിടെ നിന്ന് നമുക്ക് ഫണ്ട് നോക്കാം അല്ലേ, അങ്ങനെ തീരുമാനിക്കുന്ന ഫൈനാൻസിങ് ഡിസിഷനുമാണ് അല്ലേ. അപ്പോൾ അതിന് രണ്ടിനും ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് വഴിയാണ്. ക്ലിയർ ആണോ? പിന്നെ അടുത്തതാണ് ഈസി വാല്യുവേഷൻ അല്ലേ. ബൈ സ്പെല്ലിംഗ് ഔട്ട് ഡീറ്റെയിൽഡ് ഒബ്ജക്റ്റീവ് ഓഫ് വേരിയസ് ബിസിനസ് സെഗ്മെന്റ് ഇറ്റ് മേക്സ് ദ ഇവാലുവേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ഈസിയർ അല്ലേ. പിന്നെ അതുപോലെ തന്നെ എല്ലാ കണക്കുകൂട്ടലും അനുസരിച്ച് നമുക്ക് മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ ബിസിനസ്സിന്റെ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനും എന്താണ് കുറച്ചുകൂടെ ഈസി ആക്കി കിട്ടും. ഓക്കെ, സെറ്റാണോ? സെറ്റാണോ? റെഡി ആയോ? അങ്ങനെയാണ് ഈ ചാപ്റ്ററിന്റെ അവസാന പാർട്ടിലേക്ക് പോവാണ്. റെഡി ആയോ? റെഡിയാണോ? റെഡിയാണോ? മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സെറ്റ് അല്ലേ? അങ്ങനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് പോയല്ലേ. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇത് മിക്സ്ചർ ആണല്ലേ. അതായത് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്തിന്റെ മിക്സ്ചറാ? കഴിക്കണ മിക്സ്ചറാണോ, കുറിക്കണ മിക്സ്ചറാണോ? അല്ല, അത് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ഫണ്ടിന്റെയും ബോറോഡ് ഫണ്ടിന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങളൊരു ഫൈനാൻഷ്യൽ മാനേജർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളൊരു കമ്പനിയിലെ ഇപ്പൊ ജ്വാല ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലെ ഫൈനാൻഷ്യൽ മാനേജർ ആണ് നിങ്ങൾ, ഓണറാണ് ഞാനും യദു സാറും. ഞങ്ങൾ വന്നിട്ട് പറയാണ് നമ്മളൊരു പുതിയ പ്രൊജക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 3000 കോടിയാണ് നമ്മുടെ ബഡ്ജറ്റ്, ക്യാപിറ്റൽ നമുക്ക് 3000 കോടിയാണ് വേണ്ടത്. സോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ 3000 കോടി എന്ന് പറയുന്നത് ബിസിനസ് മൊത്തത്തിൽ ഇടണോ, അല്ലെങ്കിൽ ബിസിനസിന്റെ അവസ്ഥ എന്താണ്, അതിൽ 3000 കോടി എങ്ങനെ ഒപ്പിക്കും അല്ലേ, അതിൽ എത്ര നമ്മൾ കടം വാങ്ങണം, അങ്ങനെയുള്ള കുറേ തീരുമാനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ 3000 കോടിനെ നമുക്ക് പല രീതിയിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലേ. അതിൽ വേണമെങ്കിൽ നമുക്ക് 3000 കോടി എന്ന് പറയുമ്പോൾ ഒരു 1500 കോടി ബിസിനസ് ഇക്വിറ്റിയും നമ്മുടെ ബിസിനസിന്റെ അകത്ത് നിന്ന് ഇടുന്നതും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബാക്കി 1500 കോടിനെ വേണമെങ്കിൽ നമുക്ക് പല രീതിയിലും ഡെറ്റ് ഫിനാൻസിങ് വഴി എടുക്കാം അല്ലേ. അപ്പൊ അതിനെയാണ് ആ ഒരു എടുക്കുന്ന ആ ഒരു ഫണ്ട്, ഒരു ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നു, അതിൽ എത്ര ഇക്വിറ്റി എത്ര ഡെറ്റ്, ഇതിന്റെ രണ്ടിന്റെ മിക്സ്ചർ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഇറ്റ് റെപ്രസെന്റ് ദ പോർഷൻ ഓഫ് debt capital and equity capital in total capital of a firm അല്ലേ. ഇപ്പൊ ഒരു ബിസിനസിന്റെ ഇതാണ് മൊത്തം ക്യാപിറ്റൽ, അതിൽ എത്ര ശതമാനം ഇക്വിറ്റി, ഇതിൽ എത്ര ശതമാനം ഇക്വിറ്റി, എത്ര ശതമാനം നമ്മുടെ ഓൺഡ് ഫണ്ട് എന്ന് നോക്കുന്നതാണ്. സോറി, ഓൺഡ് അല്ല, ബോറോഡ് ഫണ്ട്. ഓക്കെ, അതിലെത്ര ബോറോഡ്. സെറ്റ് അല്ലേ. ഇനി ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഒരു ടേം ആണ് ഫൈനാൻഷ്യൽ ലിവറേജ്. എന്താണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3000 കോടിയിൽ എത്രമാത്രം ഡെറ്റ് ഫിനാൻസ് ഉണ്ട്, അതിന്റെ പോർഷനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ 3000 കോടി എന്ന് പറയുന്നതാണ് 100% അല്ലെ. അതിൽ എത്ര ശതമാനം ഞാൻ കടം വാങ്ങിച്ചു, എത്ര ശതമാനം ഇക്വിറ്റി വന്നു എന്ന് നോക്കുന്നതാണ്. അതിലെ കടത്തിന്റെ പെർസെന്റേജ് അല്ലെ, കടം എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, ദ proportion of debt in overall capital also called financial leverage, capital gearing അല്ലെ, capital gearing എന്ന് പറയും, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയും. അപ്പൊ ക്യാപിറ്റൽ ഗിയറിംഗിൽ ഹൈ ഗിയർഡ് ഉണ്ട്, ലോ ഗിയർഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഹൈ ഗിയർഡ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ കടം എടുത്തെന്ന് വിചാരിക്കുക, എന്റെ ബിസിനസിന്റെ അകത്ത് 3000 കോടിയിൽ 80% കടം വാങ്ങിയ പൈസയും 20% ബിസിനസിന്റെ പൈസയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ കടം കൂടുതലാണ് അല്ലെ. അപ്പൊ ഡെറ്റ് കൂടുമ്പോൾ ഹൈ ഗിയർഡ് ആണ്, ഡെറ്റ് കുറയുമ്പോൾ ലോ ഗിയർഡുമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഹൈ ആണോ ലോ ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലായോ?
ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് വെച്ചു എന്നുള്ളൂ. ഇതൊന്നും ഇക്വേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല ഇതിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എത്ര ഡെറ്റ് എത്ര കടം എന്നുള്ളത് തീരുമാനിക്കുക, എത്ര ഡെറ്റ് എത്ര ഓൾഡ് ഫണ്ട് എന്ന് തീരുമാനിച്ചെടുക്കുന്ന മിക്സർ അതിൻ്റെ മിക്സ്, അതിലേക്ക് നമ്മൾ എത്തുന്നതിന് കുറച്ച് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം അല്ലേ. നമുക്ക് വെറുതെ ഓക്കെ ഇത്ര കടം വാങ്ങാം, 3000 കോടിയല്ലേ, 3000 കോടി സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇട്ടേക്കാം, അല്ലേ വേണ്ട കുറച്ച് കടം വാങ്ങാം, 3000 കോടി മൊത്തം കടം വാങ്ങാം. അങ്ങനെ നമുക്ക് വെറുതെ ഒരു ഊഹാപോഹത്തിന്റെ പുറത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസിന്റെ എൻറ്റയർ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പം നിങ്ങൾ എങ്ങനെ എത്ര എവിടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കാം. കുറേ റിസ്ക് ഉണ്ട് അല്ലേ, റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം ആ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. നമ്മളൊരു 3000 കോടി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് 6000 കോടി ഇങ്ങനെ തിരിച്ചു കിട്ടണമെന്ന് വെച്ചിട്ടാണ് ചെയ്യണത് അല്ലേ. അപ്പോൾ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പം നിങ്ങൾ മൊത്തം 3000 കോടി കടം വാങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ കടം വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് അതിന് മാത്രം റിട്ടേൺ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും. ഈ കിട്ടുന്ന പൈസയൊക്കെ ഡെറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ഡിസൈഡ് ചെയ്യണം തീരുമാനിക്കണമെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് നോക്കണം. ആ ഫാക്ടേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം വേണ്ടത് ക്യാഷ് ഫ്ലോ തന്നെയാണ് അല്ലേ. ആദ്യം നമ്മുടെ ബിസിനസ്സിൻ്റെ വരുമാനം എത്ര ഉണ്ട് എന്ന് നമ്മൾ ആദ്യം നോക്കണം. ക്ലിയർ? ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റിലല്ലേ നമ്മൾ വീടുണ്ടാക്കുക. അല്ലാതെ കുറേ ലോണും വാങ്ങിക്കൂട്ടി വലിയൊരു വീടും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സമാധാനവും ഇല്ലാണ്ട് അത് തിരിച്ചടയ്ക്കാനും പറ്റാണ്ട് ആ വീട്ടിൽ കിടക്കുന്നതിലും നല്ലതാണ് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതാണ്. അതായത് എനിക്ക് ഏൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വീട് സേവിങ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ എപ്പോഴും നോക്കണം അല്ലേ. അല്ലാണ്ട് നമ്മൾ തെറ്റായ രീതിയിലുള്ള ഈ എടുത്ത് ഇപ്പോൾ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര കടം വാങ്ങാം, എത്ര മാത്രം കടം വാങ്ങാം, എത്ര നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇടണമെന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഒരു 25 ലക്ഷം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളൊരു 60 ലക്ഷത്തിൽ ബഡ്ജറ്റ് വെച്ചൊരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ കടം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ. ലാസ്റ്റ് ആ വീട് വിറ്റ് വേറൊരു വീട് വാങ്ങി കടം തീർക്കേണ്ട അവസ്ഥയായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ എപ്പോഴും നോക്കണം അല്ലേ. അപ്പൊ ക്യാഷ് ഫ്ലോ മസ്റ്റ് ബി adequate enough to cover not only fixed payment obligation but also to meet ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ഓഫ് ദ ഫേം അല്ലേ. അതായത് ബിസിനസ്സിലെ സ്ഥിരമായിട്ടുള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25,000 രൂപയാണ് സാലറി എന്ന് വിചാരിക്കുക. അത് വെച്ചിട്ട് എനിക്ക് മാസം ഞാൻ പറഞ്ഞ പോലെ പെട്രോളിൻ്റെ പൈസ, ഫുഡിൻ്റെ പൈസ, പിന്നെ ഫോണിൻ്റെ ബില്ല്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുണ്ട്. അതന്നെ എനിക്കൊരു 20,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം എൻ്റെ ഫിക്സഡ് എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്ത് പോകാൻ 25,000 മതി. പക്ഷെ അല്ലാതെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ വേണം അല്ലേ ബിസിനസ്സിൻ്റെ അകത്ത്, ഫിക്സഡ് അല്ലാതെ. അപ്പോൾ ആ സാധനം കൂടെ എനിക്ക് ബാക്കി നിങ്ങളൊന്ന് ആലോചിക്കുക, 20,000 രൂപ എനിക്ക് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് പോയി, ബാക്കി 5,000 രൂപ വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഫിക്സഡ് ഒബ്ലിഗേഷൻസ്, അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള വർക്കിംഗ് കോസ്റ്റ് കൂടെ മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന അത്രയും വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കണം. നമ്മളെ ബിസിനസ്സിൻ്റെ അകത്ത് എത്ര തവണ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്കറിയാം ഒരു ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഏർണിങ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെയെങ്കിലും നമുക്ക് ആ ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ അല്ലേ, നമ്മൾ ഡെറ്റ് ഫിനാൻസിങ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഒബ്ലിഗേഷൻ നമുക്ക് മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇറ്റ് റിഫ്ലെക്ട്സ് ദ നമ്പർ ഓഫ് ടൈംസ് earnings before interest and tax of the company cover the interest obligation എന്ന് നോക്കണം. ക്ലിയർ? പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, എത്രമാത്രം ഒരു സാധനത്തിന് ഞാൻ മുടക്കി കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നും കൂടെ നോക്കണം അല്ലേ. ഇറ്റ് റിഫ്ലെക്ട്സ് ദ നമ്പർ ഓഫ് ടൈംസ് earnings before interest and taxes of a company cover the interest obligation. അതല്ല, ഇതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇഫ് ROE is higher than the rate of interest on debt, the debt proportion can be increased in the ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 3,000 കോടി കൊടുത്തൊരു വലിയൊരു മെഷീന് സെറ്റപ്പ് ഞാൻ ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞെന്ന് വിചാരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു 4,000-5,000 കോടി എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടുന്നത് എനിക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പാണെങ്കിൽ എനിക്ക് ആ 3,000 കോടിയിൽ കുറേ കടം വാങ്ങിയാലും കുഴപ്പമില്ല. കാരണം 5,000 കോടി കിട്ടിയാലും എന്താ, കടം കൊടുക്കാനുള്ള പൈസ എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ROI കൂടുതലാണെങ്കിൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് ഡെറ്റ് അല്ലെ ഹൈ ഗിയേർഡിലേക്ക് പോവാം.
പിന്നെ കൺട്രോൾ അല്ലേ. ഇപ്പൊ ഡെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഡയലൂഷൻ ഓഫ് കൺട്രോൾ ആണ്. അതിന് താല്പര്യമില്ല നിങ്ങൾക്ക് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റിയിലേക്ക് തന്നെ പോവാം. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നോക്കണം, ദ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. പിന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി അല്ലേ, അതായത് നമുക്ക് കടം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിനെ കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, യൂട്ടിലൈസ് ചെയ്ത് വെക്കാൻ പാടില്ല, മൊത്തത്തിൽ അങ്ങ് എടുക്കരുത്. അതായത് ഇപ്പോൾ ബിസിനസ്സിൽ കടം വാങ്ങിക്കാം, പക്ഷെ അതിന് ഇവിടുന്ന് അവിടുന്ന് ഇപ്പൊ ചില നിങ്ങളുടെ നാട്ടിൽ തന്നെ ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ, എല്ലാവരുടെ അടുത്തൊന്നും കടം വാങ്ങി വെച്ചിട്ടുണ്ടോ അല്ലേ. നാട്ടിൽ മൊത്തം കടം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി തീർന്നു, നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമുക്ക് ഇനി ആരും പൈസ തരില്ല. അതേപോലെ തന്നെയാണ് ബിസിനസിന്റെ അകത്തും അല്ലെ. ഒരു ബിസിനസ്സിന് കടം വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഓക്കെ, നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് മൊത്തം നമ്മൾ കടത്തിലേക്ക് പോകാണ്ടിരിക്കാൻ നോക്കണം. അവോയ്ഡ് ഫുള്ളി യൂട്ടിലൈസിങ് ഡെറ്റ് capacity to maintain borrowing power ആണ്. പിന്നെ cost of debt അല്ലെ, if a firm is able to borrow at a lower rate it may prefer more debt as compared to equity അല്ലെ. ഡെറ്റ് നമുക്ക് ചെറിയ ഇപ്പോൾ ഇക്വിറ്റി ഷെയർസിനേക്കാളും വില കുറഞ്ഞ് ചീപ്പർ റേറ്റിൽ എപ്പോഴും നമുക്ക് ഡെറ്റ് കിട്ടുന്നതാണെങ്കിൽ ഡെറ്റ് ഫിനാൻസ് നോക്കിയാൽ മതി, അതാണ് സ്യൂട്ടബിൾ. ക്ലിയർ? ഇനി അവസാനത്താണ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ നോക്കാം അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നല്ല കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഷെയർസ് വഴി കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഡിപ്രഷൻ സ്റ്റേജിൽ എന്തുണ്ടാവില്ല, ആൾക്കാർ റിസ്ക് എടുക്കില്ല. ബൂം സ്റ്റേജിൽ ആൾക്കാർ ഒത്തിരി പേര് ഷെയർസ് വാങ്ങിക്കാൻ റെഡി ആയിരിക്കും. അപ്പൊ നമുക്ക് ഷെയർസ് വഴി ഫണ്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ടാക്സ് റേറ്റ് നോക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ഇസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്, ടാക്സ് ലയബിലിറ്റി ഇസ് റെഡ്യൂസ്ഡ് ബൈ യൂസ് ഓഫ് ഡെറ്റ്. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ പറഞ്ഞു കടം വാങ്ങിക്കുന്ന പൈസക്ക് നമ്മൾ ഒരിക്കലും ടാക്സ് കൊടുക്കണ്ട അല്ലെ. അപ്പൊ നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഒരു 3000 കോടി ആണെങ്കിൽ അതിൽ ഒരു 2500 കോടി കടം വാങ്ങിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊന്നും എന്ത് കൊടുക്കണം, ടാക്സ് കാണിക്കണം, പക്ഷെ കടമല്ലേ. ക്ലിയർ? പിന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് നോക്കണം. ഇപ്പൊ കമ്പനീസ് ആക്ടും സെബി ഗൈഡ്ലൈൻസ് ഒക്കെ നോക്കണം. ഓക്കെ, ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഒന്നാണ് എന്ത്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസിന്റെ ക്യാപിറ്റലിൽ വരുന്ന ഒരു കാര്യമാണ് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും അല്ലേ. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോട്ട് ഫോർ റീസെയിലും കെപ്റ്റ് പെർമനന്റ്ലി ആണ് അല്ലെ. അതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്, ബിസിനസിന്റെ അകത്ത് ഫിക്സഡ് അസറ്റ്. അപ്പൊ ഫിക്സഡ് അസറ്റ് ബിസിനസിന്റെ അകത്ത് എത്ര വേണം, അതായത് നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ അതിൽ എത്രമാത്രം ഫിക്സഡ് അസറ്റ് വേണമെന്ന് നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം അല്ലെ. ഡിസിഷൻസ് ഇൻ ദ ഡൊമൈൻ ആർ റിഫർഡ് ടു ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇൻവോൾവ്സ് അലോക്കേറ്റിംഗ് എ ഫേംസ് ക്യാപിറ്റൽ ടു ലോങ് ടേം പ്രോജക്റ്റ് അസറ്റ്സ് വിത്ത് ഇംപ്ലിക്കേഷൻ ഫോർ ഗ്രോത്ത്, സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി അല്ലെ. ഇപ്പൊ ബിസിനസ്സിനകത്ത് ഫിക്സഡ് അസറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ പ്രോഫിറ്റബിലിറ്റി, സർവൈവൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ വെറുതെ അനാവശ്യമായിട്ട് കുറെ മെഷീനറീസും കുറെ ലാൻഡും കുറെ ബിൽഡിംഗും ഒക്കെ വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ അത് ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിനൊക്കെ ബാധിക്കും. അപ്പൊ നമ്മൾ അതിനെങ്ങനെ മാനേജ് ചെയ്യണം, നമ്മൾ ബിസിനസിന്റെ അകത്ത് ഫിക്സഡ് അസറ്റിനെ ഒന്ന് നമ്മൾ ലോങ് ടേം ഇമ്പാക്റ്റ് ആണ് എപ്പോഴും ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഡിസിഷൻ അഫക്ട് ദ ബിസിനസ് ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സർവൈവൽ. ഓക്കെ, അത് ആദ്യം മനസ്സിൽ വെക്കുക. രണ്ടാമതെന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള റിസ്ക് കൂടുതലാണ്. ഇൻവോൾവ്സ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ കണ്ടീഷൻസ്, ആഡിങ് ആൻ എലമെന്റ് ഓഫ് അൺസർട്ടനിറ്റി. പിന്നെ അതുപോലെ ഉള്ളതാണ് സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്, മേക്കിംഗ് പ്രിസൈസ് ഇവാലുവേഷൻ ക്രിട്ടിക്കൽ അല്ലെ. അതായത് നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു കമ്പ്യൂട്ടർ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്, ഒരു മെഷീൻ വാങ്ങുകയാണെങ്കിൽ ആ മെഷീനെ കുറിച്ച് എല്ലാം പഠിക്കണം. നല്ലതാണോ, ഇത് ഇനി എത്ര കാലം ഉണ്ട്, അല്ലെങ്കിൽ ഇതിലും തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും പുതിയത് ലോഞ്ച് ആവാനുണ്ടോ. ഇപ്പൊ ചില ഐഫോൺ വാങ്ങുന്ന ആൾക്കാർ നോക്കൂലേ, എടാ ഞാനിപ്പോൾ വാങ്ങുന്നില്ല കാരണം 14, 17 ഇപ്പൊ വന്നിട്ടുണ്ട്, 17 ലോഞ്ച് ആവാനുണ്ട്, അപ്പൊ ഞാൻ അത് വാങ്ങിക്കാം. ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവില്ല. അതേപോലെ തന്നെ നമ്മൾ ബിസിനസ്സിനകത്ത് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ലോങ് ടേം അല്ലെങ്കിൽ നമ്മൾ ഫിക്സഡ് അസറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതും കൂടെ നോക്കണം അല്ലേ. പിന്നെ ഇറവേഴ്സിബിൾ ഡിസിഷൻസ് ആണ് അല്ലെ. വലിയൊരു എമൗണ്ട് വെച്ച് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ ഡിസിഷൻ അങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി എടുത്താൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ നഷ്ടം നമുക്ക് സംഭവിക്കും അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ആർ ഡിഫിക്കൽട്ട് ടു റിവേഴ്സ് വിത്തൗട്ട് ഇൻകറിംഗ് സിഗ്നിഫിക്കന്റ് ലോസ് ആണ്. പിന്നെ കോമ്പറ്റീറ്റീവ് എഡ്ജ് ആണ്. ഇൻഷുർ ദ ബിസിനസ് റിമെയിൻ കോമ്പറ്റീറ്റീവ് ത്രൂ സ്ട്രാറ്റജിക് അസറ്റ് ലൊക്കേഷൻ അല്ലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് വിചാരിക്കുക, ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടെന്ന് പറയുന്നത് ആ ബിസിനസിന്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതും നോക്കണം. പിന്നെ ഉള്ളതാണ്
ഫൈനാൻസിങ് ഡെസിഷൻ അല്ലെ റിക്വയർസ് ഫണ്ടിങ് ത്രൂ ലോങ് ടേം സോഴ്സസ് ലൈക്ക് ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒക്കെയാണ്. പിന്നെ നമ്മൾ വലിയ എമൗണ്ട് വരുന്നതിനെ കൊണ്ട് തന്നെ നമ്മൾ ഫിക്സഡ് അസറ്റിൽ എപ്പോഴും ലോങ് ടേം ഫിനാൻസ് വഴിയായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇൻഫ്ലുവൻസ് ഓൺ ഓപ്പറേഷൻ അല്ലെ ഡിസിഷൻ ഡയറക്ട്ലി ഇമ്പാക്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ അധികവും ഈ മെഷീനറീസ് അങ്ങനത്തെ സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തീരുമാനം അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇപ്പം അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട മെഷീൻസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബിസിനസിന്റെ പ്രൊഡക്ഷനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഫിക്സഡ് അസറ്റിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ തീരുമാനം എത്രമാത്രം വേണം എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് നോക്കേണ്ട കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അതായത് നേച്ചർ ഓഫ് ബിസിനസ് നോക്കണം. ബിസിനസിന്റെ നേച്ചർ എങ്ങനെയാണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ, ലേബർ ഇന്റൻസീവ് ആണോ നോക്കണം അല്ലേ. അത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എത്ര എമൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ വേണമെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, നമ്മൾ ചെറിയ സ്കെയിലാണോ ലാർജ് സ്കെയിലാണോ പോകുന്നത് നോക്കണം അല്ലേ. അപ്പോൾ ലാർജ് സ്കെയിൽ റിക്വയർമെന്റ് ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രോസ്പെക്ട് ആണ്. ഹയർ ഗ്രോത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ റിക്വയർ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്. പിന്നെ അതേപോലെ തന്നെ ചോയ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഇപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഹയർ ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലേ. ഇപ്പൊ ലേബേഴ്സ് ആണെങ്കിൽ അപ്പൊ ലേബേഴ്സിൻ്റെ ഇത് മതി, ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രൊഡക്ഷൻ ആണ് നമ്മളടുത്ത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ട. ക്ലിയർ അല്ലേ. പിന്നെ അതുപോലെ ടെക്നോളജി അപ്ഗ്രഡേഷൻ വേണം. ഓർഗനൈസേഷൻ വിച്ച് യൂസ് അസെറ്റ് വിച്ച് ആർ സ്പീഡ്ലി ഒബ്സൊലൈറ്റ് റിക്വയർ ഹയർ ഫിക്സഡ് ക്യാപിറ്റൽ ഫോർ റീപ്ലേസ്മെന്റ്. ഞാൻ പറഞ്ഞതുപോലെ ഈ സോഫ്റ്റ്വെയർ രംഗങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും വലിയ രീതിയിലുള്ള ഫിക്സഡ് ക്യാപിറ്റൽ വേണം. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, വെൻ എ കമ്പനി ചൂസസ് ഡൈവേഴ്സിഫൈ ഇറ്റ്സ് ഓപ്പറേഷൻ ദെൻ ഇറ്റ്സ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലേ. ഇപ്പം നമ്മൾ പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യാന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഫിക്സഡ് ക്യാപിറ്റലും നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഫൈനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെ. കമ്പനീസ് അക്വയറിംഗ് ഫിക്സഡ് asset on higher purchase or lease system require lesser amount of fixed capital. ഇനി വേറൊരു കാര്യമാണ്, നമ്മൾ ഈ ഫാക്ടറിങ് അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ, ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ കുറേ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലുള്ളതാണ് ലൈസൻസിങ് അല്ലെങ്കിൽ നമ്മൾ ലീസിന് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ലീസ് ഫിനാൻസിങ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കടത്തിന് ഒരു സാധനം വാങ്ങിക്കും. ഇപ്പോൾ ഒരു മെഷീനറി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ലീസിന് എടുക്കുക എന്ന് പറയില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ സാധനം സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ലീസ് ഫിനാൻസിങ് വഴി മെഷീനറി എടുക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അത്രമാത്രം ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ട. പിന്നെ ലെവൽ ഓഫ് കൊളാബറേഷൻ, ഇപ്പോൾ നമ്മൾ ബാങ്കുകാരൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ബാങ്കുകാരും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരൊറ്റ ബാങ്കിൻ്റെ ATM-ൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ബാങ്കിൻ്റെയും എന്ത് ചെയ്യാൻ വേണ്ടി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ. അപ്പോൾ അത് ആ ബാങ്കുകൾ തമ്മിലുള്ള കൊളാബറേഷനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള ബാങ്കുകാർക്കും എന്താണ് ATM എന്ന് പറയുന്ന വലിയൊരു സാധനം മെഷീൻ വാങ്ങിക്കുക എന്നുള്ള ഒരു ചെലവ് കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. An enterprise can reduce the level of investment in fixed asset by sharing other firms' facilities. ക്ലിയർ അല്ലേ? സെറ്റ്. ഇത്രയാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അല്ലേ. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽ റിസീവബിൾ, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള പൈസയാണ്. അപ്പോൾ ഇതിന് നമ്മൾ അല്ലെങ്കിൽ എത്രമാത്രം ബിസിനസിന്റെ അകത്ത് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കണം. അതും നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ അങ്ങ് തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കുറച്ച് ഫാക്ടേഴ്സിനെ നോക്കണം. ഓക്കെ, ഫാക്ടേഴ്സ് ഓരോന്നും നോക്കാം. ഒന്നെന്ന് പറയുന്നത് നേച്ചർ ഓഫ് ബിസിനസ് അല്ലെ. അതായത് ട്രേഡിംഗ് ഓർ സർവീസ് ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ദെൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പലചരക്ക് കട അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എന്താ, ഡെയിലി നിങ്ങൾക്ക് ക്യാഷ് അങ്ങോട്ടും വന്നും പോയി കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ കുറേ പൈസ ഇവിടെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് റിസർവ് ചെയ്ത് വെക്കണം എന്നില്ല, ഡെയിലി ഓപ്പറേഷൻസിൽ കിട്ടും. ഇനി അതല്ല, നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിനുശേഷം മാത്രമേ ആ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിലേക്ക് ഫണ്ട് വരുള്ളൂ അല്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷൻ നടക്കുന്നത് വരെ നിങ്ങൾക്ക് ഡെയിലി കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് വേണം. അപ്പം നിങ്ങളുടെ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസൈഡ് ചെയ്യാവൂ. പിന്നെ പ്രൊഡക്ഷൻ സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കണം അല്ലേ. അതായത് നമുക്ക് ഒത്തിരി വലിയ പ്രൊഡക്ഷൻ സൈക്കിൾ ആണ്, നമുക്ക് കൂടുതൽ എന്ത് വേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ വേണം അല്ലേ. ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ദ റെസീറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ. ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് അത് തിരിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാൻ കുറേ സ്റ്റേജ് എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അതിനർത്ഥം അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് വേണം അല്ലേ. ഒരു വലിയ പ്രൊഡക്ഷൻ സൈക്കിൾ ആണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. പിന്നെ സ്കെയിൽ ഓഫ് ഓപ്പറേഷനും കൂടെ നോക്കണം. ഫേം വിച്ച് ഓപ്പറേറ്റ് ഓൺ എ ലാർജ് സ്കെയിൽ ആണെങ്കിൽ അവിടെ എന്ത് വേണം, മോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ടായിരിക്കും.
ഇനി ബിസിനസ് സൈക്കിൾ അല്ലേ, ഡ്യൂറിംഗ് ബൂം ഹയർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് റിക്വയർ, സെയിൽ ആൻഡ് പ്രൊഡക്ഷൻ ആർ ലൈക്ലി ടു ബി ലാർജ് ഇൻ ബൂം അല്ലേ. ഇപ്പൊ നമ്മൾ മൊത്തത്തിലുള്ള ബിസിനസിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഇപ്പോൾ സീസൺ ടൈം ആവുന്ന സമയത്ത് ഇപ്പോൾ ഈ പെരുന്നാള്, ദിവാലി ഇങ്ങനത്തെ സമയത്തൊക്കെ ഡ്രസ്സിനൊക്കെ ഭയങ്കര കച്ചവടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രസ്സിന്റെ ടെക്സ്റ്റൈൽസിനൊക്കെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ബൂം പീരീഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇനി സീസണൽ ഫാക്ടേഴ്സ് അല്ലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ചില സീസണിലും എന്തായിരിക്കും നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം, കാരണം നിങ്ങളുടെ പ്രൊഡക്ഷൻ അതിനനുസരിച്ച് കൂടും. ഇനി ക്രെഡിറ്റ് അലൗഡ്, പിന്നെ നിങ്ങൾ എത്രമാത്രം കടം കൊടുക്കുന്നു. നിങ്ങളിപ്പോൾ കുറേ കടം കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം കുറച്ച് കടം കൊടുക്കുകയാണെന്നുള്ളതിൽ കുറേ ഉണ്ടാവും അല്ലേ. A firm which offer liberal credit to its customer need more working capital അല്ലേ. എപ്പോഴും കടം കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ പൈസ കയ്യിൽ കരുതണം. ഇനി നിങ്ങൾക്ക് എത്ര കടം കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും, നിങ്ങളിപ്പോൾ പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ കടത്തിനൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് മതി, സപ്ലൈ, നിങ്ങളുടെ കയ്യിൽ ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ മതി. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ. ഇനിയാണ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അല്ലേ. അതായത് നിങ്ങളുടെ ബിസിനസ്സിലെ കുറേ എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് വലിയ രീതിയിലൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ an enterprise that operate with high efficiency require less working capital because it can turn over its inventory and debtors more quickly അല്ലേ. അപ്പം നിങ്ങൾ എന്താണ്, വേസ്റ്റേജ് ഇല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് പെട്ടെന്ന് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇപ്പോൾ ചില മെറ്റീരിയൽസ് ഒന്നും ബൾക്കായിട്ട് വാങ്ങിയാലേ പറ്റൂ, അങ്ങനെ ഉണ്ടാവും അല്ലേ. നമുക്ക് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല എല്ലാ റോ മെറ്റീരിയൽസും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ഇഫ് ദ റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഫ്രീലി ആൻഡ് വിത്തൗട്ട് ഇന്ററപ്ഷൻ ദ ഫേം ഹാസ് ഇൻവെസ്റ്റ് ലെസ് ഇൻ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് അല്ലേ. അപ്പം നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് ഫ്രീ ആയിട്ടൊക്കെ അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിൽ കുറച്ച് മതി. ഇനി അതല്ല, നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ വെക്കേണ്ടി വരും. ക്ലിയർ. ഇനി അവസാനത്തെ ഈ 3 സാധനം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. ഗ്രോത്ത് പ്രോസ്പെക്ട് നോക്കണം. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് എന്താണ്, കുറച്ച് ഗ്രോത്ത് പ്രോസ്പെക്ടസ് നോക്കുകയാണെങ്കിൽ, ഗ്രോ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷനും കൂട്ടേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഹയർ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ മേ റിക്വയർ ഹയർ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു മീറ്റ് അർജന്റ് ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്. ഇനി ഇൻഫ്ലേഷൻ അല്ലേ. ഇപ്പൊ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വിത്ത് റൈസിംഗ് പ്രൈസസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഇൻക്രീസസ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ അല്ലേ. ഇൻഫ്ലേഷൻ സമയത്ത് നമുക്ക് എന്ത് വേണം, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ബിസിനസിന്റെ അകത്ത് എത്ര വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ വേണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. ഈ ചാപ്റ്റർ മനസ്സിലായോ, 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 മനസ്സിലായോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റിങ്ങിലേക്ക് പോയാലോ. ഓക്കെ, ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ PPT തന്നെ ഉണ്ട് ഒരുപാട്. ഇങ്ങോട്ട് വന്നേ, വരട്ടെ, എത്തിയില്ലേ. സെറ്റ്. ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു, നമുക്ക് ഡയറക്റ്റിങ്ങിലേക്ക് പോയാലോ. റെഡി, സെറ്റ്, ഓക്കെ ഓക്കെ, സെറ്റ്. അങ്ങനെയാണ് നമുക്ക് ഇനി ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ഹാർട്ട് എന്നാണ് എന്തറിയുന്നത്, ഡയറക്റ്റിംഗ് അറിയപ്പെടുന്നത്. കാരണം നമ്മൾ ഇവിടെ മുതലാണ് ബിസിനസ് എന്ത് ചെയ്തു തുടങ്ങുന്നത്, പണി ചെയ്ത് മൂവിങ് ഇൻ ടു ആക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. മൂവിങ് ഇൻ ടു ആക്ഷൻ ആണ്. അതായത് അത്രയും നേരം നമ്മൾ നടന്ന ഒരു പ്രിപ്പറേഷൻ ലെവലിലുള്ള ഫംഗ്ഷൻസ് ആണ് ഈ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഒക്കെ ഒരു പ്രിപ്പറേഷൻ ആണ് അല്ലേ. നിങ്ങൾ ഒരു മാരത്തോണിൽ ഓടാൻ വേണ്ടി പോകാന്ന് വിചാരിക്കുക, അതിന് മുൻപ് നിങ്ങൾ അവിടെ പേര് കൊടുത്ത് ചേരുന്നതും അതുപോലെ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നതും അതിനുവേണ്ടി എക്സസൈസ് ചെയ്യുന്നതും എല്ലാം എന്താണ്, ആ മാരത്തോൺ ഓടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ആണെങ്കിലും ഓർഗനൈസിങ് ഫംഗ്ഷൻ ആണെങ്കിലും പ്ലാനിങ് ആണെങ്കിലും ഒക്കെ ഒരു പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്. ഇവിടെയാണ് കറക്റ്റ് പണി തുടങ്ങുന്നത് അല്ലേ. ഡയറക്റ്റിംഗ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏർണസ്റ്റ് ഡെയിൽ പറഞ്ഞത്, ഡയറക്റ്റിംഗ് മീൻസ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു അല്ലേ. എന്താണ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ട് ആൾക്കാരോട് പറയുക, എന്നിട്ട്
seeing that they do it in the best of their ability. എന്നിട്ട് അവർ ഏറ്റവും അവരുടെ ബെസ്റ്റ് ആയിട്ട് തന്നെയാണോ അത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏതിൻ്റെ അകത്ത്? ഡയറക്റ്റിംഗിന്റെ അകത്ത് അല്ലെ. അല്ല, ഡയറക്റ്റിംഗ് ഗിവ്സ് എ സ്റ്റാർട്ടിംഗ് ഫോർ ഓൾ ആക്ഷൻസ് ഇൻ മാനേജ്മെന്റ്. ഡയറക്റ്റിംഗ് ഗിവ്സ് എ സ്റ്റാർട്ടിംഗ് അതന്നെ സെയിം സാധനം. പിന്നെ ഡയറക്റ്റിംഗ് ഇസ് പെർവസീവ് ആണ്. അല്ല, അത് എല്ലാ ലെവൽസിലും എന്തുണ്ട്? ഡയറക്റ്റിംഗ് നടക്കുന്നുണ്ട്. മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ് ടു സൂപ്പർവൈസേഴ്സ് പെർഫോം ദ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ഓർഗനൈസേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് പീപ്പിൾ ഓക്യുപ്പൈങ് മാനേജറിയൽ പൊസിഷൻ അല്ലേ. മാനേജേഴ്സ് മാറി മാറി ഇരിക്കും, പക്ഷെ അവർ ചെയ്യുന്ന ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ എന്താണ്? ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലേ. മുകളിൽ നിന്ന് താഴോട്ടാണ് എപ്പോഴും ഡയറക്റ്റിംഗിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇനീഷ്യലി അറ്റ് ടോപ്പ് ലെവൽസ് ആൻഡ് flows to the bottom level through scalar chain അല്ലെ. സ്കാലാർ ചെയിൻ വഴി താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. ഹ്യൂമൻ എലമെന്റ്, മനുഷ്യരെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് കൊടുക്കുന്നത് അല്ലെ. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഇസ് കൺസേൺ വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം അല്ലെ. ഡയറക്റ്റിംഗ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ആർ പ്രിപ്പറേഷൻസ് ഫോർ ഡൂയിങ് വർക്ക് ആണ്. ദ വർക്കേഴ്സ് ആക്ച്വലി ബിഗിൻസ് only when the manager perform the directing function. ഇനി integrate employees effort ആണ്. Directing coordinates and integrate the activities of all people in the organization. If their efforts are not integrated properly, the business cannot achieve its objective അല്ലേ. അപ്പോൾ ആൾക്കാരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന സാധനമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മീൻസ് ഓഫ് മോട്ടിവേഷൻ അല്ലെ. അപ്പൊ ഡയറക്റ്റിംഗിൽ എന്ന് പറയുമ്പോൾ അവിടെ മോട്ടിവേഷനും കൂടെ വരുന്നുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആൾക്കാരുടെ ഉള്ളിൽ ജോലി ചെയ്യാനുള്ള ഒരു ത്വര വരുത്തുന്നതിനാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയാ. ഡയറക്റ്റിംഗ് ഗൈഡ്സ് എംപ്ലോയി ടു ഫുള്ളി റൈസ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റീസ്. നമ്മൾ അതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു അല്ലേ. ആൾക്കാരോട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാ, എന്നിട്ട് അവർ അവരുടെ ബെസ്റ്റ് ആയിട്ടാണ് ചെയ്തത് നോക്കുന്നതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ ചേഞ്ചസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. നോർമലി പീപ്പിൾ ഹാവ് ദ ടെൻഡൻസി ടു റെസിസ്റ്റ് ചേഞ്ചസ് ആൻഡ് സെയിം ഇസ് ട്രൂ വിത്ത് എംപ്ലോയീസ് അല്ലേ. അതേപോലെ തന്നെ ആൾക്കാർക്ക് നമ്മൾ എംപ്ലോയീസിനും പുതിയ പുതിയ പോളിസീസ് കൊണ്ടുവരുമ്പോൾ അവരുടെ ഉള്ളിലും റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇഫക്റ്റീവ് ഡയറക്റ്റിംഗ് ഹെൽപ്സ് റെഡ്യൂസ് സച്ച് റെസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്പ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് കോപ്പറേഷൻ ഇൻ ഇൻട്രൊഡ്യൂസിങ് ചേഞ്ചസ് അല്ലേ. ഡയറക്റ്റിംഗിൻ്റെ അകത്ത് സൂപ്പർവിഷനും മോട്ടിവേഷനും ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? പിന്നെ ബ്രിങ് സ്റ്റെബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ. അത് മാനേജറിയൽ ഫംഗ്ഷൻ ഓഫ് ഡയറക്റ്റിംഗ് ഇൻവോൾവ്സ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. ദിസ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളെ ബിസിനസിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിപ്ലിനിൽ പോയാൽ തന്നെ ബിസിനസ് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഡയറക്റ്റിംഗ് ചെയ്യുന്ന നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസർ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രിൻസിപ്പിളിന്റെ ബേസിലായിരിക്കണം ഡയറക്റ്റിംഗ് ചെയ്യേണ്ടത് അല്ലേ. നിങ്ങൾ കൊടുക്കുന്ന ഡയറക്ഷനിലൂടെ മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ ലെവലിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡയറക്റ്റിംഗ് കൊടുക്കേണ്ടത്. ദ പ്രിൻസിപ്പിൾ എംഫസൈസ് ദാറ്റ് ഡയറക്റ്റിംഗ് ടെക്നിക് മസ്റ്റ് ഹെൽപ്പ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ ടു കോൺട്രിബ്യൂട്ട് ടു ഹിസ് മാക്സിമം പൊട്ടൻഷ്യൽ ഫോർ അച്ചീവിംഗ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഓക്കെ. ഇനി ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൽ ഒരു ഹാർമണി ഉണ്ടായിരിക്കണം. ഹാർമണി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷണൽ ഗോൾ മാത്രമല്ലാതെ നമുക്ക് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും കൂടെ ചേർന്ന് വേണം പോവാൻ. ഡയറക്റ്റിംഗ് ഷുഡ് പ്രൊവൈഡ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് ബൈ കൺസീവിംഗ് ദാറ്റ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആൻഡ് വർക്ക് എഫിഷ്യൻസി അല്ലേ. നമ്മൾ അവർക്ക് എന്തുകൂടെ കൊടുക്കണം? അവരുടെയും കൂടെ. നമ്മളെ കമ്പനിയിൽ ഒരു 10 പേര് വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 പേരും എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ജോലിക്ക് വരുന്നത്, അവരുടെ ആവശ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ജോലി ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ജോലി ഒഴിവാക്കി വേറെ സ്ഥലത്ത് പോകും. അങ്ങനെ പോവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? പേ ചെയ്യണം അല്ലേ. അപ്പോൾ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ലെവലിലായിരിക്കണം നിങ്ങളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം അല്ലേ. ദ പ്രിൻസിപ്പൽ ഇൻസിസ്റ്റ് ദാറ്റ് ദ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം വൺ സുപ്പീരിയർ അല്ലേ. ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ഒരു കമാൻഡിന് അല്ലെ, നിങ്ങൾ ഇന്ന ആൾക്കെ കൊടുക്കും, നിങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. 5-6 പേര് ഒരാളെ കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ ആൾക്ക് ബുദ്ധിമുട്ടാവും. എവിടെ നിന്ന് ഓർഡർ എടുക്കണം എന്നുള്ള പ്രശ്നം വരും അല്ലേ.
പിന്നെ appropriate direction techniques യൂസ് ചെയ്യണം അല്ലേ നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ചുള്ള ടെക്നിക്സ് കൊടുക്കണം ഇപ്പോൾ ഫൈനാൻഷ്യലി ആണ് ഒരാൾക്ക് ഗെയിൻ വേണ്ടതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫൈനാൻഷ്യലി അയാളുടെ സാലറി കൂട്ടി കൊടുത്താലേ അയാൾ മോട്ടിവേറ്റ് ആവും അല്ലാതെ അയാൾ അടുത്ത് ചെന്നിട്ട് നീ സൂപ്പറാണ് നീ നന്നായി പണിയെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പോ ഗോയിങ് അടിപൊളിയായിട്ട് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യില്ല മോട്ടിവേറ്റഡ് ആവില്ല പകരം അയാൾക്ക് സാലറി കൂട്ടി കൊടുത്താലേ റെഡി ആവുള്ളൂ ഓക്കെ അപ്പോൾ അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പൽ appropriate motivation and leadership technique should be used while directing the people based on subordinates need capabilities attitude and other situational variables clear alle pinne managerial communication undirikkanam alle effective managerial communication across all the levels of the organization make direction effective അല്ലേ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം 2-way ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ പിന്നെ യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വർക്കിലുപരി അവരുമായിട്ട് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് കൂടെ കീപ്പ് ചെയ്യണം ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം അല്ലേ മാനേജർ ഷുഡ് റിയലൈസ് that informal groups of organization exist within every formal organization he should spot and make use of such organization for effective direction അല്ലേ നമ്മൾ നൈസായിട്ട് ചില അലമ്പ് ടീംസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ അകത്ത് എന്ത് പറഞ്ഞാലും മൊരടൻ പോലത്തെ ടൈപ്പ് ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മളൊരു നാക്കിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ അങ്ങനത്തെ ടെക്നിക്സ് യൂസ് ചെയ്യണം അല്ലേ അതാണ് ഒരു ഡയറക്ഷൻ്റെ കഴിവ് എന്ന് പറയുന്നത് പിന്നെ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലേ അത് നിങ്ങൾക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം ഡയറക്ടിങ് ഷുഡ് ബി directing the subordinates the manager should exercise good leadership and it can influence the subordinates positively അല്ലേ ഇപ്പം നിങ്ങളുടെ ഒരു ടീം ലീഡറായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഓക്കെ എൻ്റെ ലീഡർ എന്ന് പറഞ്ഞ കിടലനായിട്ട് നിൽക്കാൻ വേണ്ടി അവർക്ക് പറ്റണം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം പിന്നെ ഫോളോ അപ്പ് നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മൾ ഈ കൊടുക്കുന്ന ഡയറക്ഷനൊക്കെ ഒരു കാര്യം ഉണ്ടോ അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം മാനേജർ must not only issue you orders and instruction but also follow up in the performance of the subordinates okay ഈ പറയുന്നതൊക്കെ ഫലിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം ഇനി ക്ലിയർ അല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റിംഗ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ എന്തുകൂടെ വേണം സൂപ്പർവിഷൻ മോട്ടിവേഷൻ ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനം നോക്കുന്നത് അപ്പോൾ എന്താണ് എലമെന്റ്സ് ഓഫ് ഡയറക്ഷനിൽ ആദ്യത്തേതാണ് എന്തെന്ന് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എന്താണ് അവരെ സൂപ്പർവൈസ് ചെയ്യുക ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ പെർഫോമൻസ് ഓൺ ദെയർ ടാസ്ക് അല്ലേ അത് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയാണ് ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ നിങ്ങൾ ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡയറക്റ്റിംഗ് കൊടുക്കുന്ന ഒരു മാനേജർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും ഇത് അധികവും എവിടെയാണ് വരുന്നത് വെച്ചാൽ ലോവർ ലെവൽസിലുള്ള മാനേജേഴ്സ് ഉണ്ടാവില്ല ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഇവരായിരിക്കും അധികം സൂപ്പർവിഷനിൽ അധികം ചെയ്യേണ്ടി വരിക അപ്പോൾ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡേ ടു ഡേ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ അതായത് സൂപ്പർവൈസർ മെയിൻറ്റെയിൻ ഡേ ടു ഡേ കോൺടാക്ട് ആൻഡ് മെയിൻറ്റെയിൻസ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വർക്കേഴ്സ് അവരായിട്ട് ഡെയിലി ഡീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആണ് അല്ലേ അതായത് ഹി ഓർ ഷീ കൺവേസ് മാനേജ്മെന്റ് ഐഡിയാസ് ടു ദ വർക്കേഴ്സ് അതേപോലെ തന്നെ വർക്കേഴ്സ് പ്രോബ്ലം ടു ദ മാനേജ്മെന്റ് അല്ലേ അവരുടെ അടുത്ത് വർക്കേഴ്സിന്റെ പ്രശ്നം മാനേജ്മെന്റിലേക്കും എത്തിക്കും നെക്സ്റ്റ് പറഞ്ഞ മെയിൻറ്റെയിൻ ഗ്രൂപ്പ് യൂണിറ്റി ആണ് അല്ലേ പ്ലേസ് എ കീ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഗ്രൂപ്പ് യൂണിറ്റി എമംഗ് വർക്കേഴ്സ് പ്ലേസ്ഡ് അണ്ടർ ഹിസ് കൺട്രോൾ അല്ലേ അതായത് ഹി ഓർ ഷീ ഷുഡ് സോർട്ട് ഔട്ട് ഇന്റേണൽ ഡിഫറൻസസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഹാർമണി എമംഗ് വർക്കേഴ്സ് നമ്മുടെ ടീമിനുള്ളിൽ അവിടെ ഇവിടെ തല്ലോ പിടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നിന്ന് നൈസായിട്ട് കോംപ്രമൈസ് ചെയ്യണം ഇവർ തല്ലും പിടി നിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ അത് ബാധിക്കും ബിസിനസിന്റെ ഡെയിലി ഉള്ള റൺ ചെയ്യാൻ അത് ബാധിക്കും അല്ലേ അപ്പോൾ അതൊക്കെ മാറ്റണം അത് ആരുടെ ഡ്യൂട്ടിയാണ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ് പിന്നെ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് അല്ലേ അതായത് അവിടെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് അവരുടെ ബെസ്റ്റ് അവരെടുക്കുന്നുണ്ടോ ഇതാണോ അയാളുടെ മാക്സിമം എന്നൊക്കെ നോക്കണം ബൈ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് ടാസ്ക് അച്ചീവ്മെന്റ് ആൻഡ് effectively motivating the workers and supervisor ensure the performance of work പിന്നെ പ്രൊവൈഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കണം അല്ലേ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ training to the workers and employees a skilled and knowledgeable supervisor can build efficient team of workers പിന്നെ influences workers അല്ലേ a supervisor with good leadership quality can build a high morale among workers അല്ലേ supervisory leadership plays a key role in influencing the workers in the organization പിന്നെ നമ്മുടെ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അയാളെ കണ്ടാൽ തന്നെ ഓക്കെ അയാളെ പോലെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അയാളുടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വർക്കേഴ്സിനും അതുപോലെ നന്നായിട്ട് റൺ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവൈസർ ആയിരിക്കണം
നിങ്ങളെന്ന് പറയുന്നത്. പിന്നെ അവസാനത്തേതാണ് ഫീഡ്ബാക്ക് കൊടുക്കണം. കറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ വേണം, അത് കൊടുക്കാൻ വേണം. A good supervisor analyze the work performed and gives feedback to the workers. He suggests ways and means of developing work skill. നമ്മൾ നോക്കിയിട്ട് എടാ നീ നന്നായിട്ടാണ് പോകുന്നത്, ഇതുവരെ കുഴപ്പമില്ല, നീ അടിപൊളിയായി പോകുന്നുണ്ട്, ഇങ്ങനെ തന്നെ പോക്കോ. അല്ലെങ്കിൽ എടാ നീ ചെയ്താൽ പോലെ ഇത്രയല്ല, നിങ്ങൾക്ക് നല്ല കഴിവുള്ള പയ്യനാ, പക്ഷെ നീ എന്താ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ രീതിയിലുള്ള അഡ്വൈസ് കാര്യങ്ങൾ കൊടുക്കണം. ക്ലിയർ? പിന്നെ നെക്സ്റ്റ് വേണ്ടതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, നമ്മളൊരു ലീഡർഷിപ്പ്, നമ്മളൊരു ഡയറക്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് കൂടെ ചെയ്യണം. മോട്ടിവേറ്റ് എന്ന് പറയുന്നത് ഒരു 5-6 ബീജൊക്കെ കുത്തിക്കഴിഞ്ഞിട്ട് എന്നിലരിഞ്ഞ് കടങ്ങിയ തീക്കലിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ടൈപ്പ് മോട്ടിവേഷൻ അല്ല കൊടുക്കേണ്ടത്. നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ട റെക്കഗ്നിഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട പേയ്മെന്റ്സ് കൊടുക്കുക, ജോബ് സെക്യൂരിറ്റി, ഇങ്ങനത്തെയൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മോട്ടിവേറ്റിംഗ് വർക്കേഴ്സ് മീൻ ക്രിയേറ്റ് എ നീഡ് ആൻഡ് ഡിസയർ ഓൺ ദ പാർട്ട് ഓഫ് ദ വർക്കേഴ്സ് ടു ബെറ്റർ ഹിസ് പെർഫോമൻസ്. അല്ലേ, അയാളുടെ ജോലി അയാൾക്ക് ബെറ്റർ ആക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ വിളിച്ച് എല്ലാവരുടെ മുന്നിൽ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതുപോലെ എംപ്ലോയി ഓഫ് ദ മന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിലാകുമ്പോൾ അയാൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലേ, അയാൾക്ക് മോട്ടിവേഷൻ വരും അയാളുടെ ഉള്ളിൽ. ഓക്കെ, ഇത് ചെയ്താൽ എനിക്ക് കാര്യമുണ്ട്, ഇത് ചെയ്താൽ എനിക്ക് നല്ലതാണ്, എനിക്ക് കൂടെ ഗുണമുള്ള കാര്യമാണ് എന്ന് ആ ജോലി ചെയ്യാൻ അയാളുടെ ഉള്ളിൽ തോന്നും. ഓക്കെ, അതിനെയാണ് വിൽ ടു വർക്ക് ആണ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എല്ലാവരിലും മോട്ടിവേഷൻ, നമ്മൾ മനുഷ്യരെയാണല്ലോ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത് ബിസിനസ്സിൻ്റെ അകത്ത്. എല്ലാവരെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ മോട്ടിവേഷൻ വർക്ക് ആവുന്നതെന്ന് പറയുന്നത് എപ്പോഴും അവരിലെ ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാവും. അല്ലെ, ഇപ്പം നിങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ വിശക്കുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ്. അപ്പം നന്നായിട്ട് വിശക്കുമ്പോൾ ടെൻഷൻ ആവാൻ തുടങ്ങും. ടെൻഷൻ വരുന്ന സമയത്ത് എന്താ വിശന്നിട്ട് വയ്യ, രാവിലെ മുതൽ ഇരിക്കുന്ന അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഇമോഷണൽ ഡ്രൈവ് ഉണ്ടാവും. അത് നിങ്ങൾ എന്താക്കുക, എവിടെയെങ്കിലും പോയിട്ട് ഒരു ലേശം ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, സെർച്ച് ബിഹേവിയറിലേക്ക് നടക്കരുത്. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അന്വേഷിച്ച് പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഹോട്ടൽ കാണുന്നു, കയറി ഫുഡ് കഴിക്കുന്നു, നിങ്ങളുടെ നീഡ് സാറ്റിസ്ഫൈ ആവുന്നു. പിന്നെ നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ പ്രഷറൊക്കെ കുറയും. അല്ലേ, നിങ്ങൾ നോർമലാവും. ഇതേപോലത്തെയാണ് മനുഷ്യൻ്റെ കാര്യത്തിൽ എല്ലാവരുടെയും മോട്ടിവേഷൻ നടക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഫുഡിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ അയാൾക്ക് സാലറി വരെ കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് ടെൻഷനാവും സമയത്ത് എങ്ങനെ സാലറി കൂട്ടാം, എങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഇങ്ങനെയൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം വർക്കാവുന്നത്. മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടതാണ്, നമ്മൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞത്. കാരണം ഈ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ നീഡിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, പഠിച്ചു. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും നീഡിന് ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, ഈ മനുഷ്യരാണ് നമ്മൾ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവരിലും എന്തുണ്ട്, ഈ ഒരു നീഡിന്റെ ഒരു ഹൈറാർക്കി ഉണ്ടെന്ന് അറിയാം. അല്ലേ, അപ്പൊ നിങ്ങളൊരു ഡയറക്ഷൻ കൊടുക്കുന്നത്, നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ തീർച്ചയാണെങ്കിലും നിങ്ങൾ ഈ ഹൈറാർക്കിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ എംപ്ലോയി ഏത് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അപ്പൊ അയാളുടെ അടുത്ത ലെവൽ നീഡ് എന്തായിരിക്കും, അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അതിനനുസരിച്ച് ഡയറക്ഷൻ ടെക്നിക്ക് പ്രയോഗിക്കാൻ പറ്റും. അല്ലേ, അപ്പൊ എബ്രഹാം മാസ്ലോ പറഞ്ഞതനുസരിച്ചിട്ട് മനുഷ്യർക്ക് 5 ലെവലിലാണ് അവരുടെ നീഡ് പോകുന്നത്. എപ്പോഴും മനുഷ്യന്റെ ബേസിക് നീഡിലാണ് തുടങ്ങുന്നത്. അല്ലെ, ബേസിക് ആൻഡ് സൈക്കോളജി നീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അതായത് നമ്മൾ ഫുഡ് കിട്ടുക, ഷെൽട്ടർ കിട്ടുക, ഇതൊക്കെയാണ് ബേസിക് നീഡ്. പക്ഷെ ഓർഗനൈസേഷന്റെ കേസിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല സാലറി കിട്ടുക, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ്. അല്ലേ, ദീസ് നീഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹാം ആണ്. ഇപ്പം അതേപോലെ തന്നെ നമ്മുടെ ജോലിക്ക് ഒരു സ്ഥിരത, സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ പെൻഷൻ സ്കീമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്തെന്ന് നമുക്കൊരു ജോലി കിട്ടി, ഈ ജോലി സ്ഥിരമായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു ഇൻകം കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി വേണം നമ്മൾ വിചാരിക്കും. അല്ലേ, അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ അടുത്ത നീഡ് എന്ന് പറയുന്നത് സോഷ്യൽ ബിലോങ്നെസ് നീഡാണ്. ദീസ് നീഡ്സ് റെഫേഴ്സ് ടു ദ അഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്നെസ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അതായത് നല്ല രീതിയിലുള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. അല്ലെ, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആദ്യത്തെ 2 നീഡ് ഓക്കെ, പക്ഷെ മൂന്നാമെന്ന് പറയുമ്പോൾ അവിടെ വർക്കല്ലാതെ ഒരു സാധനവും നടക്കുന്നില്ല. മെന്റൽ പ്രഷർ വന്ന് മനുഷ്യൻ സൈലന്റ് അറ്റാക്ക്, പാനിക് അറ്റാക്ക്, അങ്ങനത്തെ എല്ലാ കുന്തങ്ങളും വരും. അല്ലേ, അപ്പോൾ
അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ എന്തുണ്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സോഷ്യൽ ബിലോങ്ങിങ്സ് നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് ദീസ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് സച്ച് ആസ് സെൽഫ് റെസ്പെക്ട്, ഓട്ടോണമി, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ ഒക്കെയാണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് നല്ല ജോബ് പൊസിഷൻസ്, ഡെസിഗ്നേഷനിലൊക്കെ ഇരിക്കുക എന്നുള്ളതായിരിക്കും മനുഷ്യൻ്റെ എപ്പോഴും അടുത്ത ഒരു ലെവൽ നീഡ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഒരു മനുഷ്യന് എന്താവാൻ പറ്റുമോ അതായിത്തീരുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക, മോഹൻലാലിൻ്റെ കേസ് എടുത്താൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ ഞാൻ പറയുന്നില്ല, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ മറ്റേ ദാദാ ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അത് നേടിക്കഴിഞ്ഞു അല്ലേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷനിലാണ്. പക്ഷെ മമ്മൂട്ടീൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിക്ക് അത് കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ അത് കിട്ടും, വൈകാതെ തന്നെ കിട്ടും, എന്തായാലും കിട്ടും, അത് വേറെ എവിടെയും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളായിട്ടുള്ള അതിലേക്ക് എത്തിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ മെസ്സിയുടെ കേസ് എടുത്താൽ മെസ്സിക്ക് ലോകകപ്പും കിട്ടി, അതുപോലെ എന്തൊക്കെ ഗോൾഡൻ ബൂട്ടും അങ്ങനെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ കിട്ടി. പക്ഷെ റൊണാൾഡോയ്ക്ക് എന്താ ലോകകപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ഫുട്ബോളർ എന്ന നിലയ്ക്ക് അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ അതേപോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ആ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി എന്നുള്ളേക്ക് അയാളുടെ ഏറ്റവും ബെസ്റ്റിലേക്ക് എത്തുന്നതാണ് എന്തെന്ന് നോക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ ദ ഹൈറാർക്കി. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്രൈവ് ടു ബിക്കം വാട്ട് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ് അല്ലേ. ഒരാൾക്ക് ആ ജോലി, അയാൾ ചെയ്യുന്ന ജോലി അനുസരിച്ച് അയാൾക്ക് ഏറ്റവും ടോപ്പിൽ എത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ UPSC എഴുതി നമ്മൾ UPSC എഴുതിയിട്ട് IAS ഓഫീസർ ആയി കഴിഞ്ഞാൽ ഏറ്റവും ചീഫ് എത്തുക എന്ന് പറയുന്നത് മറ്റേ ഈ നമ്മുടെ ഈ ചീഫ് എക്സിക്യൂട്ടീവോ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ നിയമോപദേഷ്ടാവുക എന്ന് പറയുന്നതാണ് ഒരു IAS ഓഫീസറുടെ അയാൾക്ക് ഏറ്റവും അയാളുടെ പോസ്റ്റ് എന്ന് പറയുന്നത് അതാണ്, അതിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പം അതേപോലെ ഒരു ബിസിനസ്സിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ് അല്ലേ. ക്ലിയർ അല്ലേ? സെറ്റ്. ഇതാണ് അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അസംഷൻസ് വെച്ച് കുറച്ച് തിയറി ഉണ്ടാക്കി. ഓക്കെ, ഈ 5 നീഡ് ലെവൽ വെച്ച് അദ്ദേഹം ഉണ്ടാക്കിയ തിയറിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മനുഷ്യരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് അല്ലേ. ഇപ്പം ഞാനെന്ന് പറയുന്നത് എനിക്കിപ്പോൾ ജോബ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് അത്യാവശ്യം നല്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് ഒരു പ്രൊമോഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരും. എനിക്ക് വേണ്ട സാധനം പ്രൊമോഷനാണ്, അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് നീഡ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ അല്ലേ. അപ്പോൾ അതനുസരിച്ച് അത് നോക്കിയിട്ട് അത് കണ്ടുവരണം, കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. പിന്നെ ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ടായിരിക്കും. അതായത് ഒരു നീഡ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നീഡിലേക്ക് പോകും. നീഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിയൽ ഓർഡർ. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക് നീഡ് ആൻഡ് എൻഡ്സ് വിത്ത് ദ ഹയർ നീഡ്സ് അല്ലേ. ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എനിക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടണം, പിന്നെ നല്ല വർക്ക് എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം, വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയും ആയില്ലേ ഞാൻ പണിയെടുക്കുന്നത്, എനിക്ക് നല്ലൊരു പൊസിഷൻ ഇല്ല, സാലറി കിട്ടിയില്ല, അങ്ങനത്തെ ഉള്ള ലെവലിലേക്ക് കിടക്കും അല്ലേ. അപ്പോൾ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ടായിരിക്കും. പിന്നെ സാറ്റിസ്ഫൈഡ് നീഡ്, ഒരിക്കൽ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ട നീഡിനെ നമുക്ക് വെച്ച് വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനൊരിക്കലും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇപ്പോൾ ഒരു തവണ എന്നോട് അമ്മ പറഞ്ഞ വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു ഐഫോൺ മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട് വൃത്തിയാക്കി എനിക്ക് ഐഫോൺ കിട്ടി. ഇനി വീണ്ടും എന്നോടൊരു ജോലി ചെയ്യാൻ വേണ്ടി പറയാൻ അടുക്കളയിൽ പാത്രം കഴുകുക ഐഫോൺ മേടിച്ചു തരാമെന്ന് പറയുമ്പോൾ ഞാൻ മോട്ടിവേറ്റ് ആവില്ല, എനിക്ക് പണി ചെയ്യാൻ തോന്നില്ല. കാരണം എൻ്റെ ഓൾറെഡി ഐഫോൺ ഉണ്ട്, പിന്നെ എന്തിനാ എനിക്ക് അല്ലേ. അപ്പോൾ സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോnger മോട്ടിവേറ്റ് എ പേഴ്സൺ. ഓൺലി നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ് ക്യാൻ മോട്ടിവേറ്റ് ഹിം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് നല്ല പൊസിഷനിലാണ് അയാൾ ഇരിക്കുന്നത്, ഒരു ബ്രാഞ്ച് മാനേജർ ആയിട്ടിരിക്കുന്നു, പക്ഷെ സാലറി ഇല്ല അല്ലേ. അപ്പോൾ അയാൾക്ക് ഇനി കൂടുതൽ പ്രൊമോഷൻ കൊടുത്തിട്ട് കാര്യമില്ല, അയാൾ സാലറിയിൽ മാറ്റം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ ലോവർ ലെവൽ നീഡ് അല്ലേ. ആഫ്റ്റർ ദ ലോവർ ലെവൽ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് എ പേഴ്സൺ മൂവ് ടു നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് ദ ഹൈറാർക്കി ഓഫ് നീഡ്. അപ്പം ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യരുടെ നീഡ്സ് അനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് പല രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ in order to satisfy the needs and motivate the employee, various incentives are offered അല്ലേ. അപ്പോൾ വേരിയസ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇൻസെൻറ്റീവ്സ് മീൻസ് all measures which are taken to motivate
എംപ്ലോയീസ് പെർഫോമൻസ് അല്ലേ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളെയാണ്, മെഷേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണുള്ളത്, ഫൈനാൻഷ്യൽ ഉണ്ട്, നോൺ ഫൈനാൻഷ്യൽ ഉണ്ട്. നോക്കി വെച്ചോ കേട്ടോ. ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ മോണിറ്ററി ടേംസിൽ കൊടുക്കുന്നതാണ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നോൺ ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ അതാ മോണിറ്ററി ടേംസിൽ അല്ലാതെ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? ഓക്കെ, അതാണ് മോട്ടിവേഷനിൽ വരുന്നത്. ഇനി അടുത്തത് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ടു വർക്ക് വില്ലിംഗ്ലി ആൻഡ് എന്തൂസിയാസ്റ്റിക്കലി ഫോർ അച്ചീവിംഗ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് അല്ലേ. അതായത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഓക്കെ, എൻ്റെ TL സൂപ്പറാണ്, ഓക്കെ അയാൾ പറയുന്ന കേട്ടാൽ നമുക്ക് പണിയെടുക്കാൻ, അയാളിൽ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ തോന്നി പണിയെടുക്കാൻ വേണ്ടി തോന്നണം. അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ലീഡർഷിപ്പ് തന്നെ 3 രീതിയിലാണ് നടക്കാറ്. ഓക്കെ, അതായത് 3 രീതിയിലാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ വരുന്നത്. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ഓർ ലേസി ഫെയർ ആണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് അതായത് സെൻട്രലൈസ്ഡ് പവേഴ്സ് ഇൻ himself and takes all decision without consulting the subordinates അല്ലെ. എല്ലാ ഡിസിഷൻസും ലീഡർ മാത്രം എടുക്കുന്നു, ഒരു രീതിയിലുള്ള മീറ്റിങ്ങോ ചർച്ചകളോ വെക്കാതെ അല്ലെ. പിന്നെ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ലിസൺ ടു ദ സജഷൻസ്, ഒപ്പീനിയൻസ് ആൻഡ് ഗ്രീവൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. അവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ടിട്ട് മാത്രം എന്ത് ചെയ്യുന്നു, തീരുമാനത്തിലേക്ക് പോകുന്നു. ഇനി ലേസി ഫെയർ എന്ന് പറയുന്നത് ലീഡേഴ്സ് ഗീവ് ഹിസ് സബോർഡിനേറ്റ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു മേക്ക് ഡിസിഷൻസ് അല്ലേ. വെറുതെ ലീഡർ എന്ന് പറഞ്ഞ് നിൽക്കുക, അത്രയേ ഉള്ളൂ, അല്ലാതെ അയാളുടേതായിട്ടൊന്നുമില്ല, എല്ലാം സബോർഡിനേറ്റ്സിന് അങ്ങ് കൊടുക്കുന്നു. ക്ലിയർ? ഇനി നമ്മളൊരു ഗുഡ് ലീഡേഴ്സിന് വേണ്ട ഫീച്ചേഴ്സ് നോക്കുകയാണ്. ഫിസിക്കൽ ഫീച്ചർ ഉണ്ട് അല്ലെ. ഫിസിക്കലി ആൾ എന്തായിരിക്കും, നല്ല ഗ്രൂംഡ് ആയിട്ട് നിൽക്കണം, നല്ല ഹൈറ്റ്, വെയിറ്റ്, പിന്നെ അപ്പിയറൻസ് ഒക്കെ എന്താണ്, നന്നായിട്ടിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ കൂടെ അയാളുടെ ജോലി എന്താണോ അതിനെക്കുറിച്ച് നല്ല നോളജ് ഉള്ള ആളായിരിക്കണം അല്ലെ. എന്ത് പ്രശ്നം പറഞ്ഞു ചെന്നാലും അയാൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ കിഡിലൻ എന്ന് പറയും അല്ലേ. അതുപോലെ ഗുഡ് ലീഡർ ഷുഡ് ഹാവ് റിക്വയർഡ് നോളജ് ആൻഡ് കോമ്പിറ്റൻസ് അല്ലേ. പിന്നെ അതേപോലെ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. ലീഡർ ഷുഡ് പോസസ് ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി, ഹോണസ്റ്റി അല്ലെ. അതുപോലെ തന്നെ എന്താണ്, നല്ല പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാത്ത, നല്ല ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ടൈപ്പൊക്കെ മനുഷ്യനാണെങ്കിൽ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ അതേപോലെ ഇനീഷ്യേറ്റീവ് എടുക്കണം അല്ലെ. ഹി ഷുഡ് നോട്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് കം ടു ഹിസ് വേ, റാദർ ഹി ഷുഡ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി അല്ലെ. അവസരങ്ങൾ വരുന്നത് നോക്കിയിരിക്കാതെ എന്ത് ചെയ്യണം, ചാടി വീണ് അതിലെടുക്കണം. ഓക്കെ, അങ്ങനെയുള്ളതായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. ദ കപ്പാസിറ്റി ടു ക്ലിയർലി എക്സ്പ്ലെയിൻ ഹിസ് ഐഡിയാസ് ആയിരിക്കണം. പിന്നെ അതുപോലെ മോട്ടിവേഷണൽ സ്കിൽ ഉണ്ടായിരിക്കും. ഹി ഷുഡ് അണ്ടർസ്റ്റുഡ് ദ നീഡ് ഓഫ് പീപ്പിൾ ആൻഡ് മോട്ടിവേറ്റ് ദം ത്രൂ സാറ്റിസ്ഫൈങ് ദെയർ നീഡ്സ് അല്ലേ. അപ്പം നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് നിങ്ങളുടെ എംപ്ലോയീസിനെ കേട്ട് അവർക്ക് വേണ്ടത് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അല്ലെ. ലീഡർ ഷുഡ് ഹാവ് ഹൈ ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. പിന്നെ ഡിസൈസീവ് ആയിരിക്കണം അല്ലെ. ലീഡർ ഷുഡ് ബി ഡിസൈസീവ് ഇൻ managing the work once he is convinced about the fact. He should be firm and should not change opinions frequently. തീരുമാനങ്ങൾ എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാവരുത്. ക്ലിയർ? പിന്നെ സോഷ്യൽ സ്കിൽ ഉണ്ടായിരിക്കണം, സംസാരിക്കാൻ വേണ്ടി പറ്റണം അല്ലേ. A leader should be sociable and friendly with his colleagues ആയിരിക്കണം അല്ലേ. അവരിങ്ങനെ ഒരു മൊരടൻ ആവാൻ പാടില്ല, അല്ലെങ്കിൽ മൊരടിയും ആവാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ 4ാമത്തെ നമ്മുടെ എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ ഡയറക്ടിങ്ങിലെ അവസാനത്തെ എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ 2 or more persons ആണ് അല്ലെ. ഒന്നിൽ അതിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ നടക്കുന്ന എക്സ്ചേഞ്ച് ആണ് അല്ലെ. ഒരു ഇൻഫോർമേഷൻ്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ സെൻഡർ ഉണ്ടായിരിക്കും, അയാൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും അല്ലേ. ഇൻഫോർമേഷൻ മെസ്സേജ് ഉണ്ടായിരിക്കും, അത് അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് എങ്ങനെയാണോ പറയാനുള്ളത് ആ ലെവലിലേക്ക് അത് എൻകോഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് ചെയ്യുന്നു. ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യത്തെ എനിക്ക് പറയാൻ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ളത്. ആ ചാപ്റ്റർ എടുക്കുന്ന ആൾ ഞാൻ, സെൻഡർ, എൻ്റെ കയ്യിലാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള മെസ്സേജ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് പറയാൻ വേണ്ടി ഞാൻ എടുക്കുന്ന മീഡിയം എന്ന് പറയുന്നതാ
ഓൺലൈനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വാക്കുകളായിട്ടും ചിത്രങ്ങളായിട്ടും എഴുതിയിട്ടും ഒക്കെയാണ് നിങ്ങളിലേക്ക് അത് എൻകോഡ് ചെയ്ത് തരുന്നത് അല്ലെ. അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിട്ടൊക്കെയാണ് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് എൻകോഡ് ചെയ്ത് തന്നത്. അതിനെ ഞാൻ ഓൺലൈൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി മീഡിയ യൂസ് ചെയ്ത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളത് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡീകോഡ് ചെയ്യുന്നു. ചിലർ നോട്ട്സ് എഴുതുന്നുണ്ടാവും, ചിലർ ജസ്റ്റ് കേട്ടിരിക്കുന്നുണ്ടാവും അല്ലെ, ചിലർ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത്, അങ്ങനെ പല രീതിയിലായിരിക്കും നിങ്ങൾ അത് എൻകോഡ് ചെയ്യുന്നുണ്ടാവുക. അത് കിട്ടുന്ന ആളെ നമ്മൾ റിസീവർ എന്ന് പറയുന്നു. എന്നിട്ട് തിരിച്ചെന്താണ് ഫീഡ്ബാക്ക് അല്ലേ, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഇതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ചാനൽസ് ഡിസൈൻ ചെയ്തിട്ട് അതുവഴി ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അതായത് ഇറ്റ്സ് ടേക്ക് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഇതെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഓറൽ ഫോമിലോ അല്ലെങ്കിൽ റിട്ടൺ ഫോമിലോ ഒക്കെയാണ്. നമ്മൾ പൊതുവെ ബിസിനസ്സിൻ്റെ അകത്തെ കമ്മ്യൂണിക്കേഷൻ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്താണ് ഫയലുകൾ വഴിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഇനി ഇതിൽ തന്നെ എന്തുണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഉണ്ട് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് വെർട്ടിക്കലി ത്രൂ ഒഫീഷ്യൽ ചാനൽസ്. അതായത് എന്താണ്, ഇതിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് അല്ലെ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് അപ്വേർഡും ഉണ്ട്, ഡൗൺവേർഡും ഉണ്ട്. സുപ്പീരിയർ സബോർഡിനേറ്റ് സുപ്പീരിയറോട് ലീവ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്വേർഡ്. ഓക്കെ, ഇനി സുപ്പീരിയർ സബോർഡിനേറ്റിനോട് റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഡൗൺവേർഡ്. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരേ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരേ ഹെഡിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് എമംഗ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഹു ആർ ഇൻ ചാർജ് ഓഫ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് അല്ലെ. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിൽ ഒരാൾ വൺ ഹോൾഡിങ് എ ഹയർ പൊസിഷൻ ദാൻ അതർ അല്ലെ. ഒരാൾ ഇതിപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, സെയിൽസ് എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ ഹെഡും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഫോളോയിങ് ദ ഫോർമൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് സെഡ് ടു ബി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലാവുന്നുണ്ടോ? വല്ലതും പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതായത് നമ്മളൊരു സ്കാലർ ചെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതെ നമ്മൾ വർക്കിനേക്കാൾ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം, പഠിച്ചിരിക്കണം കേട്ടോ. ഡിഫറൻസ് സെറ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അലോങ് വിത്ത് ദ ചെയിൻ ഓഫ് കമാൻഡ് ആണെങ്കിൽ ഇവിടെ വിത്തൗട്ട് ഫോളോയിങ് ഫോർമൽ ലൈൻസ് ആയിരിക്കും. ഇനി അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ ആണ് ഇതിന്റെ എയിമെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് പേഴ്സണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക. പിന്നെ ഫ്ലോസ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ ആണ്. ഇവിടെ എങ്ങനെയൊന്നുമില്ല, സ്പ്രെഡ് ഓൾ ഔട്ട് ദ ഡയറക്ഷൻ അല്ലെ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഗ്രേപ്പ് വൈൻ പോലെയാണ് ഇരിക്കുക. പിന്നെ പ്രൊസീജിയറൽ ഡിലേസ് ഉണ്ടാവും. ഇവിടെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇവിടെ റെസ്പോൺസിബിലിറ്റി ക്യാൻ ഫിക്സ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. ഇത് നമുക്ക് ഇതിൽ ഈ ഇൻഫോർമേഷൻ എവിടെ നിന്ന് വന്നു, ആര് സ്പ്രെഡ് ചെയ്തു എന്ന് നമുക്ക് ഫോർമലിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ നമുക്ക് കനോട്ട് ബി ഫിക്സ്ഡ് ആണ്. സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആര്, എവിടെ നിന്ന്, എങ്ങനെ വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി സ്ട്രിക്ട്ലി ഫോർമൽ ഓർ എസ്റ്റാബ്ലിഷ്ഡ് ലൈൻ ഓഫ് കമാൻഡ് ഇവിടെ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ അങ്ങനെ നോ ഫോർമൽ ലൈൻസ് ആണ്. പിന്നെ സുപ്പീരിയർ സബോർഡിനേറ്റ്സ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇവിടെ ഫ്രണ്ട്ലി പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവുക. ക്ലിയർ? ഇനി ഇതിലുള്ള ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ the pattern through which communication flows within the organization is referred as communication network അല്ലേ. അപ്പോൾ ഏത് പാറ്റേൺ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഇത് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേണും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള നെറ്റ്വർക്കും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ സിംഗിൾ ചെയിൻ അല്ലേ, ഫോർമലിലാണ് വരുന്നത്. സിംഗിൾ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ പോലെ അതാ ഇങ്ങനെ പോകുന്നു അല്ലേ. സുപ്പീരിയർ സബോർഡിനേറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു. അവിടുന്ന് മുകളിലോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അല്ലേ.
പിന്നെ അതുപോലെ തന്നെ വീൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ഹെഡ് ഉണ്ടായിരിക്കും, അവർ വഴിയായിരിക്കും അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓൾ സബോർഡിനേറ്റ്സ് അണ്ടർ വൺ സുപ്പീരിയർ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഹിം ഓൺലി ആക്ട് ആസ് ദ ഹബ് ഓഫ് ദ വീൽ അല്ലേ, അതായത് സെൻറ്റർ ആയിട്ട് ഇവിടെ ഒരു സബോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിലെന്ന് പറയുന്നത് എന്താണ്, അഡ്ജോയിനിങ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ആള് ഇയാളുടെ അഡ്ജോയിനിങ് ആയിട്ടുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദിസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് മൂവ്സ് ഇൻ സർക്കിൾ വിച്ച് പേഴ്സൺ ഇൻ നെറ്റ്വർക്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് അഡ്ജോയിനിങ് ടു പേഴ്സൺസ്. ഓക്കെ, ക്ലിയർ. ഇനി ഫ്രീ ഫ്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതാണ് ഫ്രീ അല്ലേ. ദിസ് പാറ്റേൺ ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ഫ്രീലി. ഇനി അടുത്തതാണ് ഇൻവേർട്ടഡ് വി എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് വി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സുപ്പീരിയർ അല്ലേ, ഇതൊരു സുപ്പീരിയർ. ഓക്കെ, ഇയാളുടെ സൂപ്പർ സുപ്പീരിയർ ആയിരിക്കും ഇവരെന്ന് പറഞ്ഞത് അല്ലേ. ഡിപ്പാർട്ട്മെന്റ് മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇയാളായിരിക്കും. ഇയാളുടെ താഴെ ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ ഒരാളുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ HR എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, HR ഹെഡും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ HR എക്സിക്യൂട്ടീവ്സിന് ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ശരിക്കും HR എന്ന് പറഞ്ഞ മൊത്തത്തിലെ ഹെഡ് ഇയാളാണ്, പക്ഷെ ഇയാൾ ഈ B എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു അല്ലേ. അപ്പോൾ ഈ Cക്കും Dക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം B വഴിയെ Aയിലേക്ക് എത്താൻ പറ്റൂ. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. അതാണ് ഇൻവേർട്ടഡ് വി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഇൻഫോർമലിലേക്ക് പോയി കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. സിംഗിൾ സ്റ്റാൻഡ് പാറ്റേൺ ഇസ് ഈച്ച് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഇൻ എ സീക്വൻസ് അല്ലേ. ഇത് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ഫ്രണ്ട്ലി ടോക്കാണ്. ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ്സ് ഓൺലി വിത്ത് ദോസ് പീപ്പിൾ ഹൂം ഹി ട്രസ്റ്റ്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗോസിപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വിത്ത് ഓൾ അല്ലെ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ അതർ, എല്ലാവരോടും പാടി നടക്കുന്നു. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ്സ് റാൻഡംലി വിത്ത് അതർ ഇൻഡിവിജ്വൽ. ഇതെന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമല്ലോ, അതായത് നമ്മളിപ്പോൾ ക്യാൻറ്റീനിലാകാം അല്ലെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് കണ്ട് വർത്താനം ഹൈ ബൈ പറയുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ ഇത്രയാണ് കമ്മ്യൂണിക്കേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ് നോക്കണം അല്ലെ, തടസ്സങ്ങൾ. മെയിൻ ആയിട്ട് 4 രീതിയിലുള്ള ബാരിയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ. ക്ലിയർ അല്ലേ പറയുന്നത്, അതായത് എനി ടൈപ്പ് ഓഫ് ഹഡിൽ blockade or bottleneck in the path of communication process is called barriers of effective communication അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് 4 രീതിയിലുണ്ട്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷനിലൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് അല്ലേ. പറയുന്ന കാര്യത്തിലെ എൻകോഡ് ചെയ്യുന്ന സമയത്തും ഡീകോഡ് ചെയ്യുന്ന സമയത്തും വരുന്ന പ്രശ്നങ്ങളാണ്. ഇൻ ദ പ്രോസസ് ഓഫ് എൻകോഡിങ് അല്ലെ, ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പ്രോസസ് ഓഫ് എൻകോഡിങ് ഓർ ഡീകോഡിങ് ഓഫ് മെസ്സേജ് ഇൻ ടു വേർഡ്സ്, ഇംപ്രഷൻസ് ഒക്കെ. ക്ലിയർ. ഇനി സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ മെന്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു സുപ്പീരിയർ ആണ്, ഞാൻ ഭയങ്കര മെന്റലി എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു എംപ്ലോയി വന്നിട്ട് ലീവോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൊടുക്കാനോ കേൾക്കാനോ പറ്റാത്തൊരവസ്ഥ അല്ലേ. ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ആക്ട് ആസ് ദ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആർ കോൾഡ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ക്ലിയർ. ഇനിയുള്ളത് നമ്മുടെ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആണ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കാലർ ചെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അത് ഓർഗനൈസേഷൻ ബാരിയേഴ്സ് റെഫേഴ്സ് ടു ദ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഡ്യൂ ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതോറിറ്റി, റിലേഷൻഷിപ്പ് വഴി വരുന്നതാണ്. ക്ലിയർ. ഇനി നെക്സ്റ്റ് ആണ് പേഴ്സണൽ ബാരിയർ. പേഴ്സണൽ ബാരിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ബാരിയേഴ്സ് ആർ പേഴ്സണൽ ഫാക്ടേഴ്സ് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ ഓൺ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ മുന്നെന്താ പറയുക, നമ്മൾ ഓൾറെഡി നമ്മൾ ഓക്കെ ഇയാൾ ഇങ്ങനെയുള്ള ആളാണ് എന്നുള്ള രീതിയിൽ പേഴ്സണലി വരുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അതാണ് പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യാം? എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റി ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ അല്ലേ. ഇപ്പം നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട്, അതായത് കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മളെ റിസീവർ ഉണ്ടല്ലോ, അവരുടെ നീഡ്സ് അനുസരിച്ച് വേണം നിങ്ങൾ എപ്പോഴും സംസാരിക്കാനായിട്ട്. പിന്നെ കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റ്. പിന്നെ നിങ്ങൾ ഒപ്പീനിയൻസ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കുക. പിന്നെ ബി അവെയർ ഓഫ് ലാംഗ്വേജ്, ടോണ്, കോണ്ടന്റ് ഓഫ് മെസ്സേജ് അല്ലേ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എങ്ങനെയാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയും കണ്ട് വേണം പറയാൻ. പിന്നെ കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണർ അല്ലേ.
അതായത് നമ്മൾ ലിസണർക്ക് വാല്യൂ കൊടുക്കണം. ഓക്കെ, കേൾക്കുന്ന ആൾക്ക് വാല്യൂ കൊടുക്കുന്ന രീതിയിൽ പറയാം, ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പറയാതെ. എൻഷുറിങ് പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കറക്റ്റ് നമ്മളൊരു കാര്യം കൺവേ ചെയ്ത് ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായോ, എന്തിന് മീറ്റിംഗ് വെച്ചു, ഇപ്പം എന്താ പറഞ്ഞതെന്നുള്ളതിൽ ഫീഡ്ബാക്ക് എടുക്കണം. പിന്നെ പ്രസന്റ് കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസന്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ അല്ലേ. ഇപ്പം നിങ്ങളൊരു കാര്യത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, നാളെ നിങ്ങൾക്കും അത് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പോഴത്തെ കാര്യം എന്നുള്ള രീതിയിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ബി എ ഗുഡ് ലിസണർ അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറയാം റേഡിയോ പോലെ ആവരുത്, തിരിച്ചിങ്ങോട്ട് കേൾക്കാനും കൂടെ വേണം. പിന്നെ ഫോളോ അപ്പ് എടുക്കണം. കറക്റ്റായിട്ട് പോകുന്നില്ലേ നമ്മൾ മീറ്റിംഗ് ഒക്കെ വെച്ചതനുസരിച്ച് നിന്ന് അതുകൂടെ നോക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ. നമ്മൾ 2 ചാപ്റ്റർ തീർത്തിരിക്കുന്നു. സെറ്റ്. നമ്മൾ 2 ചാപ്റ്റർ തീർത്തു. റെഡിയല്ലേ? കുറച്ചു നേരം എന്നെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, വേറെ വഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, മൊത്തം 11 ചാപ്റ്റേഴ്സ് ഇരുന്ന് പഠിക്കാനുണ്ട് ബ്രോ അല്ലേ. സെറ്റ്. മാക്സിമം നമ്മളൊരു 11:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്, മാക്സിമം 11:30. ഓക്കെ, അപ്പൊ നമുക്കിനി ഓർഗനൈസിങ്ങിലേക്ക് പോവാം അല്ലേ. അതായത് നമ്മളുടെ ഞാൻ വലിയ ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത് ആദ്യം തന്നെ, കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ആരും കിട്ടില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം എടുക്കുന്ന, ഓർഡർ അനുസരിച്ച് പോവാത്തതിൻ്റെ കാര്യം അറിയാലോ, ഇതുകൊണ്ടാണ് ഓർഡർ അനുസരിച്ച് പോവാത്തത്. ഓക്കെ, 1 മണി വരെ ഒന്നും പോവില്ല. ഓക്കെ, ക്ലിയർ. ഇനി ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റിന്റെ 2ാമത്തെ ഫംഗ്ഷൻ ആണ് അല്ലെ. പ്ലാനിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം അല്ലെ. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് വിച്ച് കോർഡിനേറ്റ് ഹ്യൂമൻ എഫേർട്സ്, അസംബിൾസ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇന്റഗ്രേറ്റ് ദം ഓൾ ഇൻ ടു ഹോൾ ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസിനും, ഹ്യൂമൻ ആയിക്കോട്ടെ അല്ലാതെ വരുന്ന ഫിസിക്കലായിട്ട് വരുന്ന റിസോഴ്സസിനെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കോമൺ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓർഗനൈസിങ് എന്ന് പറയാം. ക്ലിയർ? സെറ്റ്. അപ്പോൾ ഓർഗനൈസിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലേ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു, അതിലേക്ക് നമുക്ക് എന്തൊക്കെ വേണം അല്ലേ. നമ്മളൊരു പുതിയ കമ്പനി തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കണം അല്ലെ. എത്ര ആൾക്കാർ, എന്തൊക്കെ വർക്ക്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർക്കിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. എന്നിട്ട് ഓരോരോ സെറ്റാക്കി നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ഗ്രൂപ്പിനൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യണം അല്ലേ. കറക്റ്റായിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റ് ആക്കി കൊടുക്കണം. ഇപ്പോൾ എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തുള്ള എല്ലാം വർക്ക് HR-ലേക്കും, അല്ലാതെ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്നതൊക്കെ എന്താണ് പ്രൊഡക്ഷനിലേക്കും അല്ലെ, മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്നതൊക്കെ മാർക്കറ്റിങ്ങിലേക്കും ഒക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റിലെല്ലാം ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഹെഡ്മാരെയും അവരുടെ അടിയിൽ വരുന്ന സുപ്പീരിയേഴ്സിനെയും നമ്മൾ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഗനൈസിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓർഗനൈസിങ് പ്രോസസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഇനി നമുക്ക് ഓർഗനൈസിങ്ങിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോവാം അല്ലെ. അതായത് ഓർഗനൈസിങ് ചെയ്യുന്നതിലൂടെ സ്പെഷ്യലൈസേഷൻ കിട്ടും അല്ലെ. അതായത് ലീഡ്സ് എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് jobs amongst the workforce, thus reduces the workload as well as enhances productivity because of the specific works performing a specific job on a regular basis അല്ലേ. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് അവർ ഒരേ ഗ്രൂപ്പിൽ ഒരേ ഡിവിഷൻസ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരേ നേച്ചർ, സിമിലർ നേച്ചറുള്ള വർക്കൊക്കെ ഒരേ ഇതിൽ വരുമ്പോൾ അതേ വർക്ക് ചെയ്ത് അവിടെ റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് അവർ അതിൽ എക്സൽ ആവും. പിന്നെ ഉള്ളതാണ് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് അല്ലെ. നമ്മുടെ അവസാന സ്റ്റേജ് ആയിട്ടുള്ള ഓർഗനൈസിംഗ് പ്രോസസ്സിൽ അവസാന സ്റ്റേജ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരോട് ഓർഡർ കൊടുക്കണം, എവിടെ നിന്ന് ഓർഡർ വാങ്ങിക്കണം എന്നുള്ള ക്ലാരിറ്റി അവിടെ ഉണ്ട് അല്ലെ. ദിസ് റിമൂവ്സ് ദ ആംബിഗ്വിറ്റി ഇൻ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. അപ്പോൾ ഇൻഫോർമേഷൻ കിട്ടുന്നതിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനുമുള്ള അവ്യക്തതയെ എന്താവും, മാറ്റി കിട്ടും അല്ലെ. പിന്നെ നെക്സ്റ്റ് ആണ് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ് ആണ് അല്ല. അതായത് നമ്മളെ ബിസിനസിന്റെ എൻവയോൺമെന്റ് നമുക്കറിയാം
അല്ലെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ എൻവയോൺമെന്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ആ സൗണ്ട് ഓർഗനൈസേഷൻ ഫെസിലിറ്റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടു changing conditions in the external environment with respect to technology, market, products, etc. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഗനൈസിങ്ങിലൂടെ ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ ചേഞ്ചസ് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഉള്ളത് ഇറ്റ്സ് ഓൾസോ പ്രൊവൈഡ്സ് മച്ച് നീഡഡ് സ്റ്റെബിലിറ്റി ടു ദ എന്റർപ്രൈസസ് ആസ് ഇറ്റ് ക്യാൻ then continue to survive and grow in spite of changes അല്ലേ. അപ്പോൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും. കാരണം എന്താണ്? ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക് അവിടെ നടക്കും. ക്ലിയർ അല്ലേ? ദിസ് helps to avoid confusion and duplication and bring effectiveness in administration അല്ലേ. ഡ്യൂപ്ലിക്കേഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. ഒന്നാമതെന്ന് പറയുന്നത് നമ്മൾ ഓർഗനൈസിങ്ങിലാണ് ഡെലിഗേഷൻ നടക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തു, വർക്ക് കൊടുത്തു, അവിടെ എന്തുണ്ട് ഡെലിഗേഷൻ എന്ന് പറഞ്ഞല്ലേ, സുപ്പീരിയർ സബോർഡിനേറ്റ്സ് റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ വർക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റെഡ്യൂസസ് വർക്ക് ലോഡ് അല്ലേ. അത് അങ്ങനെ കിട്ടുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാണ് ഒന്നാമത് മാനേജർക്ക് അവരുടെ വർക്ക് ലോഡ് കുറയുമ്പോൾ അവർക്ക് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി വർക്ക് അസൈൻ ചെയ്ത് കിട്ടുന്നവർക്ക് അവരുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടിയാണ് കിട്ടുന്നത് അല്ലേ. അത് വർക്ക് ലോഡ് റെഡ്യൂസ്ഡ് ബൈ അസൈനിങ് റുട്ടീൻ ജോബ് ടു ദെയർ സബോർഡിനേറ്റ്സ്. ബൈ ഡൂയിങ് സോ സബോർഡിനേറ്റ്സ് ഗെറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ്. ഓക്കെ. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓർഗനൈസിംഗ് പ്ലേസ് എ കീ റോൾ ഇൻ ഹെൽപ്പിംഗ് ബിസിനസ് ഗ്രോ ആൻഡ് എക്സ്പാൻഡ്. ഇറ്റ് ഗിവ്സ് ദ കമ്പനി ദ എബിലിറ്റി ടു ട്രൈ ന്യൂ തിങ്സ്, ടേക്ക് അപ്പ് ന്യൂ ചാലഞ്ചസ് ആൻഡ് ഗോ ബിയോണ്ട് ദ യൂഷ്വൽ വേ ഓഫ് ഡൂയിങ് അല്ലേ. നമ്മൾ ഈ ഡെലിഗേഷൻ ചെയ്യുന്നതിലൂടെ വർക്ക് ലോഡൊക്കെ കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ പുതിയ പുതിയ ഐഡിയാസിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ല? അപ്പോൾ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് സംഭവിക്കും. ഇനിയുള്ളതാണ് ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് അല്ലേ. ഇതൊരു ബ്ലൂ പ്രിന്റ് ആണ്. ഇത് ഓർഗനൈസിംഗ് പ്രോസസ്സിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ. ഇറ്റ് refers the way task, responsibilities and roles are arranged within the company directive to achieve goals of an organization. ഒരു ഓർഗനൈസേഷനിലെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിസിനസ്സിൻ്റെ അകത്തെ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അവിടെ ടാസ്കുകൾ, അവിടുത്തെ വർക്ക്, റെസ്പോൺസിബിലിറ്റീസ്, ഓരോരുത്തരുടെയും റോള് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ അകത്ത് വരുന്ന ഒരാളാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ സുപ്പീരിയർ. ഓക്കെ. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസ്സും ഒരുപോലെയല്ല. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്. ആദ്യത്തേതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫങ്ഷൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രോഡക്റ്റിനല്ല. ഓക്കെ. ഫങ്ഷൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേർ ഇൻ ദ ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സ് സിമിലർ നേച്ചർ അണ്ടർ ഫങ്ഷൻസ്. ദീസ് മേജർ ഫങ്ഷൻസ് ആർ ഓർഗനൈസ്ഡ് ആസ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് റിപ്പോർട്ട് ടു എ കോർഡിനേറ്റിംഗ് ഹെഡ് അല്ലേ. ഇവിടെ നമ്മളുടെ ബിസിനസ്സിലെ ഓരോ ഫങ്ഷൻസിനെയും അനലൈസ് ചെയ്ത് അതിന് സിമിലർ നേച്ചറിനെ നോക്കി ഗ്രൂപ്പിംഗ് നടത്തുന്ന പരിപാടിയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ സ്യൂട്ടബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വേർ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ലാർജ്, ഹാസ് എ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻസ് റിക്വയർഡ് എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലേ. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഫോൺ മാത്രം ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആ ഫോണിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ ആ ഫോൺ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രൊഡക്ഷനിലാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? പറ്റിയ രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ട് ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷനെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് ഒരൊറ്റ പ്രൊഡക്ഷൻ ലൈൻ, ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം ഉള്ളത്, അതുപോലെ തന്നെ ഒത്തിരി വർക്കേഴ്സ് ഒക്കെ ഉള്ള വലിയ ഓർഗനൈസേഷൻ ഉണ്ടാവില്ല. പ്രൊഡക്ഷൻ വൈസ് അല്ല, ഫങ്ഷൻ വൈസ് ഒത്തിരി വർക്കേഴ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ഓർഗനൈസേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുക. ക്ലിയർ ആണോ?
ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? പക്ഷെ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ നമ്മുടെ പ്രോഡക്ട്സിനെയാണ് നോക്കുന്നത്. അവിടെ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. ക്ലിയർ? സെറ്റ്. അപ്പോൾ enterprises which have more than one category of product to offer, this is because every organization performs a set of homogeneous function. In a divisional structure, the organization structure comprises of separate business units or divisions. അല്ലേ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തന്നെ സെപ്പറേറ്റ് പ്രോഡക്റ്റിന്റെ ബേസിൽ ഡിവിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈച്ച് യൂണിറ്റ് ഹാസ് എ ഡിവിഷണൽ മാനേജർ റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് ആൻഡ് ഹു ഹാസ് അതോറിറ്റി ഓവർ ദ യൂണിറ്റ്. അല്ലേ? മറ്റേതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അവിടുത്തെ മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരൊറ്റ ഫംഗ്ഷനിൽ മാത്രമേ അവർ എക്സൽ ആവുന്നുള്ളൂ. അല്ലെ? ഒരു നാരോ ലെവലിലുള്ള മാനേജറിയൽ സ്കിൽ ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഫങ്ഷണൽ സ്ട്രക്ചറിലെ ഒരു മാനേജർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് ഹ്യൂമൻ റിസോഴ്സ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ആ മേഖലയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവിടെ മാത്രം എനിക്ക് എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഞാനൊരു ഡിവിഷണൽ മാനേജർ ആയിട്ടാണ് മാറുന്നതെന്ന് വിചാരിക്കുക. ഞാനൊരു പ്രൊഡക്റ്റിന്റെ ഹെഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ആ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയാസിനെ കുറിച്ചുള്ള ഫംഗ്ഷൻസിലേക്കും എനിക്ക് എന്തുണ്ട്, ആക്സസ് ഉണ്ട്. സോ എൻ്റെ മാനേജറിയൽ സ്കിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ, suitable for those business enterprises where a large variety of products are manufactured using different productive resources. അല്ലേ? ഡിഫറെൻറ്റ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് യൂസ് ചെയ്ത് നടത്തുന്ന വലിയ രീതിയിലുള്ള മാനുഫാക്ചർ യൂണിറ്റ്സിനായിരിക്കും ഇത് എപ്പോഴും ബെസ്റ്റ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഇപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിക്കണം. ഫംഗ്ഷൻ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇവിടെ പ്രൊഡക്ട്സിനെയാണ് ബേസ് ചെയ്യുന്നത്. സ്പെഷ്യലൈസേഷൻ ഫംഗ്ഷൻസിനാണ് ഫംഗ്ഷണൽ സ്ട്രക്ചറിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഡക്ട്സിനാണ് കൊടുക്കുന്നത്. പിന്നെ മാനേജറിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയല ഒരു നാരോ ലെവലിലാണ് നടക്കുക. ഇവിടെ കുറച്ചുകൂടെ ഈസിയർ ആണ്. ഓക്കെ. പിന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ടു ഫിക്സ് ഓൺ എ ഡിപ്പാർട്ട്മെന്റ്. അല്ലെ? ഒത്തിരി ഫംഗ്ഷൻസ് നടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് പ്രോഡക്ട്സ് അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു കമ്പനീൻ്റെ അകത്ത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജ്വാല ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിലാണെങ്കിൽ ഒരു 5 ടൈപ്പ് പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട് വിചാരിക്കും. ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മോട്ടോറിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം ഞാനൊരൊറ്റ ഫങ്ഷണൽ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫങ്ഷൻസിന് അതല്ല HR മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ HR എന്ന് പറയുമ്പോൾ എൻ്റെ കോസ്മെറ്റിക്സിൻ്റെ എംപ്ലോയീസ് ഉണ്ടാവും, അതുപോലെ ഫുഡിൻ്റെ അവിടുത്തെ എംപ്ലോയീസ് ഉണ്ടാവും, അതുപോലെ ഡ്രസ്സിൻ്റെ അവിടുത്തെ എംപ്ലോയീസ് ഉണ്ടാവും, പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ അവിടുത്തെ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസും കൂടെ കിട്ടുമ്പോൾ എങ്ങനെയാണ് എവിടെയാണെന്നുള്ള ബുദ്ധിമുട്ടാവും. അതുപോലെ മാർക്കറ്റിങ്ങിലും ഇതേപോലെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങും ഒരൊറ്റ യൂണിറ്റ്, അങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അല്ലേ? ക്ലിയർ. പിന്നെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്കണോമിക്കലാണ്. അല്ലേ? നമുക്ക് ഒരൊറ്റ ബിസിനസ് ഒരൊറ്റ പ്രൊഡക്റ്റ് അങ്ങനെ നോക്കിയാൽ മതി. പക്ഷെ ഡിവിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ടെക്സ്റ്റൈൽസിലുള്ള ടെക്സ്റ്റൈൽസിലുള്ള കാര്യങ്ങൾ നോക്കാൻ HR ഉണ്ടായിരിക്കും, അവിടെ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, മാനേജേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ടാവും. അതേപോലെ ഇവിടെയും അത്രയും എംപ്ലോയീസ് ഉണ്ടാവും. അല്ലേ? അപ്പോൾ എന്താണ്, എനിക്ക് കോസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കോർഡിനേഷൻ നോക്കിയാൽ ഡിഫിക്കൽട്ട് ഫോർ എ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു HR-ന് കീഴിൽ പല പ്രൊഡക്ട്സിൻ്റെയും പണിക്കാരുണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലേ? പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വരുന്ന കമ്പനീസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഇനി നമ്മൾ ഫോർമൽ ഓർഗനൈസേഷനെയും ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കണം. അല്ലേ? ഇതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ് ഇൻഫോർമലും ഫോർമൽ ഓർഗനൈസേഷനും. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ refers the organization structure which is designed by the management to accomplish a particular task. ഒരു particular task accomplish ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നവരാണ് ഇവർ. ഓക്കെ. ഇതിന്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. superior subordinates relationship ഉണ്ടാവും. Like specify its relationship among various job positions and clarifies as to who has to report to whom.
അല്ല ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ superior subordinate ആരുടെ കീഴിൽ ആര് ഓർഡേഴ്സ് കൊടുക്കണം എന്ന് വരുന്നത്. പിന്നെ റൂൾസും അതുപോലെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ഈ ലേ ഡൗൺ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, ഇന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോട് സംസാരിക്കാൻ പറ്റും, അവർക്ക് വേറെയിലേക്ക് പോകരുത്, ഇങ്ങനെ എടുക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണ്, ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. ഇവിടെ എഫേർട്സ് കോർഡിനേറ്റ് ചെയ്യപ്പെടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ത്രൂ ഫോർമൽ ഓർഗനൈസേഷൻ. വർക്കാണ് ഇവിടെ കൂടുതൽ എംഫസൈസ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ? പിന്നെ ഉള്ളതാണ് എംഫസൈസ് ഓൺ വർക്ക് അല്ലെ. ഇറ്റ് എംഫസൈസ് ജോബ്സ് ഓർ പൊസിഷൻസ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ആൻഡ് ദെയർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അവിടെ വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷനിലേക്ക് പോയാലോ? ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പേഴ്സണൽ ഇന്ററാക്ഷൻസ്, ഗ്രൂപ്പ് നോംസ്, ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്പോണ്ടേനിയസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ പേഴ്സണൽ ഇന്റഗ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത് തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ബേസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ് കൂടുതൽ ഫ്രണ്ട്ലി ആവുന്നു അല്ലേ. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ ഗ്രൂപ്പ് നോംസ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ഇവോൾവ്സ് ഫ്രം ദ ഗ്രൂപ്പ് നോംസ് ആൻഡ് നോട്ട് ഫ്രം ഒഫീഷ്യലി ലേ ഡൗൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. അപ്പം നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യണത് ആ ഗ്രൂപ്പിനനുസരിച്ചുള്ള രീതികൾക്ക് അനുസരിച്ചായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ചില്ലാവുന്ന ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ആ ഗ്രൂപ്പിൽ എങ്ങനെയാണോ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നത് ആ ഒരു വൈബിലായിരിക്കും നമ്മളും സംസാരിക്കുക അല്ലേ. ക്ലിയർ? പിന്നെ ഉള്ളതാണ് ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് സ്പെസിഫിക് ഡയറക്ഷൻ ആർ ഫോളോഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ലേ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ സ്പോണ്ടേനിയസ് ആണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് സ്വതസിദ്ധമായിട്ടുണ്ടാവുന്ന കാര്യമാണ്. ഇറ്റ് എമേർജസ് സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇസ് നോട്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. മറ്റേന്ന് പറയുന്നത് നമ്മുടെ വർക്ക് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് കറക്റ്റായിട്ട് ഈ ആൾക്കാരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, നിങ്ങളാണ് അതിൻ്റെ ഓർഡർ കൊടുക്കേണ്ടത്, നിങ്ങളാണ് അവരുടെ ഫീഡ്ബാക്ക് എടുക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അവിടെ കൊടുക്കും അല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ബേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് ഇൻഡെഫിനിറ്റ് ആസ് നോ സ്ട്രക്ചർ ബിക്കോസ് ഇറ്റ് ഈസ് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ് അല്ലേ. നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ ഇല്ല. ഇനി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം അല്ലേ. ഫോർമേഷനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ആണ്, ഇവിടെ റൈസ് സ്പോണ്ടേനിയസ്ലി ആണ്. ഇനി പേർപ്പസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ അച്ചീവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നമ്മുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ്. ഇനി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇവിടെ ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ കട്ട് സ്ട്രക്ചർ ആണ്. ക്ലിയർ? ഇനി റിജിഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി നോക്കിയാൽ ഇവിടെ ഹൈ റിജിഡ് ആണ്, ഇവിടെ മോർ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ. ഇനി കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എസ്റ്റാബ്ലിഷസ് ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ കൺവീനിയൻസ്, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ റിലേഷൻഷിപ്പ് നോക്കിയാൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കും ഇവിടുത്തെ റിലേഷൻഷിപ്പ് വരുന്നത്. ഇവിടെ അങ്ങനെ സ്പെസിഫിക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സെറ്റ്. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ റെഫേഴ്സ് ടു ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ് അല്ലേ. നമ്മുടെ വർക്കിലോട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വർക്ക് നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? It also satisfies the subordinates' need for recognition and provides them with the opportunity to develop and exercise initiatives. അല്ലേ, ഇത് ഈ ഡെലിഗേഷനിലൂടെ നമ്മുടെ എംപ്ലോയീസിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യപ്പെടുന്നു. ക്ലിയർ? അപ്പോൾ ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞ സാധനം ഫുൾ ആവണമെങ്കിൽ അല്ലെ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഈ 3 കാര്യങ്ങൾ എലമെന്റ്സ് കൂടെ ഉണ്ടാവുമായിരിക്കും അല്ലേ. The instrument of responsibility and authority to entrustment ആണ് കേട്ടോ. Entrustment of responsibility and authority to another
and the creation of accountability of performance അല്ലേ അതായത് നമ്മൾ എന്ത് ചെയ്തു നമ്മളൊരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ടാസ്ക് അത് ചെയ്യാനുള്ള അധികാരവും അത് അധികാരം കിട്ടുന്നതിലൂടെ അയാൾക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റിയും ആ കിട്ടിയ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്കംത്തിനോട് കാണിക്കുന്ന അക്കൗണ്ടബിലിറ്റിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതോറിറ്റി റെഫേഴ്സ് ദ റൈറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് സബോർഡിനേറ്റ്സ് ആൻഡ് ടേക്ക് ആക്ഷൻ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് പൊസിഷൻ അല്ലെ അയാളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏരിയയിൽ നിന്നുകൊണ്ട് അയാൾക്ക് ആ വിഷയത്തിൽ തീരുമാനങ്ങളും അതുപോലെ തന്നെ ഓർഡേഴ്സും കാര്യങ്ങളും കൊടുക്കാനുള്ള കമാൻഡും ചെയ്യാനുള്ള പവറിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി അല്ലേ നമുക്ക് അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യാം ഡെലിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യേണ്ട ടാസ്ക് എനിക്ക് താഴെയുള്ള ഒരാൾക്ക് കൊടുക്കാം. പക്ഷെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് അയാളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട സാധനമാണ്. എനിക്ക് കിട്ടിയ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഫൈനൽ ഔട്ട്കംത്തിന് ആൻസറബിൾ ആവുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ് ഫോർ എഫക്റ്റീവ് ഡെലിഗേഷൻ. ദ അതോറിറ്റി ഗ്രാൻഡഡ് മസ്റ്റ് ബി കമൻസുറേറ്റ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പം നമ്മൾ ഡെലിഗേഷൻ ചെയ്ത സാധനം ഒരു ടോപ്പിക്ക് കിടിലനായിട്ട് ഫിനിഷ് ആവണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുകൂടെ വേണം റെസ്പോൺസിബിലിറ്റി കൂടെ വേണം അല്ലേ. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി കൂടെ ചേരുമ്പോൾ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ ഡെലിഗേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ടു കമാൻഡിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ടാസ്ക് ആണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, കിട്ടിയ ജോലി നന്നായിട്ട് ചെയ്യാന്നുള്ളത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്കം എന്താണോ അതിന് ആൻസറബിൾ ആയിട്ടിരിക്കുക. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യാം ഡൗൺവേർഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഇതൊന്നും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഡെലിഗേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോർമൽ പൊസിഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മളത് കൊടുക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇതും അറൈസസ് ഫ്രം ദ ഡെലിഗേറ്റഡ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സുപ്പീരിയർ സബോർഡിനേറ്റിൽ നിന്ന് വരുന്ന സാധനമാണ്. പിന്നെ ഇതും അറൈസസ് ഫ്രം റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആ ഫൈനൽ ഔട്ട്കത്തോട് ആൻസറബിൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീൻ്റെ ഭാഗമാണ്. ഇനി ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. സുപ്പീരിയർ എന്ത് ചെയ്യുന്നു സബോർഡിനേറ്റിന് കൊടുക്കുന്നു. ഇതെന്ന് പറയുന്നത് സബോർഡിനേറ്റ് സുപ്പീരിയറോട് കാണിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ് അപ്വേർഡ് ആണ്. ഇതും ഇതേ സെയിം താരം തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെലിഗേഷൻ എന്തുകൊണ്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പോയിന്റ്സ് ആണ് പറയാനുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് എഫക്റ്റീവ് മാനേജ്മെന്റ് ആണ് അല്ലേ. അതായത് മോർ എഫിഷ്യൻ്റ്ലി ആസ് ദേ ഗെറ്റ് മോർ ടൈം ടു കോൺസെൻട്രേറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. വർക്ക് ലോഡ് എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയി ഡെവലപ്മെന്റ് അല്ലേ. ആസ് എ റിസൾട്ട് ഓഫ് ഡെലിഗേഷൻ എംപ്ലോയി ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് their talent and this may give rise of talent latent abilities to them അല്ലേ. അതായത് അവർക്ക് നല്ല രീതിയിലുള്ള പുതിയ സ്കില്ല് അവർക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ. ഇറ്റ് മേക്ക് ദം ബെറ്റർ ലീഡേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ്. ക്ലിയർ അല്ലേ. അതേപോലെ തന്നെ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിനൊക്കെ ഓക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതാ ഇങ്ങനത്തെ പുതിയ ടാസ്ക് ജോബൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് എന്താണ് സാലറി കാര്യങ്ങളൊക്കെ കൂടും, റെക്കഗ്നിഷൻ കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ മോട്ടിവേറ്റ് ആവും അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടേ ഉള്ളൂ മോട്ടിവേഷൻ്റെ കാര്യം അല്ലേ. വെൻ എ സുപ്പീരിയർ ഇൻട്രസ്റ്റ് ദ സബോർഡിനേറ്റ് വിത്ത് എ ടാസ്ക് ഇറ്റ് ഈസ് നോട്ട് മിയർലി ദ ഷെയറിംഗ് ഓഫ് വർക്ക് ബട്ട് ഇൻവോൾവ്സ് ട്രസ്റ്റ് ഓൺ ദ സുപ്പീരിയേഴ്സ് പാർട്ട് അല്ലേ. ഞാനൊരാൾ ജോലി ഏൽക്കുമ്പോൾ അവനത് ചെയ്യും അല്ലെ അവളത് ചെയ്യും എന്നുള്ള ട്രസ്റ്റിലാണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ. റെസ്പോൺസിബിലിറ്റി ഫോർ വർക്ക് ബിൽഡ് ദ സെൽഫ് എസ്റ്റീം ഓഫ് എൻ എംപ്ലോയി. ഓക്കെ, ക്ലിയർ അല്ലേ. പിന്നെ അടുത്തതാണ് ഡെലിഗേഷൻ എനേബിൾസ് വർക്ക് ഫോഴ്സ് ടു അസ്യൂം മോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ടേക്ക് അപ്പ് ലീഡിംഗ് പൊസിഷൻസ് ഇൻ ന്യൂ വെഞ്ചേഴ്സ് ആൻഡ് ന്യൂലി സ്റ്റാർട്ടിംഗ് ബ്രാഞ്ചസ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ടാസ്ക് കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ എംപ്ലോയീസ് നമ്മളെ പുതിയ രീതിയിലൊരു പുതിയ ബ്രാഞ്ചോ കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാനേജേഴ്സിനെ കിട്ടാനൊക്കെ എളുപ്പമാണ് അല്ലേ. ട്രെയിൻഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ കിട്ടും. പിന്നെ അതുപോലെ ബേസ് ഓഫ് മാനേജ്മെന്റ് ഹൈറാർക്കിയാണ് അല്ലേ. അതായത് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ത്രൂ ഔട്ട് ഓർഗനൈസിങ് ആൻഡ് ഡെലിഗേഷൻ ഇസ് ദ ബേസിസ് ഓഫ് ഹൈറാർക്കി ഓഫ് മാനേജ്മെന്റ് അല്ലേ. സുപ്പീരിയർ സബോർഡിനേറ്റ് വരുന്നത് തന്നെ നമ്മൾ ടാസ്ക് അല്ലേ. ടോപ്പ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു ടോപ്പിൽ ഇരിക്കുന്നവർ മിഡിൽ ലെവലിലേക്ക് അവരുടെ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മിഡിൽ മാനേജ്മെന്റ് ഉണ്ടാവുന്നത് അല്ലേ. അവരെന്ത് ചെയ്യുന്നു അവരുടെ വർക്കിനെ
അവരെ ലോവറിലേക്ക് മാനേജ് ചെയ്യുന്നു അല്ലേ. ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്, ഡെലിഗേഷൻ നടക്കുന്നത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒരു മാനേജ്മെന്റ് ഹൈറാർക്കി തന്നെ സംഭവിക്കുന്നത്. ക്ലിയർ? ഇനി അവസാനത്തതാണ് ബെറ്റർ കോർഡിനേഷൻസ് സംഭവിക്കുന്നുള്ളത് അല്ലേ. ഡെലിഗേഷൻ എലമെന്റ്സ് ലൈക്ക് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ക്ലിയർലി ഡിഫൈൻ ദ powers, rights and duties of various job positions. So clarity in working relationship develop and maintain effective coordination among departments, job positions and work functions of management അല്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് വർക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സെറ്റ്. ഇനി അവസാനത്തെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, നമുക്ക് ഡെലിഗേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ അതെന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പവറാണ്. ഡെലിഗേഷനിൽ നമ്മൾ ചിലപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവർ നമ്മൾ കൊടുക്കണമെന്നില്ല അതോറിറ്റീൻ്റെ അകത്ത്. അല്ല, ഡീസെൻട്രലൈസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സിനെ ഡെലിഗേറ്റ് ചെയ്യുന്നതാണ്. അതായത് ദോസ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് ദ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ലൈസ് ഇൻ ടോപ്പ്, അതിനെ നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയും. Where those authority is shared with lower levels are decentralized organization ആണ്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡെവലപ്പ് ഇനീഷ്യേറ്റീവ്സ് എമംഗ് സബോർഡിനേറ്റ്സ് അല്ലേ. അതായത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ കിട്ടുമ്പോൾ അവർക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അടി നടന്നതെന്ന് വിചാരിക്കാം, അടിയായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ കറക്റ്റ് അറിയുന്നത് ഇവിടുത്തെ ഹെഡിനായിരിക്കും അല്ലേ. പക്ഷേ ഇയാൾക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഇയാൾക്ക് കൊണ്ട് പറ്റും, പക്ഷേ ഇയാൾക്ക് അതിനുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്ന് വിചാരിക്കും. ഇയാൾ മറ്റേ സുപ്പീരിയർ എടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് വരുമ്പോൾ ആ ആൾക്ക് ചിലപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ് എന്ന് കറക്റ്റ് അറിയണമെന്നുണ്ടാവില്ല. കാരണം അയാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. കാരണം അവിടെ എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നൊന്നും അറിയണമെന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് അത് ആപ്റ്റ് ആവണമെന്നില്ല, ഡിലേ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവർക്ക് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. This will encourage subordinate to take initiative and adopt innovative methods കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഡെവലപ്സ് മാനേജറിയൽ ടാലൻറ്റ് ഫോർ ഫ്യൂച്ചർ അല്ലെ. ഫ്യൂച്ചറിലെ മാനേജറിയൽ ടാലൻറ്റ്സ് എന്താവുന്നു അവർക്ക് പറ്റുന്ന അല്ലേ. സബോർഡിനേറ്റ്സ് ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് ദെയർ ടാലൻറ്റ്സ് ആണ്. പിന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആവുന്നു. ഞാൻ നേരത്തെ പറയില്ലേ, ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുക അല്ലേ. ഡിസിഷൻ മേക്കിംഗ് പവർ ഇസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദോസ് ഹു ആർ സപ്പോസ് ടു എക്സിക്യൂട്ട് ദ ഡിസിഷൻ. ഇൻ അതർ വേർഡ്സ്, ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ദ ലെവൽസ് വിച്ച് ആർ നിയറസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് ആക്ഷൻ അല്ലേ. എവിടെയാണോ പ്രശ്നം ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അതിനുള്ള ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ, ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലെ, സ്പീഡായിട്ട് ഡിസിഷൻ മേക്കിംഗ് സംഭവിക്കും. പിന്നെ അടുത്തതാണ് റിലീഫ് ടു ടോപ്പ് മാനേജ്മെന്റ് അല്ലേ. എല്ലാം ടോപ്പ് മാനേജ്മെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ. അവർക്ക് എന്താണ്, ഡേ ടു ഡേ പ്രോബ്ലംസിന് അവർക്ക് അങ്ങനെ എൻഗേജ്ഡ് ആവാതെ അവർക്ക് എക്സിക്യൂട്ടീവ് ഗെറ്റ് ഇനഫ് ടൈം ടു പ്ലാൻ എഹെഡ് ഡെവലപ്മെന്റ് ന്യൂ സ്ട്രാറ്റജീസിലേക്ക് അവർക്ക് അവരുടെ ജോലി കഴിഞ്ഞ് അവരുടെ വർക്കിലോട് കുറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെന്തിലാണ്, ഇപ്പോൾ ടോപ്പ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവർക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. മേക്ക് ഇമ്പോർട്ടൻറ്റ് പോളിസീസ്, സ്ട്രാറ്റജീസ്, ഡിസിഷൻസ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിലേക്കൊക്കെ അവർക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. പ്രൊവൈഡ് ഗ്രേറ്റർ ഓട്ടോണമി ടു ലോവർ മിഡിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, അലൗസ് ദം ടു ഫംഗ്ഷൻ ഇൻ എ മാനർ ബെസ്റ്റ് സ്യൂട്ടഡ് ടു ദെയർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡെവലപ്സ് എ സെൻസ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ. ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലൊരു ഹെൽത്തി ആയ കോമ്പറ്റീഷൻ അത് വഴിവെക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവർ നല്ല രീതിയിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻസ് വരുമ്പോൾ ബിസിനസ്സിനാണ് അതെന്ത് വരുന്നത്, പ്രൊഡക്ടിവിറ്റി കൂട്ടും. റിസൾട്ട് വിൽ ബി ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, പിന്നെ അവസാനത്താണ് ബെറ്റർ കോർഡിനേഷൻ സംഭവിക്കും അല്ലേ. ഇൻ എ ഡീസെൻട്രലൈസ്ഡ് സെറ്റപ്പ് ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ഫിക്സ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്, ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ, വിൽ ലീഡ് ബെറ്റർ കൺട്രോൾ അല്ലേ. അപ്പോൾ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുന്നതുകൊണ്ട് തന്നെ ബെറ്റർ കോർഡിനേഷൻ സംഭവിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി കുറച്ച് നേരം നിങ്ങൾക്ക് യദുസാറിനെ കാണണോ? എന്നെ കുറേ നേരമല്ലേ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണോ? ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ യദുസാറിനെ വിളിച്ചാലോ, യദുസാറിലേക്ക് കാര്യങ്ങൾ കൈമാറിയാലോ? ഓക്കെ, ക്ലിയർ? യദുസാർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്.
ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ ചാപ്റ്റേഴ്സിലേക്ക് പോവാം അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പം നമ്മൾ 3 വലിയ ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. വരൂ, കഴിഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, യദു സാറിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. യദു സാറിന് ചെണ്ട കൊട്ടാനറിയാം, ഗിറ്റാർ വായിക്കാനറിയാം, തിരക്കഥ എഴുതും അല്ലേ, ഒരു സിനിമ പിടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ? നന്നായി, ആഴ്ചയിലോ അല്ല വല്ലപ്പോഴും ഒരു സിനിമ കാണുന്നതാണ്, അതില്ലാണ്ടായാന്. എന്തായാലും നന്നായി, നല്ല കാര്യം, നല്ല കാര്യം. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇനി സാറിന്റെ മുന്നിലേക്ക് പോകട്ടോ. ഓക്കെ, കണ്ണി ചിമ്മരുത്, അതെ ചിമ്മാതിരിക്കണം. അയ്യോ, അപ്പൊ എത്ര ചാപ്റ്റർ കഴിഞ്ഞു? 3 വലിയ ചാപ്റ്റേഴ്സ്. ഓക്കെ ഓക്കെ, തീർത്തിട്ടുള്ള നിൽപ്പാണ്. ഞാൻ അരിജാമിസിന്റെ വിളിക്കുന്നത്, പോയി ഫുഡ് കഴിച്ചിട്ട്. ഇവിടെ ഇപ്പൊ AC-ൽ നിന്നിട്ട് അതെ സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. അതെ, അത് പറഞ്ഞപ്പോ ജിഷാമിസ് ഓടി. ജിഷാമിസ് കഴിഞ്ഞ ഇതുപോലെ ക്ലാസ് എടുത്ത് ആവേശം കയറി AC ഫുള്ളിലിട്ടിട്ട് അവസാനം പിറ്റേന്ന് സൈഡായി പോയി. അങ്ങനെ കുറെ ലൈവുകൾ മാറ്റി വെക്കേണ്ടി വന്നു. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരും പോരുത്. അപ്പൊ ഒരു 3 വലിയ ചാപ്റ്റർ താപ്പ രേണു മിസ് തീർത്തു എന്ന് പറഞ്ഞു. അതേപോലെ അടുത്ത 2 വലിയ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ നമുക്ക് പാടാം. അതിനെന്താ, പാട്ടൊക്കെ പാടാം, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. പാട്ടും എല്ലാം നമ്മൾ കത്തിക്കും. ഓക്കെ, അപ്പൊ മക്കളെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എല്ലാ മക്കളെയും ഒന്ന് വിളിച്ചിട്ട് വന്നേ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. റെഡി. അപ്പോൾ സാർ ഈ PPT ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ PPTയും കൂടെ കുറേ പേജുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയാണെന്നൊക്കെ ഒന്ന് തപ്പിയെടുക്കണം. ഓക്കെ 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 ഏകദേശം നമ്മൾ അതിർത്തിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് ആദ്യം നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് തന്നെ പോവാം ആദ്യം. റെഡി? നമ്മുടെ സ്വന്തം മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവാണ്. സെറ്റായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. എല്ലാം ചടപടയും പറഞ്ഞ് സാർ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാപ്റ്റർ ആദ്യം തന്നെ പറയട്ടെ, 10 to 12 ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. 10 വേണ്ട, 12 ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മക്കൾ പഠിക്കേണ്ടത് എന്നുള്ള സാറ് പറഞ്ഞുതരാം. അപ്പൊ അതിന് മുൻപ് മക്കളെ വെറുതെ ഇങ്ങനെ ലൈവ് കൊണ്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് പോവുക. ഓക്കെ, എന്നിട്ടോ ഒരു ബുക്ക് എടുത്തിട്ട് വരാം. ഒരു വൈറ്റ് പേജ് ഉള്ള ബുക്ക്. ഓക്കെ, അതിപ്പോൾ വെറുതെ കളർ പേജ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഒരു പേജും ഒരു പെന്നും ഒരു പേപ്പറും എടുത്തിട്ട് വരിക. ഓക്കെ, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് വരിക. ഓക്കെ, പെട്ടെന്ന് ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് വന്നേ. എന്നിട്ട് സാറ് പറയുന്ന പോയിന്റ്സുകളൊന്നും ഇങ്ങോട്ട് എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ, പോയിന്റ്സ് അങ്ങോട്ട് എഴുതിയിട്ട് പഠിക്കുക, എഴുതി വെച്ചോളൂ. അപ്പോൾ ആദ്യം തന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡ് അങ്ങ് കൊടുക്കുക ആ ഒരു പേപ്പറിന്റെ ഒരു മൂലയിൽ. ഷോർട്ടാക്കി അതായത് മാക്സിമം ഒറ്റ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പോയിന്റുകൾ ഉൾപ്പെടുത്താൻ പാകത്തിൽ നിങ്ങളൊരു നോട്ട് എഴുതാൻ പഠിക്കുക. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് എന്ന് ഹെഡ് കൊടുത്തോ. അതിൽ ആദ്യം തന്നെ മാർക്കറ്റ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കുന്ന ഇത് ലൈവിന്റെ ആണോ? ലൈക്ക് അടിക്കൂ ഇതെന്താ അടിയടാ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ
ആദ്യം തന്നെ മാർക്കറ്റിന്റെ ആ ഒരു മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ മാർക്കറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ മാർക്കറ്റ് എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ രണ്ട് ടേമിൽ നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ട്രഡീഷണൽ ഓൾഡ് സെറ്റപ്പിൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് എന്താ പറയുക, ഫിസിക്കൽ പ്ലേസ് ആയിരുന്നു അല്ലെ, വേർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസ്. പണ്ടൊക്കെ എന്താണ്, നമ്മൾ എവിടെയാണ് സാധനങ്ങളും സേവനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ പ്ലേസ് ആണ് അല്ലെ. പക്ഷെ ഇന്ന് മോഡേൺ സെൻസിൽ എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് മീൻസ് ദ എൻറ്റയർ ഏരിയ ഓർ നെറ്റ്വർക്ക് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് അല്ലെ. ഇപ്പോൾ എന്താണ് ഒരു ഫിസിക്കൽ ഏരിയസ് ആയാലും അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ ഒക്കെ നമുക്ക് എന്ത് പറയാം, എന്ത് പറയാം, നമ്മളെ മാർക്കറ്റ് ആയിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ ഓൺലൈൻ ത്രൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ അതൊക്കെ എന്താണ് മോഡേൺ സെൻസിൽ മാർക്കറ്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം മക്കള് ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോയിന്റ് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ പോവാം. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് ഈ ഒരൊറ്റ പോയിന്റ് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നോക്കിയോ, മാർക്കറ്റിംഗ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് മൂവ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ്. അത്രേ ഉള്ളൂ. എന്താണ്, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറുടെ കയ്യിലേക്ക് ഗുഡ്സ് എത്തുന്ന ആ എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്ത് പറയാം, മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, സാർ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരുമോ? എന്താ ചോദിക്കാനാ, സാറ് പറയുന്നു നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ സാറ് പറഞ്ഞുതരും. ഓക്കെ, അതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോയിക്കൂടാ. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷുവറാണ്. ഓക്കെ, റെഡി? അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ മാത്രം മക്കൾ പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണ് ആ ആക്ടിവിറ്റീസ്, നമ്മുടെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും നമ്മുടെ കൺസ്യൂമറുടെ കയ്യിലേക്ക്, അത് തന്നെ സാധനം. ഓക്കെ, നമ്മുടെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറുടെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത് വരെയുള്ള എന്തെല്ലാം ആക്ടിവിറ്റീസ്, ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത് മാർക്കറ്റിംഗ് അല്ലെ. പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, വെയർ ഹൗസിംഗ് ഉണ്ട്, ബ്രാൻഡിംഗ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, പ്രൈസിംഗ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചുകൂടാ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ ഈ 4 ഫീച്ചേഴ്സ്, മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാറുണ്ട്. 4 ഫീച്ചേഴ്സ് മാർക്കറ്റിംഗിന്റെ. ഓക്കെ, അപ്പൊ ഈ 4 ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോക്കി വെച്ച് ഫസ്റ്റ് എന്താ, നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ് അല്ലെ. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളുമാണ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം നോക്കുക അല്ലെ. മാർക്കറ്റിംഗിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഒരു കമ്പനി ശ്രദ്ധിക്കുക എന്താണ്, എന്താണ് ഒരു കൺസ്യൂമേഴ്സിന്റെ ആവശ്യം, എന്താണ് അവരുടെ ആഗ്രഹം. റെഡി? ആവശ്യവും ആഗ്രഹവും രണ്ടാണ് അല്ലെ. നമുക്കിപ്പോ എന്താണ്, നമ്മുടെ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആവശ്യം, വിശപ്പിന് ഫുഡാണ് നമ്മുടെ ആവശ്യം അല്ലെ. ഏത് ഫുഡ് വേണം എന്നുള്ളതാണ് എന്തത്, നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആ കാര്യമാണ് മാർക്കറ്റിംഗ് ഹെൽപ്പ് പീപ്പിൾ ടു ഗെറ്റ് വാട്ട് ദേ നീഡ് ആൻഡ് വാണ്ട്. എന്താണ് അവർക്ക് വേണ്ടത് അല്ലെ, എന്താണ് അവരുടെ ആഗ്രഹം, ആ കാര്യങ്ങളെയാണ് എന്ത് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ദ മെയിൻ ഗോൾ ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു സാറ്റിസ്ഫൈ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ. ഓരോ വ്യക്തിയുടെയും നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിന്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. റെഡി? സെക്കൻഡോ, ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിംഗ് അല്ലെ. എന്നിട്ടോ എന്ത് ഓഫർ ചെയ്യുന്നു, മാർക്കറ്റ് ഓഫർ ചെയ്യുന്നു. മക്കളെ ഈ പോയിന്റ് എഴുതിയേക്കണേ, മാർക്കറ്റിംഗ് അതിന്റെ ഇടയിൽ ചെറിയൊരു ഹെഡ് കൊടുത്തോ ഫീച്ചേഴ്സ്, എന്നിട്ട് ആദ്യത്തെ പോയിന്റ് വെച്ചോ നീഡ്സ് ആൻഡ് വാണ്ട്സ്. സെക്കൻഡ് എന്താ, ക്രിയേറ്റിംഗ് മാർക്കറ്റ് ഓഫറിംഗ്. എന്താ മാർക്കറ്റ് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ വിച്ച് മീൻസ് എന്താ, കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആണല്ലോ. ഒരു പ്രൊഡക്റ്റോ ആ ഒരു സർവീസോ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, അത് അങ്ങോട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മാർക്കറ്റ് ഓഫറിംഗ് അല്ലെ. മാർക്കറ്റിൽ നമ്മൾ ഓഫർ ചെയ്യുകയാണ്. റെഡി? അപ്പൊ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾ, ക്വാളിറ്റി, പ്രൈസ്, അവൈലബിലിറ്റി എല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു സർവീസിന്റെ ആവാം, ഒരു പ്രൊഡക്റ്റിന്റെ ആവാം. മാർക്കറ്റ് ഓഫറിംഗ്. തേർഡ് പോയിന്റ് കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ വാല്യൂ അല്ലെ. പിന്നെ നമ്മൾ എന്ത് നോക്കണം, കൺസ്യൂമറിന്റെ വാല്യൂ അല്ലെ. കൺസ്യൂമർ ബൈ എ പ്രൊഡക്റ്റ് ഓൺലി ഇഫ് ദ ഫീൽ ഇറ്റ്സ് ഗിവ് മോർ ബെനിഫിറ്റ് അല്ലെ. നമ്മൾ എപ്പോഴും സാധനം വാങ്ങുമ്പോൾ എന്താ, ഏറ്റവും കുറഞ്ഞ പൈസക്ക് നല്ല സാധനം അതല്ലേ. അപ്പൊ നമ്മുടെ വാല്യൂ നോക്കുന്നുണ്ട്. ഓക്കെ, വാല്യൂ നോക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ വാല്യൂ നമ്മൾ നോക്കും. എന്താണ്, എക്സ്ചേഞ്ച് മെക്കാനിസം. ലാസ്റ്റ് ആണ് എന്ത്, ആ ഒരു എക്സ്ചേഞ്ച് മെക്കാനിസത്തിൽ എത്തുക അല്ലെ, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക. മാർക്കറ്റിംഗ് വർക്ക് ത്രൂ എക്സ്ചേഞ്ച് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഗിവ് സംതിങ് ഓഫ് വാല്യൂ, ഗെറ്റ് വാട്ട് ദേ നീഡ് ആൻഡ് വാട്ട് യൂഷ്വലി പ്രൊഡക്റ്റ് ഫോർ മണി അല്ലെ. ഒരു എന്തൊക്കെയാണ് നമ്മൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൈമാറുമ്പോൾ അല്ലെങ്കിൽ സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടുന്നു, പൈസ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 4 ഫീച്ചേഴ്സ് എഴുതി വെച്ചോ. എന്തൊക്കെയാണ്, നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ട്, മാർക്കറ്റ് ഓഫറിംഗ് ഉണ്ട്, കസ്റ്റമർ വാല്യൂ ഉണ്ട്, ദെൻ ലാസ്റ്റ് എന്താ, എക്സ്ചേഞ്ച് മെക്കാനിസം. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ സമയത്ത് ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് മക്കൾ എഴുതണം. ഓക്കെ,
ഓക്കെ യെസ്, അങ്ങനെയെങ്കിൽ അടുത്ത ശ്രദ്ധിച്ചോ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. റെഡി, സിമ്പിൾ. നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പഠിക്കുന്നത് എന്താ, മാനേജ്മെന്റ് എന്താന്നുള്ളതാണ് അല്ലെ. അത് തന്നെയാണ്, അതിന്റെ കൂടെ മാർക്കറ്റിംഗ് കൂടെ ഉൾപ്പെടുന്നു എന്നത് മാത്രമേ ഇവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതുള്ളൂ. അപ്പൊ എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ബൈ അതേഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നും ആ മാനേജ്മെന്റിൽ നിന്നും മാർക്കറ്റ് കൂടെ, അതിന്റെ കൂടെ മാർക്കറ്റ് കൂടെ ഉൾപ്പെടുമ്പോൾ എന്തായിരിക്കും, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യെസ്, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ ഒരു മാനേജ്മെന്റ് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നുണ്ടാവുക, പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട് അല്ലെ. സ്റ്റാഫിംഗ് നമുക്ക് ഇവിടെ എന്തിനു വേണോ, മാർക്കറ്റിംഗ് വേണോ, വേണ്ട അല്ലെ. യെസ്, അപ്പൊ ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, പ്ലാനിംഗ് ഇതൊക്കെ ഉൾപ്പെടുന്നതാണത് യെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മാർക്കറ്റിംഗിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയി മാറുന്നു. ഓക്കെ, ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ മാനേജ്മെന്റ് അറിയുന്ന നിങ്ങൾക്ക്, മാർക്കറ്റിംഗ് അറിയുന്ന നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പഠിക്കണമെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൻ്റെതോ അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള മറ്റേതെങ്കിലും കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ തരുന്ന മറ്റേതെങ്കിലും ഒരു നോട്ടോ യൂസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ കണക്ട് ചെയ്ത് ഉണ്ടാക്കുക. അങ്ങനെയാ ബിസിനസ് സ്റ്റഡീസ് നമ്മൾ കുറേയൊക്കെ പഠിക്കുക. എല്ലാത്തിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ദെൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം ഈ ഒരു ഐറ്റമാണ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഫിലോസഫീസ്. പിടിച്ചോ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഫിലോസഫീസ് പിടിച്ചോ. എത്ര മാർക്കിനാണ് വരുന്നത്? അതല്ലേ സാർ ഫസ്റ്റ് തന്നെ പറഞ്ഞത് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ഓക്കെ, അപ്പൊ എന്താണ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, എന്താണ് ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് ആർ ബേസിക്കലി ഡിഫറെന്റ് വേ ബിസിനസ് തിങ്ക് അബൌട്ട് ദ അപ്രോച്ച് സെല്ലിംഗ് ദെയർ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ആണല്ലോ, ഒരു ബിസിനസിന്റെ പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യാൻ വേണ്ടി അവര് ചിന്തിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവര് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് അവർ ഡീൽ ചെയ്യുന്ന ആ ഒരു അപ്രോച്ച്. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പൊ ഈ 5 കാര്യങ്ങളിലൂടെയാണ്, ഈ 5 കാര്യങ്ങളെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റോ സർവീസോ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അല്ലെ. നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് പ്രൊഡക്ഷൻ, പിന്നെ ഒന്ന് പ്രൊഡക്റ്റ് അല്ലെ, പിന്നെ സെയിൽസ്, പിന്നെ അതിന്റെ മാർക്കറ്റിംഗ്, പിന്നെ എന്താ സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ് അല്ലെ. സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പബ്ലിക് അല്ലെ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ 5 കാര്യങ്ങളിലൂടെയാണ്. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് എന്തെന്ന് നമ്മുടെ മാർക്കറ്റ് മാനേജ്മെന്റ് ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പല കേസുകളും നമ്മൾ എന്താ തിങ്ക് ചെയ്യുന്നു അല്ലെ, ഇവരൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി. റെഡി, യെസ്. അപ്പൊ നോക്കിയോ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഒന്നാമത്തെ അല്ലെ. അപ്പൊ പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടി വരിക, പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ എടുക്കുന്ന അപ്രോച്ച് എന്താണ് അല്ലെ, എന്തൊക്കെയാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മതി. പ്രൊഡക്ഷന്റെ കേസ് എന്തൊക്കെയായിരിക്കും, ഹൈ പ്രൊഡക്ഷൻ എഫിഷ്യൻസി, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, വൈഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അതിന്റെ അസംഷൻ കസ്റ്റമേഴ്സ് വാണ്ട് അഫോർഡബിൾ ആൻഡ് ഈസിലി അവൈലബിൾ ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ ഈ കാര്യങ്ങളല്ലേ നമ്മൾ എന്താ പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ സെറ്റ് ആക്കി വെക്കേണ്ടത്. ഓർത്തുള്ള പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. റെഡി, അങ്ങനെയെങ്കിൽ സെക്കൻഡ് എന്താ, പ്രൊഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ പ്രൊഡക്റ്റിന്റെ കേസിൽ എങ്ങനെയായിരിക്കും, സിമ്പിൾ ഫോക്കസ് ചെയ്യുന്നതാ ഈ പോയിന്റ് എടുത്തോ, ക്വാളിറ്റി, അതിന്റെ പെർഫോമൻസ് അല്ലെ, അതിന്റെ ഇന്നോവേഷൻ അല്ലെ. പ്രൊഡക്റ്റിന്റെ കേസിൽ ആ പ്രൊഡക്റ്റ് എന്താ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് ആയിരിക്കണം അല്ലെ, അതിന്റെ പെർഫോമൻസ് അല്ലെ എന്താ ഒരു കൺസ്യൂമർ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ അതാ ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെ പുതിയ സെറ്റപ്പിൽ ഇറക്കണം. അപ്പൊ എന്താ, കസ്റ്റമർ പ്രിഫർ പ്രൊഡക്റ്റ് വിത്ത് ബെറ്റർ ഫീച്ചർ ആൻഡ് ക്വാളിറ്റി അല്ലെ, നല്ല ബെറ്റർ ഫീച്ചറുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുള്ളൂ, ഒരു കൺസ്യൂമർ എടുക്കുള്ളൂ. ആ ഒരു കാര്യമാണ് ഇതാ പ്രൊഡക്റ്റിന്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്താക്കാൻ, പ്രൊഡക്റ്റ് സെറ്റ് ആക്കാൻ. റെഡി, അങ്ങനെ സെല്ലിംഗ് കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. സെയിൽസിന്റെ കേസിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം, പുഷിംഗ് ദ പ്രൊഡക്റ്റ് ത്രൂ അഡ്വൈസിംഗ്, സെയിൽസ് ടെക്നിക് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെ. സെയിൽസിന്റെ കേസിൽ ഇത് മാത്രം നോക്കുക, മാക്സിമം എന്താ പുഷ് ചെയ്യുക, സെയിൽസ് മാക്സിമം കൂട്ടാൻ. ഓക്കെ, അതെങ്ങനെയൊക്കെ വേണോ, അതിന്റെ ഒരുപാട് സെയിൽസ് ടെക്നിക്സ് ഉണ്ടാവും അല്ലെ, പേഴ്സണൽ സെല്ലിങ്ങിന്റെ അത് നടത്തുക അല്ലെ, എല്ലാ വഴികളും നമ്മൾ നോക്കേണ്ടതുണ്ട്. റെഡി അല്ലേ? യെസ്, മാക്സിമം എന്താ, കസ്റ്റമർ വിൽ നോട്ട് ബൈ ഇനഫ് ഓഫ് കമ്പനീസ് പ്രൊഡക്റ്റ് അൺലെസ് ദ കമ്പനി
ആക്റ്റീവ്ലി പെർസ്വേഡ്സ് ഓർ സെൽ ദം. അല്ലെ, നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അത് സെയിൽസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻസ് ഒന്നും നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് വാങ്ങൂല. അല്ലെ, അവർ എടുത്ത് എത്തണം, അവരെ പുഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ. അപ്പൊ സെല്ലിങ്ങിൽ അതാണ് നമ്മുടെ അപ്രോച്ച്. ഓക്കെ അല്ലേ? ദെൻ അടുത്തെന്താ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ്. അല്ലെ, മാർക്കറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അപ്രോച്ച് വേണ്ടി വരിക? ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. റെഡി? അപ്പൊ അവിടെ നമ്മൾ എന്ത് മാത്രം ഫോക്കസ് ചെയ്യേണ്ടത്? യെസ്, ഓരോ വ്യക്തികളുടെയും ഓരോ ആളുകളുടെയും നീഡ്സ് ആൻഡ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, എന്നാൽ മാത്രമേ എന്തുള്ളൂ അവർ വാങ്ങുകയുള്ളൂ, വീണ്ടും വാങ്ങുകയുള്ളൂ, പുതിയ 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 കസ്റ്റമർ നമ്മളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അല്ലെ, സോ ദ കീ അച്ചീവ്മെന്റ് of organization goal is to know the target market and deliver what customer truly want. അല്ലെ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് അവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൽ മാർക്കറ്റിംഗിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ദെൻ ലാസ്റ്റ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അല്ലെ, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്താണ്? ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്, കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് ദ സൊസൈറ്റീസ് ഇൻട്രസ്റ്റ്. ഈ 3 കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത്? യെസ്, നമ്മുടെ സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫുൾ എന്താ സൊസൈറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെ, പക്ഷെ അവിടെ നമ്മൾ എന്തും നോക്കണം? യെസ്, നമ്മുടെ കസ്റ്റമർ നീഡ്സ് നോക്കുക, അതിന്റെ കൂടെ തന്നെ കമ്പനിയുടെ ആവശ്യം. അല്ലെ, കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സൊസൈറ്റിയും കൂടെ ഉൾപ്പെടുന്നതായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കണം എന്ത്? യെസ്, നമ്മുടെ സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ 5 ഫിലോസഫികൾ അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. 5 ഫിലോസഫീസ് അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഇത് എഴുതി വെക്കുന്നുണ്ടോ? പോയിന്റ് എഴുതി വെക്കുന്നുണ്ടോ? ഐ മീൻ ഈ പോയിന്റ് ഒന്നും എഴുതി വെക്കണം എന്നില്ല. ജസ്റ്റ് ഈ പോയിന്റ് അല്ല ഇത്, ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നും എഴുതി വെക്കണം എന്നില്ല. ഈ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചോളാം. ഓക്കെ, മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗിന്റെ ഫീച്ചർ എന്താണ്, അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾ എഴുതേണ്ട ഹെഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. അതിന്റെ തൊട്ടടിയിൽ എഴുതുക മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ്. 5 ഫിലോസഫീസ്. ഓക്കെ, ഈ 5 ഫിലോസഫീസ് പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എഴുതി വെച്ചോളുക. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ഏതാണ്? മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു 10-12ഓളം ഫംഗ്ഷൻസ് ഉണ്ട്. വളരെ എളുപ്പമാണ്. യെസ്, അങ്ങോട്ട് ഓർത്ത് വെച്ചോളാം. ഓക്കെ, യെസ്, ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ നോക്കി നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ. യെസ്, എന്തൊക്കെയാണ് ഓരോന്നും നമുക്ക് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് ചോദിച്ചിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ഗാദറിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ ആണ്. യെസ്, അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, മീനിങ് സെപ്പറേറ്റ് നമ്മൾ പറയണോ? നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യുകയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും വേണ്ടേ? യെസ്, ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആളുകൾ, അല്ലെ ആർക്കൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടത്, എത്ര ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൈമിലാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ ആദ്യം ചെയ്യാന്നുള്ളതാണ്. റെഡി? മാർക്കറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. സെക്കൻഡ് എന്താ? മാർക്കറ്റിംഗ് പ്ലാനിങ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, പ്ലാൻ ചെയ്യുന്നു. അല്ലെ, മാർക്കറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന മാർക്കറ്റ് പ്ലാൻ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. അല്ലെ, പ്ലാനിങ് ഹെൽപ്പ് ഡിസൈഡിങ് ഹൗ ടു റീച്ച് ടാർഗറ്റഡ് ഇൻക്രീസ് ദ സെയിൽ. അല്ലെ, പ്ലാനിങ് എല്ലാ കാര്യത്തിനും പ്ലാനിങ് വേണം എന്ന് നമ്മൾ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്ലാനിങ്ങിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല, നമ്മൾ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ് എന്താ? പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. അല്ലെ, അങ്ങനെ പ്ലാനുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താക്കുന്നു? യെസ്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വേണ്ട രീതിയിൽ എന്താ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താക്കുന്നു? അത് സെറ്റ് ചെയ്ത് വെക്കുന്നു. അല്ലെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. ഓക്കെ, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് സ്റ്റാൻഡേർഡ്, അതിന് നമ്മൾ എന്താ മിനിമം കീപ്പ് ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന്റെ പ്രൊഡക്ഷന്റെ കേസിലായാലും അല്ലെ അതിന്റെ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ. എന്നിട്ടോ അത് നമ്മൾ എന്താ ഗ്രേഡിംഗ് ചെയ്യുന്നു. അല്ലെ, ഗ്രേഡിംഗ് ചെയ്യാൻ മീൻസ് എന്താണ്? ഇപ്പോൾ പ്രൈസിന്റെ ബേസിൽ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ക്വാണ്ടിറ്റിന്റെ ബേസിൽ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സൈസിന്റെ ബേസിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഗ്രേഡ് ചെയ്യുന്നു. സെപ്പറേറ്റ് ആക്കി വെക്കുന്നു മാർക്കറ്റിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സാർ, അക്കൗണ്ടൻസി ലൈവ് എപ്പോൾ ഉണ്ടെന്ന് അറിയോ? അക്കൗണ്ടൻസി ലൈവ് നമുക്ക് മറ്റന്നാളുണ്ട്. നാളെയല്ല, മറ്റന്നാൾ ശനിയാഴ്ച അക്കൗണ്ടൻസിയുടെ ഫുൾ ചാപ്റ്റർ ലൈവ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് പഠിച്ചോളാം.
പാക്കേജിങ് ആൻഡ് ലേബലിംഗ് അറിയാലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്നു, അത് ലേബലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മാനുഫാക്ചർ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമ്മൾ എന്താക്കണം, ലേബലിംഗ് നമ്മൾ എന്താ അതിൽ ചെയ്തിരിക്കണം. ഓക്കെ, അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ബ്രാൻഡിങ്. ഓക്കെ, ബ്രാൻഡിങ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും അല്ലെ. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, ബ്രാൻഡിങ് ഈസ് ഡിസൈഡ് വെദർ ടു സെൽ എ പ്രൊഡക്റ്റ് അണ്ടർ എ ജനറിക് നെയിം അല്ലെ. ഒരു ജനറിക് നെയിമിൽ നമ്മൾ എന്താക്കുന്നില്ല, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല, പകരം അല്ലെ എന്താ ഒരു ബ്രാൻഡ് നെയിം നമ്മൾ എന്താക്കുന്നു, സെറ്റ് ചെയ്യുന്നു. എന്തിനാ, നമ്മുടെ കോമ്പറ്റീറ്റീവ്സിൽ നിന്നും അല്ലെ എല്ലാ കാര്യത്തിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റിനെ വ്യത്യസ്തമായി നിർത്താൻ എന്താണ് വ്യത്യസ്തമാക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അത് പെട്ടെന്ന് എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സിനായാലും ആർക്കായാലും അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, റെഡി. അപ്പോൾ ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തെന്താ, കസ്റ്റമർ സപ്പോർട്ട് സർവീസ്. അങ്ങനെ ബ്രാൻഡിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ആഫ്റ്റർ സെയിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ ബിഫോർ സെയിൽസ് ആണെങ്കിലും ഒക്കെ അല്ലെ. എന്താണ് ചില പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ നമുക്ക് എന്താ ചില കമ്പനികളിലേക്ക് വിളിക്കാം അല്ലെ. എന്നിട്ട് കൃത്യമായിട്ട് എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അതൊക്കെ എന്താണ് കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ആണ് അല്ലെ. അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ ഫങ്ഷൻസ്. ഓക്കെ, എട്ട് എന്താ, പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ദെൻ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എത്രയാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു കോസ്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ഉണ്ടായി എന്നൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്താ ഒമ്പതാമത്തത് പ്രൊമോഷൻ അല്ലെ. നമ്മൾ വേണ്ട രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, സെയിൽസിന് വേണ്ടി മാർക്കറ്റിൽ എത്താൻ നല്ല രീതിയിൽ നമുക്ക് പ്രൊമോഷൻ ആവശ്യമുണ്ട്. പ്രൊമോഷൻ ഇൻവോൾവ് ഇൻഫോമിംഗ് ആൻഡ് പെർsuading customers to buy a product. കീ മെത്തേഡ് ഇൻക്ലൂഡ് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ് അല്ലെ, പബ്ലിസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അങ്ങനെ പ്രൊമോഷൻ നടത്തുന്നു. പ്രൊമോഷൻ നടത്തി എന്താ നമ്മൾ അതിന്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ എന്ത് ചെയ്യുന്നു, നമ്മൾ വേണ്ടെടുത്തത് എത്തിച്ചു കൊടുക്കുന്നു, ഡെലിവറിയും കാര്യങ്ങളും. ഓക്കെ, ട്രാൻസ്പോർട്ടിങ് ആയാലും വെയർ ഹൗസിംഗ് ആയാലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ അടുത്തതാ അതിൽ ഉൾപ്പെടുന്ന ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ദെൻ വെയർ ഹൗസിംഗ് ഉണ്ട് അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണം. വേണ്ട സമയത്ത് നമുക്ക് എന്താ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പറഞ്ഞു അല്ലെ എന്താ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഒരു കൺസ്യൂമറുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റീസിനെ നമുക്ക് എന്താ മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ആ മാർക്കറ്റിംഗിൽ എന്തെല്ലാം ഉണ്ടാവുന്നു അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ആ ഫങ്ഷൻസ്, അതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 12 കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്ന പോയിന്റുകളേ ഉള്ളൂ, മറക്കാൻ പാടില്ല, ഓർത്ത് വെച്ചൂടാ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെറ്റ്, റെഡി. അപ്പോ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് വരെയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ട്. ഓക്കെ, ആദ്യത്തെ പാർട്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ചാപ്റ്ററിന്റെ ഈ ഒരൊറ്റ കാര്യം. ഇനി ഇതേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ. മാർക്കറ്റിംഗ് മിക്സ്, ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിച്ചു പോകാൻ പോകുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് മിക്സ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, മിക്സ് കൺസിസ്റ്റ് ഓഫ് വാരിയസ് എലമെന്റ് അല്ലെ. വേരിയസ് എലമെന്റ് ആണ് വിച്ച് ഹാവ് ബ്രോഡ്ലി ബീൻ ക്ലാസിഫൈഡ് ഇൻ 4 കാറ്റഗറി അല്ലെ. 4 Pകൾ ആണ്. ഏതൊക്കെയാണ് ആ 4 P? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ദെൻ ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഇനി ഈ ചാപ്റ്റർ പോകുന്നത്. അപ്പൊ ഇത് ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. ഓക്കെ, ഓരോന്നിനെ കുറിച്ച് ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് തന്നെ തുടങ്ങാം. അറിയാലോ, പ്രൊഡക്റ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് ബെനിഫിറ്റ് ദാറ്റ് സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ് നീഡ്സ്. കസ്റ്റമേഴ്സ് ബൈ ഇറ്റ് ഫോർ വാട്ട് ഇറ്റ് ഡസ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഗിവൺ അല്ലെ. എന്താണ് ഒരു കൺസ്യൂമർ വാങ്ങുന്ന അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ആ ഒരു കാര്യമാണ്. പറയൂ അനിത സജി, അങ്ങനെയല്ലേ പേര്? ഓക്കെ, എന്താണ് പറയൂ മോൾസ്, പറയൂ എന്താണ്? ഓക്കെ, അതെ, PPP 4 Pകൾ. ഓക്കെ, റെഡി. അപ്പൊ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിന്റെ കേസിൽ എന്താണ് പ്രൊഡക്റ്റ് എന്നൊക്കെ നിങ്ങൾ എഴുതൂലേ? പ്രൊഡക്റ്റിൽ ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പ്രൊഡക്റ്റിനെ നമുക്ക് എന്താ മെയിൻ 2 ആയിട്ട് തരംതിരിക്കാം, കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്നും. ഓക്കെ, പ്രൊഡക്റ്റ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ചോളെ. അപ്പോൾ കൺസ്യൂമർ പ്രൊഡക്റ്റിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? കൺസ്യൂമർ പ്രൊഡക്റ്റ്. എന്താണ് കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രൊഡക്റ്റ് ബോട്ട് ബൈ ഫൈനൽ കൺസ്യൂമർ ഫോർ പേഴ്സണൽ യൂസ് ആർ കോൾഡ് കൺസ്യൂമർ പ്രൊഡക്റ്റ് അല്ലെ. ഒരു ഫൈനൽ കൺസ്യൂമർ വാങ്ങുന്ന ഉപയോഗിക്കാൻ അല്ലെ, അയാൾക്ക് അയാൾ എന്തിനാ കൺസ്യൂം ചെയ്യുന്നത്? അത് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെ. അങ്ങനെ അയാൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ നമ്മൾ എന്ത് പറയുക? കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുക അല്ലെ. സോപ്പ്, ചീപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ, ടൂത്ത് പേസ്റ്റ് ഒക്കെ എന്തിന് എക്സാമ്പിൾ പറയാം നമുക്ക്?
കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിട്ട് പറയാം അല്ലെ. ഈ കൺസ്യൂമർ പ്രൊഡക്റ്റിനെ നമുക്ക് വീണ്ടും 3 ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെ? കൺവീനിയൻസ്, ഷോപ്പിംഗ് ആൻഡ് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്നിങ്ങനെ 3 ഓക്കെ. കൺവീനിയൻസ് കൺവീനിയൻസ് പ്രൊഡക്റ്റ് എന്താ? കൺവീനിയൻസ് അപ്പൊ എന്താണല്ലോ കൺവീനിയന്റ് അല്ലേ? പ്രൊഡക്റ്റ് ദാറ്റ് ആർ ബോട്ട് ഫ്രീക്വന്റ്ലി, ക്വിക്ലി ആൻഡ് വിത്ത് ലിറ്റിൽ എഫേർട്ട് ആർ കോൾഡ് കൺവീനിയൻസ്. അല്ലെ, നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ലിറ്റിൽ എഫേർട്ടിൽ അല്ലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകളാണ് അല്ലെ. നമ്മുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ലെ. ന്യൂസ് പേപ്പേഴ്സ് ആയാലും സോപ്പ് ആയാലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, സ്റ്റേഷനറീസ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ പറയാം അല്ലെ. കൺവീനിയന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഷോപ്പിംഗ് എന്തായിരിക്കും? ഷോപ്പിംഗ് എന്തായിരിക്കും? അത് നമ്മൾ പ്രത്യേകം ടൈമും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് അല്ലെ. എന്താണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നോക്കി, ക്വാളിറ്റി നോക്കി, ബ്രാൻഡ് നോക്കി ഒക്കെ നമ്മൾ എന്നാ ടൈം എടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഇത് ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. നമ്മൾ ഡ്രസ്സും ഷൂവും അങ്ങനെയൊക്കെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ 3ാമത്തെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ആണ്. എന്താ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ്? അത് നമ്മൾ പ്രത്യേകം ടൈമുകളും അല്ലെങ്കിൽ കൂടുതൽ പൈസയൊക്കെ ചെലവഴിച്ചുകൊണ്ട് അല്ലെ നമ്മളെ ലോയൽറ്റി അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മളെ ചില ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, അങ്ങനെ നമ്മൾ എന്താ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഇത്. യെസ്, സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പഴയ ആന്റിക്സ് കാര്യങ്ങൾ, ആർട്ട് വർക്കുകൾ അല്ലെ, ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? യെസ്, നമ്മുടെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് 3 ഓർത്തിച്ചുള്ള പ്രൊഡക്റ്റിനെ ആദ്യത്തെ കൺസ്യൂമർ എന്താണ് പ്രൊഡക്റ്റ് എന്ന് ഡിവൈഡ് ചെയ്യുക. കൺസ്യൂമർ പ്രൊഡക്റ്റ് തന്നെ കൺവീനിയൻസ്, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി, എന്താ ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ 2ാമത്തെ മെയിൻ കാറ്റഗറി പ്രൊഡക്റ്റിന്റെ യെസ് വെയിറ്റ് യെസ് അവിടെ തന്നെ നമുക്ക് പ്രൊഡക്റ്റിനെ ഡ്യൂറബിലിറ്റിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഡ്യൂറബിലിറ്റിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയായിട്ട്? ഡ്യൂറബിലിറ്റിന്റെ ബേസിൽ ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ ആൻഡ് സർവീസ് എന്നിങ്ങനെ 3 തിരിക്കാം. അതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താ നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് ദാറ്റ് ആർ യൂസ്ഡ് അപ്പ് ക്വിക്ലി ഇൻ 1 or few യൂസസ് ആണ് അല്ലെ. നമ്മളെന്താ പെട്ടെന്നൊക്കെ യൂസ് ചെയ്ത് കഴിയുന്ന അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ടൈം ഒന്നും നമുക്ക് എന്താണ് ഐ കാൺ ഡു സ്റ്റഡി മടുക്കുന്നു, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ അല്ലെ. പഠിക്കാൻ നമ്മൾ അത്രത്തോളം ഇൻട്രസ്റ്റിൽ നമ്മൾ സിനിമ കാണുന്ന പോലെയും ഫുഡ് കഴിക്കുന്ന പോലെയും കളിക്കാൻ പോകുന്നത് പോലെയും ഫോണിൽ കളിക്കുന്ന പോലെയും ഇൻട്രസ്റ്റിലൊന്നും പഠിക്കാതിരിക്കുന്ന ആളുകൾ ആരുമില്ല. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു മടുപ്പിനെയും അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത ആളുകൾക്ക് മാത്രമേ നല്ല മാർക്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ പഠിച്ച കുട്ടികളെ നല്ല മാർക്കിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ആ മടുപ്പിനെ നിങ്ങൾ എപ്പം ഓവർകം ചെയ്യുന്നു അവിടെ നിങ്ങൾ ജയിച്ചു, അവിടെ നിങ്ങൾ പഠിച്ചു, അവിടെ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെഡി അല്ലേ? യെസ്. അപ്പൊ മക്കളെ നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് അല്ലെ. അത് എന്താണ് കൂടുതൽ എന്താണ് കുറെ കാലത്തേക്കൊന്നും വേണ്ടിയല്ല, നമ്മൾ പെട്ടെന്നുള്ള ക്വിക്ക് യൂസിനൊക്കെ വേണ്ടി നമ്മൾ വാങ്ങുന്ന ഐറ്റംസ് ആണ്. റെഡി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ യെസ് നമ്മൾ ഒരുപാട് കാലമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈപ്പ് എന്താണ് ഗുഡ്സുകളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. റെഡി, യെസ്. അങ്ങനെയെങ്കിൽ മെയിൻ ആയിട്ടുള്ള നമ്മളെ യെസ് സെക്കൻഡ് കാറ്റഗറി ഏതാണ്? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഇൻഡസ്ട്രിയൽ, നേരത്തെ കൺസ്യൂമർ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ കൺസ്യൂം ചെയ്യാൻ അല്ലെ, ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുകയാണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെ. പ്രൊഡക്റ്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് ഓഫ് എ ബിസിനസ് പർപ്പസ് അല്ലെ. ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് അല്ലെ. അപ്പോൾ റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ എന്താ മെഷീൻസ് ആവാം, അതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് യെസ് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം. മെറ്റീരിയൽ ആൻഡ് പാർട്സ്, ക്യാപിറ്റൽ ഐറ്റംസ് ആൻഡ് സപ്ലൈ ആൻഡ് ബിസിനസ് സർവീസ്. 3 റെഡി. അപ്പൊ അതിനുണ്ടല്ലോ മെറ്റീരിയൽ ആൻഡ് പാർട്സ് അറിയാലോ. എന്താ? ദീസ് ഗുഡ്സ് ആർ യൂസ്ഡ് കംപ്ലീറ്റ്ലി ഇൻ മേക്കിംഗ് അതർ പ്രൊഡക്റ്റ് അല്ലെ. മറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് മെറ്റീരിയൽസ് ഓർ പാർട്സ് അല്ലെങ്കിൽ എന്താ കോമ്പോണൻസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. മെറ്റീരിയൽ ആൻഡ് പാർട്സ് ആണ്. ഓക്കെ, റെഡി. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ട്. എന്താ ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ദീസ് ഗുഡ്സ് ആർ യൂസ്ഡ് ടു മേക്ക് അതർ പ്രൊഡക്റ്റ് അല്ലെ. മറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുന്ന സമയത്ത് മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്. എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ നമ്മൾ എന്താ എന്തെങ്കിലുമൊക്കെ മെഷീൻസ് വാങ്ങുന്നു അല്ലെ. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആ ക്യാപിറ്റൽ ഐറ്റംസിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് എന്താ? സപ്ലൈ ആൻഡ് ബിസിനസ് സർവീസുകളാണ് അല്ലെ. നമ്മളെന്താ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. റിപ്പയറിംഗ് വർക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ ഒക്കെ വേണ്ടി വരുന്ന ഈ പെയിന്റ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഇല്ലേ. യെസ്, അതൊക്കെയാണ് സർവീസ് ആയിട്ട് വരിക, അല്ലെങ്കിൽ സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസിൽ ഉൾപ്പെടുക. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. കൺസ്യൂമർ പ്രൊഡക്റ്റിനെ 3 ഡിവൈഡ് ചെയ്യാം. പഠിച്ചു വെച്ചുകൂടാ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റിനെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ കാര്യമാണ്.
റെഡി ആദ്യം തന്നെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രൊഡക്റ്റിന്റെ രണ്ട് കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഇനി ആ പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചുള്ള ബ്രാൻഡിങ് സാറേ TSPY പഠിച്ചാൽ 65 അബോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? പറ്റും, ഷുവറായിട്ട് പറ്റും. 80% അബോ പഠിച്ചാൽ മതി. ഓക്കെ, അത് പഠിച്ചാൽ മതി. അതിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് പഠിച്ചുകൂടാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്ത് പഠിച്ചുകൂടാം. ഓക്കെ, അതൊക്കെ ഏതെല്ലാം പാർട്ടിൽ വരുന്നു, ഏതെല്ലാം ചാപ്റ്ററുകളിൽ നിന്ന് വരുന്നു എന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. റെഡി? യെസ്. അപ്പൊ അടുത്തത് ബ്രാൻഡിങ് ആണ്. പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇത് ബ്രാൻഡിങ്. അല്ലെ, എന്താ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ? ബ്രാൻഡിങ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഫോർ എവരി മാർക്കറ്റ്. ഇറ്റ് മീൻസ് ചൂസിങ് വെദർ ടു സെൽ എ പ്രൊഡക്റ്റ് വിത്ത് എ ബ്രാൻഡ് നെയിം. അല്ലെ, എന്താണ് ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് സെല്ല് ചെയ്യാം എന്നതാണ് ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, എല്ലാ പ്രൊഡക്റ്റിനും എന്താ ഒരു ജനറൽ നെയിം ഉണ്ട്. റെഡി? ഒരു പെന്ന്, അല്ലെങ്കിൽ എന്താ ഒരു ക്യാമറ, ഒരു സോപ്പ്, ഒരു വാച്ച് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് വാച്ച് വിൽപ്പനയ്ക്ക് ഉണ്ട്, അങ്ങനെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലെ, നമുക്ക് എന്ത് പറയാം? ഇപ്പം റോൾസ് റോയ്സ് വാച്ച്, അതെ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ എന്താ ഒരു ബ്രാൻഡിന്റെ പേര് വെച്ച് പറയുമ്പോഴാണ് എന്തെന്ന് യെസ് ആ ഒരു വാച്ചിന് ഒരു എന്താ പറയാ മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നൊക്കെ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. സോ ആ ഒരു ബ്രാൻഡ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇഫ് ഓൾ പ്രൊഡക്റ്റ് വേർ സോൾഡ് അണ്ടർ ജനറിക് നെയിം കസ്റ്റമർ കുഡിന്റ് ടെൽ വൺ കമ്പനീസ് പ്രൊഡക്റ്റ്. അല്ലെ, അത് ഇന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്, അല്ലെ അത് ഇന്ന സാധനമാണ്, അങ്ങനെ ഒരു ഡിമാൻഡോ കാര്യങ്ങളോ ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, സോ കമ്പനീസ് ഗിവ് ദയർ പ്രൊഡക്റ്റ് ആസ് എ സ്പെഷ്യൽ നെയിം, സൈൻ ഓർ സിംബൽ. അല്ലെ, ആ പ്രൊഡക്റ്റിന് ഒരു സ്പെഷ്യൽ നെയിമോ സൈനോ സിംബലോ നമ്മൾ കൊടുക്കുന്നു. അതാണ് എന്തെന്ന് യെസ് നമ്മുടെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതെ, റോളക്സ് വാച്ച്, റോളക്സ് ഉണ്ട്. നമ്മൾ അഡിഡാസിന്റെ ഒക്കെ അല്ലേ സാറെ കയ്യിലുണ്ടായിരുന്നു 700 രൂപേന്റെ അഡിഡാസ് പണ്ടത്തെ. ഓക്കെ റോളക്സ് റോൾസ് റോയ്സ് കാർ കമ്പനി അല്ലേ? അതെ, റോൾസ് റോയ്സ് കാർ കമ്പനിയാണ്. എന്തായിരുന്നു? യെസ്. ഓക്കെ യെസ്. അപ്പൊ സാർ റോൾസ് റോയ്സ് എന്താ പറഞ്ഞേ? ആടാ, ഓക്കെ സോറി കേട്ടോ, അത് പറഞ്ഞ മാറി റോളക്സ്. ഓക്കെ, റോളക്സ് പറഞ്ഞ റോൾസ് റോയ്സ് ആയിപ്പോയത്. ഓക്കെ ശരി മാറിപ്പോയി. ഓക്കെ, താങ്ക് യു പറഞ്ഞ നന്നായി. അയ്യേ നടക്കണല്ലേ. ശരി ഓക്കെ യെസ്. റെഡി? അപ്പൊ അതെ, സാറ് റിച്ചടാ, എന്ത് ചെയ്യാനാ, നമ്മൾ 700 രൂപേന്റെ അഡ്ഡാസിന്റെ സാധനമൊക്കെ ഉണ്ടായിരുന്നു കയ്യിലെ. അതൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പൊ സാധനം ഫ്രാങ്ക് ടൈം ഇത് നടക്കൂല. പക്ഷെ പട്ടൊക്കെ സാറിയടുത്ത് മാറ്റി, അത് കെട്ടിയില്ലേ ശരിയാവില്ല. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ബ്രാൻഡിങ് അല്ലെ, അപ്പൊ അതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ബ്രാൻഡിങ്ങിന്റെ നോക്കിക്കോ. യെസ്, ബ്രാൻഡിങ്ങിന്റെ നമ്മൾ കൂടെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഈ ഐറ്റംസ്. അല്ലെ, എന്താണ് ബ്രാൻഡ്, യെസ് എന്താണ് ബ്രാൻഡ് നെയിം, എന്താണ് ബ്രാൻഡ് മാർക്ക്, എന്താണ് ട്രേഡ് മാർക്ക്, ഈ 4 ടേമുകളെ കുറിച്ചും കൃത്യമായി അറിയണം. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഈ ഒരു നെയിമും സൈനും സിംബലും ഡിസൈനും എല്ലാം ഇതിന്റെ ഒക്കെ ഒരു മിക്സ് ആണ് എന്തെന്ന് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, യെസ്, ആ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പേരാവാം, ഒരു സൈൻ ആവാം, ഒരു സിംബൽ ആവാം, ഒരു ഡിസൈൻ ആവാം. അല്ലെ, അതൊക്കെ അതിന്റെ ഒക്കെ എന്താണ്? എന്നാൽ ഒരു 700 GP കേൾക്കുന്നില്ല, കാണുന്നില്ല, സാറൊന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. ഓക്കെ, അപ്പൊ അതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. റെഡി? അപ്പൊ ഈ ബ്രാൻഡിന്റെ നെയിം മാർക്ക് എന്നൊക്കെ പറയുന്നത് എന്താ? അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. മാർക്ക് എന്ന് പറയുന്നത് ഒരു സിംബൽ ആണ്. അല്ലെ, നമ്മൾ തിരിച്ചറിയുന്ന സിംബൽ ആണ്. ഓക്കെ, യെസ്. ദെൻ അടുത്തെന്താ? ട്രേഡ് മാർക്കും ഉണ്ട്. അല്ലെ, ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കോ, ബ്രാൻഡ് ഓർ പാർട്ട് ഓഫ് എ ബ്രാൻഡ് ദാറ്റ് ഗെറ്റ് എ ലീഗൽ പ്രൊട്ടക്ഷൻ. അല്ലെ, ഒരു ബ്രാൻഡിനോ അതിന്റെ പാർട്ടിനോ നമുക്ക് എടുക്കാവുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് മാർക്ക്. മാർക്ക് എന്ന് പറയുന്ന ആവാത്ത രാജ്യമാണ് ട്രേഡ് മാർക്ക് വർക്ക് ആവാത്ത രാജ്യമാണ് യെസ് ചൈന. ആണോടാ? പേരുണ്ടോ? ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ എന്താണ് ആ ഒരു ട്രേഡ് മാർക്ക്? സോ നോ അതർ കമ്പനി ക്യാൻ യൂസ് ഇറ്റ് വൺസ് എ ബ്രാൻഡ് ഈസ് രജിസ്റ്റേർഡ്. ദ കമ്പനി ഹാസ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ്. അല്ലെ, അങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. സോ ആ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദൈവം പിന്നെയും വന്നല്ലോ, മിസ്സിനെ വിളിക്കും. മിസ് പോയെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടടാ, ഈ 4 ചാപ്റ്റർ സാർ എടുത്ത് തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണാക്കിങ്ങ. ഓക്കെ, യെസ്. അപ്പൊ ട്രേഡ് മാർക്ക്. അല്ലെ, അപ്പൊ യെസ്, ഇവൻ അതിൻ്റെ ഇടയിൽ കയറി വന്നൊരു ഫ്ലോ കളയുന്നു. ഇത് അങ്ങ് മിസ്സാവും നോക്കി. ഓക്കെ, വിളിക്കാം. റെഡി? അപ്പൊ എന്താണ്? യെസ്, നമ്മൾ അങ്ങനെ എടുക്കുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ആ ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നെയിമോ ആ ഒരു സിംബലോ ഒക്കെ എന്താണ് മറ്റാർക്കും യൂസ് ചെയ്യാനുള്ള അവകാശമില്ല. അല്ലെ, ആ ട്രേഡ് മാർക്ക് എടുത്ത കമ്പനി ആരാണോ അവർക്കേ ഉള്ളൂ. അതേടാ, അഭിഭാസ് ഒന്നും അല്ലായിരുന്നു.
താൻ്റെ അടുത്ത് അഡിഡാസ് തന്നെയായിരുന്നു. ഓക്കെ, സെറ്റ്. അപ്പോൾ ആ 4 കാര്യങ്ങൾ മക്കൾ ഓർത്ത് വെക്കുക. ദെൻ അടുത്ത പ്രൊഡക്റ്റിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ കാര്യമാണ്, പാക്കേജിനെ കുറിച്ചാണ്. പാക്കേജിങ്. ഓക്കെ, പാക്കേജിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, മീൻസ് ഡിസൈനിങ് ആൻഡ് മേക്കിംഗ് എ കണ്ടെയ്നർ റാപ്പർ ഫോർ എ പ്രൊഡക്റ്റ് അല്ലെ, ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ റാപ്പർ ആണ്. അപ്പം ഇതിന് പാക്കിങ്ങിൽ നമുക്ക് ഓർത്ത് വെക്കണം, 3 ടൈപ്പ് പാക്കേജിങ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാ? ഒന്ന് പ്രൈമറി പാക്കേജ് ഉണ്ട് അല്ലെ, നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അല്ലെ, ടു റെഫർ ടു പ്രൊഡക്റ്റ് ഇമ്മീഡിയറ്റ് കണ്ടെയ്നർ. ഇറ്റ് സം കേസസ് ദ പ്രൈമറി പാക്കേജ് is kept till the consumer is ready to use അല്ലെ. അത് ആരായിരിക്കും എടുക്കുക? യെസ്, കൺസ്യൂമർ ആണ്. കൺസ്യൂമർ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കുന്ന, പൊളിച്ചു മാറ്റുന്ന ആളാണ് ഇത് നമ്മുടെ പ്രൈമറി പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും അല്ലെ ഇമ്മീഡിയറ്റ് ആയി നമ്മൾ ചെയ്യുന്ന പാക്കേജ് ആണ്. റെഡി? ദെൻ അതിന്റെ തൊട്ട് മേലെ വരുന്നുണ്ട്, അതാണ് ഇത് സെക്കൻഡറി പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഇപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അതിപ്പോ വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്നത് നമ്മുടെ എന്താണ്, ഡയറി മിൽക്ക് അല്ലെ. ഡയറി മിൽക്കിന്റെ ആദ്യം ഒരു ഗോൾഡൻ പാക്ക് കാണാറില്ലേ നിങ്ങൾ, കവറിങ് കാണാറില്ലേ, അതാണ് എന്ത് പ്രൈമറി. റെഡി? അതിന് തൊട്ട് മേലെ നമ്മുടെ ബ്ലൂ ആയിട്ടുള്ള സംഭവം അല്ലെ, അതാണത് സെക്കൻഡറി പാക്കേജിംഗ്. റെഫേഴ്സ് ടു അഡീഷണൽ ലെയർ ഓഫ് എ പ്രൊഡക്റ്റ് ദാറ്റ് ആർ കെപ്റ്റ് ടിൽ ദ പ്രൊഡക്റ്റ് ഈസ് റെഡി ഫോർ യൂസ് അല്ലെ. അത് യൂസ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു സെക്കൻഡറി പാക്കേജ് ആണ്. ലാസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന പേര് തന്നെ ഉണ്ടല്ലോ, നമ്മൾ കുറേ എന്താണ് ഡയറി മിൽക്ക് എല്ലാം കൂടെ നമ്മൾ എന്താ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ കൊടുക്കുക അല്ലെ, അതൊരു പാക്കറ്റിൽ ഒരു ബോക്സ് ആക്കിയിട്ടാണ് കൊടുക്കുക അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിങ് എന്ന് പറയുക. ഡയറി മിൽക്ക് ഓൺലി 5 സ്റ്റാർ. ഓഹോ, നിങ്ങൾ 5 സ്റ്റാറിന്റെ ആൾക്കാരാണല്ലോ. ഓഹോ, അതാണ് ഏത് ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്, അതാണല്ലേ നിങ്ങൾ അതിന്റെ ആൾക്കാരാ അല്ലെ. ഓഹോ, അങ്ങനെ പറ. റെഡി? യെസ്. അപ്പോൾ ഈ 3 പാക്കേജുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. റെഡി? ദെൻ അടുത്തത് ലാബലിംഗ് ആണ്. ലാബലിംഗ് എന്ന് പറഞ്ഞാൽ എന്ത്? യെസ്, സാർ എന്ത് കഴിച്ചിട്ടാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്? സാർ ഒന്നും കഴിച്ചില്ല, നേരത്തെ ഒരു ചായ കുടിച്ചതാണ്. ഇന്ന് ഇവിടെ ഒന്നും തുറന്നിക്കില്ല ഷോപ്പൊന്നും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് സാർ വന്നത്, പിന്നെ ഒന്നും കഴിച്ചില്ല, വൈകിട്ട് ഒരു ചായ കുടിച്ചു. ഓക്കെ, അപ്പോൾ ലാബലിംഗ് മീൻസ് പുട്ടിങ് എ ടാഗ് ഓർ പ്രിന്റഡ് ഇൻഫർമേഷൻ ഓൺ എ പ്രൊഡക്ട്സ് പാക്കേജ് അല്ലെ. ഒരു പ്രൊഡക്റ്റിന്റെ പാക്കേജിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെ പ്രിന്റഡ് ഇൻഫർമേഷനെ നമ്മൾ എന്താ പറയുക, ലാബലിംഗ് എന്ന് പറയുക അല്ലെ. ഇറ്റ് സിമ്പിൾ ടു ഷോ ദ പ്രൈസ്, ക്വാളിറ്റി, കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിരിക്കും അല്ലെ. അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എന്ന്, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് എന്തെന്ന് ലാബലിംഗ് എന്ന് പറയുന്നത്. ഓർത്തോളുക. യെസ്, അപ്പോൾ പ്രൊഡക്റ്റിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആണ്, ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. ദെൻ നമ്മുടെ എന്താ ലാബലിംഗിന്റെ ഒരു 4 ഫംഗ്ഷൻസ്, ഒരു 4-5 ഫംഗ്ഷൻസ് മക്കൾ ഈ പോയിന്റ് വെച്ച് ഒന്ന് പഠിച്ചോളുക. ഓക്കെ, ഒന്നാമത്തെ എന്താ, ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ്, സ്പെസിഫൈ ഇറ്റ്സ് കണ്ടന്റ് അല്ലെ. എന്നാ പ്രൊഡക്റ്റിന്റെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ലെ, സാർ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയാൻ നമുക്ക് യൂസ്ഫുൾ ആവുക ലാബലിംഗ് ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് അല്ലെ, നല്ല ബ്രാൻഡും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ചിലത് നമ്മൾക്ക് എന്താണ് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, അപ്പോൾ നമ്മൾ എന്താ അതിന്റെ ലാബിൽ നോക്കും, ഇതല്ലേ പ്രൊഡക്റ്റ് അല്ലെ. അങ്ങനെ പ്രൊഡക്റ്റ് മനസ്സിലാവാൻ വേണ്ടി പിന്നെയോ പ്രൊഡക്റ്റിന്റെ ഗ്രേഡിങ് അല്ലെ, അത് എത്രയാണ് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ അത് ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ആ ഗ്രേഡിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പിന്നെയോ ഹെൽപ്പ് ഇൻ പ്രൊമോഷൻ ഓഫ് പ്രൊഡക്റ്റ് അല്ലെ, പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ യൂസ് ചെയ്യും. പിന്നെ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ലോ അല്ലെ, നിയമപരമായിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ ബേസിൽ നമ്മൾ കൊടുക്കേണ്ട കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യെസ് നമ്മളെ ലാബലിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ ലാബലിംഗിൽ ഇത് പഠിച്ചുകൂടാം. അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. എന്താ ബ്രാൻഡിങ് നമുക്ക് പഠിക്കാറുണ്ട്, പാക്കേജിങ് പഠിക്കാറുണ്ട്, അപ്പോൾ ലാബലിംഗ്. ഓക്കെ, യെസ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്തത് പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ കാര്യം ഏതാണ്, നമ്മുടെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ്. ഓക്കെ, എന്താ പ്രൈസിംഗ്? വെൻ വി ബൈ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ദ മണി വി പേ ഫോർ ഇറ്റ് ഈസ് കോൾഡ് പ്രൈസ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ അതിന് പേ ചെയ്യുന്ന എമൗണ്ട്, അതാണ് എന്തെന്ന് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം എന്തൊക്കെയാ, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പൈസ കൊടുത്താൽ അല്ലെങ്കിൽ പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എന്താണ് അതിന്റെ ഫീ ആണല്ലോ, ഡോക്ടർക്ക് ഫീ കൊടുക്കുന്നൊക്കെ എന്താണ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രൈസ് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് അല്ലെ. ഒരു പ്രൈസ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് സെറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്, എന്തെല്ലാം ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രൈസ് സെറ്റ് ചെയ്യുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് പഠിച്ചു വെച്ചോളാം ഈ പോയിന്റുകൾ. ഒന്നാമത്തെ കാര്യം തന്നെ എന്തായിരിക്കും, പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് നമുക്ക് ചെലവായി ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളതാണ്.
പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ്. റെഡി? സെക്കൻഡ് എന്താ? യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് ആണ് അല്ലെ? ആ പ്രൊഡക്റ്റിന്റെ അത് എത്രത്തോളം അത് യൂസ് ചെയ്യുന്നു, നമ്മുടെ പബ്ലിക് എത്രത്തോളം യൂസ് ചെയ്യുന്നു അല്ലെ, എങ്ങനെയൊക്കെ ആളുകൾ അത് വാങ്ങുന്നു എന്നൊക്കെയുള്ളതാണ് അല്ലെ, അതിന്റെ ഡിമാൻഡും കാര്യങ്ങളാണ്. നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസ കൂട്ടാം അല്ലെ, നല്ല രീതിക്ക് കൂട്ടാം, ആളുകൾ വാങ്ങിക്കോളും അല്ലെ. അതല്ലെങ്കിലോ സപ്ലൈ ഒന്നും തീരെ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്താ പ്രൈസ് കുറയ്ക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ദാ യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ ഡിമാൻഡ് ഈസ് ഡിസൈഡ് ടു ഹൈ പ്രൈസ് ഓർ ബയർ വില്ലിംഗ് ടു പേ എന്നുള്ളതാണ്. ഓക്കെ യെസ്. ദെൻ അതെ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്. ഓക്കെ അതാ എക്സ്റ്റെന്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് അല്ലെ, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ നമുക്ക് നോക്കണം. നമ്മളെ പോലത്തെ അതേ പ്രൊഡക്റ്റ് വിൽക്കുന്ന മറ്റ് കമ്പനികൾ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്താ കുറയ്ക്കേണ്ടി വരും പ്രൈസ് അല്ലെ. അല്ല നമ്മളെ പ്രൊഡക്റ്റ് എന്താ മറ്റ് കമ്പനികളൊന്നും ഇറക്കുന്നില്ല, നമ്മൾ മാത്രമേ ഇറക്കുന്നുള്ളൂ അല്ലെ. നമ്മളെടുത്തുന്ന കൺസ്യൂമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടും, അതാണ് സിറ്റുവേഷൻ എങ്കിലോ നല്ല രീതിക്ക് നമുക്ക് പ്രൈസ് കൂട്ടാം അല്ലെ. യെസ്. അപ്പോൾ കോമ്പറ്റീഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെന്താ? യെസ് ദ ഗവൺമെന്റ് ആൻഡ് യെസ് ലീഗൽ റെഗുലേഷൻ അല്ലെ. ചില പ്രൊഡക്റ്റുകൾക്ക് എന്താ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു വിലയും കാര്യങ്ങളും ഉണ്ടാവും, അതിൽ കൂടുതൽ നമുക്ക് വിൽക്കാനൊന്നും പറ്റില്ല അല്ലെ. സോ ആ ഒരു ഗവൺമെന്റ് റൂളുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ദെൻ അടുത്തെന്താ? പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. യെസ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ് നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ എന്താ കുറഞ്ഞൊരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാലത്തേക്ക് നല്ല പ്രൈസിന് വിൽക്കാം. റെഡി? ചിലപ്പോൾ എന്താണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ഒരു എന്താണ് ഒരു പബ്ലിസിറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒക്കെ ഇറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് വല്ലാതെ കുറച്ചിട്ട് ഇറക്കും. റെഡി? നമ്മൾ ജിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ കാണാറില്ലേ, ഇൻസ്റ്റയിൽ വീഡിയോ കോൾ വിളിച്ചാൽ എടുക്കുമോ സാർ? മക്കളെ ഒരുപാട് വീഡിയോ കോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, കോള് ആക്കി ആയിട്ട് നോട്ടൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ് മക്കളെ സാറിന് എടുക്കാൻ പറ്റാറില്ല അവിടുന്ന്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ യെസ് റിസ്ക് ആണ്. പിന്നെ ദാ സാറിനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന മക്കളാണെങ്കിൽ മക്കളെ നോട്ടിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് സാറ് പറയുന്നത് പോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് നോട്ട് കയ്യിലെത്തും. അതല്ലാതെ ഒരുപാട് പേര് സ്റ്റോറിക്കൊക്കെ റിപ്ലൈ ചെയ്ത് സാർ നോട്ട് ഇടൂ, അല്ലെങ്കിൽ ആ റീല് തന്നെ ഷെയർ ചെയ്തൊക്കെ തന്നിട്ട് സാർ നോട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ മക്കളെ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് വരുന്ന എല്ലാവർക്കും ആ ലിങ്ക് കോപ്പി ചെയ്ത് അയക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും സാറ് മാക്സിമം ചെയ്യാറുണ്ട്. ഓക്കെ മാക്സിമം സാറ് ചെയ്യാറുണ്ട്. എന്നിട്ടും എന്താ കുറേ കുട്ടികൾക്ക് മിസ്സായി പോകാറുണ്ട്, അല്ലെങ്കിൽ കുറേ കുട്ടികൾക്ക് കിട്ടുന്നത് ലേറ്റ് ആവാറുണ്ട്. അതുകൊണ്ടാണ് സാറിന് ഇപ്പോൾ ഇതിപ്പോൾ ഈ ലൈവ് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വേണം ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ രാത്രി വരെ നിങ്ങൾ അയച്ചിട്ടുള്ള ആ റിക്വസ്റ്റുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ നോട്ട് ഇട്ട് തരാൻ വേണ്ടിയിട്ട്. റെഡി? നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് പിന്നെയും അതുപോലെ തന്നെ വരും, ഉച്ചയാകുമ്പോഴത്തേക്ക് പിന്നെ. അപ്പോൾ ഈ 3 ഗ്യാപ്പിലാണ് സാർ അത് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലേറ്റ് ആവാറുണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, കുറേ കുട്ടികൾക്ക് കിട്ടാറില്ല. പലരും ഇപ്പോൾ മെസ്സേജ് അയച്ചു, നിങ്ങളൊന്ന് തന്നെ ആലോചിച്ച് നോക്കുക അല്ലെ. സാർ ഒന്ന് നോട്ട് അയച്ചു തരും പറഞ്ഞു മെസ്സേജ് അയച്ചു. സാർ അത് കാണുന്നത് വൈകിട്ടൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഉച്ചയ്ക്കാണ് അയച്ചതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഉച്ച മുതൽ കമന്റിൽ വരുന്ന കമന്റിന് ഓട്ടോ റിപ്ലൈ പോകുന്നുണ്ട്. അതൊക്കെ നമ്മളെ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ പോയി നിങ്ങൾ അയച്ച മെസ്സേജ് ഏറ്റവും അടിയിൽ അങ്ങായി പോകും. സാറിന് അത് തപ്പിയെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അത് മിസ്സാവും. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇനി നോട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ മാക്സിമം നിങ്ങൾ എന്താ കമന്റ് ചെയ്തിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ അപ്പോൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. നമുക്ക് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അത് നോക്കിക്കൊണ്ട് വേണം നമ്മൾ എന്താക്കാൻ. യെസ് നമ്മുടെ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യാൻ. റെഡിയല്ലേ? ഓക്കെ റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തത് എന്താണ്, നമ്മുടെ മാർക്കറ്റിംഗ് മെത്തേഡ് യൂസ്ഡ് ആണ്. പ്രൊഡക്റ്റ് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തുകൂടെ നമ്മൾ നോക്കണം. ഓക്കെ 20K ഇൻസിറ്റ, താങ്ക് യു 20K ഒക്കെ ചെറുത്, ഇതൊക്കെ നോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെറുതെ ഫോളോ ചെയ്തിട്ടല്ലേ. എക്സാം കഴിഞ്ഞാൽ എല്ലാവരും അൺഫോളോ അടിക്കും. ഇതൊക്കെ സാർ എത്ര കണ്ടതാ, ക്രിസ്മസ് എക്സാമിന് സാറിന് 10 K എടുത്തായിരുന്നു, ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ അത് 6 K ആയി. അപ്പൊ അത് പബ്ലിക് എക്സാം കഴിഞ്ഞാല് ഇതിനും അത് സംഭവിക്കും, സ്വാഭാവികം. ഓക്കെ യെസ് നിങ്ങളൊക്കെ പോയല്ലേ ഇത് കഴിഞ്ഞിട്ട്. റെഡി? ഓക്കെ അപ്പൊ മാർക്കറ്റിംഗ് മെത്തേഡ് യൂസ്ഡ് ഉണ്ട് അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡ്, നമ്മൾ ഡെലിവറി ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാഷ് കൂടെ നമ്മൾ വാങ്ങാറുണ്ടല്ലോ. എങ്ങനെ കിട്ടും സാർ? ക്ലാസിന്റെ നോട്ടും കഴിഞ്ഞ എക്കണോമിക്സ് ക്ലാസിന്റെ നോട്ടും എങ്ങനെ കിട്ടും? ഈ ക്ലാസിന്റെ നോട്ടും കഴിഞ്ഞ എക്കണോമിക്സ് ക്ലാസിന്റെ നോട്ട് കഴിഞ്ഞ എക്കണോമിക് ക്ലാസിന്റെ ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക, അവിടെ നോട്ട് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ ഇതിന്റെ നോട്ട് ലൈവ് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് വരും. ഓക്കെ റെഡിയല്ലേ?
യുവർ എഫേർട്ട് ഈസ് അവർ സക്സസ്. സാർ എഫേർട്ട് ഇട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ പഠിക്കുകയും വേണം. സാർ ഈ നോട്ടൊക്കെ തന്നിട്ടും നിങ്ങൾ പഠിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമോ? ഇല്ലല്ല. സാറിൻ്റെ എഫേർട്ടും നിങ്ങളുടെ എഫേർട്ടും രണ്ടും കൂടെ ഒന്ന് ഈക്വലൊക്കെ അല്ല, ഈക്വലാന്നല്ല, സാറിൻ്റെ എഫേർട്ടിനേക്കാൾ മേലെ നിങ്ങളുടെ എഫേർട്ട് പോകുന്നിടത്താണ് നിങ്ങൾ പാസ്സാകുക. ലിങ്കോ? ഏത് ലിങ്കാണ് വർക്കാവത്തെ? ഏത് ലിങ്കാണ് വർക്കാവത്തെ? ലിങ്ക് കിട്ടും, ലിങ്കൊക്കെ കിട്ടും, ഡോണ്ട് വറി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? അല്ല, നമ്മളെന്ത് നോക്കും? നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് നമ്മൾ നിശ്ചയിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പീൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളുക. എന്തൊക്കെയാ? കമ്മ്യൂണിറ്റി ലിങ്ക്. മക്കളെ, കമ്മ്യൂണിറ്റിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് നോട്ട് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ മാർക്കറ്റ് മിക്സ് പി ആയിട്ടുള്ള പ്രൈസ് പ്രൊഡക്റ്റിൽ അല്ലെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ബ്രാൻഡിങ് പറഞ്ഞു, പ്രൈസിങ് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോളുക. സെക്കൻഡ് പിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലേസ് എന്നാണ്. പ്ലേസ് സെക്കൻഡ് പി. ഓക്കെ, പ്ലേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻസ് മേക്കിംഗ് പ്രൊഡക്റ്റ് അവൈലബിൾ ടു കസ്റ്റമേഴ്സ് ആണ് അല്ലെ. കസ്റ്റമേഴ്സ് എന്താ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അവിടെ എന്താ? ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ് അല്ലെ, ഇൻവെന്ററി കൺട്രോൾ എല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളും മക്കൾ അതിൽ അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. എന്തൊക്കെയാ? കോമ്പോണൻസ് ശ്രദ്ധിച്ചോളാം. എന്തൊക്കെയാണ് ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കോമ്പോണൻസ്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്തെല്ലാം ഉണ്ടാവണം? ഒന്നാമത് എന്താ? ഓർഡർ പ്രോസസ്സിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്, ഇൻവെന്ററി കൺട്രോൾ ഉണ്ട് അല്ലെ. ആദ്യം നമുക്ക് എന്ത് കിട്ടണം? ഒരു ഓർഡർ കിട്ടണം അല്ലെ. ഓർഡർ പ്രോസസ്സിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സെല്ലിംഗ് പ്രൊഡക്റ്റ്. കസ്റ്റമർ പ്ലേസ് ഓർഡർ ദാറ്റ് ഗോ ദ മാനുഫാക്ചേഴ്സ് ആൻഡ് ദെൻ പ്രൊഡക്റ്റ് സെൻഡ് ബാക്ക് ടു ദം അല്ലെ. ആദ്യം നമുക്ക് എന്ത് കിട്ടണം? ഒരു ഓർഡർ കിട്ടണം. ഇന്ന പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, ഇന്ന പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും കൺസ്യൂമേഴ്സിന് വേണ്ടത്, ഇന്ന പ്രൊഡക്റ്റ് ആണ് എന്നാണ് കിട്ടുന്നത് അല്ലെ. ആ ഒരു ഓർഡർ കിട്ടിയാലേ നമുക്ക് എന്താ ആ ഒരു പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? അപ്പൊ ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സെൻഡ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലെ. ആ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് മൂവിങ് ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽ ഫ്രം where they are and made where they are sold അല്ലെ. എവിടെയാണ് അതുള്ളത്, എവിടെയാണ് അത് എത്തേണ്ടത്. റെഡി? ആ ഒരു മൂവ്മെന്റ് ആണ് എന്തത്? ട്രാൻസ്പോർട്ടേഷൻ. then എന്തുണ്ട്? വെയർ ഹൗസിംഗ് ഉണ്ട്. നമുക്കറിയാലോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. വെയർ ഹൗസ് മീൻസ് സ്റ്റോറിംഗ് ഗുഡ്സ് സേഫ്ലി until they are needed. it help matches the time between product and consumption അല്ലെ. പ്രൊഡക്റ്റിന്റെ എന്താണ് പ്രൊഡക്ഷനും അല്ലെങ്കിൽ എന്താണ് ആ ഒരു കൺസെപ്ഷനും തമ്മിലുള്ള ആ ടൈം ബാരിയർ അത് ഇല്ലാതാക്കുന്നതാണ് വെയർ ഹൗസിംഗ് ആണ്. സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ വെയർ ഹൗസിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെന്ററി കൺട്രോൾ ഉണ്ട്. എന്താ ഇൻവെന്ററി കൺട്രോൾ? ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്താണ്? നമുക്ക് ഇൻവെന്ററി കൺട്രോൾ മീൻസ് മാനേജിങ് ദ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ് അല്ലെ. നമുക്ക് വേണ്ട സ്റ്റോക്ക് നമ്മൾ മാനേജ് ചെയ്തിരിക്കണം. ഓവറായി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല അല്ലെ. ഓർഡർ പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് ഒന്നുകൂടെ ഉണ്ട്. ഇത് ഇൻവെന്ററി കൺട്രോൾ അല്ലെ. എന്താണ്? ഓവറായിട്ട് നമ്മൾ എന്താ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പാടില്ല, അത് കുറഞ്ഞു പോകാനും പാടില്ല അല്ലെ. ആളുകൾക്ക് വേണ്ട സമയത്ത് നമുക്കത് ഡെലിവറി ചെയ്യാനുണ്ടാവണം അല്ലെ. അപ്പൊ എന്താണ്? കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ എങ്കിൽ എന്താണ്? ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എന്താണ് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെയോ ഓവറായിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കി വെക്കാനും സ്റ്റോർ ചെയ്ത് വെക്കാനും പാടില്ല അല്ലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലോ നമ്മളെ പ്രൊഡക്റ്റ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ വെറുതെ കുറെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോകും. സോ എന്താ അതിന്റെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ എന്താ അത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. സോ ഇൻവെന്ററി കൺട്രോൾ. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്തെന്ന്? നമ്മുടെ പ്ലേസ് എന്ന് പറയുന്ന സെക്കൻഡ് പി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത പി ശ്രദ്ധിച്ചോ. പ്രൊമോഷൻ. മൂന്നാമത്തെ പി പ്രൊമോഷൻ അറിയാലോ. പ്രൊമോഷൻ മീൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് കസ്റ്റമേഴ്സ് ടു ഇൻഫോം ദം അബൌട്ട് പ്രൊഡക്റ്റ് ആൻഡ് പെർസ്വേഡ് ദം ടു ബൈ ഇറ്റ്. Even if a product is good and well priced, it may not sell unless people to know about it അല്ലെ. നമ്മളെന്താ പ്രോപ്പർ ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക അല്ലെ. നമ്മുടെ സൊസൈറ്റിയിലേക്ക് അതിനെക്കുറിച്ച് എത്തിക്കുക, കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ എത്തിയാലേ കൃത്യമായി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ അറിഞ്ഞാലേ എന്തുള്ളൂ കൺസ്യൂമേഴ്സ് അത് വാങ്ങുള്ളൂ അല്ലെ. സോ ആ പ്രോസസ്സാണ് എന്തെന്ന്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാറുണ്ട്? ഈ 4 കാര്യങ്ങളാണ് നമ്മളെ പ്രൊമോഷനിൽ നമ്മൾ ചെയ്യുന്നത്. പ്രൊമോഷൻ മിക്സ് ആണ് അല്ലെ. പ്രൊമോഷൻ മിക്സ് റെഫേഴ്സ് ടു കോമ്പിനേഷൻ ഓഫ് പ്രൊമോഷണൽ ടൂൾസ് അല്ലെ. ഈ പ്രൊമോഷണൽ ടൂൾസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊമോഷൻ നമ്മൾ ചെയ്യാറുള്ളത്
ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഓരോന്നും ഓർത്ത് വെച്ചുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ആദ്യത്തെ കാര്യം. യെസ്, അറിയാലോ, അഡ്വർടൈസ്മെന്റ് മീൻസ് എ കോമൺ വേ ടു പ്രൊമോട്ട് ഗുഡ്സ് ഓർ സർവീസ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ഇൻ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ മാർക്കറ്റർ ടു ഇൻഫോം ടു അട്രാക്ട് കസ്റ്റമേഴ്സ്. അല്ലെ, നമ്മളെന്താണ് പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന, അല്ലെ, പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന എന്താണ് പെയ്ഡ് ഓർ ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ, മാർക്കറ്ററും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സൊസൈറ്റി, അല്ലെ, സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്നത് പെയ്ഡ് ആയിട്ടുള്ള ഒരു ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. മാഗസിൻസിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ നമ്മൾ എന്താക്കാറുണ്ട്? യെസ്, അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ്, കുറച്ച് ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വെച്ചോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവുക? അഡ്വർടൈസ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ഒന്ന്, ആഡ് ടു കോസ്റ്റ് ആണ്. എന്താണ് adds to cost? അല്ലെ, people say advertising increase product cost, making price higher. Ads on TV, on in newspapers cost a lot of money. However, advertising also increase the demand, leading to more production. അല്ലെ, നമ്മളെന്താ ആഡ് ചെയ്യുക, നമ്മളെ ഇപ്പോൾ എന്താണ് ഇതുപോലെ ടി വിയിലും മാഗസിൻസിലും ഒക്കെ മാക്സിമം നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, പറഞ്ഞം പ്രൊമോട്ട് ചെയ്യുക. അത് കണ്ടുകൊണ്ട് വേണം നമ്മളിലേക്ക് എത്താൻ, അല്ലെ. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ പലരും നമ്മളൊക്കെ ഒരു പ്രൊഡക്റ്റ് പോയി വാങ്ങുന്നത്, നിങ്ങൾക്കറിയാലോ, അല്ലെ, ആഡ് കണ്ടിട്ടാണ്. റെഡി? അപ്പം ആഡ്സ് കോസ്റ്റ്. ദെൻ സെക്കൻഡ് എന്താണ്? യെസ്, അണ്ടർമൈൻസ് സോഷ്യൽ വാല്യൂ, അല്ലെ, സോഷ്യൽ വാല്യൂസ് ആണ്. സം സേ അഡ്വർടൈസിംഗ് പ്രൊമോട്ട് മെറ്റീരിയലിസം ആൻഡ് ഓക്കെ, സോറി മക്കളെ, സാറോടെ ഒബ്ജക്റ്റീവ്സ് എന്നാണോ പറഞ്ഞത്? ഒബ്ജെക്ഷൻസ് ആണ്. ഓക്കെ, സോറി, ഒബ്ജക്റ്റീവ് എന്നാണ് പറഞ്ഞത്. യെസ്, അടുത്ത എന്താ? അണ്ടർമൈൻ സോഷ്യൽ വാല്യൂ. യെസ്, എന്ത് പറയുന്നുണ്ട്? സം സേ അഡ്വർടൈസിംഗ് പ്രൊമോട്ട് മെറ്റീരിയലിസം ആൻഡ് മേക്സ് പീപ്പിൾ അൺഹാപ്പി വിത്ത് വാട്ട് ദേ ഹാവ്, ബട്ട് ദിസ് isn't fully true. Ad inform people about better product and new option. In the end, it's the buyer's choice to purchase or not. Ads only inform, not force ആണ്, അല്ലെ. യെസ്, പലരും പറയുന്നത് എന്താണ്? ഇപ്പോൾ ആഡ് എന്ന് പറയുന്നത് വളരെ വളരെ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ്, അല്ലെ. നമ്മളത് വാങ്ങിയേ ഒക്കൂ എന്നുള്ള രീതിയിൽ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ. നമ്മുടെ സോഷ്യൽ വാല്യൂസിന് എതിരാന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് എന്ത് പറയാം, അല്ലെ, നമുക്ക് വേണേ വാങ്ങിയാൽ പോരെ. നമ്മളെ അത്രത്തോളം എത്ര നിർബന്ധിച്ച് കഴിഞ്ഞാലും, ഒരു ആഡിലൂടെ നിർബന്ധിച്ച് കഴിഞ്ഞാലും നമുക്കത് വേണമെങ്കിൽ മാത്രം നമ്മളത് വാങ്ങിയാൽ പോരെ. ആ കാര്യമാണ്. റെഡി? യെസ്. അപ്പൊ മൂന്നാമത്തെ ഒബ്ജക്ഷൻ എന്താണ്? കൺഫ്യൂസ് ബയേഴ്സ് ആണ്, അല്ലെ. ആഡിലൂടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും പറഞ്ഞാൽ മെനി ആഡ്സ് മേക്ക് സിമിലർ ക്ലെയിം ലൈക്ക് ദ വൈറ്റൽ ക്ലോത്ത്, ഫ്രഷ് ബ്രേത്ത്, അല്ലെ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലൂടെ നമ്മൾ എന്താക്കുന്നുണ്ട്? പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നു, അല്ലെ. ഇതേപോലെ എക്സലിന്റെ ആയാലും സർഫ് എക്സലിന്റെ ഒക്കെ എന്താണ് ആഡൊക്കെ നിങ്ങൾ ഉണ്ടാവും, ഒരുപാട് എല്ലാം സെയിം ആണ്, അല്ലെ. ഒറ്റ വരവിന് വൈറ്റ് ആക്കുന്നു, അല്ലെ, കളർ നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്. സോ നമുക്ക് കൺഫ്യൂഷൻ ആണ് ശരിക്കും, അല്ലെ, ഏതാണ് ബെറ്റർ. സോ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിക്കുന്ന കാര്യമാണ്. പിന്നെ എൻകറേജ് സെയിൽസ് ഓർ ഇൻഫീരിയർ പ്രൊഡക്ട്സ്, അല്ലെ. എന്താണ് നമ്മളിപ്പോൾ എന്താ ഇൻഫീരിയർ ആയിട്ടുള്ള അഡ്വർടൈസിംഗ് ഓൾസോ പ്രൊമോട്ട് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ബട്ട് വാട്ട്സ് ഇൻഫീരിയർ ഡിപ്പെൻഡ് ഓൺ പീപ്പിൾസ് നീഡ്സ് ആൻഡ് ബഡ്ജറ്റ്. അല്ലെ, എന്താണ് ഇപ്പോൾ ഈ പ്രൈസ് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മോശം പ്രൊഡക്റ്റിനെയൊക്കെ എന്താ പ്രൊമോട്ട് ചെയ്യുന്നു, ഏത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടിയിൽ പോകുന്ന പരസ്യം ആരെങ്കിലും ശ്രദ്ധിച്ചോ? യെസ്, അടിയിൽ പോകുന്ന പരസ്യം ഏത് പരസ്യമാണ്? ഏത് പരസ്യമാണ്? ഓ, ഇതാണോ ബാച്ചിന്റെ? ഇതാണോ? ഓക്കെ, അതിനെന്താണ്? അതന്നെ, ശ്രദ്ധിക്കൂ, അതൊക്കെ ശ്രദ്ധിക്കൂ. ഓക്കെ, റെഡി? അപ്പൊ എന്താ? യെസ്, എൻകറേജ്. ഈ ഇൻഫീരിയർ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എന്താണ്, നല്ല ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സുകളൊക്കെ എൻകറേജ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു ക്വാളിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത് എപ്പോഴാണ്, അല്ലെ. ഇപ്പൊ ശ്രദ്ധിച്ചോ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് എന്താ? ഇൻഫീരിയർ ഡിപ്പെൻഡ് ഓൺ പീപ്പിൾസ് നീഡ്സ് ആൻഡ് ബഡ്ജറ്റ് ആണ്, അല്ലെ. നീഡ്സും ബഡ്ജറ്റിന്റെ ബേസിലാണ് എന്തെന്ന് ഒരു ഇൻഫീരിയർ എന്നുള്ളത് നമ്മൾ നിൽക്കുക, അല്ലെ. സാറിൻ്റെ അടുത്ത് ഒരു 500 റുപ്യ ഉള്ളൂ. അപ്പോൾ ആ ഒരു 500 റുപ്യക്ക് സാറിന് ഒരു ബ്രാൻഡ് ബാറ്റയുടെ ഒക്കെ ഒരു ചെരുപ്പ് വാങ്ങിയിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോർമൽ 400 രൂപ 300 ഒക്കെ ഒരു ചെരുപ്പ് വാങ്ങിയിടുക, അല്ലെ. അപ്പോൾ ആ ഒരു പ്രൈസിന് ആ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു ചെരുപ്പ് കിട്ടും. ഓക്കെ അല്ലേ? യെസ്, റെഡി? യെസ്. അപ്പോൾ അതെന്താ? പേഴ്സണൽ സെല്ലിങ് നോക്കിക്കോ. യെസ്, അടുത്ത കാര്യം പേഴ്സണൽ സെല്ലിങ്. അതായത് ഒന്നാമത്തെ എന്താണ്? അഡ്വർടൈസ്മെന്റ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് മീൻസ് എന്താ? പേഴ്സണൽ സെല്ലിംഗ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ സെല്ലിംഗ് മീൻസ് ടേക്കിംഗ് ഡയറക്ട്ലി ടു കസ്റ്റമർ ടു കൺവിൻസ് ദം ബൈ എ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് പേഴ്സണൽ വേ ടു കമ്മ്യൂണിക്കേറ്റ് വേർ സെയിൽസ് പീപ്പിൾ മീറ്റ് ബയേഴ്സ്, എക്സ്പ്ലെയിൻ ദ പ്രൊഡക്റ്റ് ആൻഡ് ട്രൈ ടു മേക്ക് എ സെയിൽ എന്നാണ്, അല്ലെ. പേഴ്സണൽ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് പേഴ്സണൽ സെയിൽ ചെയ്യുക എന്നുള്ളത്?
നമ്മൾ ഡയറക്റ്റായി നമ്മൾ എന്ത് ചെയ്യുക, കൺസ്യൂമറായിട്ട് കണ്ട് സംസാരിച്ച് സാധനങ്ങൾ കൊടുക്കുക, അല്ലെ അവരുടെ നീഡ്സിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, നീഡ്സിനനുസരിച്ച് അത് വെക്കുക എന്നുള്ളതാണ്. റെഡി? യെസ്. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ സെക്കൻഡ് എന്താണ്, പ്രൊമോഷൻ മിക്സ് ആണ്. അപ്പോൾ ഈ പേഴ്സണൽ സെല്ലിങ്ങിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു വെച്ചു. എന്താണ് പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഫീച്ചർ? പേഴ്സണൽ ഫോം ആണ്. എന്താ പേഴ്സണൽ ഫോം? ഇൻവോൾവ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. റെഡി? ഇതിനെന്താണ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? എന്താണ്, നമ്മളിപ്പോൾ ഒരു കൺസ്യൂമറിന് വേണ്ട രീതിയിൽ നമ്മളെ ഡീൽ ചെയ്യാൻ ആർക്കേ പറ്റൂ? പേഴ്സണൽ സെയിൽസിൽ സെയിൽസ്മാനേ പറ്റുള്ളൂ. ഓക്കെ. ജന്മത്ത് കണ്ണാടി വെക്കല്ലേ എൻ്റെ പൊന്നു മോനെ. കണ്ണാടിയൊക്കെ വെച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു കണ്ണിന് കാഴ്ചക്കുറവിൽ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്തിനുകൊണ്ട് സഹായിക്കുന്നു? നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് സഹായിക്കുന്നു. ഇതെന്താ മെറിറ്റ്സ് ശ്രദ്ധിച്ചോ പേഴ്സണൽ സെല്ലിന്റെ, അല്ലെ? ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് മിനിമം വേസ്റ്റേജ്. 3 പോയിന്റ് ഓർത്തിച്ചോളാം. ഫ്ലെക്സിബിൾ ആണ്, അല്ലെ? എന്താണ്, സെയിൽസ് പേഴ്സൺ ക്യാൻ ചേഞ്ച് ദ സെയിൽസ് സ്റ്റോക്ക് മാച്ച് ദ കസ്റ്റമേഴ്സ്, അല്ലെ? കസ്റ്റമേഴ്സിന് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും നമ്മളെ സെയിൽസ്, അല്ലെ? റെഡി? അങ്ങനെ മാറും. റെഡി? ഇതെന്താണ്, ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഉണ്ട്. ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും, അല്ലെ? എന്താണ്, ഇപ്പോൾ ഒരു കൺസ്യൂമറിന് ആ ഒരു പ്രൊഡക്റ്റ് വേണോ വേണ്ടയോ, ആ പ്രൊഡക്റ്റ് അവർക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, കറക്റ്റ് ഫീഡ്ബാക്കാ. നമ്മളൊരു ആഡിലൂടെ ഒന്നും കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. കറക്റ്റ് എന്താണ്, ആ ഒരു കൺസ്യൂമറെ അടുത്തേക്ക് മാത്രമാണോ ആ ഒരു ആഡ് എത്തുണ്ടാവുക, അല്ലെ? ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിന്റെ ആഡ് ആണെങ്കിൽ കുഞ്ഞു മക്കളുടെ കയ്യിലേക്ക് എത്തും, അല്ലെ? കുഞ്ഞു മക്കൾക്ക് ഫോൺ വേണോ വേണ്ട. സോ അതാണ് പേഴ്സണൽ സെല്ലിംഗ് ആകുമ്പോൾ നമുക്കതില്ല. പിന്നെ എന്താ, മിനിമം വേസ്റ്റേജ്, അല്ലെ? ഇങ്ങനെ എന്താണ്, എല്ലാ ആളുകളിലേക്കും മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ട കൺസ്യൂമറുമായിട്ട് മാത്രം ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ് ആണ് ഇത് പേഴ്സണൽ സെല്ലിംഗ്. സോ എന്താണ്, ഒരുപാട് ആളുകളിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ എന്താണ്, നമുക്കതിന്റെ വേസ്റ്റേജ് എന്താവുന്നു, മാക്സിമം കുറഞ്ഞ് കിട്ടുന്നു. ഓക്കെ, വൺ സെക്കൻഡ് മക്കളെ. ഓക്കെ അല്ലേ? റെഡി? +1 ഉണ്ട്, +2 ഉണ്ട്. എന്തെന്നാ, ഏത് ഈ സ്ട്രിപ്പാണോ നിങ്ങൾ പറയുന്നത്? പോകുന്ന സ്ട്രിപ്പാണോ പറയുന്നത്? അതെ, +1 +2 ഉണ്ട്. യെസ്. അതെന്താ, അതിൽ ഫീ ഒക്കെ കറക്റ്റ് ആണല്ലോ. എന്താ പ്രശ്നം? ഓക്കെ. യെസ്. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് മൂന്നാമത് സെയിൽസ് പ്രൊമോഷൻ. Ready? നോക്കിക്കോ. സെയിൽസ് പ്രൊമോഷൻ മീൻസ് എന്താ? ഷോർട്ട് ടേം ഓഫർ ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് എൻകറേജ് കൺസ്യൂമേഴ്സ് ടു ബൈ എ പ്രൊഡക്റ്റ് ഇമ്മീഡിയറ്റ്ലി, അല്ലെ? ഒരു പ്രൊഡക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സകല ആക്ടിവിറ്റീസും, അല്ലെ? അതിനെ എൻകറേജ് ചെയ്യുന്ന സകല ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് പറയാം? യെസ്, നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയാം. അപ്പോൾ അതിനൊരു 10-12 ലിസ്റ്റായിട്ട് സാധനങ്ങൾ കൊടുക്കാം. ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. ഏതെങ്കിലും അല്ല, ഒരു 5-6 എന്തായാലും മക്കള് പഠിച്ചു വെച്ചിരിക്കണം. വേറെ ഏത്? ഡിലീറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ അതാ ഇപ്പൊ റിബേറ്റ്, ഡിസ്കൗണ്ട്, റീഫണ്ട്, പ്രൊഡക്ഷൻ കോമ്പിനേഷൻ, ക്വാളിറ്റി ഗിഫ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് അറിയുന്നല്ലേ, റിബേറ്റ് ആയാലും ഡിസ്കൗണ്ട് ആയാലും റീഫണ്ട് ആയാലും. അപ്പൊ ഈ ഒരു 10-12 ഒന്ന് പഠിച്ചു വെച്ചോ. യെസ്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക് ആയിട്ടൊക്കെ യെസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അറഞ്ചം എടുത്ത് എഴുതിക്കൂടാ, കൈ കിട്ടുന്ന നോക്കാം. റെഡി അല്ലേ? ദെൻ അടുത്തത് പബ്ലിക് റിലേഷൻ ആണ്. ലാസ്റ്റ് പബ്ലിക് റിലേഷൻ പഠിച്ചു വെച്ചോളാ. എന്താണ് PR വർക്ക്? പബ്ലിക് റിലേഷൻ മീൻസ് ബിൽഡിംഗ് എ ഗുഡ് ഇമേജ് ദ കമ്പനി ഇൻ ദ ഐസ് ഓഫ് ദ പബ്ലിക്, അല്ലെ? ഒരു കമ്പനി പബ്ലിക്കിന്റെ മുന്നിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുക? യെസ്, PR വർക്ക് എന്ന് പറയുക. Ready? It helps to create a trust and goodwill by sharing of positive information through media, event or social activity. അല്ലെ? എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഗുഡ്വില്ല് ക്രിയേറ്റ് ചെയ്യുന്നു. പല ആക്ടിവിറ്റീസും, അല്ലെ? എന്താണ്? സൊസൈറ്റിക്ക് വേണ്ട രീതിയിലുള്ള മീഡിയ ത്രൂ ഒക്കെ നമ്മൾ എന്താ ഒരുപാട് ഇവന്റ്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? PR വർക്ക് ചെയ്യുന്നു. നിങ്ങൾ കേൾക്കാറില്ലേ? പല നടന്മാരും PR വർക്കൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള, അല്ലെ? പബ്ലിക് റിലേഷനാണ്.
യെസ് എടാ ജോയിൻ +2 ക്രാഷ് ബാച്ച് അതിലിപ്പോൾ എന്താ +2 ഇല്ലേ? +2 ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണോ നിനക്ക് വേണ്ടത്? എടാ +2 ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? സാർ ഇവിടെ കാണുന്നുണ്ടല്ലോ. യെസ് ദാ 1299 അല്ലേ ഫീ വരുന്നതെന്നൊക്കെ അല്ലേ അതിലുള്ളത്? യെസ് അതിനിപ്പോൾ എന്താ പ്രശ്നം? എടാ അതിൽ +1 കൂടി ഇൻക്ലൂഡഡ് ആണ്. എന്താണ് മുഹമ്മദ് ഷമ്മാസ്, നിനക്ക് +1 ആൻഡ് +2ന്റെ യെസ് ഇത് വേണോ? സാർ തരാലോടാ, നിനക്ക് എത്ര വേണം? അല്ലേ വേണ്ട, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പറയാം പോരെ? റെഡി? അപ്പം പബ്ലിക് റിലേഷൻ പഠിച്ചു വെച്ചോളാം. പബ്ലിക് റിലേഷൻ ഇതാ റോൾ ഓഫ് പബ്ലിക് റിലേഷൻ നോക്കി വെച്ചോളാം. എന്തൊക്കെയാണ് പബ്ലിക് റിലേഷൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് പബ്ലിക് റിലേഷന്റെ റോളുകൾ? ഓക്കെ നോക്കിക്കോ. പബ്ലിസിറ്റി, പ്രസ് റിലീസ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ദെൻ കൗൺസിലിംഗ്. ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കോ, ഒന്നാമത്തെ പബ്ലിസിറ്റി ആണ്. അപ്പൊ ഏതാണ്ടല്ലോ പബ്ലിസിറ്റി അറിയാലോ എന്താണുള്ളത്? ലൈക്ക് അഡ്വർടൈസിങ് ബട്ട് നോട്ട് പെയ്ഡ് ബൈ കമ്പനി. എന്താണ് പെയ്ഡ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന അഡ്വർടൈസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഹാപ്പൻ വെൻ മീഡിയ, TV അല്ലെ, അപ്പൊ സോഷ്യൽ മീഡിയസ് ഒക്കെ ത്രൂ എന്താണ് നമ്മുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ കമ്പനിയെ കുറിച്ചോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് വരിക എന്നുള്ളതാണ് അല്ലെ സോഷ്യൽ മീഡിയാസിലൊക്കെ. അതാണ് എന്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ പേയ്മെന്റ് ഒന്നും ചെയ്യുന്നതല്ല. ഓക്കെ, അടുത്ത് എന്താ പ്രസ് റിലീസ് ഉണ്ട്. ഓക്കെ, എന്താണ് പ്രസ് റിലീസ്? ഈസ് ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ കമ്പനി ടു ദ മീഡിയ അല്ലെ. കമ്പനി തന്നെ ഉണ്ടാക്കി പെയ്ഡ് ആയിട്ട് ചെയ്യിക്കുന്നതാണ് അല്ലെ. കമ്പനീസിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് എന്താ ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്ത് അവരെന്താക്കുന്നു? യെസ്, അത് പേയ്മെന്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയാസിലൂടെയോ അല്ലെങ്കിൽ എന്താണ് ന്യൂസിനൊക്കെ കൊടുത്തുകൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കുക. അതാണ് പ്രസ് റിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തുണ്ട് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മീൻസ് ഷെയറിംഗ് ഇൻഫർമേഷൻ ടു ബിൽഡ് എ ഗുഡ് ഇമേജ് ഓഫ് കമ്പനി എമംഗ് ദ പബ്ലിക് ആൻഡ് എംപ്ലോയി. ദിസ് ഈസ് ഡൺ ത്രൂ ന്യൂസ് ലെറ്റേഴ്സ്, റിപ്പോർട്ട്, ബ്രൗഷേഴ്സ് ആണല്ലോ. കമ്പനി തന്നെ എന്താ ഇറങ്ങുക ന്യൂസ് ലെറ്റേഴ്സിലൂടെയും അല്ലെങ്കിൽ അവരുടെ എന്താ പല വീഡിയോസിലൂടെയും ബ്രൗഷേഴ്സിലൂടെ ഒക്കെ എന്ത് ചെയ്യുക? യെസ്, അവര് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അടുത്ത് എന്താണ് ലോബിംഗ്. ഓക്കെ, ലോബിംഗ് പോയിന്റ് അത് ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ. ലോബിംഗ് മീൻസ് ഗവൺമെന്റ് റിലേറ്റഡ് ആണ്. ലോബിംഗ് മീൻസ് കീപ്പിംഗ് ഗുഡ് കോൺടാക്ട് വിത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് മിനിസ്റ്റേഴ്സ് അബൌട്ട് ദ ബിസിനസ് പോളിസി. ഓക്കെ, ഒരു ബിസിനസ് പോളിസികളെ കുറിച്ച് അറിയാൻ അവർക്ക് എന്താണ് നല്ല രീതിയിൽ അവരെന്താ ഗവൺമെന്റ് ഓഫീഷ്യൽസുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പുതുതായിട്ട് വരുന്ന നിയമങ്ങളെ കുറിച്ച് അറിയാനൊക്കെ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ടീം ടോക്ക് ടു ദം, ഗിവ് ഒപ്പീനിയൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ന്യൂ റൂൾസ് ദാറ്റ് മേ എഫക്ട് ദ കമ്പനി. ഒരു കമ്പനിയെ എഫക്ട് ചെയ്യുന്ന റൂളുകൾ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുക അവർ മുന്നോട്ട് പോവുക. എന്നാലേ അവർക്ക് നല്ല രീതിയിൽ എന്താ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ ലോബിംഗ് ഉണ്ട്. ദെൻ അഞ്ചാമത്താണ് ഇത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അല്ലെ. പബ്ലിക് റിലേഷൻ ടീം അഡ്വർടൈസ് ദ കമ്പനി ടു പബ്ലിക് ഇഷ്യൂ ആൻഡ് ഹൗ ടു റെസ്പോണ്ട് ടു ദം. ഒരു പബ്ലിക് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പരിഹരിച്ചുകൊണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ എന്താ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇത് യെസ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? റെഡി? അപ്പൊ ഇതാണ് എന്ത് PR വർക്കിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. PR വർക്കും അതിന്റെ യെസ് എലമെന്റ്സും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാർക്കറ്റിംഗ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ ഓക്കെ സെറ്റ്. റെഡി? റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിംഗിൽ മക്കൾ അങ്ങോട്ട് സെറ്റാക്കി വെച്ചോളാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിതാ ഇതേപോലത്തെ ഒരു വലിയ ചാപ്റ്ററിലേക്ക് ഇതാ നമുക്ക് വീണ്ടും പോവാം. നമ്മുടെ വൺ സെക്കൻഡ് യെസ് ആറാമത്തെ ചാപ്റ്റർ സ്റ്റാഫിങ്ങിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സ്റ്റാഫിംഗ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് രേണുമിസിനെ വിളിക്കാം. ഓക്കെ, റെഡി? സ്റ്റാഫിംഗ് നമുക്ക് പെട്ടെന്ന് തീർക്കാം. വലിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്, പെട്ടെന്ന് തീർക്കാം. മക്കളെ 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. പഠിച്ചു വെച്ചോ, 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ ഒന്നാമത്തത് പഠിച്ചോളുക. എന്താണ് സ്റ്റാഫിംഗ്?
എന്താണ് സ്റ്റാഫിംഗ്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, ആഫ്റ്റർ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ, പ്ലാനിങ്ങും ഓർഗനൈസിങ് എന്ന് പറയുന്ന മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് കഴിഞ്ഞാൽ അടുത്തതാണ് ഇത് നമ്മുടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സ്റ്റാഫിംഗ് എന്താണ്? സ്റ്റാഫിംഗ് ഈസ് റെഫർ ടു എംപ്ലോയിങ് ആൻഡ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ക്യാരി ഔട്ട് വേരിയസ് മാനേജീരിയൽ ആൻഡ് നോൺ മാനേജീരിയൽ ആക്ടിവിറ്റി അല്ലെ. ഒരു ബിസിനസിന്റെ മാനേജീരിയൽ ആൻഡ് നോൺ മാനേജീരിയൽ ആക്ടിവിറ്റി അല്ലെ, അത് ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തിനെ സെറ്റ് ചെയ്യുന്നു? ഹ്യൂമൻ റിസോഴ്സസിനെ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ആദ്യം തന്നെ ആ മീനിങ് മക്കളെ അങ്ങോട്ട് പഠിച്ചു വെച്ചോളുക. ഓക്കെ, റെഡി? എന്നിട്ടോ ഈ ഒരു ഇമ്പോർട്ടൻസ്, സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, നമുക്കൊരു 6 പോയിന്റുകൾ പഠിക്കാണ്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റാഫിങ് ചെയ്യുന്നത്? ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് അല്ലെ, നമുക്ക് വേണ്ട കറക്റ്റ് പീപ്പിൾസ് കറക്റ്റ് ജോബിന് കിട്ടാൻ വേണ്ടി. അതാണ് സ്റ്റാഫിങ്ങിന്റെ ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, റൈറ്റ് പീപ്പിൾ റൈറ്റ്. പിന്നെയോ ഇംപ്രൂവ് പെർഫോമൻസ് അല്ലെ, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാം നമ്മുടെ ഫേമിന്റെ അല്ലെ. വെൻ റൈറ്റ് പീപ്പിൾ ഹയർഡ് ഫോർ പ്രോപ്പർലി ട്രെയിൻഡ് ദ പ്രൊഡക്ടിവിറ്റി അല്ലെ, പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ആൻഡ് എഫിഷ്യൻസി വിൽ ബി ഇൻക്രീസസ് അല്ലെ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ നമ്മുടെ എന്താണ് ബിസിനസിന്റെ എന്ത് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും എന്താ ഓട്ടോമാറ്റിക്കലി കൂടും അല്ലെ. ഇംപ്രൂവ് പെർഫോമൻസ്. അങ്ങനെയെങ്കിൽ മൂന്നാമത് എന്താ? എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ. ഓരോ ഹ്യൂമൻ റിസോഴ്സിന്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അല്ലെ, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം എന്താ മാൻ പവർ യൂസ് ചെയ്യുക, അവോയ്ഡ് ഓവർ സ്റ്റാഫിംഗ് ഒക്കെ യൂസ് ചെയ്യുക അല്ല, ഒഴിവാക്കുക എന്നുള്ളതാണ്. പണി അറിയാത്ത 2 ആളേക്കാൾ അല്ലെ 3 4 ആളേക്കാൾ നല്ലത് നന്നായിട്ട് പണി അറിയുന്ന ഒരാളല്ലേ അല്ലെ. അപ്പൊ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതിനടുത്ത് ഹെൽപ്പ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെ, വ്യക്തിപരമായിട്ടുള്ള ഡെവലപ്മെന്റും അല്ലെ. സ്റ്റാഫിംഗ് ഇൻവോൾവ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വിച്ച് ഹെൽപ്പ് എംപ്ലോയീസ് ഗ്രോ അല്ലെ. ആ വ്യക്തികളുടെ സ്കില്ലും ആ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പേഴ്സണൽ സ്കില്ലും കൂടെ അല്ലെങ്കിൽ എന്താകുന്നുണ്ട് നമ്മൾ സ്റ്റാഫിങ്ങിലൂടെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ട്. ദെൻ 5ാമത്തെ പോയിന്റ് എന്താ? ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ. ഓരോ വ്യക്തികൾക്കും എന്തുണ്ടാകുന്നുണ്ട്? ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഹായ്, ഇത് എനിക്ക് പറ്റിയ ജോലിയാണ്, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ഒരു മൊറൈൽ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓരോ വ്യക്തികളും ഉണ്ടാകുന്നുണ്ട്. റെഡി? പിന്നെയോ ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. എന്തിനാ? ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നു. ആർക്ക്? പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, അതിനുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ട്. നന്നായിട്ട് സ്കിൽഡ്, നന്നായിട്ട് ട്രെയിൻഡ്, നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താ നല്ല ജോബ് വീണ്ടും കിട്ടും അല്ലെ. നല്ല 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 പൊസിഷനിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എന്താ ആ ഒരു കമ്പനിക്കും മാറാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പം ഈ 6 കാര്യങ്ങൾ നമ്മൾ സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് മക്കൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടതുണ്ട്. 6 പോയിന്റുകൾ ഓർത്ത് വെക്കുക. സിമ്പിൾ പോയിന്റുകളാണ്. പഠിച്ചോളാം. ഓക്കെ, സിമ്പിൾ ആണ്. റൈറ്റ് പീപ്പിൾ റൈറ്റ് ജോബ്, പിന്നെയോ ഇംപ്രൂവ് പെർഫോമൻസ്, പിന്നെയോ യൂട്ടിലൈസ് ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെയോ റിസോഴ്സ് ഡെവലപ്മെന്റ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ, ലാസ്റ്റ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, റെഡി? അപ്പൊ സ്റ്റാഫിങ്ങിൽ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്. 8 പ്രോസസ്സുകളുണ്ട്. എങ്ങനെയൊക്കെയാണ് സ്റ്റാഫിംഗ് നമ്മൾ ചെയ്യുന്നത്? സിമ്പിൾ ആണ്. യെസ്, ആ ഒരു ഓർഡർ അങ്ങോട്ട് പഠിച്ചു വെച്ചോളൂ. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് എന്ത് കിട്ടണം? മാൻ പവർ പ്ലാനിങ് വേണം അല്ലെ. സ്റ്റാഫിംഗ് നമുക്ക് ആൾക്കാരെ എടുക്കണം എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ അല്ലെ. ആദ്യം നമുക്ക് എന്ത് വേണം? എത്ര ആളുകളാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. സോ അതാണ് ഇത് മാൻ പവർ പ്ലാനിങ് ഈസ് ഫ്യൂച്ചർ ഫോക്കസ്ഡ് പ്രോസസ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് ഓർഗനൈസേഷൻ സ്റ്റാഫിംഗ് നീഡ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആവശ്യമുള്ള സ്റ്റാഫ്സ് എത്രയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, റിക്രൂട്ട്മെന്റ് നടത്തുന്നു. എന്താ റിക്രൂട്ട്മെന്റ്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇങ്ങനെ ഒരു ജോബ് ഓഫർ ഉണ്ട് എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ ജോലി നോക്കി നടക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിനോട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ദാറ്റ് എയിം to bring the job seeker അല്ലെങ്കിൽ applicants and the job giver അല്ലെങ്കിൽ employees on connect ആണ് അല്ലെ. ഈ 2 വ്യക്തികളെയും കൂടെ കണക്ട് ചെയ്യിക്കുന്ന ആ പ്രോസസ്സാണ് ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത്? അതിൽ നിന്ന് നമുക്ക് ആളെ സെലക്ട് ചെയ്യണം അല്ലെ. സെലക്ഷൻ ഇസ് ദ കാൻഡിഡേറ്റ് ബിഗിങ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. സെലക്ഷൻ ഇൻവോൾവ് എന്താണ്? കെയർഫുൾ സ്ക്രീനിങ് ആൻഡ് ടെസ്റ്റിംഗ് കാൻഡിഡേറ്റ് who have applied for the job. The main purpose of selection is to choose the right type അല്ലെ. റൈറ്റ് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ എടുക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അങ്ങനെ സെലക്ഷൻ എടുത്തു അല്ലെ, മാൻ പവർ പ്ലാൻ ചെയ്തു, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു, സെലക്ഷൻ കഴിഞ്ഞു, പിന്നെയോ പ്ലേസ്മെന്റ് ഓറിയന്റേഷൻ. നമ്മൾ സെലക്ട് ചെയ്ത ആളെ നമ്മൾ എന്താ പ്ലേസ് ചെയ്യുന്നു ഇന്ന പൊസിഷനിലേക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, അസൈനിങ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ് അല്ലെ, നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ യെസ് ദാ ഓറിയന്റേഷൻ ചെയ്യുന്നു. എന്താ ഓറിയന്റേഷൻ? നമ്മൾ ഏത് ജോബിലേക്കാണ് അയാൾ എടുത്തിട്ടുള്ളത്, എന്താണ് ആ ജോബിന്റെ നാച്ചുറൽ, എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ ഒരു ഓറിയന്റേഷൻ ആൾക്ക് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ആ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ അയാൾക്ക് മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, അയാൾ ട്രെയിൻ ചെയ്തെടുക്കണം അല്ലെ, അയാൾക്ക് ആ ജോലി വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ. പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽ ആൻഡ് നോളജ് അല്ലെ, ആ ജോലിക്ക് വേണ്ട സ്കിൽ ആൻഡ് നോളജ് നമുക്ക് എന്താക്കണം? ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. അത് നമ്മൾ എന്താ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നു. പിന്നെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രൈസൽ നടത്തുന്നു അല്ലെ. പെർഫോമൻസ് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. നന്നായിട്ട് അയാൾ ട്രെയിൻഡ് ആയിട്ടുണ്ടോ അല്ലെ, ഈ ജോബിന് അയാൾ പെർഫെക്റ്റ് ആണോ അല്ലെ, യെസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം അയാളുടെ പെർഫോമൻസിൽ വരുത്തേണ്ടതുണ്ടോ, ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, റിവ്യൂ ചെയ്ത് നോക്കുന്നു. അങ്ങനെ റിവ്യൂ ചെയ്ത് അയാൾ ഓക്കെ ആണെങ്കിൽ യെസ് എന്താണ് അയാളുടെ കരിയർ പ്ലാൻ നമുക്ക് ചെയ്യാം അല്ലെ. പ്രൊമോഷൻ വേണ്ട ആൾക്ക് പ്രൊമോഷൻ കൊടുക്കാം. റെഡി? അങ്ങനത്തെ കാര്യങ്ങൾ ബോണസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. റെഡി അല്ലേ? അപ്പൊ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നു? അയാളുടെ കോമ്പൻസേഷൻ, സാലറി അല്ലെങ്കിൽ ബോണസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. അത് അയാൾക്ക് കൊടുക്കുന്നു. ഓക്കെ, ഫെയർ ആയിട്ട് ആൾക്കാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ. റെഡി? അപ്പം ഈ 8 പോയിന്റുകളാണ് യെസ് നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. സിമ്പിൾ ആണ്, തെറ്റിക്കാൻ പാടില്ല, ഓർത്ത് വെച്ചോടുക. ഓക്കെ, എന്തൊക്കെയാ? മാൻ പവർ പ്ലാനിങ്ങിൽ റിക്രൂട്ട്മെന്റ്, ദെൻ സെലക്ഷൻ, ദെൻ എന്താ പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, ദെൻ എന്താ ട്രെയിൻ ചെയ്യുന്നു, ദെൻ പെർഫോമർ അപ്രൈസൽ ചെയ്യുന്നു, ദെൻ എന്താണ് പ്രൊമോഷൻ, ദെൻ ലാസ്റ്റ് കോമ്പൻസേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം പ്രോസസ്സ് പഠിച്ചു വെച്ചോളുക. ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസസ്സ്, ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസസ്സ്. ദെൻ അടുത്ത കാര്യം ആസ്പെക്ട്സ്. ഓക്കെ ഓക്കെ ഓക്കെ, പഠിച്ചു വെച്ചോ. ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്ങിന്റെ ഈ 3 എലമെന്റുകളിലൂടെയാണ് ഇനി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഓക്കെ, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഈ 3 കാര്യങ്ങളിലൂടെയാണ്. അപ്പൊ ആദ്യം റിക്രൂട്ട്മെന്റ് എന്ന് കേട്ടാൽ തന്നെ പഠിച്ചോളാം. എന്താ റിക്രൂട്ട്മെന്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എന്താണ്? യെസ്, ഇറ്റ് ഇൻവോൾവ് സെർച്ചിങ് ഫോർ പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ് ആൻഡ് എൻകറേജ് ദം ടു അപ്ലൈ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ആപ്ലിക്കൻസിനെയും ജോബ് സീക്കേഴ്സിനെയും യെസ് എന്താണ് കോൺടാക്ട് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലേതാ. എംപ്ലോയീസ് ആൻഡ് എൻകറേജിങ് അല്ലെ, ഓരോ എന്താ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ നമ്മുടെ ജോബ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കമന്റ് ബോക്സ് അല്ല, ചാറ്റ് ബോക്സ്. ഓക്കെ, യെസ്, അപ്പോൾ അങ്ങനെ എൻകറേജ് ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. അപ്പോൾ അതാ ന്യൂസ് പേപ്പേഴ്സിലൂടെ ഒക്കെ നമ്മൾ എന്താ ആഡ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തുക. റെഡി? അപ്പം ഈ റിക്രൂട്ട്മെന്റിന് നമുക്ക് എന്തുണ്ട്? ദർ ആർ 2 മെയിൻലി സോഴ്സ് അല്ലെ, 2 മെയിൻ സോഴ്സുകളാണ് നമുക്ക് റിക്രൂട്ട്മെന്റിനുള്ളത്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാ? ഇന്റേണലും എക്സ്റ്റേണലുമാണ് അല്ലെ. ഇന്റേണൽ സോഴ്സുകളും എക്സ്റ്റേണൽ സോഴ്സുകളും റിക്രൂട്ട്മെന്റിന്റെ സോഴ്സുകൾ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെച്ചോളെ. അപ്പൊ യെസ്, ഇന്റേണൽ സോഴ്സുകൾ എന്തൊക്കെയാ അല്ലെ? ഇന്റേണൽ നമ്മൾ റിക്രൂട്ട്മെന്റ് എവിടെ നിന്ന് നടത്തുക അല്ലെ? നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ റിക്രൂട്ട്മെന്റ് നടത്തുക. എങ്ങനെയാ? ട്രാൻസ്ഫറും അല്ലെങ്കിൽ എന്താ പ്രൊമോഷൻ. 2 രീതിയിലൂടെ നമുക്ക് എന്താക്കാം? യെസ്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് നടത്താം അല്ലെ. എന്തൊക്കെയാ? യെസ്, ഓക്കെ, ട്രാൻസ്ഫർ. എന്താ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് ആളെ മാറ്റുക അല്ലെ. എന്താ? ടിപ്പിക്കലി ഹൊറിസോണ്ടൽ മൂവ്മെന്റ് അല്ലെ. ഒരു പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക? മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുക. ഹൊറിസോണ്ടലി ആണ്. പക്ഷെ ഇവിടെ എന്തുണ്ട് നോക്കിക്കോ. മൂവിങ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഷിഫ്റ്റ് ടു അനദർ അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഷിഫ്റ്റ് ചെയ്യാണ്. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അയാളുടെ പേയ്മെന്റിനോ സ്റ്റാറ്റസിനോ ഒന്നും ഒരു മാറ്റവും ഇല്ല അല്ലെ. ജസ്റ്റ് എന്താ ഒരു പ്ലേസിലുള്ള മൂവ്മെന്റ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഇറ്റ്സ് എൻ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസ്ഫർ. പക്ഷേ അടുത്തുണ്ട് പ്രൊമോഷൻ അല്ലെ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ ഷിഫ്റ്റ് ആണ് അല്ലെ. വെർട്ടിക്കൽ ഷിഫ്റ്റ് ആണ്. അത് താഴേക്കിടയിൽ നിന്ന് മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ, മുകളിലേക്ക് പോകുന്നു. അതാണ് എന്തെന്ന്? യെസ്, നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലെ. മൂവിങ് ആൻ എംപ്ലോയി ടു ഹയർ പൊസിഷൻ വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെ. അവിടെ എന്താ? പുതിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, പുതിയ പേയ്മെന്റ് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ആയുഷ് കൃഷ്ണ. ഓക്കെ, അവൻ വന്ന് കത്തിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോഴേക്കും. റെഡി? ഓക്കെ, സെറ്റ്. ഇവിടെ ഉള്ള ആളുകൾ അടിപൊളിയായിട്ടിരുന്ന് പഠിക്കട്ടോ മക്കളെ. ഉള്ളവർ സെറ്റായിട്ട് പഠിക്കുക, അല്ലാത്തവർ പഠിക്കട്ടെ. ഓക്കെ,
യെസ് ഓക്കെ. അപ്പം പ്രൊമോഷൻ, ഈ രണ്ട് കാര്യങ്ങൾ എന്താ, ഇന്റേണൽ നമ്മൾ റിക്രൂട്ട്മെന്റിൽ മക്കൾ ഓർത്ത് വെക്കുക എന്താ, ട്രാൻസ്ഫറും പ്രൊമോഷനും എന്നുള്ളത്. ദെൻ എക്സ്റ്റേണലിലേക്ക് പോവാണ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് അറിയാലോ, പുറത്ത് നിന്നും അല്ലെ, നമ്മൾ എക്സ്റ്റേണലി നമ്മൾ എന്താക്കുന്നു, ആളുകളെ കണ്ടെത്തുന്നു. അപ്പം പുറത്തു നിന്നും നമുക്ക് ആളുകളെ കണ്ടെത്താൻ എന്താണ്, ഒരുപാട് വഴികളുണ്ട്. ഇന്റേണലി നമുക്ക് എന്താ, ട്രാൻസ്ഫറും പ്രൊമോഷനേ ഉള്ളൂ. പക്ഷെ എക്സ്റ്റേണലി നമ്മുടെ മുന്നിൽ എന്താ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ആ ഒരുപാട് ഓപ്ഷൻസ് എന്തൊക്കെയാ, ഒന്നാമത്തെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. എന്താണ് ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്താ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇൻവോൾവ് ഹയറിംഗ് വർക്കേഴ്സ് ഓൺ ദ സ്പോട്ട് ബൈ ഡിസ്പ്ലേയിങ് ജോബ് നോട്ടീസ് അറ്റ് ദ വർക്ക് പ്ലേസ് അല്ലെ. നമ്മളെന്താ, നമ്മുടെ വർക്ക് പ്ലേസ് തന്നെ ജോബ് നോട്ടീസ് വെക്കുന്നു, എന്നിട്ട് ആളുകൾ എന്താ അത് കണ്ടുവന്ന് നമ്മൾ അവിടെ എടുക്കുന്നു. ഓക്കെ, നമ്മുടെ വർക്ക് പ്ലേസിൽ തന്നെ ഒരു നോട്ടീസ് സെറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കാഷ്വൽ കോളേജ് ഉണ്ട്. എന്താ കാഷ്വൽ കോളേജ്, എന്താണ് കാഷ്വൽ കോളേജ്? നമുക്കറിയാം അല്ലെ, ഈ ജോബ് അന്വേഷിച്ച് വിളിക്കുന്ന ആളുകളുണ്ടാവും വലിയ വലിയ കമ്പനിയിലൊക്കെ റെഡി. അങ്ങനെ വിളിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു, ആളുകളെ എന്താ ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് എടുക്കുന്നു. അതാണ് ഇത് കാഷ്വൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ അഡ്വർടൈസ്മെന്റ് അറിയാലോ, നമ്മൾ മാഗസീനിലും ടി വിയിലൊക്കെ പരസ്യം കൊടുക്കുക അല്ലെ. വൈഡ് റേഞ്ച് നമ്മൾ എന്താക്കുന്നു, പരസ്യം കൊടുക്കുന്നു. വലിയ വലിയ പൊസിഷനിലേക്കൊക്കെ നമ്മൾ അധികം ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. കുഞ്ഞു പൊസിഷനൊന്നും നമ്മളങ്ങനെ കൊടുക്കാറില്ല അല്ലെ. അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാറില്ല, വലിയ ചെലവ് ആകുന്ന പരിപാടിയാണ് അല്ലെ. അപ്പം അഡ്വർടൈസ്മെന്റ് ഓർത്ത് വെക്കുക. എന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അറിയാലോ, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓപ്ഷനാണ് എന്തെന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്താണ്, ഇത്ര സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. അടുത്തെന്താ, പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്, പല പ്ലേസ്മെന്റ് ഏജൻസീസ് ഉണ്ട് നമുക്ക് പോയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ അവർ തന്നെ എന്താ, മാക്സിമം ആളുകളെ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കും. അവർക്ക് അതിനൊരു ഫീയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. റെഡി. അപ്പം പ്ലേസ്മെന്റ് ഏജൻസീസിന്റെ നിങ്ങൾ ജോബിനൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെന്താ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അറിയാലോ അല്ലെ. ക്യാമ്പസിൽ വന്ന് ഈ ഫ്രഷ് ആയിട്ടുള്ള എന്താണ് ഇപ്പം ഗ്രാജുവേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് വലിയ എന്താണ് MNCകളൊക്കെ എന്താ പല കമ്പനികൾ പല കോളേജിലും വന്നിട്ട് എന്താ ഫൈനൽ ഇയേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെന്താക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാനേജീരിയൽ റോളിലും പ്രൊഫഷണൽ റോളിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ചെയ്യാം. ഓക്കെ, എഞ്ചിനീയേഴ്സ് ഒക്കെ വലിയ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ അല്ലേ. അപ്പം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഓർത്ത് വയ്ക്കുക. അതിനടുത്ത് എന്താ, എംപ്ലോയ്മെന്റ് റെക്കമെൻഡേഷൻ അല്ലെ. ഓൾറെഡി നമ്മുടെ ഫേമിലുള്ള എംപ്ലോയീസ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകല്ലോ, അവർക്കറിയാവുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മറ്റ് എംപ്ലോയീസ്. ഓക്കെ, അങ്ങനത്തെ ആളുകളാണ് ഇത് എംപ്ലോയീസ് അല്ല, അങ്ങനത്തെ ഓപ്ഷനാണ് ഇത് എംപ്ലോയീസ് റെക്കമെൻഡേഷൻ. ഇതിനടുത്ത് എന്താ, ലേബർ കോൺട്രാക്ട് ഉണ്ട് അല്ലെ. ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഇപ്പൊ വലിയ ജോബിനൊന്നല്ല, ചെറിയ ഇപ്പൊ എന്താണ് നമ്മളിപ്പോ അതിഥി തൊഴിലാളികളെയൊക്കെ എടുക്കുന്ന ആളുകളെ കണ്ടില്ലേ മക്കളും റെഡി. അങ്ങനത്തെ ആളുകളൊക്കെ അല്ലെ, ഈ വാർപ്പിന്റെ പണിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആൾക്കാരൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ കണ്ടില്ലേ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് എന്താ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ എന്തുണ്ട്, TV അഡ്വർടൈസ്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ വെബ് പബ്ലിഷിംഗും ഉണ്ട്. ഓക്കെ, TV അഡ്വർടൈസ്മെന്റ്, വെബ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഇന്ത്യയുടെ ലിങ്ക്ഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നിങ്ങൾ ഇതിലൊക്കെ അക്കൗണ്ടൊക്കെ എടുക്കും, ഇതിലൊക്കെ തപ്പി നിങ്ങൾ നടക്കും, അതൊക്കെ ടൈം ആകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റ് നടത്താം. ഓക്കെ, അപ്പൊ ഈ ഒരു 10 മക്കൾ പഠിച്ചു വെച്ചോളൂ, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ. ഓക്കെ അല്ലേ, റെഡി അല്ലേ, സെറ്റ് റെഡി. അപ്പൊ ഇത്രയാണ് എന്തില് നമ്മുടെ റിക്രൂട്ട്മെന്റ് നമ്മൾ നോക്കാനുള്ളത്. അടുത്തതാ സെലക്ഷൻ. അടുത്തെന്താണ്, സെലക്ഷനിൽ ഒരേ ഒരു കാര്യമേ നമുക്ക് പഠിക്കാറുള്ളൂ. എന്താണ്, സെലക്ഷൻ പ്രോസസ് ആണ് അല്ലെ. പ്രോസസ് ഓഫ് സെലക്ഷൻ ആണ്. ഓർത്ത് വെച്ചോളൂ എന്തൊക്കെയാണ് പ്രോസസ് ഓഫ് സെലക്ഷൻ. ഒന്നാമത്തെ എന്താ, ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ ഉണ്ടാവും അല്ലെ. ഒരുപാട് ആളുകൾ റിക്രൂട്ട്മെന്റിലൂടെ നമ്മളെ അടുത്തേക്ക് എത്തും, ഇഷ്ടം പോലെ ആളുകൾ. അത്രത്തോളം അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ ചുറ്റുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ മുന്നിൽ വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ എല്ലാ ആളുകൾക്കും നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ. അപ്പൊ നമ്മൾ എന്താ, ഈ വന്നിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മളൊന്ന് സോർട്ട് ചെയ്യും. അങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ കുറെ ആൾക്കാർ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആപ്ലിക്കൻസ് എന്താ ഇതിൽ നിന്നും എന്താവുന്നുണ്ട്, പോയി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ആളുകളെ മാത്രം നമുക്ക് അതിന് ചൂസ് ചെയ്യാൻ പറ്റും. റെഡി. അതാണ് ഇത്
പ്രിലിമിനറി ഇന്റർവ്യൂ. ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് നടത്തും അല്ലെ. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് എന്താ പല രീതികളുണ്ട് അല്ലെ, വേരിയസ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോ, വേരിയസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്തൊക്കെയാ? ഒന്ന് ഇന്റലിജൻസ് ടെസ്റ്റ് അല്ലെ, എന്താ IQ ടെസ്റ്റ്, IQ മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റലിജൻസ്, ബുദ്ധി നോക്കിക്കൊണ്ടുള്ള ടെസ്റ്റ്. പിന്നെയോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, എന്താണ്? ആസസ് പൊട്ടൻഷ്യൽ ടു ലേൺ ന്യൂ സ്കിൽ അല്ലെ, ഒരാൾക്ക് പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ആപ്റ്റിറ്റ്യൂഡ്. മറന്നു പോകാൻ പാടില്ലേ, ഓർത്ത് വെക്കണം. പിന്നെ എന്തുണ്ട്? പേഴ്സണാലിറ്റി അല്ലെ, നമ്മുടെ ഇമോഷൻസ്, റിയാക്ഷൻസ്, മെച്യൂരിറ്റി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഇത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പിന്നെ എന്തുണ്ട്? ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. എന്താ ട്രേഡ് ടെസ്റ്റ്? മെഷർ ദ ആക്ച്വൽ സ്കിൽ, ഇപ്പം നമുക്കുള്ള എന്തെല്ലാം നോളജുകൾ അല്ലെങ്കിൽ എന്തെല്ലാം സ്കില്ലാണ്, ഒരു ജോബിന് പോകുമ്പോൾ ആ ജോബിന് വേണ്ട എന്തെല്ലാം സ്കില്ല് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇത് ട്രേഡ് ടെസ്റ്റ്. പിന്നെ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ടെസ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അധികം ചെയ്യുക ആരാന്നറിയോ? നമ്മുടെ ഈ കരിയർ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ആളുകളൊക്കെ ഇല്ലേ, അതായത് നമുക്കൊരു കരിയറൊക്കെ ചൂസ് ചെയ്തിരുന്ന ആളുകൾ. യെസ്, അങ്ങനത്തെ റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ കാര്യങ്ങൾ മക്കൾ പഠിച്ചു വെക്കുക. എന്തെന്നാ നമ്മുടെ സെലക്ഷൻ ടെസ്റ്റ് റെഡി. അപ്പൊ ഈ സെലക്ഷൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എംപ്ലോയി ഇന്റർവ്യൂ നടത്തും അല്ലെ, അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത ആളെ ഇന്റർവ്യൂ നടത്തും അല്ലെ. ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് നമ്മൾ നടത്തും. നമുക്ക് ചോദിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്നു. ആ ഇന്റർവ്യൂ നടത്തിയാൽ നമ്മൾ സെലക്ഷൻ ഡിസിഷൻ എടുക്കും. ഇയാളെ മതി നമുക്ക് അല്ലെ. ഫൈനൽ സെലക്ഷൻ ഈസ് മെയ്ഡ് ബൈ ലൈൻ ഓഫീസേഴ്സ് അല്ലെ, ആരെ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ള ഫൈനൽ ഡിസിഷൻ നമ്മൾ എടുക്കുന്നു. റെഡി. ആ ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലെ, അയാളെ കുറിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളും കാര്യങ്ങളും നടത്തും. അതായത് അയാൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസിലൊക്കെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലാത്തതുമായിട്ടുള്ള ആളുകളെ ആളുകളോട് അന്വേഷിച്ച് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഓക്കെ, റെഡി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അയാള് ഈ ഒരു ജോബിന് ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള. റെഡി അല്ലേ? അപ്പോൾ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ടു എൻഷുവർ ദാറ്റ് ദേ ആർ ഫിറ്റ് ഫോർ ദ ജോബ് അല്ലെ, അയാൾ ആ ജോബിന് ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ നടത്തും. അതിനുശേഷമാണ് അയാൾക്ക് ജോബ് ഓഫർ നമ്മൾ കൊടുക്കുക അല്ലെ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമ്മൾ അയക്കുക. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എന്ത് കൊടുക്കണം? ഒരു റിപ്ലൈ നമ്മൾ കൺഫർമേഷൻ നമ്മൾ അയക്കേണ്ടതുണ്ട്. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു മെയിലൊക്കെ തിരിച്ചയക്കേണ്ടതുണ്ട്. ഓക്കെ, ആ ഒരു ജോബ് ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ഓഫ് ദ എംപ്ലോയ്മെന്റ്. ആ ദിവസം നമ്മൾ നമ്മുടെ ജോബിന് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അവിടുത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഈ 8 കാര്യങ്ങളാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിമിനറി ഇന്റർവ്യൂ, പിന്നെയോ സെലക്ഷൻ ടെസ്റ്റ്, പിന്നെയോ ഇന്റർവ്യൂ, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ, പിന്നെയോ ഡിസിഷൻ. ഓക്കെ, ദെൻ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നു, ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നു, പിന്നെ ജോബ് ഓഫർ കൊടുക്കുന്നു, ദെൻ കോൺട്രാക്ട്, എംപ്ലോയ്മെന്റ്. റെഡി അല്ലേ? അപ്പം ഈ കാര്യങ്ങളെ സെലക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സെലക്ഷൻ പ്രോസസ്സുകൾ മാത്രം പഠിച്ചു വെച്ചോളുക. ഓക്കെ അല്ലേ? റെഡി? ദെൻ അടുത്ത് നോക്കിക്കോ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ആദ്യം റിക്രൂട്ട്മെന്റ്, സെക്കൻഡ് സെലക്ഷൻ, ലാസ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, 3 എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, റെഡി? അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നോക്കിക്കോ. ട്രെയിനിങ് അറിയാലോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ നോളജ് ആൻഡ് ടെക്നിക്കൽ സ്കിൽ ഓഫ് എംപ്ലോയി ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ് ആണ് അല്ലെ. ഒരു ജോബ് ചെയ്യാൻ വേണ്ട സ്കില്ല്, അതിന്റെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് വൺ ഓഫ് ദ അതർ ഹാൻഡ് ഈസ് കൺസേൺഡ് വിത്ത് ഗ്രോത്ത് ഓഫ് എംപ്ലോയി ഇൻ ഓൾ റെസ്പെക്ട്. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ആ ഒരു ജോബിന് വേണ്ടിയുള്ള സ്കില്ലും നോളജും മാത്രം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല അല്ലെ. ആ ഒരു എംപ്ലോയിയുടെ ഓൾ റെസ്പെക്ട് അയാൾ എന്താക്കുക, വളരുക എന്നുള്ളതാണ്. ഓക്കെ, ട്രെയിനിങ് ഈസ് നെസസറി ഫോർ ന്യൂ എംപ്ലോയീസ് ആസ് വെൽ ആസ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയി ഫോർ ഇംപ്രൂവിങ് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് പുതിയ എംപ്ലോയീസിന് മാത്രമാണോ? അല്ല, ഓൾറെഡി ഉള്ള എംപ്ലോയീസിനും എന്ത് ചെയ്യാം? ട്രെയിനിങ് കൊടുക്കാം. പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്നതിനനുസരിച്ച് ആൾക്ക് ട്രെയിൻഡ് വേണം അല്ലെ. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓർത്ത് വെച്ചോളുക. അപ്പൊ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കോ. ദ ബെനിഫിറ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷന് ഉണ്ടാവുന്ന ബെനിഫിറ്റും കാര്യങ്ങളും എന്തെല്ലാമാണ്?
ബെനിഫിറ്റും കാര്യങ്ങളും എന്തെല്ലാമാണ്? ഒന്നാമത്തെ എന്താ ഓർഗനൈസേഷൻ എന്തൊക്കെയാ? സിസ്റ്റമാറ്റിക് ലേണിംഗ്, അതുപോലെ തന്നെ എന്താ ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. അല്ലെന്താ ട്രെയിൻ ഫോർ സ്ട്രക്ചേർഡ് അപ്രോച്ച് അവോയ്ഡിങ് ട്രയൽ ആൻഡ് എറർ. അല്ലെ ട്രയലും എറർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താ മാക്സിമം കുറഞ്ഞു കിട്ടുന്നു. അതുപോലെ തന്നെ എന്താ നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു. ഇതിലൂടെ ട്രെയിനിങ്ങിലൂടെ. ഓക്കെ, നന്നായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഓക്കെ ഇതെന്താണ് ഡെവലപ്മെന്റ് ഓഫ് ഫ്യൂച്ചർ മാനേജേഴ്സ്. അവർക്ക് ആവശ്യമുള്ള ഫ്യൂച്ചർ മാനേജേഴ്സ് എന്താ ഡെവലപ്പായി വരുന്നു. ട്രെയിൻഡ് ഡെവലപ്മെന്റ്. പിന്നീട് ഹയർ എംപ്ലോയീസ് മൊറൈൽ. അല്ലെ ഓരോ എംപ്ലോയീസിനും എന്താണ് ഞാൻ ഇതിന് ഓക്കെ ആണ് എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാലേ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ സോ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അയാളുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. Then അടുത്തെന്താ ബെറ്റർ അഡാപ്റ്റബിലിറ്റി. അല്ലെങ്കിൽ ട്രെയിൻ ഹെൽപ്പ് എംപ്ലോയീസ് ആൻഡ് ദ ഓർഗനൈസേഷൻ റെസ്പോണ്ട് എഫക്റ്റീവ്ലി ടു റാപ്പിഡ് ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ ചേഞ്ച്. അല്ലെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്കും മാറണമെങ്കിൽ അവിടെ എന്ത് വേണം? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചോളുക. നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ അതേപോലെ തന്നെ എന്താണ് നമ്മളെ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ? അയാൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. പിന്നെയോ ഹയർ ഏണിങ്സ് നേടാൻ പറ്റുന്നുണ്ട്. പിന്നെയോ ഇംപ്രൂവ് സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി. അല്ലെ എംപ്ലോയീസ് എന്താണ് സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി. പല മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കുറഞ്ഞു കിട്ടുന്നു. ഇൻക്രീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെ മൊറൈൽ നമ്മൾ പറഞ്ഞു അല്ലെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു ബെനിഫിറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ടുള്ള കമ്പനിക്കും അതുപോലെ തന്നെ എംപ്ലോയീസിനും ഉണ്ടാകുന്ന ബെനിഫിറ്റ് ജസ്റ്റ് ആ പോയിന്റ്സ് മക്കൾ പഠിച്ചു വയ്ക്കണം. റെഡി യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് കാര്യത്തിലേക്ക് പോവാം. ട്രെയിനിങ് മെത്തേഡുകൾ. ഓക്കെ എന്തെല്ലാം മെത്തേഡുകളാണ് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? രണ്ട് മെത്തേഡാണെന്ന് അറിയാലോ. യെസ് എന്തൊക്കെയാ? ഓൺ ദ ജോബും ഓഫ് ദ ജോബ് മെത്തേഡും. ഓൺ ദ ജോബ് മെത്തേഡും ഓഫ് ദ ജോബ് മെത്തേഡും. ഓൺ ദ ജോബ് അല്ലെ ജോബ് ചെയ്തുകൊണ്ട്, ജോബിൽ നിന്നുകൊണ്ട് അല്ലെ. ഓൺ ദ ജോബ് ട്രെയിനിങ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഇൻ വിച്ച് ആൻ എംപ്ലോയി ലേൺ ബൈ ഡൂയിങ് ദ ആക്ച്വൽ ജോബ് അറ്റ് ദ വർക്ക് പ്ലേസ്. അല്ലെ ആ ഒരു വർക്ക് പ്ലേസിൽ ജോലി ചെയ്തുകൊണ്ട് ആ ഒരു ജോലി പഠിക്കുക എന്നുള്ളതാണ് ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ യെസ്. അപ്പൊ അതിന് 4 മെത്തേഡുകൾ ഉണ്ട് ഓൺ ദ ജോബിന്. യെസ് അതാ അപ്രന്റീസ്ഷിപ്പ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ആൻഡ് ജോബ് റൊട്ടേഷൻ. 4 കാര്യങ്ങളാണ്. ഓക്കെ 4 കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താ? യെസ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ആണ്. എന്താണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം? അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്ലേസ് എ ട്രെയിനി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് വർക്കർ ലേൺ സ്കിൽ ജോബ് പ്ലംബിങ്ങോ ഇലക്ട്രിക്കൽ വർക്കോ ഒക്കെ അല്ലെ നമ്മൾ ഈ IT ഒക്കെ കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും. ഇതാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പല കാര്യങ്ങളും വർക്ക്ഷോപ്പ് മെക്കാനിക്സോ അല്ലെങ്കിൽ പ്ലംബിങ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാർ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ച ആളുകൾ ഉണ്ടാവും അല്ലെ. അവരൊക്കെ എങ്ങനെയാണ് വർക്ക് പഠിക്കുക? നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പോയി വർക്ക് ചെയ്തുകൊണ്ടാണ് അവർക്ക് പഠിക്കുക. അങ്ങനെ അവർക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ അതാണ് എന്തെന്ന് യെസ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താ? കോച്ചിങ് ഉണ്ട് അല്ലെ. നമുക്ക് എന്താ ഒരു സീനിയർ മാനേജർ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. ഇൻ കോച്ചിങ് സീനിയർ മാനേജർ ഗൈഡ് ദ ട്രെയിനിങ് ബൈ സെറ്റിംഗ് ഗോൾ, ഗിവിംഗ് ഫീഡ്ബാക്ക് ആൻഡ് ഹെൽപ്പിംഗ് ഇംപ്രൂവ് ദ പെർഫോമൻസ് അല്ലെ. ദ ട്രെയിനി ലേൺ ബൈ വർക്കിംഗ് ക്ലോസ്ലി വിത്ത് ദ മാനേജർ അല്ലെ. നമ്മൾ സീനിയർ ആയിട്ടുള്ള ആളുടെ കൂടെ, അയാൾ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ അയാളെ വർക്കും കൂടെ നമ്മൾ ഫ്യൂച്ചറിൽ എടുക്കേണ്ടി വരും. സോ അതാണ് ഇത് കോച്ചിങ് എന്ന് പറയുന്നത്. ഇതിനടുത്ത് എന്താണ്? ഇന്റേൺഷിപ്പ് ട്രെയിനിങ് അല്ലെ. നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കുക. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഇസ് എ ജോയിന്റ് പ്രോഗ്രാം ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് കമ്പനീസ്. സ്റ്റുഡൻസ് സ്റ്റഡി ആൻഡ് ഓൾസോ വർക്ക് ഇൻ എ കമ്പനി എന്നാ സ്റ്റുഡൻസ് ഒക്കെ അധികവും ചെയ്യാറുണ്ട്. അതായത് MBA ഒക്കെ ചെയ്യുന്ന കുട്ടികളും അങ്ങനത്തെ എന്താണ് പല സ്റ്റുഡൻസിനും ഇന്റേൺഷിപ്പ് ഉണ്ട്. നമ്മൾ CA കാരൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. നമ്മളെന്താ പഠിക്കുന്നതിന്റെ കൂടെ നമ്മളെന്താ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വർക്ക് ചെയ്ത് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്തും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. റെഡി? ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. എന്താ? ജോബ് റൊട്ടേഷൻ ഉണ്ട് അല്ലെ. എന്താണ്? ഇറ്റ്സ് ഇൻവോൾവ് മൂവിങ് ദ ട്രെയിനി ത്രൂ ഡിഫറെന്റ് ജോബ് ഓർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒരു ട്രെയിനി എന്ത് ചെയ്യാം? പല ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ നമ്മൾ എന്താ മാറ്റി പിടിക്കുക, മാറ്റി കൊണ്ടുപോവുക. പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ? യെസ് അങ്ങനെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ് ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ജോബുകളും കാര്യങ്ങളും അയാൾ പഠിക്കുന്നു. ഓക്കെ അതാണ് ഇത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ദെൻ ദ ഓഫ് ദ ജോബ് ട്രെയിനിങ് കൂടെ ഉണ്ട്. ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓക്കെ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണ്? ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് ശ്രദ്ധിച്ചോ. ഓഫ് ദ ജോബ് ട്രെയിനിങ് ഇസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഇൻ വിച്ച് ദ എംപ്ലോയി ലേൺ ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ് അല്ലെ. എന്താണ്? ആ ഒരു ജോബിന്റെ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്താക്കുക? വർക്ക്ഔട്ട് ചെയ്ത് ആ ഒരു ജോലി പഠിക്കുക എന്നുള്ളതാണ് ഇത് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി? അപ്പോൾ ഈ ഓഫ് ദ ജോബിനും നമുക്ക് എന്താ പഠിക്കാറുണ്ട്? ഒരു 4 എണ്ണം. ഒന്നാമത്തെ എന്താ? ക്ലാസ് റൂം ലെക്ചർ ആൻഡ് കോൺഫറൻസ്.
ക്ലാസ് റൂമിൽ ഇരുത്തി നമ്മൾ പഠിപ്പിക്കുക അല്ലെ. അത് അധികവും നമ്മൾ എന്തെന്താ കാര്യമായിരിക്കും യൂസ് ടു ടീച്ച് റൂൾസ്, പ്രൊസീജിയർ, മെത്തേഡ്സ് ലെക്ചർ ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. ഒരു കമ്പനിക്ക് വേണ്ട കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റൂളുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക. യെസ് മക്കളെ, വൺ സെക്കൻഡ്. ഓക്കെ, റെഡി ഇന്നോ. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള റൂളുകൾ, പ്രൊസീജിയർ ഒക്കെ നമുക്ക് അങ്ങനെ ലെക്ചറിലൂടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ അത് പഠിപ്പിക്കുകയായിരിക്കും ക്ലാസ് റൂം ലെക്ചറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിലിം ഉണ്ട് അല്ലെ. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പിക്ചറൈസ് അല്ലെങ്കിൽ വീഡിയോ ഫിലിം ത്രൂ നമ്മൾ കാണിച്ചു കൊടുക്കുക. അത് പല മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ആയിരിക്കും. അതൊക്കെയാണ് എന്തെന്ന് നമ്മൾ ഫിലിമിലൂടെ കാണിക്കുക. പിന്നെ കേസ് സ്റ്റഡി ഉണ്ട്. കേസ് സ്റ്റഡി ആ പേര് തന്നെ ഉണ്ടല്ലോ. ഒരു കേസ് അല്ലെ, അത് കേസ് കൊടുത്തിട്ട് അതിന് അയാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിലൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് എംപ്ലോയി ടു റിസീവ് റിയൽ ലൈഫ് ബിസിനസ് സിറ്റുവേഷൻ ആൻഡ് സോൾവ് ദം അല്ലെ. ഒരു റിയൽ ലൈഫ് അയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെ അയാൾക്ക് കൊടുക്കുകയും അയാൾ അത് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച് സെറ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, കേസ് സ്റ്റഡി ഉണ്ട്. Then നാലാമത്തത് കമ്പ്യൂട്ടർ മോഡലിംഗ്. എന്താണ് കമ്പ്യൂട്ടർ മോഡലിംഗ്? അധികം നോക്കിക്കോ. കമ്പ്യൂട്ടർ മോഡലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനീസ് ബൈ സിമുലേറ്റിംഗ് റിയൽ ലൈഫ് സിറ്റുവേഷൻ യൂസിങ് എ കമ്പ്യൂട്ടർ. ദീസ് allow trainee to practice and make decision in a safe environment. ഓക്കെ, അതായത് ഇപ്പം ഈ എന്താ പറയുക പൈലറ്റ്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അതായത് അവർ എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ അവരെന്താ വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് എന്താണ് എന്താണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യം അതെന്താ ഓൾറെഡി എന്താണ് ഒരു കമ്പ്യൂട്ടർ ത്രൂ നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉണ്ട്. എന്താ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഈസ് ആൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് വേർ എംപ്ലോയീസ് ആർ taught using real equipments in a special training center. ഉണ്ടല്ലോ, റിയൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സെന്ററിൽ അല്ലെ ജോലി പഠിക്കാൻ മറ്റൊരു സ്ഥലമായിരിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മളെ റിയൽ എക്യുപ്മെന്റ്സ് ആയിരിക്കും അല്ലെ. നമ്മൾ പൈലറ്റ്മാരൊക്കെ അവർ എയർപോർട്ടിൽ കൂടിയാണോ പഠിക്കുക അല്ലെ? പൈലറ്റ്മാർ എയർപോർട്ടിൽ കൂടിയാണോ വിമാനം ഓടിച്ച് പഠിക്കുക? അല്ല, അവർക്ക് അതിന് വേറെ സ്ഥലം ഉണ്ടാവും. പക്ഷേ എന്താണ് റിയൽ എക്യുപ്മെന്റ്സ് അല്ലെ, വിമാനം ഓടിച്ച് തന്നെ ലെവൽ പഠിക്കാം. റെഡി, അതാണ് ഇന്ന് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെ. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാം ത്രൂ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് പോകുക എന്നുള്ളതാണ്. മെത്തേഡ് ടീച്ച് സ്പെസിഫൈ സ്കിൽ ഓർ നോളജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എന്താണ് ഇൻഫർമേഷൻ ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ പാർട്സ് അറേഞ്ച്ഡ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെ. സിമ്പിൾ ടു കോംപ്ലക്സിലേക്ക് നമ്മൾ പ്രോഗ്രാമിനെ മാറ്റി അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് പോകും. അതാണ് ഇത്. അതെ, അങ്ങനെ പഠിച്ചാൽ എല്ലാവരും ചാരമാകും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണിത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 5 എണ്ണമാണ് നമുക്ക് ഓഫ് ദ ജോബിൽ പഠിക്കാനുള്ളത്. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. റെഡി അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ്? റെഡി? അപ്പം ഇനി ഓക്കെ. അപ്പോൾ ബാക്കി ചാപ്റ്റർ ഇനിയിപ്പോൾ രണ്ടു മിസ്സിനെ വിളിക്കാം. മിസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. റെഡി. ഓക്കെ, രണ്ടു മിസ് വന്നോളൂ. റെഡി? ഇനി നമുക്ക് 2 കുഞ്ഞി ചാപ്റ്ററുകൂടെ ഉണ്ട്. ദെൻ ബാക്കി 2 മിസ്സിന്റെ ചാപ്റ്റേഴ്സ് കൂടെ വരാണ്ട് നമുക്ക് സെറ്റാക്കാം. റെഡി അല്ലേ? ഓക്കെ. ചെറുതാ കൈമാറുന്നു. യെസ്. ഓക്കെ. യെസ്, ആരും എവിടെയും പോകരുത്. മിസ്
ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഇനി അധികം സമയമില്ല, ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇരുത്തി സാറിന് കഴിഞ്ഞതാ. ഓക്കെ, പെട്ടെന്ന് തന്നെ തീർക്കാം കേട്ടോ. ഓക്കെ, മാർക്കറ്റിംഗ് കഴിഞ്ഞു അല്ലേ? ഷടാ, ഇതിൻ്റെ ഇത് സാധനം എവിടെ? കിട്ടാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, വല്ലപ്പോഴും ചാറ്റ് ബോക്സ് എന്തുവാടാ ഈ കമൻസിൽ വന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നടന്ന നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്താണ് മാനേജ്മെന്റ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ? മാനേജ്മെന്റ് ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ വർക്കിംഗ് ടുഗദർ ഇൻ ഗ്രൂപ്പ് എഫിഷ്യൻ്റ്ലി അക്കംപ്ലിഷിംഗ് സെലക്റ്റഡ് എയിംസ് അല്ലേ? അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ എൻവയോൺമെന്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച എയിംസിലേക്ക് അവരെ എത്തിക്കുക എന്ന് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ് അല്ലെ? എപ്പോഴും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയെ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനായിരിക്കും എപ്പോഴും മാനേജ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അപ്പോൾ ഓൾവേസ് എയിംസ് അറ്റ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ? എന്നിട്ട് ഇൻഡിവിജ്വൽ എഫേർട്സിനെ കോമൺ ഗോളിലേക്ക് എത്തിക്കുന്നു. പിന്നെ അടുത്തതാണ് മാനേജ്മെന്റ് പെർവസീവ് ആണ്. അല്ലാതെ എല്ലാ ഗ്ലോബൽ കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാ ലെവൽസിലും മാനേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെയാണ് മാനേജ്മെന്റ് ഇസ് എ മൾട്ടി ഡയമെൻഷണൽ ആണ്. മാനേജ്മെന്റ് മെയിൻ ആയിട്ട് 3 ഡയമെൻഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒന്ന് മാനേജ്മെന്റ് ഓഫ് വർക്ക്. നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ വർക്കിനെയും നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? കറക്റ്റായിട്ട് നമ്മൾ അതിനെ കറക്റ്റായിട്ട് ടേംസിലേക്ക് കൊണ്ടുവന്ന് ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബിസിനസിന്റെ അകത്ത് നടക്കുന്ന വർക്കിനെ മാനേജ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിപ്പോൾ എൻ്റെ ചാപ്റ്ററിന് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 4 ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾക്കിപ്പോൾ 10 എത്രയായി? സമയം എത്രയായി? 10:30 ആയില്ലേ? 11:30 ഉള്ളിൽ തീരും കേട്ടോ. ഓക്കെ, 11 ഉള്ളിൽ തീർക്കാൻ ഞാൻ നോക്കും മാക്സിമം. ഓക്കെ, പിന്നെ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. വർക്ക് ചെയ്യുന്ന ആളുകളെയും വർക്ക് ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് അല്ലെ? നമ്മുടെ ഔട്ട്പുട്ട് എത്ര കൊടുക്കുന്നു, അതിൽ നിന്ന് എത്ര ഇൻപുട്ട് എത്ര കിട്ടുന്നു, അതിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു എന്നും കൂടെ നോക്കണം. ക്ലിയർ അല്ലേ? നമ്മുടെ ഒത്തിരി പേര് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ലിങ്കില് കുറച്ച് ബഗ് ഒക്കെ വരുമല്ലോ, ഈ ബാൻ ആവുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കും. അത് സംഭവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അത് കയറാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ് ആർ പെർഫോം ബൈ ഓൾ മാനേജേഴ്സ് ഓൺ കണ്ടിന്യൂസ് ബേസിസ് ആണ്. ഓക്കെ, പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും മാനേജ്മെന്റ് നടക്കുക. ഒരാൾ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് മാനേജ്മെന്റ് നടക്കുന്നത്. മാനേജ്മെന്റ് function cannot be performed in isolation. Each individual perform his role at department and their efforts are directed towards common goal അല്ലേ? എല്ലാ ലെവൽസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ചേർന്ന് നടക്കുന്ന പരിപാടിയാണ്. പിന്നെ മാനേജ്മെന്റ് ഡൈനാമിക് ഫംഗ്ഷൻ ആണ് അല്ലേ? അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ രീതിയിൽ പോകുന്നതല്ല, അതിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട് അല്ലെ? ചേഞ്ചിങ് ആണ്, കീപ് ചേഞ്ചിങ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ രീതികളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ലെവൽസിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ? അതായത് മാനേജ്മെന്റ് ഹാസ് ടു മേക്ക് ചേഞ്ചസ്, ഗോൾ, ഒബ്ജക്റ്റീവ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ എൻവയോൺമെന്റ് അല്ലേ? പിന്നെ മാനേജ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, അതിനൊരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ഫെൽറ്റ് ഇൻ ദ ഫോം ഓഫ്
ഹയർ പ്രോഫിറ്റ്, ഡിസിപ്ലിൻ, സ്റ്റാഫ് എക്സെട്ര ആണ് അല്ലെ. നമുക്ക് മാനേജ്മെന്റ് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. കാരണം നമുക്ക് അതിനെ ടച്ച് ചെയ്യാനോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അതിന് നമുക്ക് ഫീൽ ചെയ്യാനാണ് പറ്റുക. ഫീൽ ചെയ്യാന്ന് പറയുമ്പോൾ എഫിഷ്യൻസിയും പ്രോഫിറ്റ് കൂടുമ്പോഴൊക്കെയാണ് നമുക്കത് മനസ്സിലാവുക. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഗ്രോത്ത്, സർവൈവൽ, പ്രോഫിറ്റ്. ഓക്കെ അല്ലേ. പിന്നെ അതുപോലെ സോഷ്യൽ അതായത് ഓർഗനൈസേഷണൽ, പിന്നെ സോഷ്യൽ, പേഴ്സണൽ. ഓക്കെ, ഇങ്ങനെ നമ്മൾ 3 ആയിട്ട് ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ ഗ്രോത്ത്, സർവൈവല്, പിന്നെ അതുപോലെ പ്രോഫിറ്റ് അല്ലെ, ഇത് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ടാക്സ്, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ടാക്സ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്, ഇങ്ങനത്തെ ഫെയർ പ്രൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സാലറി, പിന്നെ അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഡെസിഗ്നേഷൻ ഒക്കെ കൊടുക്കുക അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഡെലിഗേഷൻ, വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. മാനേജ്മെന്റ് എന്തുകൊണ്ട് ഒരു ബിസിനസ്സിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആകുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഓക്കെ, മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മാനേജ്മെന്റ് unites the resources together and give common direction to the efforts of all individuals towards achieving those goals അല്ലേ. എല്ലാവർക്കും കോമൺ ഡയറക്ഷൻസ് കൊടുത്തിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടുന്നു. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, റെഡ്യൂസ് കോസ്റ്റ് അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് create dynamic organization അല്ലേ. മാനേജ്മെന്റ് ഹെൽപ്സ് പീപ്പിൾ അഡാപ്റ്റ് ദോസ് ചേഞ്ചസ് സോ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് കോമ്പറ്റീവ് എഡ്ജ് അല്ലേ. നമ്മൾ ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസിന്റെ അകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ എന്താണ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ റെസിസ്റ്റൻസിന് ഈ പരിധി വരെ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിലൂടെ സാധിക്കും. ക്ലിയർ? പിന്നെ അതുപോലെയാണ് മാനേജ്മെന്റ് ഹെൽപ്സ് അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് അല്ലേ. നമ്മൾ പേഴ്സണൽ ഗോൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, ടീം സ്പിരിറ്റ്, കോർപ്പറേഷൻ, ഇത് കമ്മിറ്റ്മെന്റ് ടു ഗ്രൂപ്പ് സക്സസ്, ഇതിനൊക്കെ എന്താണ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അവസാനത്തേതാണ് എന്ത്? മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി അല്ലെ. സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ബിസിനസ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സോഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ റിസോഴ്സസ് ആണ് ബിസിനസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം? കറക്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി ബൈ ഗിവിംഗ് ഡ്യൂ ഇമ്പോർട്ടൻസ് സോഷ്യൽ ഒബ്ലിഗേഷൻസ് അല്ലെ. സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യമാണ് മാനേജ്മെന്റ് അല്ലെ, നേച്ചർ എന്ന് പറയുന്നത് അല്ലെ. ബിസിനസിന്റെ മാനേജ്മെന്റ് നേച്ചർ പറയുമ്പോൾ പലരും പറയും മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പറയുന്നവരുണ്ട്, അല്ല പ്രൊഫഷൻ ആണെന്ന് പറയുന്നവരുണ്ട്, അല്ല സയൻസ് ആണെന്ന് പറയുന്നവരുണ്ട് അല്ലെ. അപ്പൊ ആർട്ടാണെന്ന് പറയുന്നവർ പറയുന്നത് അതായത് ആർട്ട് റെഫേഴ്സ് ടു സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസയർ റിസൾട്ട് ആണ് അല്ലേ. അതായത് നമ്മൾ എന്താണ് ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നമുക്ക് അറിയാം, അതിനെക്കുറിച്ച് ആ ഒരു ആർട്ടിൽ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മുടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ വെച്ചാണ് ആർട്ട് ഫോം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയാൻ കാരണം അവിടെ എന്തുണ്ട്? ഒരു തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെന്ന് പറയുന്നത് അല്ലേ. ഷുഡ് ബി അവൈലബിൾ കമ്പൽസറിലി ടു അക്വയർ തിയറിറ്റിക്കൽ നോളജ് അല്ലെ. ലിറ്ററേച്ചർ, ഡാൻസിങ്, ഇതൊക്കെ ആർട്ട് ഫോം ആണ്. അതേപോലത്തെ മാനേജ്മെന്റിൽ എന്തുണ്ട്? ഒരു തിയറിറ്റിക്കൽ നോളജ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും അല്ലെ. ആർട്ട് ഫോമിൽ എപ്പോഴും പ്രാക്ടീസും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അതേപോലെ മാനേജ്മെന്റിന്റെ അകത്തും എന്തുണ്ട്? അയാൾ ഓരോ പ്രശ്നങ്ങളെയും ചെയ്ത് അയാൾക്ക് പ്രാക്ടീസ് വരുന്നു, അതിൽ അയാളുടേതായ രീതിയിൽ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുന്നു, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനും കിട്ടുന്നു അല്ലെ.
അല്ലേ? അപ്പം നമ്മളൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ലെവലിലായിരിക്കും, അല്ലെ? നമുക്ക് പറ്റുന്ന ടാലന്റ് വെച്ചിട്ടായിരിക്കും. അതേപോലെ ആവണമെന്നില്ല മറ്റൊരാൾ എന്ത് ചെയ്യുന്നത്, അല്ലെ? അപ്പം എല്ലാവരും പാട്ട് പാടുന്ന ഒരേ രീതിയിലല്ല. യേശുദാസ് പാടുന്നതും ഇപ്പോൾ ഫെജോ പാടുന്നതാണെങ്കിൽ ഹനാൻഷ പാടുന്നതൊക്കെയാണ് പല രീതിയിലാണ്. അപ്പോൾ അവരുടെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ആർട്ട് ഫോമിൽ. അതേപോലെ തന്നെ മാനേജ്മെന്റിലും പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആർട്ട് ഫോം ആണെന്ന് പറയാം. ഇനി മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെ? അതായത് ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് എന്തെന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സയൻസിൽ ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾസ്, കാര്യങ്ങളുണ്ട്. അപ്പൊ മാനേജ്മെന്റ് എങ്ങനെയാണ് സിസ്റ്റമൈസ്ഡ് ഒരു ബോഡിയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്തുണ്ട്, അവിടെയും പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിന് പറയുന്നത് ഒന്നാമത് സയൻസ് ആസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ, അല്ലെ? നമ്മൾ സയൻസിൽ എല്ലാത്തിലും പ്രിൻസിപ്പിൾസും തത്വങ്ങളും അതനുസരിച്ചുള്ള എക്സ്പെരിമെന്റേഷന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സയൻസിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഫോം ത്രൂ ഒബ്സർവേഷൻ ആൻഡ് റിഗറസ് എക്സ്പെരിമെന്റേഷൻ, അല്ലെ? അതായത് നമ്മൾ നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അതിൽ പറയുന്നുണ്ട് ആ രണ്ട് ആൾക്കാർ, അല്ലെ? ഹെൻറി ഫയോൾ ആണെങ്കിലും ടൈലർ ആണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്സർവേഷന്റെ ബേസിൽ, അല്ലെ? അവർ കറക്റ്റ് ആയിട്ട് എക്സ്പെരിമെന്റേഷന്റെ ഒബ്സർവേഷന്റെ ബേസിലാണ് പ്രിൻസിപ്പിൾസ് കിട്ടിയത്. അത് നമ്മുടെ സയൻസിന്റെ അകത്തും അങ്ങനെ തന്നെയാണ്, അപ്പൊ മാനേജ്മെന്റിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെ? സയൻസിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് എന്ത് എക്സ്പെരിമെന്റ് ചെയ്താലും അമേരിക്ക പോയിട്ട് അതേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്താലും കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും, അല്ലെ? പക്ഷെ മാനേജ്മെന്റ് കേസിൽ അങ്ങനെ യൂണിവേഴ്സൽ വാലിഡിറ്റി കുറവാണ്. കാരണം ഇവിടെ ചെയ്യുന്ന രീതിയിൽ അല്ല നമുക്ക് മറ്റ് രാജ്യത്ത് പോയിട്ട് അവിടെ മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഡിഫറൻസ് ഉണ്ട്, അവിടെ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, അല്ലെ? അപ്പോൾ മാറ്റം വരും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റ് എന്തല്ല, ഒരു പ്യോർ സയൻസ് അല്ല എന്ന് പറയാം. ഒരു പ്യോർ സയൻസ് അല്ല, ഒരു ഇൻഡെക്സാറ്റ് സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പലരും പറയും മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ പ്രൊഫഷൻ ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, അല്ല? ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കണം, അല്ലെ? പ്രൊഫഷൻ ആർ ബിൽഡ് ഓൺ ക്ലിയർ സ്ട്രക്ചേർഡ് ബോഡി ഓഫ് നോളജ് ഒബ്റ്റൈനബിൾ ത്രൂ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ്, അല്ലെ? ഇപ്പൊ ഒരു പ്രൊഫഷന്റെ അകത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് കേസിൽ പറഞ്ഞാലും നമുക്ക് അവിടെ ഒരു പഠിത്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നോളജ്, ട്രെയിനിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജ്മെന്റിന്റെ കേസിലും വരുന്നുണ്ട്, അല്ലെ? നമ്മൾ മാനേജേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്, നോളജും പ്രാക്ടീസും ട്രെയിനിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ റെസ്ട്രിക്റ്റഡ് എൻട്രി ആയിരിക്കും പ്രൊഫഷന്റെ അകത്ത്. ഓക്കെ, പക്ഷെ അതുപോലെയല്ല ഒരിക്കലും മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ. ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ പ്രൊഫഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെ? എനിവൺ ക്യാൻ ബിക്കം എ മാനേജർ റിഗാർഡ്ലെസ് ഓഫ് ക്വാളിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് മാനേജ്മെന്റിന് എന്താണ് പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ചില അസോസിയേഷൻസ് ഉണ്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല, അല്ലെ? അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും മെഡിക്കൽ ബോർഡിന്റെ രജിസ്ട്രേഷൻ വേണം, എന്നാലേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം അതുപോലെ അഡ്വക്കേറ്റ് ആണെങ്കിൽ ബാർ കൗൺസിലിൽ വേണം, എന്നാലേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവർക്ക് വാദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ മാനേജ്മെന്റിന് വേണ്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ മാനേജേഴ്സിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡി ആയിട്ടൊന്നും, ഒരു ഓട്ടോണോമസ് കോർപ്പറേഷൻ ആയിട്ടൊന്നും അത് മാറിയിട്ടില്ല. ക്ലിയർ? പിന്നെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാകും, അല്ല? ഇന്നതേ ചെയ്യാൻ പാടും. ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾ ആ പ്രൊഫഷൻ്റെതായിട്ടുള്ള എത്തിക്സ് വിട്ട് കളിക്കാൻ പാടില്ല. പക്ഷെ മാനേജ്മെന്റിൽ അങ്ങനെയൊന്നുമില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ professions such as medicine adhere to ethical codes guiding members behavior like Hippocratic oath for doctors, അല്ലെ? ഡോക്ടേഴ്സ് എന്താണ് മറ്റേ സത്യപ്രതിജ്ഞ ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അതുപോലെ ഒന്നും മാനേജ്മെന്റിൽ ഇല്ല. പിന്നെ പ്രൊഫഷൻ എപ്പോഴും ഒരു സർവീസ് മോട്ടീവ് ആണ്, അല്ലെ? പക്ഷെ മാനേജ്മെന്റ് മെയിൻ ഗോൾ ഹെൽപ്പിംഗ് ഓർഗനൈസേഷൻ സക്സീഡ് വെദർ ത്രൂ പ്രോഫിറ്റ് ഓർ സർവീസസ്, അല്ലെ? പക്ഷെ ബിസിനസ് എപ്പോഴും ഒരു സർവീസ് മോട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല. ഓക്കെ, ഇനി നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലേക്ക് കടക്കാം, അല്ലെ? നമ്മൾ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഡ്യൂട്ടീസിനെ വേറെ ലെവലിലേക്ക് പുഷ് ഡൗൺ ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമാണ് നമുക്ക് ഈ ലെവൽസും വരുന്നത്. അപ്പൊ ആദ്യത്തെ ലെവലാണ് ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടോപ്പ് മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് അനലൈസ് ദ ബിസിനസ് എൻവയോൺമെന്റ് ഫോർ സർവൈവൽ, അല്ലെ? അപ്പൊ ബിസിനസിന്റെ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുന്നതൊക്കെ ആരാണ്? ടോപ്പ് മാനേജേഴ്സ് ആണ്. അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രാറ്റജീസ്, പോളിസീസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. എൻഷുർ വെൽഫെയർ ആൻഡ് സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ വെൽഫെയർ, സർവൈവൽ, ഗ്രോത്ത് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. പിന്നെ മാനേജസ് ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ്
പിന്നെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത് ഇവരാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നെക്സ്റ്റ് ആൾക്കാരാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് ഇന്റർപ്രറ്റ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ ടോപ്പ് മാനേജ്. അപ്പൊ ടോപ്പ് മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന മെയിനായിട്ട് അവരുടെ പോളിസീസ് ഒക്കെ അവരെന്താ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒക്കെ ആരാണ്, ഈ മിഡിൽ മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ മോട്ടിവേറ്റ് ദം ടു അച്ചീവ് ഡിസൈഡ് ഒബ്ജക്റ്റിലേക്ക് അല്ലെ, അവരാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് സെറ്റ് ചെയ്ത് വെച്ച് ഗോള്, പക്ഷെ അതിലേക്ക് നടന്നു ചെല്ലാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്. പിന്നെ കോർപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് ഇവര്. ക്ലിയർ? സെറ്റ്. പിന്നെ ടു select and appoint employees for middle and supervisory level and evaluate their performance അല്ലെ, സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും. പിന്നെ assign duties and responsibility to lower managers ഡ്യൂട്ടീസും അതുപോലത്തെ റെസ്പോൺസിബിലിറ്റീസും അസൈൻ ചെയ്ത് കൊടുക്കുന്നത് മിഡിൽ മാനേജ്മെന്റ് ആണ്. ഇനി നമ്മൾ ഓപ്പറേഷണൽ മാനേജ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഇവരായിരിക്കും ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ് അല്ലെ. മറ്റേത് നമ്മളുടെ മിഡിൽ ലെവലിലുള്ള ആൾക്കാർ ഈ സൂപ്പർവൈസറി ലെവലിലുള്ളവരോട് പറയുകയാണ് ചെയ്യുന്നതാണ്, അവരാണ് എന്ത് ചെയ്യുന്നത്, വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്രിങ് വർക്കേഴ്സ് ഗ്രീവൻസ് ബിഫോർ ദ മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിന് മുന്നിൽ എംപ്ലോയീസിന്റെ ഗ്രീവൻസ്, സങ്കടങ്ങൾ, സജഷൻസ് ഒക്കെ എത്തിക്കുന്നത് ഇവരായിരിക്കും. പിന്നെ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് വർക്കേഴ്സിന്റെ ഇടയിൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് ഇവരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഫംഗ്ഷൻ ഒക്കെ ഇവരായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ പ്ലാനിങ് ഡേ ടു ഡേ വർക്ക്, അതുപോലെ തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്, അസൈനിങ് ഡ്യൂട്ടി ടു ഇൻഡിവിജ്വൽ വർക്കേഴ്സ്, എൻഷ്യൂർ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്, അതുപോലെ മെഷീൻസും ടൂൾസും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സേഫ്റ്റിയും, സൂപ്പർവൈസിങ് ദ വർക്കേഴ്സ് ആൻഡ് അസിസ്റ്റിംഗ് ദം ആണ് അല്ലേ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? സെറ്റാണോ? സെറ്റല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലേക്ക് പോവാം അല്ലെ. സിമ്പിൾ ആണ്, 5 ഫങ്ഷൻസ് അല്ലേ. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ് അല്ലെ. മാനേജ്മെന്റ്, ഏതൊരു ബിസിനസിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും ജനറൽ ആയിട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻസ് എന്ന് പറയുന്നതാണ് ഈ 5 എണ്ണം. അതിൽ വരുന്നതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിങ് ഇസ് ദ ബേസ് ഓഫ് ഓൾ അതർ ഫംഗ്ഷൻ. എല്ലാ ഫംഗ്ഷന്റെയും ബേസ് ആണ് അല്ലെ. പ്ലാൻ ചെയ്ത് പിന്നെയാണ് നമുക്ക് ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്ടിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാത്തിന്റെയും അടിത്തറ പ്ലാനിങ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സെറ്റിംഗ് അപ്പ് ഓഫ് plans, next function of management. After setting up of plans, next function of management is to organize the activities and establishing an organization structure to execute the plan. Plan execute ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഉള്ളത് സ്റ്റാഫിംഗ് ആണ്. അതെന്ന് പറയുന്നത് procure suitable employees to fill various job in the enterprise. ക്ലിയർ അല്ലേ? അതായത് aim is to place the right person for the right job at the right time ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ അല്ലെ. നമ്മൾ റൈറ്റ് പേഴ്സണെ റൈറ്റ് ടൈമിൽ റൈറ്റ് ജോബിൽ കൊണ്ടിരുത്തിയിട്ട് അവർക്ക് എന്ത് കൊടുക്കണം, ഡയറക്ഷൻ കൊടുക്കണം അല്ലെ, ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഗൈഡൻസ് കൊടുക്കണം, മോട്ടിവേഷൻ ചെയ്യണം, ലീഡർഷിപ്പ് കൊടുക്കണം, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അവസാനത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാൻ ചെയ്ത പ്ലാനിങ്ങിൽ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് അനുസരിച്ചിട്ടാണോ ഇതെല്ലാം നടന്നത് എന്ന് നോക്കുന്ന ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്, മെഷറിംഗ് ദ കറന്റ് പെർഫോമൻസ് ആൻഡ് കമ്പയറിംഗ് ദിസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ വെദർ എനി ഡീവിയേഷൻ ഇസ് ഫൗണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം അല്ല നടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബിസിനസ്സിലെ മാനേജ്മെന്റിന്റെ 6th ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ഈ കോർഡിനേഷൻ. പക്ഷെ മെയിൻ ആയിട്ട് എന്താണ്, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിന്റെ മാനേജ്മെന്റിന്റെ എസെൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെ. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ബൈ which managers synchronize or coordinate activities of different departments അല്ലേ. അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ആക്ടിവിറ്റീസിനെ സിങ്ക്രണൈസ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോർഡിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ് അല്ലെ. ഗ്രൂപ്പ് എഫേർട്സിനെ ഒരുമിച്ച് ഒരു ലൈനിലേക്ക് കൊണ്ടുവരുന്നു കോർഡിനേഷനിൽ അല്ലേ. എല്ലാം ഒരേ ലെവലിലാണ് പോകുന്നത്. ഇന്റഗ്രേറ്റ്
ഡൈവേഴ്സ് ബിസിനസ് ആക്ടിവിറ്റി ഇൻറ്റു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. അതായത് ദാറ്റ് ഓൾ പീപ്പിൾ വർക്കിംഗ് വൺ ഡയറക്ഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. എല്ലാ ആക്ടിവിറ്റിയും ഒരേ ദിശയിലേക്കാണ് പോകുന്നതെന്ന് എൻഷുർ ചെയ്യണം അല്ലേ. പിന്നെ യൂണിറ്റി ഓഫ് ആക്ഷൻ കൊണ്ടുവരിക, ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് എംപ്ലോയീസ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഗോൾസ് അല്ലേ. അതായത് ഇൻഡിവിജ്വൽ എഫേർട്സിന്റെ ഇടയിൽ യൂണിറ്റി കൊണ്ടുവരുന്ന ബൈൻഡിങ് ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെയുള്ളതാണ് അവരെന്ന് പറഞ്ഞ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഡിപ്പാർട്ട്മെന്റ്സ് ടിൽ ദ ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ഇറ്റ്സ് ഓപ്പറേഷൻ അല്ലേ. ഒരു ഓർഗനൈസേഷൻ എത്ര കാലം മുന്നോട്ട് പോകുന്നോ അത്രയും കാലം അവിടെ എന്തുണ്ടായിരിക്കും, കോർഡിനേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ പേർവസീവ് ഫംഗ്ഷൻ ആണ്, അതായത് എല്ലാ ലെവൽസിലും അല്ലേ, അതായത് 3 ലെവൽസിലും ടോപ്പ് മിഡിൽ ആൻഡ് ലോവർ ലെവൽസ് മാനേജ്മെന്റിലെല്ലാം നടക്കുന്ന ഒന്നാണ്. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജ്മെന്റ് ആണ് അല്ലേ. ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യണം, മാനേജേഴ്സ് കോർഡിനേറ്റ് ദെയർ സബോർഡിനേറ്റ്സ്, അതായത് മിഡിൽ ലെവൽ മാനേജേഴ്സിന്. മിഡിൽ ലെവൽ മാനേജേഴ്സ് കോർഡിനേറ്റ് ടോപ്പ് ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സ് കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്തു പോകുന്നത്. പിന്നെ അവസാനത്തേതാണ് കോർഡിനേഷൻ, ഒരു ഡെലിബറേറ്റഡ് ഫംഗ്ഷൻ ആണ് അല്ലേ. അതായത് എവ്രി മാനേജേഴ്സ് കോൺഷ്യസ് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യമാണ്. വോളണ്ടറി എഫേർട്ട് ഓഫ് എംപ്ലോയീസ് ആണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഇസ് ദ ആബ്സെൻസ് ഓഫ് കോർഡിനേഷൻ മേ ലീഡ് ടു വേസ്റ്റഡ് ഓഫ് എഫേർട്ട് അല്ലേ. പരസ്പര സഹകരണം ഇല്ലാതെ നമ്മൾ കോർഡിനേഷൻ ചെയ്തിട്ടും കാര്യമില്ല, ഓക്കെ, ഫലം ഉണ്ടാവില്ല. ക്ലിയർ? ഇനി കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസിന്റെ ഗ്രോത്ത് അല്ലേ, അതായത് ആസ് ആൻ ഓർഗനൈസേഷൻ ഗ്രോസ്, കോർഡിനേഷൻ ബിക്കം എസെൻഷ്യൽ ടു ബ്രിങ് ടുഗെദർ ദ ഡൈവേഴ്സ് എഫേർട്ട് ഓഫ് ഓൾ എംപ്ലോയീസ് ആൻഡ് എൻഷുർ ദേ വർക്ക് ടുവേർഡ്സ് ഷെയർഡ് ഒബ്ജക്റ്റ് അല്ലേ. ബിസിനസ് ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് അവിടെ കോർഡിനേഷന്റെ തോത് കൂടുകയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കീ ടു അതർ ഫങ്ഷൻസ് ആണ് അല്ലേ. കോർഡിനേഷൻ മേക്സ് പ്ലാനിങ് മോർ എഫക്റ്റീവ്. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ പ്ലാനിങ് ഇഫക്റ്റീവ് ആവും, ഓർഗനൈസിങ്ങിന് മീനിങ് കിട്ടും. പിന്നെ ഇന്നെവിറ്റബിൾ ഫോർ സ്റ്റാഫിംഗ് സിൻസ് ഇറ്റ് കൺസേൺ വിത്ത് ഹ്യൂമൻ ബീങ്സ് ആണ്. പിന്നെ ഡയറക്റ്റിംഗ് വിൽ ബി ഫ്രൂട്ട്ഫുൾ വിത്ത് കോർഡിനേറ്റഡ് എഫേർട്സ് അല്ലേ. അല്ല, അപ്പൊ എല്ലാ ഫംഗ്ഷൻസിനെയും ബൈൻഡ് ചെയ്ത് പോകുന്ന ഫോഴ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ അതേപോലെയുള്ളതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ. പീപ്പിൾ വിത്ത് ഡിഫറെന്റ് ഐഡിയാസ്, കൾച്ചേഴ്സ്, വ്യൂസ്, ആറ്റിറ്റ്യൂഡ് എക്സെട്ര ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ബിസിനസിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാം ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ഗോളിലേക്ക് കൊണ്ടു ചെല്ലുന്ന എത്തിക്കണം അല്ലേ. അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ കിട്ടും. മോഡേൺ ബിസിനസ് വിറ്റ്നസ് എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, സോ ദ റിക്വയർ കം മെക്കാനിസം ടു കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് വേരിയസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ആണല്ലേ. ഇപ്പം നമ്മൾ ഓർഗനൈസിങ് ഫംഗ്ഷനും ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്താണ്, ആ സിമിലർ നേച്ചറുള്ള വർക്കിനെ ഒരേ ഗ്രൂപ്പായിട്ടിട്ട് കൊണ്ടുപോവുക, അവിടെ സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോർഡിനേഷന് സാധിക്കും. ക്ലിയർ? ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സെറ്റ്? റെഡി? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ? മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ക്ലിയർ? എടാ റെഡിയാണോ? സെറ്റ്? മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. സെറ്റ്? ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബിസിനസ് എൻവയൺമെന്റ് ആണ്. എടാ പോർഷൻസ് എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോകാത്തത്. എല്ലാ ടോപ്പിക്സും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലിപ്പോൾ ഏത് ടോപ്പിക്സാണ് സ്കിപ്പ് ആയത്? എല്ലാ ടോപ്പിക്സും പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞില്ലേ? വിട്ടുപോയില്ലല്ലോ. ഫങ്ഷൻസ്, പിന്നെ അതുപോലെ മാനേജ്മെന്റ്, അതിൻ്റെ ഡെഫിനിഷന്, പിന്നെ അതേപോലെ ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. പിന്നെ നമ്മൾ ബാച്ചിൽ എടുക്കുന്നത് പോലെ ഓരോ, ഇപ്പോൾ ബാച്ചിലെ കുട്ടിയാണെങ്കിൽ ബാച്ചിലെടുത്ത പോലെ നമ്മളിങ്ങനെ പാർട്ടായിട്ട് വെക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലടാ. 11 ചാപ്റ്റേഴ്സ് ഇല്ലേ, ഇതെല്ലാം ബാച്ചിലെടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പോരാ അല്ല. നമ്മളപ്പോൾ എല്ലാ ടോപ്പിക്സും പിക്ക് ചെയ്താണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ റിവിഷനാണ് നടക്കുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിൽ ആദ്യം ഉറപ്പിച്ച് വെക്കുക നിങ്ങൾ. ഓക്കെ, വലിയ മാരത്തോൺ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. സെറ്റ്? അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യം ഇരുന്ന് ഇതാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞൊരു 10-100 എക്സാമ്പിൾ ചെയ്ത് പറഞ്ഞു തന്നതുപോലെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ നോക്കേണ്ടത് ബിസിനസ് എൻവയൺമെന്റിനെ കുറിച്ചാണ്. ഓക്കെ, ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയാൻ നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ബിസിനസ്സിൽ, അല്ലെ? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, പക്ഷെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന, ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ടൊന്നും ഇൻഡയറക്റ്റ് ആയിട്ടും ബന്ധമില്ലാത്ത എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, അല്ലെ? അപ്പോൾ ബിസിനസ് എൻവയൺമെന്റ്, ദ ടേം ബിസിനസ് എൻവയൺമെന്റ് മീൻസ് the sum total of all individuals, institutions and other forces that are outside the control of business enterprises but may affect its performance, അല്ലേ? ഇപ്പോൾ ബിസിനസ് എന്റർപ്രൈസസിന്റെ ഔട്ട്സൈഡ്, അതായത് ഔട്ട്സൈഡ് കൺട്രോളിൽ ഇരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മുടെ ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതിന് നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാൻ, ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ നമ്മൾ ബിസിനസ് എൻവയൺമെന്റ് ഫീച്ചേഴ്സിനെയാണ് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ടോട്ടാലിറ്റി ഓഫ് ഓൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞ സം ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേം ആൻഡ് വിച്ച് ആർ ഔട്ട് ഓഫ് ദ കൺട്രോൾ, അല്ലേ? ബിസിനസ്സിന് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങളുടെ ടോട്ടാലിറ്റി ആയിരിക്കും ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ് ആണ്. സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത് അത് ഓരോ ബിസിനസ്സിനെയും സംബന്ധിച്ച് സ്പെസിഫിക് ഫോഴ്സസ്, അവരുടെ ബിസിനസ് എൻവയൺമെന്റിലെ സ്പെസിഫിക് ഫോഴ്സസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കാർ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സും സപ്ലയേഴ്സും അങ്ങനത്തെ ആൾക്കാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ആ ഒരു നേച്ചർ ആയിരിക്കില്ല ടെക്സ്റ്റൈൽസ് കമ്പനിയിൽ വരുന്നത്, അല്ലേ? അപ്പോൾ സ്പെസിഫിക് ഫോഴ്സസ് അറിയുന്നത് such as investors, customers, competitors, suppliers ആണ്. Affect individually enterprises directly and immediately in their day-to-day working ആണ്, അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാർ കമ്പനി റിലേറ്റ് ചെയ്ത് വരുന്ന കൺസ്യൂമേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ ഒരിക്കലും ടെക്സ്റ്റൈൽസ് കമ്പനീനെ ബാധിക്കാൻ പോകുന്നില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു ബിസിനസ് എൻവയൺമെന്റ് എന്ന് അവരുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അത് അവരുടെ കൺട്രോളിലുള്ള കാര്യമല്ല, പക്ഷെ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ് അല്ല, എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഓരോ കമ്പനിയുടെ സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത് അവരെ ഡയറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് എഫക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ജനറൽ ഫോഴ്സസ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥ, അവരുടെ അതുപോലെ തന്നെ നിയമങ്ങൾ, പാസ്സാക്കുന്ന നിയമങ്ങൾ, ഇങ്ങനത്തെ എന്നൊക്കെ പറയുന്ന എല്ലാ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ ഒക്കെ ഗവൺമെന്റ് പോളിസി ആയിരുന്നു, എല്ലാ ബിസിനസ്സിനെ എഫക്ട് ചെയ്തിട്ടില്ലേ? അതൊക്കെയാണ് ജനറൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ജനറൽ ഫോഴ്സസ് സച്ച് ആസ് സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ കണ്ടീഷൻസ് have impact of all business enterprises and thus may affect an individual firm only indirectly, അല്ലേ? ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതെല്ലാം എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണോ? ഇനി ഇന്റർ റിലേറ്റഡ് ആണ്, അല്ലെ? ഇപ്പൊ ഇവരെല്ലാം എന്താണ്, കണക്റ്റഡ് ആണ്. ബിസിനസിന്റെ 5 ഡയമെൻഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? ബിസിനസ് എൻവയൺമെന്റ് ഇതെല്ലാം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, അല്ലെ? അത് ഡിഫറെന്റ് എലമെന്റ്സ് ഓർ പാർട്സ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ് ആസ് ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ്. അതായത് ഇപ്പൊ അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കും, പുതിയ മെത്തേഡ്സിലേക്ക് പ്രൊഡക്ഷനെ കൂട്ടും, അല്ലേ? ഇപ്പൊ ആൾക്കാരുടെ ആയുർദൈർഘ്യം കൂടുമ്പോൾ ഹെൽത്ത് കോൺഷ്യസ് കൂടും. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ബിസിനസ്സുകളെ അത് ബാധിക്കും, അല്ലേ? ഇപ്പൊ ഞാൻ നന്നായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന സമയത്ത് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ അങ്ങനത്തെ ഫുഡിന് ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഇന്റർ റിലേറ്റഡ് ആയിരിക്കും ബിസിനസ് ഇൻ എൻവയൺമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് ഇൻ നേച്ചർ ആണ്, കാരണം ദാറ്റ് ഇസ് ദേ കീപ് ചേഞ്ചിങ് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ ലെവലിൽ നിൽക്കില്ല, എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ടെക്നോളജിക്കൽ ആണെങ്കിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ക്ലിയർ? പിന്നെ അൺസർട്ടൈനിറ്റി ആണ്, അല്ലെ? അൺസർട്ടൈൻ ആണ്. ബിസിനസ് എൻവയോൺമെന്റ് ഇസ് ലാർജ്ലി അൺസർട്ടൈൻ ആസ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. അല്ലെ, നമ്മൾ എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും എന്ത് തരാൻ വേണ്ടി പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലേ? അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റിൽ എന്തൊക്കെ മാറ്റം വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ കോംപ്ലക്സ് ആണ് കൂടുതൽ, അല്ലേ? ബിസിനസ് എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഇന്റർ റിലേറ്റഡ് ആൻഡ് ഡൈനാമിക് കണ്ടീഷൻ വിച്ച് അറൈസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ 5 ഡയമെൻഷൻസ് ഉണ്ട്, ഇതെല്ലാം ക്ലോസ്ലി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ മൊത്തത്തിൽ ഒരു ബിസിനസിന്റെ എൻവയോൺമെന്റിന് എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് എന്താണ്, കോംപ്ലക്സ് നേച്ചറാണ്, സിമ്പിൾ അല്ല. ഓക്കെ, ഇനി റിലേറ്റിവിറ്റി ആണ്, അല്ലേ? റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ ബിസിനസ്സിൻ്റെയും എൻവയോൺമെന്റ് അതാത് സ്ഥലങ്ങളെയും കൂടെ അനുസരിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ് എൻവയോൺമെന്റ്, പൊതുവേ ഉള്ള ബിസിനസ് എൻവയോൺമെന്റ് അല്ല നമ്മളിപ്പോൾ ജപ്പാനിലോ
അമേരിക്കയിലോ ചൈനയിലോ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ വെച്ചിട്ട് എന്താണ് മാറ്റം വരും. റിലേറ്റീവ് കോൺസെപ്റ്റ് സിൻസ് ഇറ്റ് ഡിഫർ ഫ്രം കൺട്രി ടു കൺട്രി ആൻഡ് ഈവൻ റീജിയൻ ടു റീജിയൻ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, രണ്ട് സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യയിലും ചായക്കട ഉണ്ട്, അമേരിക്കയിലും ചായക്കട ഉണ്ട്, പക്ഷെ രണ്ടുപേരുടെയും എൻവയോൺമെന്റ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ഇനി അതിൻ്റെ അകത്ത് വരുന്നതാണ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറഞ്ഞൊരു ടേം അല്ലേ. അതായത് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റിനെ മോണിറ്റർ ചെയ്യുക, പഠിക്കുക, ഇതൊക്കെ ടോപ്പ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്ന അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ എൻവയോൺമെന്റൽ സ്കാനിങ് എന്നാണ് പറയുക. ഇറ്റ് മീൻസ് മോണിറ്ററിങ് the environment of each organization and identifying the constraints and identifying the opportunities before competitors. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഈ എൻവയോൺമെന്റൽ സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബിസിനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ അകത്തെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, കോമ്പറ്റീഷൻ കൂടുമോ, അതുപോലെ വരുന്ന തടസ്സങ്ങൾ, ഇതിനെയൊക്കെ അനലൈസ് ചെയ്യുക, കണ്ടുപിടിക്കുക. നമ്മളെക്കാൾ മുൻപ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻവയോൺമെന്റൽ സ്കാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എൻവയോൺമെന്റൽ സ്കാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോകണം അല്ലേ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കണം. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഐഡന്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജസ്. അപ്പം നമ്മളൊരു ബിസിനസ്സിന്റെ എൻവയോൺമെന്റ്, നമ്മുടെ ബിസിനസ്സിന്റെ എൻവയോൺമെന്റ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വരുന്ന തടസ്സങ്ങളിൽ നമുക്ക് കോമ്പറ്റീഷൻ കൂടാൻ പോകുന്നുണ്ടോ, എതിരാളികൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലേ. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ്റ്റേണൽ ട്രെൻഡ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വരുന്ന ത്രെഡ്സുകൾ ഉണ്ടാവും അല്ലെ, ഏർലി വാർണിംഗ് സിഗ്നൽസ് ഒക്കെ നമുക്ക് കിട്ടും. അതായത് എങ്ങനെയാണ് കോമ്പറ്റീഷൻ കൂടാൻ പോകുന്ന ഒരു പുതിയ, ഇപ്പം ഞാനൊരു സോപ്പ് കമ്പനി ആണെങ്കിൽ ഒരു പുതിയ ബ്രാൻഡ് കൂടെ വരുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിലുള്ള സിഗ്നൽസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അല്ലേ. പിന്നെ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ് ആണ്. നമ്മൾ എൻവയോൺമെന്റ് സ്കാനിങ് നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് എന്ത് ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസും അതുപോലെ തന്നെ അല്ലാത്ത ഹ്യൂമൻ റിസോഴ്സും ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ആവശ്യമാണ് എപ്പോഴും. അപ്പം നമ്മൾ എൻവയോൺമെന്റ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഏതാണ് നല്ല ടെക്നോളജി. ഇപ്പോൾ ടെക്നോളജി അപ്ഗ്രഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ റിസോഴ്സിന്റെ ഭാഗമായിട്ട് മെഷീനറീസ് കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള റിസ്ക് കുറഞ്ഞ വേയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ എൻവയോൺമെന്റ് ഇസ് എ സോഴ്സ് ഓഫ് വേരിയസ് റിസോഴ്സസ് ആണ്. ബിസിനസ് അസംബിൾസ് വേരിയസ് ഇൻപുട്സ് ലൈക്ക് മെറ്റീരിയൽ, മെഷീൻസ്, ഫിനാൻസ് എക്സെട്ര ഫ്രം ഇറ്റ്സ് എൻവയോൺമെന്റ് ലൈക്ക് ഫൈനാൻഷ്യൽ സപ്ലൈസ് എന്നൊക്കെ നമുക്ക് എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് വഴിയാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ, യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ചേഞ്ചസിനെ നമുക്ക് എന്ത് കോപ്പി ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അല്ലേ. ക്ലിയർ അല്ലേ? ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്, ബ്രാൻഡ് ലോയാലിറ്റി, ഫാസ്റ്റ് ചേഞ്ചിങ് ടെക്നോളജി, ഗ്ലോബൽ കോമ്പറ്റീഷൻസ്. ടു കോപ്പ് വിത്ത് ദീസ് ചേഞ്ചസ് മാനേജർ മസ്റ്റ് ബി ഡൈനാമിക് അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് അറിയാം അല്ലേ, നമ്മൾ പ്രൊഡക്റ്റിൽ തന്നെ അപ്ഗ്രഡേഷൻസ് കൊണ്ടുവന്നിരിക്കും അല്ലേ. ചേഞ്ചസിനനുസരിച്ച് ഇപ്പോൾ ഐഫോൺ തന്നെ പണ്ടിറങ്ങിയ ഐഫോണും ഇപ്പോഴത്തെ ഐഫോണും തമ്മിൽ എന്തോരം മാറ്റമുണ്ട്. അതെന്താണ്? ചേഞ്ചസിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? പിന്നെ പ്ലാനിങ്, അതായത് പോളിസി ഫോർമുലേഷന് ഹെൽപ്പ് ചെയ്യും അല്ലെ. ബിസിനസ്സിന്റെ ടോപ്പ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പോളിസീസ് അല്ലെ ഫ്രെയിം ചെയ്യുന്നത് അവരാണ് അല്ലെ. അപ്പോൾ അവർ എന്തിന്റെ ബേസിലാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? ഈ ബിസിനസ് എൻവയോൺമെന്റിനെ പഠിച്ചതിന്റെ ബേസിലാണ്. അപ്പോൾ എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ഗീവ്സ് വൈറ്റൽ ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് ദ ബേസിസ് ഫോർ ഡിസൈഡിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. അത് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് അല്ലേ. അപ്പോൾ ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെയാണ് ഇംപ്രൂവിങ് പെർഫോമൻസ് അല്ലേ. ബിസിനസ്സിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. മെനി സ്റ്റഡീസ് റിവീൽസ് ദാറ്റ് ദ ഫ്യൂച്ചർ ഓഫ് ആൻ എന്റർപ്രൈസ് ഇസ് ക്ലോസ്ലി ബൗണ്ട് വിത്ത് ദ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങളെയൊക്കെ കണ്ടുപിടിച്ച്, ത്രെഡ്സ് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ എടുക്കുക, ഗ്രാബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് പോയാൽ തന്നെ ബിസിനസ്സിന്റെ എന്താണ് പെർഫോമൻസ് കൂടും അല്ലേ. അപ്പോൾ enterprises which continuously monitor and adopt suitable policies will improve their performance. ഓക്കെ, സിമ്പിൾ. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ക്ലിയർ ആണോ? അങ്ങനെയാണ് നമ്മൾ ഇനി ഡയമെൻഷൻസിലേക്കാണ് പോകുന്നത്. ബിസിനസ് എൻവയോൺമെന്റിന്റെ 5 ഡയമെൻഷൻസ് ഉണ്ട് അല്ലേ. അതിൽ ആദ്യത്തേതാണ് എക്കണോമിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം സാമ്പത്തികപരമായിട്ട് വരുന്നതാണ് കേട്ടോ, ഒരു എക്കണോമി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക്
ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, ഡിസ്പോസിബിൾ ഇൻകം അല്ലേ. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം അല്ലേ. ഇപ്പം സീസണൽ ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് വരുന്ന, ഇപ്പോൾ RBI പറയുകയാണ് കുറച്ച് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ചുരുങ്ങിയ ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതൽ ലോണൊക്കെ കിട്ടുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ആണെന്ന് പറയുന്നത് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇതൊന്നും ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, അതൊക്കെ ബിസിനസിന്റെ ഔട്ട് ഓഫ് കൺട്രോളിലാണ്, പക്ഷെ അതൊക്കെ ബിസിനസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനിയുള്ളതാണ് സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി ആണ് അല്ലേ. അതായത് സോഷ്യൽ ഫോഴ്സസ് ലൈക്ക് കസ്റ്റംസ്, ആ നാട്ടിലെ ആൾക്കാരുടെ കസ്റ്റംസും വിശ്വാസങ്ങൾ, ട്രഡീഷൻസ്, ആചാരങ്ങൾ, അതുപോലെ ആ നാട്ടിലെ ട്രെൻഡ്, പിന്നെ സൊസൈറ്റി എക്സ്പെക്ടേഷൻസ്, എങ്ങനെയാണ് ആ നാട്ടിലെ സൊസൈറ്റിയുടെ ബിസിനസ്സിൽ നിന്ന് എങ്ങനെയുള്ള ബിസിനസ്സുകളാണ് ആ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്, ഫെസ്റ്റിവൽ സീസൺസ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ, ലൈഫ് എക്സ്പെക്ടൻസി, ഇങ്ങനത്തെയൊക്കെ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. ഇതൊന്നും ബിസിനസിന്റെ കൺട്രോളിലല്ല, പക്ഷെ ഇതിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഉള്ളത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സയന്റിഫിക് ഇംപ്രൂവ്മെന്റ് ആണ് അല്ലെ. സയന്റിഫിക് ആയിട്ട് വരുന്ന ഇംപ്രൂവ്മെന്റ്, ടെക്നോളജിയിൽ വരുന്ന അപ്ഗ്രഡേഷൻസ്, പുതിയ ഇന്നോവേഷൻസ്. ഓക്കെ, ഇന്നോവേഷൻസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. പുതിയൊരു പ്രൊഡക്റ്റ്, പുതിയൊരു മെഷീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഉള്ളത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. അത് ആ രാജ്യത്തെ പൊളിറ്റിക്കൽ കണ്ടീഷനെയാണ് കാണിക്കുന്നത് അല്ലെ. അതായത് സ്റ്റെബിലിറ്റി ഉണ്ടോ, പീസ് ഉണ്ടോ, പീസ്ഫുൾ ആയിട്ട്. ഇപ്പൊ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ തകർന്നിരിക്കുകയാണ്, അവിടെയൊന്നും മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ രാജ്യത്തെ ഗവൺമെന്റ് എങ്ങനെ ബിസിനസ്സുകാരെ നോക്കിക്കാണുന്നു, ബിസിനസ്സിന് അനുകൂലമായിട്ടാണോ അല്ലെങ്കിൽ കുറച്ച് റിബലായിട്ടാണോ നിൽക്കണേ, ഇതൊക്കെയാണ് അല്ലേ. ഇനിയുള്ളത് ലീഗൽ എൻവയോൺമെന്റ് ആണ്. ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻസ് ആണ്, നിയമങ്ങളൊക്കെ. ഇപ്പം നമുക്കറിയാം ആൽക്കഹോള് അല്ലെങ്കിൽ അതുപോലെ ഡ്രഗ്സ് പോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് എന്തില്ല, പരസ്യം ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലേ. അത് നിയമപരമായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറേ പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ അകത്തൊക്കെ എഴുതണം. അതായത് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ സിഗ്നൽസ് എഴുതണം. പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഒരു സിഗരറ്റ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് എഴുതുക, പുകവലിക്കുന്നത് കുറ്റക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ലെജിസ്ലേഷൻ, നിയമങ്ങൾ അവർ പാലിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അങ്ങനത്തെ പ്രൊഡക്ട്സ് വിൽക്കുന്നവർ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലെജിസ്ലേഷൻ പാസ്ഡ് ബൈ ഗവൺമെന്റ്, അല്ലെങ്കിൽ സെൻട്രലോ സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ കോർട്ട് ജഡ്ജ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഡിസിഷൻസ് റെൻഡേർഡ് ബൈ വേരിയസ് ഏജൻസീസ്, കമ്മീഷൻസ് ഒക്കെ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? സെറ്റാണോ? മനസ്സിലായോ ഇത്രയും നേരം പറഞ്ഞത്? പാൻ മസാല പരസ്യങ്ങൾക്കൊക്കെ വിഷമകരമാണോ? ബാക്കി പരസ്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? ഓക്കെ, പാൻ മസാലയ്ക്കൊക്കെ പണ്ട് പരസ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം, പണ്ട് അക്ഷയ് കുമാർ അങ്ങനത്തെ പല നടന്മാർ ഇതുപോലത്തെ ഈ പാൻ മസാലയ്ക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് പ്രൊഡക്റ്റിലൊക്കെ അവർ ആ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ ഇപ്പം അത് ചെയ്യാൻ പറ്റില്ല അല്ലേ, അത് നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനി നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം തെരഞ്ഞെടുത്ത ഒരു മെത്തേഡായിരുന്നു LPG എന്ന് പറയുന്നത് അല്ലെ. ഇതെന്താ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നോക്കുന്നത് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ഓക്കെ, അപ്പൊ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതാണ് LPG അല്ലേ. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? This policy has sought to liberate industry from shackle of the licensing system. പണ്ട് നമ്മുടെ എക്കണോമി ക്ലോസ്ഡ് എക്കണോമി ആണല്ലോ, എക്കണോമിക്സ് പഠിച്ച കുട്ടികളല്ലേ, അപ്പൊ അറിയാം നിങ്ങൾക്ക്. ക്ലോസ്ഡ് എക്കണോമി ആയിരുന്നു പണ്ട്, ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ലൈസൻസ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഭയങ്കര നമ്മൾ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാലും പ്രൈവറ്റ് സെക്ടേഴ്സിനേക്കാൾ പബ്ലിക് സെക്ടേഴ്സിനായിരുന്നു ഡോമിനൻസ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിൽ നമുക്ക് എന്താ ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ മനസ്സിലായി അനാവശ്യമായിട്ടുള്ള ഈ എന്താ പറയുന്നത് ഈ രീതിയിലുള്ള പിടിച്ചു വെക്കലൊക്കെ എടുത്ത് കളഞ്ഞാൽ
അല്ലെ? ഒരുവിധം നമ്മുടെ ബിസിനസ്സുകാരെ വളരാൻ അനുവദിച്ചാൽ അത് നമ്മുടെ എക്കണോമിയിലേക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മനസ്സിലായി അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ലൈസൻസ് സിസ്റ്റത്തെ എടുത്തു മാറ്റുക. അതുപോലെ തന്നെ ലിബറലൈസിങ് ദ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ഓൾ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്, അല്ലെ? റെസ്ട്രിക്ഷൻസിൽ നിന്നും കൺട്രോൾസിൽ നിന്നൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ഇതുകൊണ്ട് അവർ മെയിൻ ആയിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് abolition of industrial licensing for most industries expected for a short list, അല്ലേ? അപ്പോൾ ഒരുവിധം എല്ലാ ടൈപ്പ് ബിസിനസ്സിനെയും ഈ ലൈസൻസ് വേണം എന്നതിൽ നിന്ന് ഒഴിവാക്കി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അവർ സോർട്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച് അതിന് മാത്രം ലൈസൻസ് വേണം എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു. പണ്ട് അതില്ലായിരുന്നു. പിന്നെ അതുപോലെ ഫ്രീഡം ഇൻ ഫിക്സിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെ? ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ പ്രൈസിങ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് മാറ്റി. പിന്നെ ഫെസിലിറ്റേഷൻ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ഫോറിൻ കമ്പനീസ് ടു ഇൻവെസ്റ്റ് ആൻഡ് കൊളാബറേറ്റ് ടു ഇന്ത്യ. അപ്പം ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ അവരെന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു. പിന്നെ അതുപോലെ ടാക്സ് റേറ്റ് കുറച്ചു, അല്ല? അൺനെസസറി റെഗുലേറ്ററി കൺട്രോൾസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് ഇമ്പോർട്ട് എക്സ്പോർട്ട്. പണ്ട് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒത്തിരി പ്രൊസീജിയേഴ്സ് വന്നു. അതിനൊക്കെ അവർ കുറച്ചുകൂടെ എന്ത് ചെയ്തു? സിമ്പിൾ ആക്കി കൊടുത്തു. അതാണ് ലിബറലൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ നാഷണലൈസേഷന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിന് വലിയ റോൾ കൊടുക്കുക, അതായത് ഗിവിംഗ് എ ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ദ നാഷണൽ ബിൽഡിംഗ് പ്രോസസ് വൈൽ റെഡ്യൂസിംഗ് ദ ഡോമിനൻസ് ഓഫ് ദ പബ്ലിക് സെക്ടേഴ്സ്. പബ്ലിക് സെക്ടേഴ്സിന്റെ ഡോമിനൻസ് കുറച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഷെയർസ്, കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുത്തു, അല്ലേ? ടു ഇംപ്ലിമെന്റ് ദിസ് ചേഞ്ച് ദ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് കീ മെഷർ അണ്ടർടേക്ക് എ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, അല്ലെ? ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിന്റെ ഭാഗമായിട്ട് റീഡിഫൈനിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടേഴ്സ്. പബ്ലിക് സെക്ടേഴ്സിന്റെ അത്രയും കാലം ഉണ്ടായിരുന്ന ഡോമിനൻസ് കുറച്ചു, അല്ലെ? പിന്നെ അതുപോലെ അഡോപ്റ്റിംഗ് എ പോളിസി ഓഫ് പ്ലാൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് എന്താണ്? അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടുതൽ ഷെയർസ് കൊടുത്തു, പബ്ലിക് സെക്ടേഴ്സിന് ഷെയർസ് കുറച്ച് പിൻവലിച്ചു, അല്ലെ? Where the government gradually reduced its stake in business sector enterprises, referring loss making and sick public enterprises to the Board of Industrial and Financial Restructuring of Closure, അല്ലെ? അപ്പം നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ കണ്ടെത്തി അതിന് വേണ്ട രീതിയിൽ ഒന്നെങ്കിൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടുക എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റി തുടങ്ങി. അപ്പം ഇത്രയാണ് പ്രൈവറ്റൈസേഷനിലൂടെ ഉദ്ദേശിച്ചത്. ഇനി ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് നാഷണൽ എക്കണോമീസ് ഇൻ ടു യൂണിഫൈഡ് ഗ്ലോബൽ എക്കണോമി. മറ്റു രാജ്യങ്ങളുടെ എക്കണോമിയായിട്ട് മൊത്തത്തിൽ എല്ലാ എക്കണോമിനെയും ഒരുമിച്ച് ഒരു എക്കണോമിയാക്കി മാറ്റുന്നത്, അല്ലേ? അത് പണ്ടത്തെ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ലൈസൻസ് വേണം, താരിഫ്, പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്, നമുക്ക് കയറ്റി അയക്കാവുന്നതിലൊക്കെ ലിമിറ്റേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി. However, the new economic policy of 1991 marked a shift towards trade liberalization focusing on, അല്ലെ? 1991 ഈ ഇൻഡസ്ട്രിയൽ പോളിസി, എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഈസിങ് ഇമ്പോർട്ട് റെഗുലേഷൻ, അല്ലേ? അതായത് ഇമ്പോർട്ട് റെഗുലേഷൻസ്, ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ഈസി ആക്കി കൊടുത്തു. പിന്നെ അതുപോലെ എക്സ്പോർട്ടിനെയും അതുപോലെ തന്നെ അതിൻ്റെ താരിഫ്, എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക, താരിഫ് കുറച്ച് കൊടുക്കുക. അതുപോലെ റിഫോമിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് പോളിസിയിലൊക്കെ മാറ്റം കൊണ്ടുവരാനൊക്കെയാണ് ചെയ്തത്. ദീസ് റിഫോംസ് എയിം ടു ഇന്റഗ്രേറ്റ് ഇന്ത്യ മോർ ക്ലോസ്ലി വിത്ത് ദ ഗ്ലോബൽ എക്കണോമി ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് ഐസൊലേഷൻ ഫ്രം ഗ്ലോബൽ മാർക്കറ്റ്, അല്ലേ? അപ്പം ഇങ്ങനെ ചെയ്തതൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ, അതായത് നമ്മുടെ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ഐസൊലേറ്റ് ആയി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതല്ലാതെ അവരെയൊക്കെ ചേർത്ത് നിർത്തി ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇതിൽ നോക്കിയിരിക്കേണ്ട ഒരു ഏരിയ ആണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ? 2016 നവംബർ 8 ഡിമോണിറ്റൈസേഷൻ സംഭവിച്ചത്, അല്ലെ? അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിമോണിറ്റൈസ്ഡ് 500 1000 കറൻസി നോട്ട്സ് ഒക്കെ അവർ എന്ത് ചെയ്തു? പിൻവലിച്ചു, അല്ലെ? അത് 86% ക്യാഷ് സർക്കുലേഷനൊക്കെ എഫക്ട് ചെയ്ത വലിയൊരു കാര്യമാണ്. അതായത് ഈ നോട്ടൊന്നും ലീഗലി ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആക്സെപ്റ്റ് വാല്യൂ. ഇപ്പം നമ്മൾ ഒരു പേപ്പർ കടലാസ് 10 രൂപേൻ്റെ ഒരു കടലാസ്, എന്താ അതിന് ഈ 10 രൂപ വാല്യൂ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളത് കൊടുക്കണം, അല്ലേ? അപ്പൊ ഇനി അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, അത് വെറും പേപ്പർ കടലാസ് പോലെ കൺസിഡർ ചെയ്യുന്ന ലെവലായിരുന്നു. അപ്പൊ സീസ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ എന്താണ് ലീഗൽ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് കളയാണ് ചെയ്തത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്
കറപ്ഷൻ കുറയ്ക്കുക, അതുപോലെ നമ്മുടെ കള്ള നോട്ടുകൾ മാറ്റുക, സ്റ്റോപ്പ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലേ, അല്ലെ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഒത്തിരി ഫണ്ട് പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കുക, ബ്ലാക്ക് മണി അല്ലേ, കള്ളപ്പണം അല്ലേ, അതായത് സോഴ്സ് കാണിക്കാത്ത ടാക്സ് കൊടുക്കാത്ത കുറെ പൈസകൾ അതിനെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ, ഇതുകൊണ്ടുണ്ടായ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷേഴ്സ് അല്ലെ, പീപ്പിൾ വിത്ത് ലീഗൽ ഇൻകം കുഡ് ഡെപ്പോസിറ്റ് ഓൾഡ് നോട്ട് ഇൻ ബാങ്ക്, ദോസ് വിത്ത് അൺഅക്കൗണ്ടഡ് മണി ഹാഡ് ടു ഡിക്ലെയർ പേ ടു ടാക്സ് ആൻഡ് പെനാൽറ്റി അല്ലേ. അതുകൊണ്ട് ലീഗലായിട്ട് നിയമപരമായിട്ട് കയ്യിലുണ്ടായിരുന്ന പൈസ ഉള്ളവർക്കൊക്കെ അത് കൊടുത്ത് മാറ്റാൻ പറ്റി, അല്ലാത്തവർക്ക് അത് അതിന്റെ സോഴ്സ് കാണിച്ച് അതിനൊക്കെ ടാക്സ് കൊടുക്കാൻ വേണ്ടി വന്നു. പിന്നെ അതായത് സ്ട്രിക്റ്റ് ആക്ഷൻ എഗെയിൻസ്റ്റ് ടാക്സ് ഇവേഷൻ അല്ലെ, ഇനി ടാക്സ് വെട്ടിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്ന് ഗവൺമെന്റ് കൊടുത്തല്ലേ, സിഗ്നൽ ദ ഗവൺമെന്റ് strong stand that the tax evasion will not be tolerated in future. ഓക്കെ, പിന്നെ അതുപോലെ ഫോർമൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് വന്നു, എല്ലാം ബാങ്ക് വഴിയൊക്കെ വന്നതുകൊണ്ടും കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ പറ്റും അല്ലെ. ഡിമോണിറ്റൈസേഷൻ brought more savings into banks. Through much of the deposit cash was later withdrawn, new deposit schemes help bank lend money at lower interest അല്ലേ. അപ്പോൾ ബാങ്ക് വഴിയാണ് ഇതെല്ലാം നമുക്ക് പൈസ മാറ്റിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് ബാങ്കിൽ കൂടുതൽ പൈസ വന്നപ്പോൾ അവർക്ക് എന്താണ് ഒത്തിരി ആയിട്ട് പൈസ ഡെപ്പോസിറ്റ് വന്നു, ഇത് വെച്ച് കൂടുതൽ ചുരുങ്ങിയ റേറ്റിലൊക്കെ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ അതുപോലെ തന്നെ ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് വന്നു അല്ലേ. അപ്പോൾ 2016 മുൻപേ നമുക്ക് ഈ ജിപേ അതുപോലെ തന്നെ ഫോൺ പേ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര പ്രചാരത്തിലില്ലായിരുന്നു. ഈ ഡിമോണിറ്റൈസേഷന് ശേഷമാണ് നമ്മളത് അത്രയും കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പോയത് അല്ലേ. അപ്പം നമ്മുടെ ഫിസിക്കൽ കറൻസിയുടെ ഉപയോഗം കുറയാൻ വേണ്ടി തുടങ്ങി. പ്രൊമോട്ടഡ് ഡിജിറ്റൽ പേയ്മെന്റ്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓൾദോ ചാലഞ്ച് ലൈക്ക് പുവർ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ലാക്ക് ഓഫ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോ ഡിജിറ്റൽ ലിറ്ററസി existed, the long term goal was to encourage formal financial transaction and improve tax compliances അല്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ നല്ല വലിയ രീതിയിലുള്ള 5G ഒക്കെ ഉണ്ടെങ്കിലും അവസ്ഥയാണ്, 5G ഉണ്ടെങ്കിലും കറങ്ങുന്നൊക്കെ അവസ്ഥ വരാറുണ്ട് അല്ലേ, ബഫറിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ എല്ലാവർക്കും അതുപോലെ ഈ ഒരു ഇന്റർനെറ്റിനെ കുറിച്ച് അറിവില്ലാത്തതൊക്കെ ഒരു പ്രശ്നമാണെങ്കിലും ഒരു ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഫോർമൽ ഫൈനാൻഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. സെറ്റ്. സെറ്റ്. ക്ലിയർ? റെഡി ആയോ? മനസ്സിലായോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സെറ്റ് അല്ലേ? സമയം ഇത്രയും 12 ആയോ? ഓ 11:20 ആയിട്ടുള്ളൂ. റെഡി. അപ്പൊ കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് മാനേജ്മെന്റ് ഫംഗ്ഷൻസിലെ ഏറ്റവും അവസാനത്തെ ഫംഗ്ഷൻ ആണ് ഈ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ടാണ് സിങ്ക് ചെയ്ത് പോകുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ലിങ്ക് ഓഫ് ദി ലിങ്ക് ആണ് അല്ലെ. പ്ലാൻ ചെയ്ത പ്രകാരം തന്നെയാണോ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കൺട്രോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ ഏറ്റവും അവസാനത്തെ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ് കൺട്രോളിംഗ് എന്ന് നോക്കിയാൽ, കൺട്രോളിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിൻ പ്ലാൻഡ് റിസൾട്ട് ഫ്രം ദ സബോർഡിനേറ്റ്സ്. The manager should exercise effective control over their performance അല്ലേ. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു, അതനുസരിച്ച് ഓർഗനൈസ് ചെയ്തു, റൈറ്റ് ആളെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസ് കൊണ്ടിരുത്തി ഡയറക്ഷനും കൊടുത്തു. ഇനി ഇവർ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആക്ച്വൽ പെർഫോമൻസ്, അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതുമായിട്ട് ബന്ധമുണ്ടോ, സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധമുണ്ടോ നോക്കണതാണ് ഈ കൺട്രോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. എന്നാലേ കറക്റ്റ് ആണോ കറക്റ്റ് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺട്രോളിങ്ങിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. ഓരോന്നും നോക്കാം അല്ലെ. ഗോൾ ഓറിയന്റഡ് ആണ്. അത് പ്ലാൻഡ് റിസൾട്ട്. ടു ഗെറ്റ് പ്ലാൻഡ് റിസൾട്ട് ദ മാനേജർ ഷുഡ് എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ് ആക്ടിവിറ്റി. സബോർഡിനേറ്റ്സിന്റെ ആക്ടിവിറ്റിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ആർക്ക് വേണം? ഈ മാനേജേഴ്സിന് വേണം. പിന്നെ പെർവേസീവ് ആണ് അല്ലെ. മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ടോപ്പ് മിഡിൽ ലോവർ ആർ എക്സ്പെക്ടഡ് ടു പെർഫോം കൺട്രോളിംഗ് ഫംഗ്ഷൻ അല്ലെ. എല്ലാ ലെവൽസിലുള്ള ആൾക്കാർക്കും എന്താണ്, എല്ലാ ലെവൽസിലുള്ളവരും കൺട്രോളിംഗ് ഫംഗ്ഷൻ ചെയ്യണം അല്ലെ. അവർ ചെയ്തതിനനുസരിച്ചാണോ പോകുന്നത് നോക്കണം. മാനേജേഴ്സ് അറ്റ് ഓൾ ടോപ്പ് മിഡിൽ ലോവർ ലെവൽസ് ആർ എക്സ്പെക്ട് ടു പെർഫോം കൺട്രോളിംഗ് ഫംഗ്ഷൻ. ദിസ് ഈസ് ടു കീപ് എ കൺട്രോൾ ഓവർ ആക്ടിവിറ്റി ഇൻ ദർ റെസ്പെക്റ്റീവ് ഏരിയ
അല്ലെ? എന്നാലേ അവരുടെ ഏരിയയിൽ എല്ലാം ശരിയായിട്ടല്ലേ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും എന്താണ് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഫോർവേഡും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ് അല്ലെ? ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ടിലേക്ക്, നമ്മൾ സെറ്റ് ചെയ്ത റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടോ? ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പ്രകാരമാണ് പോകുന്നത് എന്നുള്ളതാണ് അല്ലെ? ദ കൺട്രോളിംഗ് ഫംഗ്ഷൻ ബ്രിങ്സ് ദ മാനേജ്മെന്റ് സൈക്കിൾ ബാക്ക് ടു ദ പ്ലാനിംഗ് ഫംഗ്ഷൻ അല്ലെ? ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ ആസ് ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ഫ്യൂച്ചർ പെർഫോമൻസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അതായത് നമ്മൾ നമ്മുടെ റിസൾട്ടിലേക്ക് നോക്കുകയാണ്, ഫ്യൂച്ചറിലേക്ക് നോക്കുന്നു, അവിടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പാസ്റ്റിലെ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആക്ച്വൽ പെർഫോമൻസ് വെച്ചിട്ട് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കറക്റ്റീവ് മെഷർ എടുക്കണം അല്ലേ? ഇനി ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുന്നത് ആസ് ഇറ്റ് മെഷേഴ്സ് ആൻഡ് കമ്പയർസ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഇൻ ദ ഫാസ്റ്റ് അല്ലേ? അതായത് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ഇത്രയെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്ലാനിങ് ഇട്ടിട്ടുണ്ടോ? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? അതനുസരിച്ചിട്ടാണോ നമ്മുടെ ഇപ്പോഴത്തെ ആക്ച്വൽ പെർഫോമൻസ് എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലെ? കൺട്രോളിംഗ് ഇൻവോൾവ്സ് മെഷർമെന്റ്, comparison of result with standard, correction, suggestions, changes in planning, organizing, etc. on a continuous basis അല്ലേ? നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് വീണ്ടും പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും അല്ലേ? ഇനി കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള അവസാന ചവിട്ടുപടിയാണ് ഈ കൺട്രോളിംഗ് എന്ന് പറയുന്നത് അല്ലേ? ദ കൺട്രോളിംഗ് ഫംഗ്ഷൻ മെഷേഴ്സ് ദ progress toward the organizational goal and bring to light the deviations അല്ലേ? ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് വെളിച്ചത്തെ കൊണ്ടുവരുന്നത് ആരാണ്? നമ്മൾ കൺട്രോളിംഗ് ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ്സിന്റെ ആക്യുറസി നോക്കൂ അല്ലേ? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ശരിയാണോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ, കറക്റ്റ് ആണോ, അതിന്റെ ഒരു ക്വാളിറ്റി എഫിഷ്യൻസി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? An efficient control system keeps a careful check on the changes taking place in the organization in the environment. ഓർഗനൈസേഷണൽ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ സ്റ്റാൻഡേർഡിൽ കാര്യങ്ങൾ മാറ്റം വരുത്താൻ കൺട്രോളിംഗ് ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് അല്ലേ? അതായത് സീക്സ് വേസ്റ്റേജ്, സ്പോയിലേജ് ഓഫ് റിസോഴ്സസിനെ തടയുന്നു, പ്രിവെന്റ് ചെയ്യുന്നു അല്ലേ? കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോളിംഗ് ഫംഗ്ഷനിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേസ്റ്റേജ്, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. പിന്നെ എംപ്ലോയീസിന് മോട്ടിവേഷൻ ആണ്. കാരണം അവർക്ക് എന്തുണ്ട്? എംപ്ലോയീസ് അവയർനെസ് റിഗാർഡിംഗ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ഡു. അവരെന്താണ് ചെയ്യേണ്ടത്, ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കൺട്രോളിങ്ങിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും അല്ലേ? സോ ദാറ്റ് ദേ വിൽ ബി മോട്ടിവേറ്റഡ് ടു ഗിവ് ബെറ്റർ പെർഫോമൻസ്. പിന്നെ എൻഷുറിംഗ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ആണ്. Controlling offers an atmosphere of order and discipline in an organization. It helps to minimize dishonesty on the part of employees by keeping a close watch on their activity അല്ലേ? പിന്നെ അതുമല്ല നമ്മൾ കൺട്രോളിങ്ങിൽ അവരുടെ പെർഫോമൻസ്, വർക്ക്, ആക്ച്വൽ പെർഫോമൻസ്, റിസൾട്ട് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വ്യക്തത വന്ന് അപ്പൊ അവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ക്ലോസ് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അതിലൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യും. ക്ലിയർ? സെറ്റ്. ഇനി നമ്മൾ ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലെ? ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതായത് whenever there is a deviation of actual performance from the standard, controlling helps in deciding the future course of action. ഇനി നമ്മൾ സെറ്റ് ചെയ്തതും ഇതും തമ്മിൽ ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇനി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കോർഡിനേഷൻ ഇൻ ആക്ഷൻ ഉണ്ട്. കൺട്രോളിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഡയറക്ഷൻസും കൺട്രോളിംഗ് കൊടുക്കുന്നു. ഇനി കൺട്രോളിങ്ങിന്റെ ലിമിറ്റേഷൻസ് നോക്കിയാലോ? ഇപ്പൊ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. എല്ലാ കാര്യങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ? എംപ്ലോയീസിന്റെ മൊറയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ, ഇമോഷൻസ് ഒന്നും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൺട്രോളിംഗ് വിൽ ബി ഇഫക്റ്റീവ് ഓൺലി വെൻ സ്റ്റാൻഡേർഡ്സ് ആർ ഫിക്സ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് അല്ലേ? നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് സെറ്റ് ചെയ്യുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയാണ് ഔട്ട്പുട്ട് വരേണ്ടത്, ഓക്കെ ഇത്ര മാസം ഇത്രയെങ്കിലും കിട്ടണം, മിനിമം ഇത്ര വേണം, അങ്ങനെയാകുമ്പോഴേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ ലെസ് കൺട്രോൾ ഓവർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലേ, ഗവൺമെന്റ് ഫാക്ടേഴ്സ് ലൈക്ക് ഗവൺമെന്റ് പോളിസീസ്, ടെക്നോളജി ചേഞ്ചസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻസ്, ഇതിലൊന്നും നമുക്ക് എന്തില്ല കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്, നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ വരുമ്പോൾ അത് അവരുടെ ഫ്രീഡം റെഡ്യൂസ് ചെയ്യും അല്ലേ, അതായത് എംപ്ലോയീസ് മേ അപ്പോസ് കൺട്രോൾ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഫേം ബിക്കോസ് ദേ മേ ഫീൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഫ്രീഡം അല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കൺട്രോളിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ കംപ്ലീറ്റ് CCTV അതും ഇതും വെച്ച്, പിന്നെ അതേപോലെ അവർ എപ്പോഴും ഒരു പേഴ്സണൽ മീറ്റിംഗ് സെറ്റ് ചെയ്തൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. പിന്നെ കോസ്റ്റ്ലി അഫെയർ ആണ്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിങ് പോലെ തന്നെ ചിലവുള്ള പരിപാടിയാണ്. ഓക്കെ, അതായത് കൺട്രോൾ is a costly affair, is involved a lot of expenditure, time, effort. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പല കൺട്രോളിങ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആവാറുണ്ട്. ഇനി അതിൽ വരുന്നതാണ്, ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കും, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കും. അപ്പം നിങ്ങൾ എഴുതേണ്ടത് 3 കാര്യങ്ങളാണ്. അതായത് ഇന്റർ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻസെപ്പറബിൾ ആണ്. കൺട്രോളിങ്ങും നമ്മുടെ പ്ലാനിങ്ങും ഇന്റർ ഡിപ്പെൻഡും ഇൻസെപ്പറബിളും ആണ് അല്ലേ. അതായത് once a plan become operational, controlling is necessary to monitor its progress അല്ലേ. ഒരു പ്ലാൻ വന്നു കഴിഞ്ഞാൽ ആ പ്ലാൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള കൺട്രോളിങ്ങും മോണിറ്ററിങ്ങും വേണം. എന്നാലേ നമുക്ക് എന്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ, നമ്മളുടെ ആക്ച്വൽ ഡിസയറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി ഇന്റർ റിലേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ഈച്ച് അതർ എന്നാണ് പറയുന്നത് അല്ലേ. പ്ലാനിങ് മേക്സ് കൺട്രോളിങ് ഈസിയർ ആൻഡ് എഫക്റ്റീവ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലാതെ ഒരു പ്ലാനും ഇല്ലാണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്യും അല്ലേ. ഇപ്പൊ പ്ലാനിങ് ആണ് കൺട്രോളിങ്ങിനെ ഈസി ആക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലുക്കിംഗ് എഹെഡ് ആൻഡ് ലുക്കിംഗ് ബാക്ക് അല്ലേ. ലുക്കിംഗ് ഫോർവേഡ് ലുക്കിംഗ് ആൻഡ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ആർ ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റ് അബൌട്ട് ഫ്യൂച്ചർ കണ്ടീഷൻ അല്ലേ. പ്ലാൻ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കൺട്രോളിങ് ഇസ് ലൈക്ക് എ പോസ്റ്റ്മോർട്ടം ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട് ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ്സ് അല്ലേ. അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നലെ ഇരുന്നിട്ട് നമ്മൾ നാളെയെ ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് പ്രസന്റിൽ നമ്മൾ എന്താണോ ചെയ്ത് വെച്ചത് അത് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത കാര്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺട്രോളിങ്ങിലെ ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റാണോ? 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 റെഡി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഇല്ലോ? ഒന്ന് കമൻസിൽ ഒന്ന് പറയണേ. കുറച്ച് സ്പീഡിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്, അതെനിക്കും അറിയാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതുമല്ല നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് യൂട്യൂബിൽ ക്ലാസ് പോകുന്നതിന്. ഓക്കെ, സെറ്റാണ് അല്ലേ. ഇനിയിപ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ആ ടോപ്പിക്ക് മാത്രം ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീരും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഇരുന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴേക്കും എല്ലാ ടൈപ്പ് ഓഡിയൻസും ഇല്ലേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബോറാവും. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് കൺട്രോളിങ് പ്രോസസ്സാണ്. കൺട്രോളിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഒരു സീരീസ് ഓഫ് ഒരു ഫങ്ഷൻ ആണ്, ഒരു പ്രോസസ്സാണ് അല്ലേ. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. 5 സ്റ്റെപ്പാണ് കൺട്രോളിങ്ങിൽ വരുന്നത്. ആദ്യത്തത് എന്ന് പറയുന്നത് മാക്സിമം 11:30. എന്ത് ചെയ്യാനാ ഇത്രയും സ്പീഡിൽ തന്നെ പോയിട്ട് നിങ്ങൾ ഓരോന്നും പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്താണ് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുന്നത്? ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ സ്പീഡിലാണ് പറയുന്നത്. മറ്റേതിൽ ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും ആ ടോപ്പിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പം അത് ചെയ്യുന്നില്ല. ടോപ്പിക്ക് പറഞ്ഞാൽ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒന്ന് സ്ലോ ആക്കി ചവിട്ടി പിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. ഓക്കെ, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം അല്ലെ. കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനെ വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്? കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത് അല്ലെ. ഇപ്പം നമ്മൾ എന്തിനെ വെച്ച് കമ്പയർ ചെയ്യണം, ഏത് വെച്ച് എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇതിനെ അളക്കേണ്ടത് അല്ലെ. അളവുകോല് സെറ്റ് ചെയ്യണം. ക്ലിയർ? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൺട്രോളിംഗ് പ്രോസസ് ഇസ് സെറ്റിംഗ് അപ്പ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. Standards act as the criteria against which actual performance is measured അല്ലേ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ, നമ്മുടെ ആക്ച്വൽ മെഷേഴ്സ്, നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ക്രൈറ്റീരിയനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ക്യാൻ ബി സെറ്റ് ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ടേംസ്.
ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പാസ്റ്റിൽ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളിതാ ഇന്ന് പ്രസന്റിൽ നടന്നിട്ടുള്ള ആ ആക്ടിവിറ്റി പെർഫോമൻസിൽ നമ്മൾ നോക്കണം അല്ലെ. ഈ പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ഓൺ എ ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ ബേസിസ് അല്ലെ. കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള മെഷർമെന്റ് ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. ഓക്കെ, ചക്ക എന്ന് എഴുതിയിട്ട് മാങ്ങേനെ പോയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പാടില്ല. എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അതനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള പോവാനല്ലേ. അതായത് there are various techniques for measuring performance such as personal observation, sample checking, performance reports, അങ്ങനെ പല രീതിയുണ്ട്. അതിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് വ്യക്തമായിട്ട് പ്രിസൈസ് ആയിട്ട് തന്നെ നടത്തണം. പിന്നെ ഉള്ളത് ഇനി ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്തു. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസിൽ നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് കമ്പാരിസിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് സച്ച് ആസ് കമ്പാരിസൺ റിവീൽസ് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഡിസൈർഡ് റിസൾട്ട് അല്ലേ. ഇപ്പൊ രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, ഒരേപോലെയാണോ കിട്ടിയതെന്ന് നോക്കും. എന്നിട്ട് അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുക അല്ലെ. ഡീവിയേഷൻസ് എന്താന്നുള്ളത് നമ്മൾ നോക്കണം. ഡീവിയേഷൻസ് കാര്യമായിട്ടുള്ള ഡീവിയേഷൻ ആണോ, ഇനി അതല്ല നമുക്ക് ചില ഡീവിയേഷൻസ് നമുക്ക് ഒഴിവാക്കി വിടാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റൽ ചാർജ് ഒരു 25% കൂടി എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. പക്ഷെ ലേബർ കോസ്റ്റ് ഒരു 5% കൂടിയാൽ തന്നെ വലിയ കാര്യമാണ് അല്ലേ. എന്നാൽ നമ്മുടെ പ്രൈസ് ഫിക്സേഷൻ ഒക്കെ ബാധിക്കുന്നതാണത് അല്ലേ. അപ്പോൾ മറ്റേത് പോസ്റ്റൽ ചാർജ് ഒരു 25% കൂടി വലിയ ഡീവിയേഷൻ വന്നു, കുഴപ്പമില്ല, നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ ലേബർ കോസ്റ്റിലൊക്കെ ഭയങ്കര പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഡീവിയേഷൻ ആണെങ്കിലും അത് നമ്മളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഡീവിയേഷനെ എന്ത് ടൈപ്പ് ഡീവിയേഷൻ ആണ് അനലൈസ് ചെയ്യണം അല്ലെ. ഡീവിയേഷൻ എന്ന് പറയുന്നത് ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ റിസൾട്ടും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഗ്യാപ്പാണ് അല്ലെ. കീ ഏരിയസിലുള്ളതാണെങ്കിൽ കീ ഏരിയയിലുള്ള ഡീവിയേഷൻസ് റിക്വയർഡ് അർജന്റ് അറ്റൻഷൻ. അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻസിഗ്നിഫിക്കൻ്റ് ഏരിയാസിലാണെങ്കിൽ നമുക്ക് ഒഴിച്ചു വിടാം, കുഴപ്പമില്ല. ക്ലിയർ? സെറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ അല്ലേ. അതായത് നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് ടേക്കൺ ഇഫ് ഡീവിയേഷൻസ് ആർ വിത്തിൻ പെർമിസബിൾ ലിമിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കണ്ട. ഇനി അതല്ലാന്നാണെങ്കിൽ ഇഫ് ഡീവിയേഷൻ ഗോ ബിയോണ്ട് the level it required immediate managerial action അല്ലെ. ഇപ്പൊ പെർമിസബിൾ ഒരു ലിമിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വന്നു എന്നുള്ള രീതിയിൽ ക്രിട്ടിക്കൽ ഏരിയയിലാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡീവിയേഷൻസ് അപ്പം തന്നെ എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നത്? കൺട്രോളിങ് പ്രോസസ്സ് വരുന്നത് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, പിന്നെ മെഷർമെന്റ് എടുക്കുന്നു അല്ലെ. ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നു, പിന്നെ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യുന്നു, ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്യുന്നു, എന്ത് ടൈപ്പ് ഡീവിയേഷൻ ആണെന്ന് നോക്കുന്നു, അതിനെ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു. കഴിഞ്ഞു. സെറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്സ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആക്ച്വൽ പെർഫോമൻസിനെ നമുക്ക് എടുക്കാൻ വേണ്ടി പല മാനേജ്മെന്റ് ടെക്നിക്സ്, കൺട്രോളിങ് ടെക്നിക്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കിക്കോ എന്തൊക്കെയാണ്? ട്രഡീഷണൽ ഉണ്ട്, മോഡേൺ ടെക്നിക്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ 4 എണ്ണാണുള്ളത്. പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഓക്കെ, പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ദിസ് ടെക്നിക്സ് എനേബിൾസ് ദ മാനേജർ ടു ഗ്യാദർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലെ. ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. അതായത് ഒരാളെ വിളിച്ച് അവരുടെ പെർഫോമൻസ് നോക്കുന്നതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസിൻ്റെ ഒക്കെ ബേസിലാണ്. ആവറേജ് എടുക്കുക, പെർസെൻറ്റേജ് എടുക്കുക, അതുപോലെ റേഷ്യോസ്, ടൈം സീരീസ് അനാലിസിസ്, കോറിലേഷൻ, റിഗ്രഷൻ, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം എത്രയെങ്കിലും കവർ ചെയ്യണം. അതായത് നമുക്ക് ബിസിനസ്സിൻ്റെ അകത്ത് ലോസ് സംഭവിക്കാതിരിക്കാൻ അല്ലെ, നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ മിനിമം എത്രയെങ്കിലും ചെയ്യണം. അതായത് ഓരോ സ്റ്റേജിലും നമുക്ക് എത്ര കിട്ടും, എത്ര പ്രോഫിറ്റ്, എത്ര നഷ്ടം എന്ന് കറക്റ്റ് ഗ്രാഫ് കാണിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു സ്റ്റഡി കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബജറ്ററി കൺട്രോൾ ആണ്. ബജറ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലെ. ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ ബജറ്ററി സ്റ്റാൻഡേർഡ്സ് അല്ലെ. മോണിറ്ററി ടേംസിൽ എഴുതുന്നതാണ്. ഓക്കെ,
അതായത് നമ്മൾ കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റിന് ഇത്ര ബഡ്ജറ്റ്, പർച്ചേസിങ്ങിന് ഇത്ര, പിന്നെ അതുപോലെ മെറ്റീരിയൽസിന് ഇത്ര എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് അതിൽ വെക്കുന്ന കൺട്രോൾ സിസ്റ്റം ആണ്. ക്ലിയർ. പിന്നെ ഉള്ളത് മോഡേൺ ടെക്നിക്സ് ആണ് അല്ലേ. മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത് 6 എണ്ണമാണ് വരുന്നത്. അതിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രൊജക്റ്റിൽ നമുക്ക് എത്രത്തോളം റിട്ടേൺ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ. ROI ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ഓവറോൾ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ ഓർ ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഡിവിഷൻസ്. അതായത് നമുക്ക് എന്താ വെച്ചാൽ മൊത്തത്തിൽ എങ്ങനെയുണ്ട് പെർഫോമൻസും, അതുപോലെ തന്നെ ഇനി ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒക്കെ നമുക്ക് അതിന്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിലായിരിക്കും ടോപ്പ് മാനേജ്മെന്റ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുക. ഇനി റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് ഇൻ വിച്ച് ദ വേരിയസ് സെക്ഷൻസ് അല്ലെങ്കിൽ ഡിവിഷൻസിന് എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് ആസ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓരോ സെന്റർ ഹെഡിനും ഓരോ ടാർഗറ്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് ആണ്. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ആ ബിസിനസിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതുവരെയുള്ള മാനേജ്മെന്റിന്റെ പെർഫോമൻസ് അളക്കുന്നതാണ് ഈ മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണോ, റെഡി ആയിട്ടാണോ പോകുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ അതാണെന്ന് പറയുന്നത് എന്തെന്ന് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് PERT ആൻഡ് CPM ആണ്. ഇത് രണ്ടെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു ടൈമിനനുസരിച്ചിട്ട് നമ്മൾ എത്ര റിസോഴ്സസ് വേണം, അതായത് ഓരോ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ കാണിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, വലിയ കാര്യമായിട്ട് ചോദിക്കുന്നില്ല. PERT ആൻഡ് CPM ആർ കീ നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ്ഡ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കോംപ്ലക്സ് ടൈം ബൗണ്ടഡ് പ്രോജക്റ്റ് റിസോഴ്സ് അലോക്കേഷൻ. അതൊക്കെയാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എത്ര സാധനം വേണ്ടി വരും, എത്ര റിസോഴ്സസ് നമ്മൾ സെറ്റ് ആക്കേണ്ടി വരും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ. പിന്നെ അവസാനത്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ഒരു മാസ് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ to the managers at the right time so that appropriate corrective action may be taken in case of deviation from standards. അല്ലേ, അതായത് നമ്മളൊരു കമ്പനിയിൽ ഒത്തിരി ഡാറ്റകൾ ഉണ്ടെങ്കിൽ ഈ ഒത്തിരി ഡാറ്റനെ നമുക്ക് പെട്ടെന്ന് ഒരുമിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. ഓക്കെ, നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ക്ലിയർ. സെറ്റ് റെഡി അല്ലേ? സെറ്റ് അല്ലേ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ യദു സാറിനെ വിളിക്കട്ടെ. ഇവിടെ ഉണ്ടോ? എനിക്കിനി ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്, പക്ഷെ ആ ചാപ്റ്റർ ഞാൻ അതിൻ്റെ PPT ഇപ്പോഴാണ് വന്നത്. ഓക്കെ, സെറ്റ്. ഓക്കെ, സെറ്റ്. ബെറ്റിലായിട്ടിലാണ് ഉണ്ടാവുക. സെറ്റ് റെഡിയായി. ഓക്കെ, അതിൻ്റെ PPT സെറ്റായിട്ടുണ്ട്. ഇനി ചാപ്റ്ററോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇതൊരു ചെറിയതാണ്. കൂൾ മെല്ലെ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൂടെ ഉണ്ട്. എടാ താങ്ക് യു സോ മച്ച്. നിങ്ങളിത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ വളരെ കുറച്ച് കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. കാരണം ഇത്രയും സമയം പേഷ്യൻസോട് കൂടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ ലൈവ് തുടങ്ങിയ സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. അവരൊക്കെ പലരും പഠിക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരുടേതായ സംസാരങ്ങളായിരുന്നു. ആകെ 2-3 ദിവസം കഴിഞ്ഞ മോഡൽ എക്സാം തുടങ്ങും. ആ ഒരു സമയത്ത് പോലും സീരിയസ് ആവാത്ത പല കുട്ടികളുണ്ട്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഇത്രയും ഈ ലേറ്റ് നൈറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, എനിക്കും ധൃതിയില്ല. പക്ഷെ പലരും ഇനി നിങ്ങൾ പിന്നീട് അതെടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വെച്ചിട്ടാണ് മാക്സിമം ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, അല്ലാതെ ഞങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം തന്നെയാണ്. പക്ഷെ അവിടെ നിങ്ങൾ പലപ്പോഴും ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു 15% പോലും പലപ്പോഴും ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങളുടെ പലരുടെയും ഭാഗത്ത്, ഞാൻ എല്ലാവരും പറയല്ല, ജനറലൈസ് ചെയ്ത് പറയല്ല, എന്നാലും ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടാറില്ല. ഓക്കെ, അതാണ് വിഷയം. ഓക്കെ, സെറ്റ്. അങ്ങനെയാണ് നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷനിലേക്ക് പോവാം. ഓക്കെ, അത് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന എല്ലാം
ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് അല്ലെ, ബിസിനസ് കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ഈ ബിസിനസ്സുകാർ ജീവിക്കണ തന്നെ നമ്മളെ വെച്ചിട്ടാണ് അല്ലെ, നമ്മളാണ്. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിനെ വലിയ രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നേരിട്ടൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് എന്താ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു. അതിൽ പ്രകാരം നമുക്ക് എന്താ കുറച്ച് റൈറ്റ്സ് ഗവൺമെന്റ് തന്നു. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് ഓക്കേടാ, സാരമില്ല. ഇനി ആരാണ് ഒരു കൺസ്യൂമർ അല്ലെ? കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മൾ ആരെയാണ്, ശരി ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ ഇതിൻ്റെ അകത്ത്, ആരെയാണ് നമ്മളൊരു കൺസ്യൂമർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? അതായത് കൺസ്യൂമർ ഇസ് ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ അല്ലെ, അയാൾ ഒരു പേഴ്സൺ ആണ് who buys any goods or avails any services for a consideration which have been paid or partially promised to pay under any scheme of deferred payment system അല്ലേ. ഇപ്പം നമ്മുടെ നിലവിലുള്ള ഏത് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒന്നെങ്കിൽ ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മളിപ്പോൾ നിലവിൽ കണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ബേസിൽ ഒന്നെങ്കിൽ മുഴുവനായിട്ട് പേയ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ പകുതി പേയ്മെന്റ് ചെയ്ത് ബാക്കി പകുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടോ, അങ്ങനെ ഒരു സർവീസോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കൺസ്യൂമർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അയാളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ലാതെ ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ് ദ പേഴ്സൺ ഹു ഈസ് യൂസിങ് ദ ഗുഡ്സ് ഓർ ബെനിഫിഷ്യറി ഓഫ് സർവീസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ ബയർ. ഇനി നമുക്ക് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രകാരം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാതെ, ഇപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഞാനൊരു സാധനം യദുസാറിന് കൊടുത്തു, ഞാനൊരു സൺസ്ക്രീൻ വാങ്ങിച്ചു, എന്നിട്ട് ഞാനത് യൂസ് ചെയ്യാതെ യദുസാറിന് കൊടുത്ത് യദുസാർ യൂസ് ചെയ്ത് യദുസാറിൻ്റെ മുഖത്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയെന്ന് വിചാരിക്കുക, കേൾക്കുന്നുണ്ടോ, പറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ സാറ് ആരെയാണ് ഒരു കൺസ്യൂമർ ആയിട്ട് സാറെ കൺസിഡർ ചെയ്യുന്നു. കാരണം ഞാനാണ് സാറിന് കൊടുത്ത എൻ്റെ എല്ലാ പെർമിഷനോടും കൂടിയാണ് സാർ അത് പോയി യൂസ് ചെയ്തത്. അപ്പോൾ സാറിനെ വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്യുമ്പോൾ സാറിനെ കൺസ്യൂമർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കണ്ടീഷൻ എല്ലാം കൺസ്യൂമേഴ്സിന് ആപ്ലിക്കബിൾ ആണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് അല്ലേ. നമുക്ക് രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷനെ കാണാം. ഒന്ന് കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവും രണ്ട് ബിസിനസ്സുകാരുടെ പോയിന്റ് ഓഫ് വ്യൂ. കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മൂന്നെണ്ണമാണ് വരുന്നത്. അതായത് കൺസ്യൂമർ ഇഗ്നോറൻസ്, കൺസ്യൂമേഴ്സിനെ കാണാതെ കേൾക്കാതെ അവരുടെ പ്രശ്നങ്ങളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ വേണ്ടതായി മാറി അല്ലേ. Consumer protection provide information to be ignorant customers regarding the rights and remedial available to them. It spread awareness so that consumer can know know about their rights and various redressal agencies അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇഗ്നോറൻസ് കാരണം കൊണ്ട് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് അവർക്ക് നിയമപരമായിട്ട് അവർക്ക് കിട്ടുന്ന റിഡ്രസൽസ് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക, അവരുടെ റൈറ്റ്സിനെ കുറിച്ച്. പിന്നെ അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ്, പിന്നെ ഇന്ത്യ പോലെയൊക്കെയുള്ള കൺട്രീസിലധികം കൺസ്യൂമേഴ്സ് ഓർഗനൈസ്ഡ് അല്ല അല്ലേ. ഇപ്പം നമുക്ക് ഇപ്പോൾ അയൽക്കാരനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കണില്ല അതേ സാധനം നമ്മളും യൂസ് ചെയ്യുന്നവരാണെന്നുള്ളത്. സോ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ കൺസ്യൂമേഴ്സ് ആർ നോട്ട് ഓർഗനൈസ്ഡ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് പവർ ആൻഡ് റൈറ്റ്സ് ടു these organizations as these organization can file case on behalf of consumer അല്ലേ. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വഴി കൺസ്യൂമേഴ്സിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കുന്നു. അതായത് ഇപ്പൊ കൺസ്യൂമേഴ്സിന് വേണ്ടി പല കൺസ്യൂമർ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വഴി ആ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റുക പറയുന്നത്, ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വോളണ്ടറി ആയിട്ടും കേസ് കൊടുക്കാം അല്ലെ. പിന്നെ വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമർ. Although nowadays consumers is the kingpin of the market, but then also there are a lot of exploitation of consumers. Consumer protection provides safeguard to consumers such as exploitation അല്ലേ. അപ്പം നമ്മുടെ അറിവില്ലായ്മയെ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് അറിയാതെ ഒക്കെ പലരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പ്ലോയിറ്റേഷനെ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഓരോന്ന് നോക്കാം. അല്ലെ, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്. ബിസിനസ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? കൺസ്യൂമേഴ്സ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അല്ലേ? ഇൻ ദ റേസ് ഓഫ് കോമ്പറ്റീഷൻ ദ ബിസിനസ്മാൻ ക്യാൻ വിൻ ആൻഡ് ക്യാപ്ചർ എ ബിഗ് ഷെയർ ഇൻ ദ മാർക്കറ്റ് ഓൺലി വെൻ ദേ ആർ ഏബിൾ ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അല്ലേ, കസ്റ്റമർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ പ്രൊഡക്ട്സ് ഇറക്കിയാൽ മാത്രമേ അവർക്ക് എന്താ വിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ മാർക്കറ്റിൽ. സോ ഇറ്റ് ഈസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ് ഇറ്റ് സെൽഫ് ടു കീപ് ഇറ്റ് കസ്റ്റമർ സാറ്റിസ്ഫൈ. സോ ബിസിനസ്സുകാരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ മോറൽ ജസ്റ്റിഫിക്കേഷൻ. ഇൻ ടുഡേസ് എൻവയോൺമെന്റ് ബിസിനസ് വിത്തൗട്ട് എത്തിക്കൽ വാല്യൂ ഇസ് നോട്ട് മോർ ദാൻ എ ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് നോൺ സിവിൽ സൊസൈറ്റി ക്യാൻ ടോളറേറ്റ് ആൻഡ് allow the existence of unethical business. അല്ലെ, പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്ന ഒരു മോറൽ ജസ്റ്റിഫിക്കേഷന്റെ ഭാഗമായിട്ടും അല്ലെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും എന്താണ് ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ഇനി പിന്നെ ബിസിനസ് യൂസസ് സൊസൈറ്റീസ് റിസോഴ്സസ്. സൊസൈറ്റിയുടെ റിസോഴ്സസ് വെച്ചാണ് ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത് അല്ലെ. ബിസിനസ് മെൻ ഏൺ പ്രോഫിറ്റ് ബൈ സപ്ലൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. സോ ഇറ്റ് മസ്റ്റ് ഡു സംതിങ് ഫോർ സൊസൈറ്റി. അതുകൊണ്ട് സൊസൈറ്റിക്ക് തിരിച്ച് എന്തെങ്കിലും കൊടുക്കണം. ബിസിനസ് മെൻ ആർ മിയർലി ട്രസ്റ്റി ഓഫ് റിസോഴ്സസ്. They must use these resources for the benefits of consumers. അല്ലേ, അപ്പോൾ അവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ യൂസും വരുന്നത്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. A businessman has social obligation towards various groups and customers. It is the responsibility of businessmen to provide quality goods at reasonable price. അല്ലെ, ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിൽ കൊടുക്കുക. അഡൾട്രേഷൻ, ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ്, പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് വേണ്ട എന്നാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടും. ഗവൺമെന്റ് ഇടപെട്ടാൽ പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് വേണ്ട എന്നാണെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്താൽ മതി. ഓക്കെ, ബിസിനസ് മെൻ വാണ്ട് ടു അവോയ്ഡ് ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ്, then they should not involve in unfair trade practices. Businessmen should voluntarily involve in the activities which protect the interest of the consumers. അപ്പോൾ കൺസ്യൂമേഴ്സിനെ രക്ഷിക്കുന്ന രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും അവരും ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. വോളണ്ടിയർ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇനി കൺസ്യൂമർ ഇസ് ദ പർപ്പസ് ഓഫ് ബിസിനസ് അല്ലേ. ദ ബേസിക് പർപ്പസ് ഓഫ് ബിസിനസ് ടു ക്രിയേറ്റ് മോർ ആൻഡ് മോർ കസ്റ്റമേഴ്സ് അല്ലേ ആൻഡ് റീറ്റെയിൻ ദം. And businessmen can create more customers only by satisfying the customers and protecting the interest of customers. അപ്പോൾ ബിസിനസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ എണ്ണത്തെ കൂട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് ആ കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബിസിനസ്മെന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ നോക്കി കാണുമ്പോഴുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ, റൈറ്റ്സ് ആണ് അല്ലേ. നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? റൈറ്റ് ടു സേഫ്റ്റി അല്ലെ, സേഫ് ആയിട്ടിരിക്കാനുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് കൺസ്യൂമേഴ്സ് ഹാവ് എ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ ജീവനോ സ്വത്തിനോ ആപത്താവുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമ്മളുടെ അവകാശമാണ്. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു ഗെറ്റ് ഇൻഫോർമേഷൻ അല്ലേ, അതായത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അക്കോർഡിംഗ് ടു ദ റൈറ്റ് കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് അല്ലേ. അതിനെക്കുറിച്ചുള്ള എല്ലാം അറിയാനുള്ള ഡീറ്റെയിൽസ് അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ നിയമപ്രകാരം എല്ലാ മാനുഫാക്ചേഴ്സും അതുകൊണ്ടാണ് അവർ ഈ ലേബലിൽ പാക്കേജിങ്ങിലൊക്കെ ഇത് എഴുതി വെക്കുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് ടു ബി അഷ്യൂർഡ് അല്ലെങ്കിൽ റൈറ്റ് ടു ബി ചൂസ് ചെയ്യാനുള്ള അവകാശം അത് നമുക്കാണ്. നമ്മളൊരു കടയിൽ പോയി എന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി, അവർ പറയുന്നത് വാങ്ങണമെന്നില്ല. ഓക്കെ, ദ റൈറ്റ് ടു ചൂസ് മീൻസ് ആൻഡ് അഷ്യൂറൻസ് ഓഫ് അവൈലബിലിറ്റി, പിന്നെ എബിലിറ്റി ആൻഡ് ആക്സസ് ടു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ദ പ്രൊഡ്യൂസർ ഓർ സപ്ലയർ ഓർ റീറ്റെയിലർ should not force the customer to buy a particular brand only അല്ലേ, നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെയാണ് റൈറ്റ് ടു ബി ഹേർഡ് അല്ലെങ്കിൽ റൈറ്റ് ടു ബി റെപ്രസെൻറ്റേഷൻ, നമ്മൾ കേൾക്കാനുള്ള അവകാശമുണ്ട്. അക്കോർഡിംഗ് ടു ദ റൈറ്റ് ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു റെപ്രസെന്റ് ഹിംസെൽഫ് ഓർ ബി ഹേർഡ് or the right to advocate his interest. In case a consumer has been exploited, he has the right to be heard and be assured that his or her interest would receive consideration.
ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കംപ്ലൈന്റ് ചെയ്യാനും അതിനുള്ള പരിഹാരം കിട്ടാനുള്ള അവകാശം, അതിന്റെ പ്രശ്നത്തെ കേൾക്കാനുള്ള അവകാശം. ഇപ്പോൾ ഞാൻ ആരോടെങ്കിലും, ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി എനിക്ക് പ്രശ്നം കിട്ടി, ഞാൻ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ അവർക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കേട്ടേ പറ്റൂ. അതൊരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന പ്രശ്നം കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. പരിഹാരം കിട്ടാനുള്ള അവകാശം ഉണ്ട് അല്ലെ. അക്കോർഡിംഗ് ടു ദ റൈറ്റ്, കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ സീക്ക് റിഡ്രസൽ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉള്ള റിഡ്രസൽ കിട്ടാനുള്ള അവകാശം ഉണ്ട്. അത് നമുക്ക് വേണ്ട രീതിയിലുള്ള റിഡ്രസൽ അല്ലേ. ഒന്നെങ്കിൽ കോമ്പൻസേഷൻ ആവാം, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആവാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള റിഡ്രസൽ കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. അതിനുവേണ്ടി വേരിയസ് റിഡ്രസൽ ഫോറംസും ഇന്ത്യയിലുണ്ട്. പിന്നെ റൈറ്റ് ടു ഗെറ്റ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമർ എഡ്യൂക്കേഷൻ അല്ലേ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എനിക്ക് നീങ്ങണം എന്നാണെങ്കിൽ, എനിക്ക് ഐഡിയ ഇല്ലെങ്കിൽ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ ബാധ്യസ്ഥരാണ് പലരും അല്ലേ. അത് അക്കോർഡിംഗ് ടു ദ റൈറ്റ്, ഇറ്റ് ഈസ് റൈറ്റ് of consumer to acquire the knowledge and skill to be informed customers. The right assure that literate and illiterate both consumers can seek information about the existing act and legal agencies are set for their protection. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അവരുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടെ നോക്കണം അല്ലേ. നമുക്ക് കടമകളും ഉണ്ട്, അതുപോലെ നമുക്ക് അവകാശങ്ങളും ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമകളും ഉണ്ട്. അതായത് കൺസ്യൂമർ മസ്റ്റ് എക്സസൈസ് ഹിസ് റൈറ്റ്. നമ്മുടെ അവകാശങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ആരുടെ കടമയാണ്? നമ്മളുടെ കടമയാണ്. ഒരു ചെറിയ ലോസ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലൈന്റ് കൊടുക്കണം. അതായത് കൺസ്യൂമർ മസ്റ്റ് സെലക്ട് ദ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ഹിസ് പ്രിഫറൻസ്. ഹി മസ്റ്റ് ഫയൽ എ കംപ്ലൈന്റ് ഇഫ് he is not satisfied with the quality of the product. He must be aware of its rights and exercise them whenever required. പിന്നെ കോഷ്യസ് കൺസ്യൂമേഴ്സ് ആയിരിക്കണം അല്ലെ. ബ്ലൈൻഡ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത്. നമ്മളും കുറച്ച് എന്തായിരിക്കണം? ജാഗരൂകരായിട്ടിരിക്കണം. A consumer should not blindly believe in the words of seller. Must insist on getting full information. എന്തെങ്കിലും പറഞ്ഞതിന്റെ പുറത്തല്ലാതെ കംപ്ലീറ്റ് നമുക്ക് വേണ്ട ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും യൂട്ടിലിറ്റിയും പ്യൂരിറ്റിയും എല്ലാം പറഞ്ഞതിന് ശേഷം വാങ്ങിച്ചാൽ മതി. അത് നമ്മുടെ കടമയാണ് ചെയ്യാന്നുള്ളത്. പിന്നെ ഫയലിംഗ് കംപ്ലൈന്റ് അല്ലേ. കംപ്ലൈന്റ് ഫയൽ ചെയ്യണം അല്ലെ. മോസ്റ്റ് ഓഫ് ദ ടൈം കൺസ്യൂമർ ഇഗ്നോർസ് ദ ലോസസ് ഹി സഫർ ഓൺ പർച്ചേസ് ഓഫ് ഡിഫക്റ്റീവ് ഗുഡ്സ് ഓർ സർവീസസ്. ബട്ട് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് നോട്ട് ഫയലിംഗ് കംപ്ലൈന്റ്സ് എൻകറേജ് ദ കറപ്റ്റ് ബിസിനസ് ടു സപ്ലൈ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫക്റ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പൊതുവേ നമ്മളുള്ളതാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളതങ്ങ് സഹിക്കും, കംപ്ലൈൻറ്റ് കൊടുക്കില്ല. പക്ഷെ ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വളം വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കോൺഷ്യസ് ആയിട്ട് ക്വാണ്ടിറ്റി കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ. അത് വൈൽ പർച്ചേസിംഗ് ദ ഗുഡ്സ് ഓർ സർവീസസ് കൺസ്യൂമർ മസ്റ്റ് ലുക്ക് ഫോർ ക്വാളിറ്റി മാർക്ക് സച്ച് ആസ് IS മാർക്ക്, ISI മാർക്ക്, ACK മാർക്ക്, ISO മാർക്ക്, വൂൾ മാർക്ക്. ഇതിലൊക്കെ നമ്മൾ എന്തായിരിക്കണം? കോൺഷ്യസ് ആയിരിക്കണം. ഞാൻ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ മിനിമം ISI ക്വാളിറ്റിയുള്ള ഇലക്ട്രോണിക് പ്രൊഡക്ട്സേ വാങ്ങിക്കൂ. അങ്ങനെയുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടായി, ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് അല്ലെ. ഡു നോട്ട് ക്യാരിഡ് അവേ ബൈ അഡ്വർടൈസ്മെന്റിൽ അങ്ങ് മൂക്കുത്തി വീടരുത്. അതായത് കൺസ്യൂമർ മസ്റ്റ് കമ്പയർ ദ ആക്ച്വൽ യൂസ് ഓഫ് പ്രൊഡക്റ്റ് വിത്ത് ദ യൂസ് ഷോൺ ഇൻ ദ അഡ്വർടൈസ്മെന്റ് ആൻഡ് വെനെവർ ദർ ഈസ് എനി discrepancy of or difference in must be brought to the notice of sponsor of advertisement and insist to stop showing exaggerated qualities അല്ലേ. അതായത് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്വാളിറ്റീസ്, അതായത് അവർ നമ്മൾക്ക് പറയും ഇത് തേച്ചാൽ വെളുക്കും, പക്ഷെ ആക്ച്വലി അത് വെളുക്കില്ല. അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഔട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിച്ച് കംപ്ലൈന്റ് കൊടുക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ. പിന്നെ ഇൻസിസ്റ്റ് ഓൺ ക്യാഷ് മെമ്മോ. ക്യാഷ് മെമ്മോ നടന്നത് ബില്ലാണ് കേട്ടോ. അപ്പോൾ ബില്ല് നമ്മൾ എപ്പോഴും വാങ്ങിച്ചിരിക്കാൻ വേണ്ടി നോക്കുക. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. കറക്റ്റ് നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ബില്ല് മേടിക്കുക എന്നുള്ളത്. ഓക്കെ, ഫയൽ എ കംപ്ലൈന്റ്. ദ കൺസ്യൂമർ നീഡ് ദ എവിഡൻസ് ഓഫ് പർച്ചേസ് ആൻഡ് ക്യാഷ് മെമ്മോ ഇസ് ദ എവിഡൻസ് ഓർ പ്രൂഫ് ദാറ്റ് കൺസ്യൂമർ ഹാസ് പെയ്ഡ് ഫോർ ദ ഗുഡ്സ് ഓർ സർവീസസ് അല്ലേ. നമ്മൾ അതിന് വേണ്ടി പേ ചെയ്തു, ഞാൻ ഈ സാധനം വാങ്ങിച്ചു എന്നുള്ളതിന് ബില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ നമ്മൾ ലീഗലി മൂവ് ചെയ്യുമ്പോൾ എവിഡൻസ് ആണ്. ഓക്കെ, ക്ലിയർ. സെറ്റ്. ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്താണ്? റൈറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ
റൈറ്റ്സ് അല്ല, റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലായോ? എവിടെയെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള എന്ത് വേണം, ക്വാളിറ്റി കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കണ്ണും പൂട്ടി വാങ്ങിച്ച് പോവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രൊഡക്ട്സിന്റെയും ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇപ്പോൾ ISI എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ISI ഉണ്ടോ എന്ന് നോക്കുക. അതിനർത്ഥം ISI മാർക്ക് ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിലുള്ള ക്വാളിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു വന്ന പ്രൊഡക്റ്റാണ് വിശ്വസിച്ച് വാങ്ങിക്കുക. പിന്നെ അക്മാർക്ക്, അത് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിലുള്ളതാണ്. പിന്നെ അതുപോലെ BSI മാർക്ക് അല്ലെങ്കിൽ ഹോൾ മാർക്ക് എന്ന് പറയുമ്പോൾ ഗോൾഡ് ജ്വല്ലറി വാങ്ങിക്കുമ്പോൾ നോക്കണം. പിന്നെ വൂൾ മാർക്ക് എന്ന് പറയുന്നത് 100% വൂളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എക്കോ മാർക്ക് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മാർക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ആർക്കൊക്കെ കംപ്ലൈന്റ് കൊടുക്കാം, ആർക്കെതിരെ, അല്ലേ? ആർക്ക് കംപ്ലൈന്റ് കൊടുക്കാം? ഏത് കസ്റ്റമേഴ്സിനും കൊടുക്കാം, അല്ലെങ്കിൽ ഏത് കൺസ്യൂമർ അസോസിയേഷനും, അതായത് നിയമപരമായിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ പ്രകാരമുള്ള ഏത് കൺസ്യൂമർ ഓർഗനൈസേഷനും വോളണ്ടറി ആയിട്ട് അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ അതുപോലെ one or more consumers where there are numerous consumers having the same interest, അല്ലേ? അതായത് ഒന്നിലധികമോ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഒരേ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരേ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൺസ്യൂമേഴ്സിൽ ഡെത്തോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹാസ് ലീഗൽ എയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, അല്ലേ? അനന്തരാവകാശിക്കോ അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കാം. ഇനി നമ്മുടെ കൺസ്യൂമർ ഒരു മൈനർ ആണെങ്കിൽ ലീഗൽ ഗാർഡിയനോ അവരുടെ പാരൻസിനോ കംപ്ലൈന്റ് കൊടുക്കാം, അയാളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്. ഇനിയുള്ളത് പിന്നെ കംപ്ലൈൻറ്റ് ആർക്കെതിരെ കൊടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഇൻ കേസ് ഓഫ് എനി ഡിഫക്റ്റീവ് ഗുഡ്സ് സപ്ലൈ, അല്ലേ? ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ള ആർക്കെതിരെ വേണമെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഇൻ സർവീസ്, അല്ലേ? നമുക്ക് തരാമെന്ന് പറഞ്ഞ സർവീസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത ആൾക്കെതിരെയും നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ കൊടുക്കാം. ഇനി നമ്മൾ കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്യാത്ത വ്യക്തി ആരാന്ന് നമ്മൾ അറിയണം, അല്ലേ? നമുക്ക് നിയമപരമായിട്ട് നോക്കുമ്പോൾ ആരെയാണ് നമ്മൾ കൺസ്യൂമറായിട്ട്, ആർക്ക് കൺസ്യൂമർ എന്ന നിലയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ റീസെയിലിന് വേണ്ടി വാങ്ങിക്കുന്ന ആൾ, അയാൾ കൺസ്യൂമർ അല്ല, അയാൾ റീസെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബയ്യറുടെ കൺസെന്റ് ഇല്ലാതെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒരാൾ, ഓക്കെ. പിന്നെ ദ പേഴ്സൺ ഹു അവെയിൽസ് ദ സർവീസ് വിത്തൗട്ട് അപ്രൂവൽ ഓഫ് ഹയർ, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ നമ്മളൊരു സർവീസാണ് എൻ്റെ അപ്രൂവൽ ഇല്ലാതെ സർവീസ് കിട്ടിയ ഒരാൾ, അല്ലേ? അതായത് നമ്മുടെ ബൈ ചെയ്യുന്ന ആളുടെ സർവീസ് ഹയർ ചെയ്ത ആളുടെ അപ്രൂവൽ ഇല്ലാതെ സർവീസ് യൂസ് ചെയ്ത ആളെ നമ്മൾ കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ വിത്തൗട്ട് എനി കൺസിഡറേഷൻ, ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യാതെ നമ്മൾ പ്രൊഡക്ട്സും ആയിക്കോട്ടെ സർവീസും ആയിക്കോട്ടെ ചെയ്ത ഒരാൾ, അല്ലേ? അങ്ങനെയുള്ള ആൾക്കും എന്തില്ല, അയാളെയും കൺസ്യൂമറായിട്ട് നമ്മൾ കാണില്ല. ഇനി നമ്മൾ പറഞ്ഞ റിഡ്രസൽ ഏജൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് 3 ടയർ റിഡ്രസൽ ഏജൻസീസ് ആണ് വർക്ക് ചെയ്യുന്നത്. 3 രീതിയിലാണ് പോകുന്നത്. ആദ്യത്തേതാണ് ഡിസ്ട്രിക്ട് ഫോറം, ഓക്കെ. ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുന്നത് നമ്മൾ ജില്ലാ തലത്തിലുള്ള കൺസ്യൂമേഴ്സിനെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ഒരു ഡിസ്ട്രിക്ട് കമ്മീഷൻ ഉണ്ടാവും. അവിടെ പ്രസിഡന്റും 2 അതർ മെമ്പേഴ്സും ആയിരിക്കും ഉണ്ടാവുക. ഇവരൊക്കെ നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ജഡ്ജിമാരോ അല്ലെങ്കിൽ ക്യാൻ ബി റിട്ടയർഡ് ജഡ്ജസ് ആയിരിക്കാം. ഇവരെയൊക്കെ ഈ ഡിസ്ട്രിക്ട് ഫോറത്തിലുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവിടെ 1 കോടി വരെയുള്ളതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ആ കേസായിട്ട് പോകുന്നത്, ഓക്കെ. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഡിസ്ട്രിക്ട് ഫോറം എന്താവും, അഗ്രീവ്ഡ് പാർട്ടീന് 5 days ഫോർ സെറ്റിൽമെന്റിന് കൊടുക്കും, ഓക്കെ. ഡയറക്റ്റ് അവർ കേസിലേക്ക് പോവാതെ ഒരു സെറ്റിൽമെന്റ് കോടതിക്ക് പുറത്തേക്ക് നിങ്ങൾക്ക് സെറ്റിലാക്കാൻ പറ്റുകയാണ് സെറ്റാക്ക് എന്നുള്ള ലെവലിൽ, ഓക്കെ. ഇനി അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, എന്തെങ്കിലും സെറ്റ് ആവുന്നില്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ കേൾക്കും. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദ ഏജൻസി സെൻഡ് ദ ഗുഡ്സ് ഫോർ ടെസ്റ്റിംഗ് ലബോറട്ടറി ഇഫ് റിക്വയർഡ് ആൻഡ് ഗീവ്സ് decision on the basis of fact and laboratory റിപ്പോർട്ട്സിന്റെ ബേസിലൊക്കെ ആയിരിക്കും അങ്ങനത്തെ തെളിവോ കാര്യങ്ങളൊക്കെ വേണ്ടി വന്നാൽ അവർ ഡിസിഷൻസ് എടുക്കുക. ഇനി അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഇത് ജുറിഡിക്ഷനിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അപ്പീൽ പോവാം. ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കോർട്ട് ഓർഡറിൽ എന്നാണെങ്കിൽ അപ്പീൽ എഗെയിൻസ്റ്റ് ദ ജഡ്ജ്മെന്റ് ഇൻ സ്റ്റേറ്റ് കമ്മീഷൻ 45 days, അല്ലേ?
ഇനി തൊട്ടടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് കമ്മീഷൻ ആണ്. അവിടേക്ക് 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ പോവാം. സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റും അതുപോലെ തന്നെ 4 മെമ്പേഴ്സും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ളതോ ആൾക്കാരായിരിക്കും. അവിടെ 1 ലക്ഷത്തിൽ കൂടുതലുള്ളതും 10 കോടിക്കുള്ളിൽ നിൽക്കുന്നതുമായിരിക്കും. അങ്ങനത്തെ അത്രയും വില വരുന്ന കേസുകളായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക. ക്ലിയർ? പിന്നെ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ എല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലബോറട്ടറിയിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് നടക്കുക. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ നമുക്ക് അപ്പീലിന് പോവാം. നമ്മൾ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള നാഷണൽ കമ്മീഷനിൽ പോകും. ഇൻ കേസ് ഓഫ് ഗ്രീഡ് പാർട്ടി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ജഡ്ജ്മെന്റ് ദെൻ ദേ ക്യാൻ ഫയൽ ആൻ അപ്പീൽ ഇൻ നാഷണൽ കമ്മീഷൻ വിത്തിൻ 30 days ആണ്. ഇനി അവസാനത്തതാണ് നാഷണൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ കമ്മീഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നാഷണൽ കമ്മീഷൻ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ജുറിഡിക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അത് ജമ്മു കാശ്മീരിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ ടെറിട്ടറി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അവിടെ പ്രസിഡന്റും അറ്റ്ലീസ്റ്റ് 4 മെമ്പേഴ്സും ആയിരിക്കും. അതിൽ whom one shall be a woman. അതിൽ ഒരാൾ എപ്പോഴും ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്ത്രീ ആയിരിക്കണം. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, സ്റ്റേറ്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപയിൽ കൂടുന്ന ടൈപ്പ് കേസുകളാണ് ഇരിക്കുക. വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അലോങ് വിത്ത് ദ കോമ്പൻസേഷൻ ക്ലെയിം എക്സീഡ്സ് 1 crore ആണ്. ഇനി ഓൺ റിസീവിംഗ് ദ കംപ്ലൈന്റ് ഇറ്റ് ഷാൽ റെഫർ ദ കംപ്ലൈന്റ് ടു ബി കംപ്ലൈന്റ് ടു ദ പാർട്ടി അഗെയിൻസ്റ്റ് ഹും കംപ്ലൈന്റ് ഹാസ് ബീൻ റിസീവ്ഡ്. അല്ലേ, കേസ് കൊടുത്തു, അതിനുശേഷം ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും എന്താണ് or sample therefore may be sent to laboratory for testing. It shall pass an order based on the test report and hearing. അല്ലേ, ടെസ്റ്റ് റിപ്പോർട്ടും ഹിയറിംഗിനും ശേഷമായിരിക്കും അവർ തീരുമാനം കൊടുക്കുന്നുണ്ടാവുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഓർഡർ ബേസ്ഡ് ബൈ ദ നാഷണൽ കമ്മീഷൻ ക്യാൻ ബി ചാലഞ്ച് വിത്ത് ദ അപ്പീൽ ബിഫോർ ദ സുപ്രീം കോർട്ട്. ഇവിടെയും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാന്ന് വിചാരിക്കും, നിങ്ങൾക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാൻ ഇനി അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പീൽ ക്യാൻ ബി മെയ്ഡ് only if the value of goods and services along with compensation claimed exceeds 1 crore and where a agreed party was not satisfied with the order of the national commission. അല്ലേ, നമ്മൾ 1 കോടി രൂപയിൽ കൂടുതൽ വാല്യൂ വരുന്ന ടൈപ്പ് കേസസ് ആയിരിക്കും. അത് നമുക്ക് നാഷണൽ കമ്മീഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അപ്പീൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ റിലീഫാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? ഈ റിഡ്രസൽ ഏജൻസി വഴി നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ കിട്ടും? ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഡിഫക്റ്റ് ഉള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഇൻ ദ സർവീസ് ടു റിമൂവ് ആണ്. അല്ലെങ്കിൽ റീപ്ലേസ് ദ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് വിത്ത് ദ ന്യൂ വൺ ഫ്രീ ഫ്രം എനി ഡിഫക്റ്റ് ഇല്ലാതെ റീപ്ലേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ റീഫണ്ട് ദ പ്രൈസ് പെയ്ഡ് ടു ദ പ്രോഡക്റ്റ് ഓർ ചേഞ്ചസ് പെയ്ഡ് ഫോർ ദ സർവീസ്. അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടുന്നു. പേ a reasonable amount of compensation for any losses അല്ലെങ്കിൽ any injury suffered by the consumer due to negligence of the opposite party. അല്ലെങ്കിൽ നമ്മൾ കേസ് കൊടുത്ത ആളുടെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കോമ്പൻസേഷൻ കിട്ടുക. പിന്നെ പേ എക്സ്ട്രാ കോമ്പൻസേഷൻ ആസ് കറക്റ്റീവ് മെഷർ ഫോർ ഡാമേജ് ടു കൺസ്യൂമർ ഡ്യൂ ടു ഓപ്പോസിറ്റ് പാർട്ടി. അല്ലേ, പിന്നെ നമ്മൾ പറയില്ലേ, നല്ല നടത്തിപ്പിക്കേണ്ട ഭാഗമായിട്ട് കുറച്ച് എക്സ്ട്രാ കോസ്റ്റ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയും. കോമ്പൻസേഷൻ അല്ലാതെ ഈ ചെയ്ത സ്ഥിതിക്ക് കുറച്ച് എക്സ്ട്രാ പൈസയും കൂടെ കൊടുക്കുക എന്നുള്ള രീതിയിൽ. ക്ലിയർ അല്ലേ? ടു ഡിസ്കണ്ടിന്യൂ അൺഫെയർ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ ഹസാർഡസ് പ്രോഡക്ട്സ് സെയിലിന് ഇനി ഓഫർ ചെയ്യാതെ ഇരിക്കുക. പിന്നെ അതുപോലെ സീസ് മാനുഫാക്ചർ ഓഫ് ഹസാർഡസ് ഗുഡ്സ് ആൻഡ് ഡെസിസ്റ്റ് the service അല്ലെ ഫ്രം ദ ഓഫറിങ് ഹസാർഡസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസ്. അല്ലെ, മാനുഫാക്ചേഴ്സിന് എന്ത് ചെയ്യുക, സീസ് ചെയ്യുക, നിർത്തുക. സീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവിലാക്കുക എന്നൊക്കെയുള്ള രീതിയില്ലേ. പിന്നെ കോമ്പൻസേറ്റ് ഫോർ എനി ലോസ് ഓർ ഇഞ്ചുറി സഫേർഡ് ബൈ കൺസ്യൂമർ അണ്ടർ പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ ആൻഡ് വിഡ്രോ ഹസാർഡസ് പ്രോഡക്ട്സ് ഫ്രം ദ ബീയിങ് ഓഫേർഡ് ഫോർ സെയിൽ എക്സെട്ര. അല്ലേ, ഒന്നെങ്കിൽ നമ്മൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ മൊത്തം മെഡിക്കൽ എക്സ്പെൻസ് അവരെടുക്കുക, എന്നിട്ട് ആ പ്രൊഡക്റ്റിനെ എടുത്ത് കളയുക, ഇതൊക്കെ. പിന്നെ പേയ്മെൻറ്റ് ഓഫ് അഡ്വക്കേറ്റ് കോസ്റ്റ് ടു ഗ്രീവ്ഡ് പാർട്ടി, അവർക്ക് അല്ലെങ്കിൽ ആവശ്യം പറയുന്ന പൈസ കൊടുക്കുക. അല്ലേ, പിന്നെ ഉള്ളതാണ് ഡിസ്ട്രിക്ട് കമ്മീഷൻ
അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ ഹാവ് പവർ ടു ഡിക്ലെയർ എ കോൺട്രാക്ട് നൾ ആൻഡ് വോയിഡ് ഇഫ് ഇറ്റ് ഈസ് അൺഫെയർ അല്ലേ. അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ആണെങ്കിൽ നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഓർഡർ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഇതിനിപ്പോൾ എന്താ പറയുക, കറക്റ്റ് മലയാളം വേർഡ് എന്താ, നമ്മളിപ്പോൾ ഗവൺമെൻറ് ഓർഡർ കൊടുക്കാൻ തന്നെയാണോ പറയുക, എനിക്ക് എക്സാക്റ്റ് അതാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് പറയുമല്ലോ ഇനി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള പവറിനെയാണ് പറയുന്നത് അല്ലേ. ഡിക്ലെയർ ചെയ്യുക എന്ന് പറയില്ലേ. ടു സീസ് ആൻഡ് ഡെസിസ്റ്റ് ഫ്രം ഇഷ്യൂയിങ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്. ഇനി അഡ്വർടൈസ്മെൻറ്റിൽ വഞ്ചിക്കപ്പെട്ട് വീണവരാണെങ്കിൽ എന്താണ്, അതായത് അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ് എടുത്ത് കളയുക. പിന്നെ ഹസാർഡസ് ഗുഡ്സ് ഫ്രം ദ മാർക്കറ്റിൽ നിന്ന് ആ സാധനം എടുത്ത് കളയുക. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറയുന്നത് റിലീഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്, റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷനും NGOസിനെയും കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി NGOs കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട് അല്ലേ. NGOs എന്ന് പറയുമ്പോൾ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണ് NGOs എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഇവരെന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടി ഈ ഓർഗനൈസേഷൻസ്? ഒന്ന് ജനറൽ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവരുടെ റൈറ്റ്സിനെ കുറിച്ച്. പിന്നെ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇമ്പാർട്ട് നോളജ് അബൌട്ട് കൺസ്യൂമർ പ്രോബ്ലംസ് അല്ലേ. ഇപ്പം ഒരു വർഷത്തിൽ ഇത്രയും കൺസ്യൂമേഴ്സിന് പ്രശ്നം വന്നു, ഇത്ര പേര് സഫർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ ഇറക്കുക. ക്യാരിങ് ഔട്ട് കമ്പാരിറ്റീവ് ടെസ്റ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സ് ടു ചെക്ക് ദ റിലേറ്റീവ് ക്വാളിറ്റീസ്. പിന്നെ ഇങ്ങനത്തെ ഓരോ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ ടെസ്റ്റിങ്ങിനൊക്കെ അയക്കുക. ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് അയച്ചിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ ലീഗൽ ആക്ഷൻ എടുക്കുക. പിന്നെ എൻകറേജിങ് കൺസ്യൂമർ ടു റൈസ് ദെയർ വോയിസ് ആൻഡ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഏതെങ്കിലും കൺസ്യൂമേഴ്സ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക, അവരുടെ സപ്പോർട്ട് ചെയ്യുക അല്ലെ, പ്രൊവൈഡ് ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുക. പിന്നെ ഫൈലിംഗ് കംപ്ലൈൻറ്റ് ഇൻ appropriate redressal forum on behalf of the consumer. കൺസ്യൂമറിന് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് നമ്മൾ 3 tier 4 ഉണ്ട്, അതിൽ എവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ കറക്റ്റ് കൊടുക്കുക. പിന്നെ കംപ്ലൈൻറ്റ്സ് ഇൻ അപ്രോപ്രിയേറ്റ് റിഡ്രസൽ ഫോറം ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക് നോട്ട് ഫോർ എനി ഇൻഡിവിജ്വൽ. ഇനി അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് കൂടെ അല്ലാതെ മൊത്തത്തിൽ ജനങ്ങളുടെ ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ സൊസൈറ്റീനെ കൺസ്യൂമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഇതെന്നൊക്കെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കൺസ്യൂമർ ഓർഗനൈസേഷനാണ്. നിങ്ങൾക്ക് നേരമുണ്ടെങ്കിൽ അതായത് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം ഇത് വായിച്ചാൽ മതി. ഓക്കെ, ഇതെന്ന് പറഞ്ഞ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവിടെ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തു എന്നുള്ളൂ, എക്സാമിന് ആവശ്യമില്ല. ഫൈനലി നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് യദു സാറിനെ വിളിക്കാം. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഓക്കെ, ചാപ്റ്റേഴ്സ് കുഞ്ഞു ചാപ്റ്റേഴ്സ് അല്ലേ സാറിൻ്റെത്? ഇനി പ്ലാനിങ്ങും പ്രിൻസിപ്പൽസും രണ്ടും കുഞ്ഞു ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് 2 ചാപ്റ്റർ കുഞ്ഞി ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ആരും പേടിക്കേണ്ട. നമുക്ക് ഇതാ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് തീർക്കാം. ഓക്കെ, റെഡി? ഓക്കെ. അപ്പോൾ അങ്ങനെ വീട്ടിലേ പോവാ അതവിടെ നിൽക്കുക? ഓക്കെ. റെഡി? അപ്പൊ നമുക്ക് പ്ലാനിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഞാനിപ്പോൾ കുറച്ച് ലുക്കായിക്കല്ലോ, എന്താണെന്നറിയാലോ, 12 മണിയായിട്ടായിരിക്കും, ഇന്നാളെയല്ലോ. ഓക്കെ, റെഡി. നമുക്ക് പ്ലാനിങ്ങിൽ നിന്നും അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തീർക്കാം. സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, റെഡി അല്ലേ? 13 ആൾക്കാരായല്ലോ, 14 ആൾക്കാരായി. ഓക്കെ, സെറ്റ് റെഡി. അപ്പോൾ പ്ലാനിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള സിമ്പിൾ കുറച്ച് പോയിന്റുകൾ മാത്രമല്ല. ആദ്യം തന്നെ പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു വെക്കുക മക്കളെ. ഒരു 5, 6 അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ള സിമ്പിളായി നമുക്ക് നോക്കി വെക്കാം. പ്ലാനിങ് എന്താ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. പ്ലാനിങ് എന്താ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു അല്ലേ. ബിഫോർ ഡൂയിങ് സംതിങ് ദ മാനേജർ മസ്റ്റ് ഫോർമുലേറ്റ് ദ ഐഡിയ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴെന്താ മുൻപ് നമ്മളെന്താ ഐഡിയ ഫോം ചെയ്ത് വെക്കണം അല്ലേ. അതാണ് എന്തത് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഇസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് അല്ലെ. എന്തുമായിട്ട് കണക്ഷൻ ആണ്? നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ഐഡിയ നമ്മൾ തിങ്കിങ് പ്രോസസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് എന്താകുന്നുണ്ട്? പ്ലാനിങ്ങിലൂടെ ഉണ്ടാകുന്നുണ്ട്. പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ അല്ലെ. ഈ 4 പോയിന്റ് മതി പ്ലാനിങ് എന്താണെന്നുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ,
റെഡി? അങ്ങനെയെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ആണ്. ഈ പോയിന്റ്സ് മക്കളൊന്ന് പഠിച്ചു വെച്ചോളാം. റെഡി? പ്ലാനിങ് പോയിന്റ്സ് മാത്രമേ സാറ് പറയുന്നുള്ളൂ, എക്സ്പ്ലനേഷൻ സാർ അവിടെ കൊടുക്കുന്നില്ല. അതാ പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. പ്ലാനിങ് എന്താണ്? എന്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ് പ്ലാനിങ്? ഒന്ന് പറഞ്ഞേ. പ്ലാനിങ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ്? ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ് അല്ലെ. നമ്മുടെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്നതാണ് അല്ലെ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പ്ലാനിങ് ചെയ്യുക അല്ലെ. ഇതിനടുത്ത് എന്താ? പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അറിയാലോ, മാനേജ്മെന്റിൽ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ ഏതാണ്? പ്ലാനിങ് അല്ലെ. റെഡി? സിമ്പിൾ. ഇതിനടുത്ത് എന്താ? പ്ലാനിങ് ഈസ് പെർവാസീവ് അല്ലെ. എന്താണ്? എല്ലാ ഏരിയാസിലും, ഒരു ബിസിനസിന്റെ എല്ലാ ഏരിയാസിലും എന്തുണ്ട്? പ്ലാനിങ് ഉണ്ട്. ടോപ്പിലായാലും മിഡിലായാലും ലോവറിലായാലും അല്ലെ, എല്ലാ ലെവലിലും എന്താണ്? പ്ലാനിങ് ആവശ്യമാണ്. എന്താണ്? കണ്ടിന്യൂസ് അല്ലെ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ? അടുത്ത പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. സോ ഇറ്റ്സ് കണ്ടിന്യൂസ് ആണ്. എന്താണ്? പ്ലാനിങ് എന്തിന്റെ ബേസിലാണ്? ഫ്യൂച്ചറിസ്റ്റിക് ആണ് അല്ലെ. നമ്മൾ പിന്നോട്ടാണോ നമ്മൾ നോക്കുക? പാസ്റ്റ് കാര്യങ്ങളിലേക്കാണോ നമ്മൾ പ്ലാൻ ചെയ്യുക? അല്ല, ഫ്യൂച്ചറിലേക്കാണ് അല്ലെ. സോ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്. എന്താണ്? പ്ലാനിങ് ഇൻവോൾവ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. അവിടെ നമ്മൾ എന്താ? തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇന്ന കാര്യം ചെയ്യണം, നാളെ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, തീരുമാനങ്ങളാണ് അല്ലെ. ലാസ്റ്റ് എന്താ? ഇറ്റ്സ് എ മെന്റൽ എക്സസൈസ് അല്ലെ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ എക്സസൈസ് ആണ്. റെഡി അല്ലേ? സിമ്പിൾ പോയിന്റ് ആണ്, ഓർത്ത് വെച്ചുള്ള ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ബേസിക് ആയിട്ടുള്ള പോയിന്റുകളാണ് പഠിച്ചു വെക്കുക. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്. അടുത്തത് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അത് നമുക്ക് പോയിന്റ് ആയിട്ട് പറയാം. ഒന്നാമത് എന്താ? പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ. പ്ലാനിങ് എന്ത് തരുന്നു? നമുക്ക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ഒരു പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് കിട്ടുള്ളൂ മക്കളെ? ഡയറക്ഷൻ. നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടുകയുള്ളൂ അല്ലെ. ഇന്ന കാര്യം ചെയ്യണം, ഇന്നത് പോക്കണം അല്ലെ, ഇന്നതാക്കണം, ഇന്ന് ചെയ്യണം എന്നുള്ളത്. നാളെ സാറിന് +1 ലൈവ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താ? സാറിന് 5ാമത്തെ ചാപ്റ്ററും 7ാമത്തെ ചാപ്റ്ററും എടുക്കാനുള്ളത്. അപ്പോൾ സാർ എന്താ അതിന് പ്ലാൻ ചെയ്യും അല്ലെ. PPT ഉണ്ടാക്കും, ഇന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ട് അല്ലെ. സോ ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലാനിങ് എൻഷുർ ദാറ്റ് ദ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് ദാറ്റ് they act as a guide for deciding what action should be taken in which direction അല്ലെ. നമ്മളെ ഏത് ആക്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് തരുന്നു, പ്ലാനിങ് തരുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. പ്ലാനിങ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി അല്ലെ. എന്താണ്? അൺസർട്ടനിറ്റി കൊണ്ടുണ്ടാവുന്ന റിസ്കിനെ കുറയ്ക്കുന്നു. കാരണം എന്താ? നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെന്ന്, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പോൾ അതിനെതിരെ നമ്മൾ എന്താണ്? അൺസർട്ടൻ ഇവന്റ്സിനെതിരെയുള്ള സൊല്യൂഷൻസ് നമ്മൾ എന്താ? ഓൾറെഡി ചിന്തിച്ച് വെക്കും അല്ലെ. സോ ആ റിസ്കിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. റെഡി? ഇതിനടുത്ത് എന്താണ്? റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി അല്ലെ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു നോക്കുക അല്ലെ, വീണ്ടും ചെയ്യുക അല്ലെങ്കിൽ മിസ്റ്റേക്ക് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. പ്ലാനിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നു. കാരണം എന്താ? നമുക്ക് കൃത്യമായിട്ടുള്ള അറിയാം അല്ലെ. നമുക്കൊരു ഡയറക്ഷൻ പ്ലാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. സോ നമ്മൾ ആ കാര്യം മാത്രം ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഓവർലാപ്പിംഗ് ഒക്കെ എന്താണ്? കുറയുന്നു. ഇതിനടുത്ത് എന്താ? പ്ലാനിങ് പ്രൊമോട്ട് ഇന്നോവേറ്റീവ് ഐഡിയ. പ്ലാനിങ് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു? ഇന്നോവേറ്റീവ് ഐഡിയ. നമ്മൾ നന്നായി തിങ്ക് ചെയ്ത് അല്ലെ, നമ്മുടെ മെന്റൽ എക്സസൈസ് ആണ് പ്ലാനിങ്. സോ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ് ഇസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ദ മാനേജ്മെന്റ്. ന്യൂ ഐഡിയ ക്യാൻ ബി ടേക്കൺ അല്ലെ. പുതിയ ഐഡിയാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ. സോ അപ്പൊ എന്താണ്? നമുക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഏതിലൂടെ കിട്ടുന്നു? പ്ലാനിങ്ങിലൂടെ കിട്ടുന്നു. ദെൻ അടുത്ത എന്താണ്? പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളിവിടെ ഫീച്ചേഴ്സ് പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ഡിസിഷൻ മേക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തെന്ന്? പ്ലാനിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താ? എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ് അല്ലെ. എന്താണ്? നമുക്കൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ, ഇന്ന കാര്യം കൃത്യമായി ചെയ്യണം അല്ലെ, ഇന്നതാണ് ചെയ്യേണ്ടത് അല്ലെ. പ്ലാനിങ് പ്രൊവൈഡ് ദ ഗോൾ ഓർ സ്റ്റാൻഡേർഡ് അഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ഈസ് മെഷേർഡ് അല്ലെ. ആക്ച്വലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെ, അത് കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ കൺട്രോൾ നമുക്ക്, ആ സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ, ആ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്താകുന്നുണ്ട്? പ്ലാനിങ്ങിലൂടെ പറ്റുന്നുണ്ട്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പ്ലാനിങ് എന്താന്ന് പഠിച്ചു. പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും പോയിന്റ് മാത്രം മതി മക്കളെ, നിങ്ങൾക്ക് സുഖമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു ടെക്സ്റ്റിലൂടെ അതിന്റെ എക്സ്പ്ലനേഷൻ അല്ല, ടെക്സ്റ്റിലൂടെ ഒന്നും കിട്ടേണ്ട എക്സ്പ്ലനേഷൻ അല്ല ശരിക്കും ഇതിനൊന്നും നിങ്ങൾ എഴുതേണ്ടത് അല്ലെ. നമുക്ക് ഉള്ളിൽ തന്നെ കിട്ടും അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി ഇതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ആയിട്ട്. സോ പോയിന്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻസിൻ്റെതും അതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെതും, അതിന്റെ ഫീച്ചേഴ്സിന്റെ പ്ലാനിങ്ങിന്റെ. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തത് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് പ്ലാനിങ് കൊണ്ട് ഉണ്ടാകുന്നത്?
ഓക്കെ, എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് പ്ലാനിങ്ങിന് സംഭവിക്കുന്നത്? ഒന്നാമത്തെ എന്താ? ലീഡ്സ് ടു റിജിഡിറ്റി ആണ്. എന്താ റിജിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജേഴ്സ് നീഡ് ടു ബി ഗിവൺ സം ഫ്ലെക്സിബിലിറ്റി ടു ഏബിൾ ടു കോപ്പ് വിത്ത് ദ ചേഞ്ചസ് സർക്കംസ്റ്റാൻസസ് ഫോളോയിങ് പ്രീ ഡിസൈഡ് പ്ലാൻ വെൻ സർക്കംസ്റ്റാൻസസ് ഹാവ് ചേഞ്ച്. അല്ലെ, എന്താ നമ്മുടെ സിറ്റുവേഷൻസ് മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് സീനല്ലേ? കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് അല്ലേ. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മാറിയാൽ അയ്യോ നമ്മൾ പെട്ടുപോകും അല്ലെ. നിങ്ങൾക്കറിയാം അല്ലെ, നമ്മൾ പെട്ടുപോകും. റെഡി, ആ കാര്യമാണ് നമ്മൾ എന്തിലേക്ക്, ഒരു റിജിഡിറ്റിയിലേക്ക് ചിലപ്പം പ്ലാൻ നമ്മളെ എത്തിക്കും അല്ലെ. പെട്ടെന്ന് എന്താ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നമായി നമ്മൾ നിൽക്കേണ്ടി വരും അല്ലെ. അപ്പൊ എന്താ, അതൊരു റിജിഡിറ്റിയിലേക്ക് നമുക്ക് ചില സിറ്റുവേഷനിൽ പ്ലാനിങ് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇതിനടുത്ത് എന്താ, പ്ലാനിങ് മെ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവിറോൺമെന്റ്. യെസ്, നമ്മളിപ്പോൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് അല്ലെ. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവിറോൺമെന്റിൽ പ്ലാനിങ് നല്ല രീതിയിൽ വർക്ക് ആകുമോ? അല്ലെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചൊരു കാര്യം അല്ലെ, അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താണ്, കംപ്ലീറ്റ് ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മാറുക. ഇപ്പൊ എന്താണ്, ഇപ്പോൾ ഒരു കോവിഡ് ഒക്കെ വന്നു അല്ലെ. അപ്പോൾ എന്താണ്, കോവിഡിന്റെ സമയത്തൊക്കെ എന്താ നമ്മളൊക്കെ ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളും ഉണ്ടാവും. സാറ് കോവിഡ് ഉണ്ടായ ഒരു സമയത്തായിരുന്നു PG ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കംപ്ലീറ്റ് പാളിപ്പോയി അല്ലെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. സാർ അതുപോലെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഒരു എന്താണ് ഫിലിം ഫീൽഡിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ പോയി ഡയറക്ടേഴ്സിനെ ഒക്കെ കണ്ട് പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ കാണാൻ ഇറങ്ങുന്ന ഒരു ടൈമിലാണ് സാറിന് കോവിഡ് നേരിടേണ്ടി വന്നത്. അങ്ങനെ അത് സ്റ്റെക്കായിപ്പോയി. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലെ. അതൊക്കെ നമ്മുടെ പ്ലാനിങ്ങിനെ കംപ്ലീറ്റ് മാറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ എന്താണ്, ഡൈനാമിക് എൻവിറോൺമെന്റിൽ നമ്മുടെ പ്ലാനിങ് തെറ്റിപ്പോകും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അടുത്തെന്താ, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. യെസ്, എന്താ ഇത് ആരെ കേസിലാണ് പറയുന്നത്? ക്രിയേറ്റിവിറ്റിയെ കുറയ്ക്കുന്നു. അത് നമ്മുടെ ഒരു എന്താണ്, ഒരു ഫേമിലുള്ള എംപ്ലോയീസിന്റെ ഫോക്കസ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യമാണ്. ഓക്കെ, അതായത് ഒരു ബിസിനസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പ്ലാനിങ് എടുക്കുക അല്ലെങ്കിൽ ആ പ്ലാനിങ് ഒക്കെ സെറ്റ് ചെയ്യുക, ഡിസിഷൻ എടുക്കുക ഒക്കെ ആരായിരിക്കും മക്കളെ? ആരായിരിക്കും? യെസ്, നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും അല്ലെ. ആ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരെ ക്രിയേറ്റിവിറ്റിയെ കുറയ്ക്കുക? എംപ്ലോയീസിന്റെ അല്ലെ. എംപ്ലോയീസിന് ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ല. റെഡി, അപ്പോൾ പ്ലാനിങ് റിഡ്യൂസ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് എംപ്ലോയീസ്. അങ്ങനെ കൂടുതൽ പഠിച്ചേക്കല്ല, കൂട്ടി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ പോയിന്റ് പെട്ടെന്ന് കിട്ടും. ദെൻ പ്ലാനിങ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ് അല്ലെ. ചില സമയത്ത് എന്താ, പ്ലാനിങ് നല്ല ചിലവുള്ള പരിപാടിയാണ്. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടി വരും, ഇൻഫർമേഷൻസ് നമുക്ക് നോക്കേണ്ടി വരും, ടൈം എടുക്കേണ്ടി വരും അല്ലെ. അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹ്യൂജ് കോസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ ലാസ്റ്റ് സാർ ഇപ്പോൾ പറഞ്ഞ ടൈം കൺസ്യൂമിങ് അല്ലെ, ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റെഡി? യെസ്. ഒരു പോയിന്റ് കൂടെ ഉണ്ട്. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ലാസ്റ്റ് പോയിന്റ് അല്ലെ. നമ്മുടെ എല്ലാ പ്ലാനുകളും നടക്കാറുണ്ടോ? ഇല്ല. അത് ഏറ്റവും നമുക്ക് എന്താണ്, എക്സാമ്പിൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതിന് ഓപ്പോസിറ്റ് ആണ് സംഭവിക്കാറുള്ളത് അല്ലെ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ പ്ലാനിങ്ങും എന്താ നമ്മളെ ഗ്യാരണ്ടിയിൽ എത്തിക്കാറില്ല. സിമ്പിൾ പോയിന്റ് അല്ലേ. അപ്പൊ ഓർത്ത് വെച്ചോളൂ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ. അപ്പൊ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, 3 പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതാ, ലീഡ്സ് ടു റിജിഡിറ്റി, not work in dynamic environment, reduce creativity of employee. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എംപ്ലോയി എന്ന് അതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്, പിന്നെയോ കൺസ്യൂമർ ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. ദെൻ നോട്ട് ഗ്യാരണ്ടി സക്സസ്. പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ചെയ്താൻ പറ്റും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം പ്ലാനിങ് പ്രോസസ്സാണ്. പ്ലാനിങ് പ്രോസസ്സും വളരെ എളുപ്പമാണ് പഠിക്കാൻ, നല്ലൊരു ഓർഡറിൽ കിട്ടും. നോക്കിക്കോ, ഒന്നാമത്തെ എന്താണ്, പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്ത് വേണം? ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് ഏത് ലക്ഷ്യത്തിലാണ് എത്തേണ്ടത്, ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് വേണ്ടേ മക്കളെ? യെസ്, അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനുള്ളതാണ്. എവിടെയാണ് നമ്മൾ എത്തേണ്ടത് എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പിംഗ് പ്രിമൈസസ്. എന്താണ് ഈ പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ. എന്താണ്? ഫ്യൂച്ചർ അസംഷൻ ആണ് അല്ലെ. അസംഷനെ നമ്മൾ എന്ത് പറയുക? യെസ്, പ്രിമൈസസ് എന്ന് പറയുക. അപ്പൊ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ നാളെ ഇന്ന് ചെയ്യാം, അല്ലെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ന കാര്യം ചെയ്യണം അല്ലെ. ആ ഒരു അസംഷൻ ആണ്. റെഡി? ആ ഒരു അസംഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ആ ഒരു അസംഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ് കോഴ്സ് അല്ലെ. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് വഴികൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു വരും അല്ലെ. ആ എല്ലാ ആൾട്ടർനേറ്റീവ് വേകൾ അല്ലെങ്കിൽ കോഴ്സുകളെയും നമ്മൾ എന്താ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൾട്ടർനേറ്റീവ് ആക്ഷൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ റൂട്ടുണ്ട്, ഈ റൂട്ടുണ്ട്, ആ റൂട്ടുണ്ട്, അതിലൊക്കെ പോയാൽ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ എന്താ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. റെഡി? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. അത് മനസ്സിലാകാൻ നമുക്ക് എന്താണ്? യെസ്, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ് അല്ലെ. നമ്മുടെ മുന്നിലുള്ള ഈ എല്ലാ വഴികളെയും നമുക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം അല്ലെ. യെസ്, ഏതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലെ, പെട്ടെന്ന് നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്നത് ഏതാണ്? ആ ഒരു വേ നമ്മൾ എന്താക്കുന്നു? ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അങ്ങനെ നമ്മൾ എന്താ? യെസ്, ആ ഒരു
വേസ് നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് നമ്മൾ എന്താക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെ. ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആവുന്ന, ഏറ്റവും എന്താണ് കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് നമ്മളെ ഒബ്ജക്റ്റീവ്സിൽ എത്താൻ സഹായിക്കുന്ന ആ ഒരു എന്താ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ എന്താ നമ്മൾ ചെയ്യുക, അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെ, അതങ്ങോട്ട് നടപ്പാക്കും. ആ ഒരു ഓപ്ഷൻ നമ്മൾ അങ്ങോട്ട് നടപ്പാക്കും. യെസ്, ആ റൂട്ടിലൂടെ നമ്മൾ എന്താ നമ്മളെ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരും അല്ലെ. ഇംപ്ലിമെന്റ് ദ പ്ലാൻ, ആ പ്ലാൻ നടപ്പാക്കും അല്ലെ. ആ പ്ലാൻ നടപ്പാക്കിയ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം, എന്താണ് ഫോളോ അപ്പ് ആക്ഷൻ അല്ലെ. ആ ഒരു എന്താ പ്ലാൻ നമ്മൾ എന്താ ഒന്ന് നോക്കുക അല്ലെ, ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടോ, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം അല്ലെ, അത് റിവ്യൂ ചെയ്യും. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാണ്ട് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. റെഡി അല്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ മക്കള് പ്ലാനിങ്ങിൽ പഠിച്ചു വെച്ചോളുക കൃത്യമായിട്ട്. ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ് ഈ ചാപ്റ്ററിലെ. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, സിംഗിൾ യൂസ് പ്ലാൻ എന്നാണ്. സിംഗിൾ യൂസ് പ്ലാനും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് പ്ലാനും, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പഠിച്ചു വെച്ചോളുക. എ സിംഗിൾ യൂസ് പ്ലാൻ ഈസ് ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഇവന്റ് ഓർ പ്രൊജക്ട്. സച്ച് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് നോട്ട് ലൈക്ലി ടു ബി റിപ്പീറ്റഡ് ഇൻ ഫ്യൂച്ചർ. ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്താ സിംഗിൾ യൂസ് പ്ലാൻ, അല്ലെങ്കിൽ എന്താ ദേ ആർ ഫോർ നോൺ റിക്കറിങ് സിറ്റുവേഷൻ അല്ലെ. വീണ്ടും 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 നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരൊറ്റ തവണ ഏതെങ്കിലും ഒരു ഒറ്റ ഒബ്ജക്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്ലാനുകളെ നമ്മൾ എന്ത് പറയാ, സിംഗിൾ യൂസ് അല്ലെ. വൺ ടൈം യൂസബിൾ പ്ലാൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത പ്ലാനാണ്. റെഡി, ആ പ്ലാനുകളെ നമ്മൾ എന്ത് പറയാ, സിംഗിൾ യൂസ് പ്ലാനുകൾ എന്ന് പറയാ. ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രൊജക്ട് ഒക്കെ എന്തിന് എക്സാമ്പിളാ നോക്കി വെച്ചേ, എക്സാമ്പിൾ നോക്കി വെച്ചോ, സിംഗിൾ യൂസ് പ്ലാൻ. ഓക്കെ, അപ്പോ സ്റ്റാൻഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലെ. എന്താണ് സ്റ്റാൻഡിംഗ് പ്ലാൻ? യൂസ്ഡ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് ഓക്കെ റെഗുലർലി ഓവർ എ പീരീഡ് അല്ലെ. റെഗുലർലി നമ്മൾ എന്താ വീണ്ടും 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 സെയിം സിറ്റുവേഷനിൽ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്ലാനുകളെ നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുക അല്ലെ. പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്, റൂളുകളും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സ്റ്റാൻഡിംഗ് പ്ലാനുകൾക്ക് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ഇപ്പോൾ സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കാറില്ലേ, അതെല്ലാ ദിവസവും ഒരേപോലെ അറ്റൻഡൻസ് എടുക്കുന്നത്, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സ്റ്റാൻഡിംഗ് പ്ലാനിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ രണ്ട് പ്ലാനുകളും ആണ് മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് പ്ലാനിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ എക്സാമ്പിളിനെ കുറിച്ചും നമുക്ക് എന്താണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. യെസ്, അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് പ്ലാൻ ആണ് അല്ലെ. ഒബ്ജക്റ്റീവ് therefore can be said to be the desired future position that the management would be like to reach അല്ലെ. മാനേജ്മെന്റിൽ എത്തേണ്ട അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ലക്ഷ്യം, അതാണ് എന്തെന്ന് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആദ്യത്തെ ഒരു പ്ലാൻ ആണ്. ഓക്കെ, the objective simply say that what you would like to achieve. ഓക്കെ, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. റെഡി, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, നമ്മളെ നയങ്ങൾ അല്ലെങ്കിൽ എന്താണ് തന്ത്രങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ എന്താണ് സ്ട്രാറ്റജി പ്രൊവൈഡ് ദ ബ്രോഡ് counter of an organization of business. It will also refer to future decision defining the organization direction and scope in the long run. Thus, we can say that strategy is a comprehensive plan of accomplishing an organization objective എന്നാണ് അല്ലെ. നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ നമ്മൾ എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റീവ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതാണ് നിന്ന് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തന്ത്രങ്ങളാണ്. പോയിന്റ് ഓഫ് വ്യൂ ആരെ, നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കോമ്പറ്റീറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ, യെസ് അവർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ അവരെക്കാൾ മുൻപ് നമ്മൾ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് സ്ട്രാറ്റജി. നമ്മളെ തന്ത്രം എന്ന് പറയുന്നത് മിലിറ്ററി ടേമിൽ നിന്നാണ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ ഒരു കാര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക സ്ട്രാറ്റജി. ഇതിനടുത്ത് എന്താണ് പോളിസി. പോളിസി ആണെന്ന് നമ്മൾ നയങ്ങൾ എന്ന് പറയുന്ന കറക്റ്റായിട്ട് അല്ലെ. എന്താണ് പോളിസി ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗൈഡ് തിങ്കിങ് ഓർ ചാനലൈസ് എനർജീസ് ടുവേർഡ് ദ പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെ. നമുക്കൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ടൈപ്പ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമ്മുടെ നയങ്ങൾ എന്ന് പറയുന്നത്. അതായത് RD സെയിൽ നടക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കണം, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ എന്താണ് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ അവരെ എന്താണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറയാനല്ലേ. അതൊക്കെ എന്താണ് ഒരു പോളിസിയാണ്, നയങ്ങളാണ്. ഓക്കെ, അതാണെന്നത് നയങ്ങൾ അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്ന ഓർത്ത് വെച്ചുള്ള. പ്രൊസീജിയർ എന്താ, പ്രൊസീജിയർ ആർ റൂട്ടീൻ സ്റ്റെപ്പ് ഇൻ ഹൗ ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റി. ദേ ഡീറ്റെയിൽ ദ എക്സാക്ട് മാനർ ഇൻ വിച്ച് എനി വർക്ക് ഈസ് ടു ബി പെർഫോംഡ് അല്ലെ. എന്താണ് ഒരു വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുക, പ്രൊസീജിയർ എന്ന് പറയുക. ഓക്കെ, യെസ്. ദെൻ അടുത്തത് എന്താണ്, മെത്തേഡാണ്, രീതികളാണ് അല്ലെ. മെത്തേഡ് പ്രൊവൈഡ് ദ പ്രിസ്ക്രൈബ്ഡ് വേ ഓർ മാനർ ഇൻ വിച്ച് എ ടാസ്ക് ഹാസ് ടു ബി പെർഫോംഡ് കൺസിഡറിംഗ് ദ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഡീൽ വിത്ത് ദ ടാസ്ക്
comprising one step of a procedure and specify how this step is to be performed. അല്ലെ യെസ്, എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യത്തിലെത്തേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് അല്ലെ അത് എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് ഇതാ മെത്തേഡിലൂടെ നമ്മൾ തീരുമാനിക്കുക അല്ലെ. ഇപ്പൊ എന്താ ഒരു സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് അവിടെ എത്തിക്കാൻ എന്താ തലേ ചുമത്ത് കൊണ്ടുപോവാ, രണ്ടാൾക്കാർ കൂട്ടി വെച്ച് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അർബാനയിൽ ഇട്ട് കൊണ്ടുപോവാ അല്ലെ, ഒരുപാട് വഴികളുണ്ട്. അപ്പൊ ഏത് രീതി നമ്മൾക്ക് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇത് മെത്തേഡിലൂടെ നമ്മൾ പറയുന്നത്. അടുത്തെന്താണ് റൂളാണ് അല്ലെ, നിയമങ്ങളാണ് അല്ലെ. റൂൾ ആർ സ്പെസിഫൈഡ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ അല്ലെ, എന്തേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഇത് റൂൾ, നിയമങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് റിഫ്ലക്ട് എ മാനേജറിന്റെ ഡിസിഷൻ ദാറ്റ് എ സർട്ടൈൻ ആക്ഷൻ മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട് ബി ഡൺ, എന്ത് നമ്മൾ ചെയ്യണം എന്ത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനങ്ങളാണ് ഇത് റൂളിലൂടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, then അടുത്തെന്താ പ്രോഗ്രാം, പരിപാടികളാണ് അല്ലെ. ആ പ്രോഗ്രാം ആർ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പ്രൊജക്ട് വിച്ച് ഔട്ട്ലൈൻ ദ ഒബ്ജക്റ്റീവ്, പോളിസി, പ്രൊസീജിയർ, റൂള്, ടാസ്ക് അല്ലെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവ് എത്താൻ നമ്മൾ ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ അല്ലേ, റെഡി. ദെൻ ലാസ്റ്റ് നമ്മുടെ ബഡ്ജറ്റ് ആണ്. എന്താണ് ബഡ്ജറ്റ്? യെസ്, നമ്മുടെ പ്ലാനിനെ എന്താ നമ്മൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്തെന്ന്. യെസ്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ എ ന്യൂമറിക്കൽ ടേം അല്ലെ. ഇറ്റ്സ് എ പ്ലാൻ വിച്ച് ക്വാളിഫൈസ് ഫ്യൂച്ചർ ഫാക്ട് ആൻഡ് ഫിഗർ. ഭാവി എന്താണ് പരിപാടികൾ നമ്മൾ എന്താ ന്യൂമറിക്കൽ ഒരു നമ്പറിൽ നമ്മൾ എന്താക്കുന്നു, യെസ് സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ നമ്മൾ റിസൾട്ട് ന്യൂമറിക്കലി നമ്മൾ എന്താക്കുന്നു, യെസ് എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ബഡ്ജറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ, യെസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആണ് പ്ലാനിങ്ങിന്റെ മീനിങ് ഓർത്തേക്കുക, ഫീച്ചേഴ്സ്, യെസ് ഇമ്പോർട്ടൻസ്, യെസ് അതിന്റെ പ്രോസസ്സ്, അതിന്റെ ലിമിറ്റേഷൻസ് പഠിച്ചു വയ്ക്കുക, അതിന്റെ ലാസ്റ്റ് ടൈപ്സും. സിമ്പിൾ ആണ്, പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തോന്നുന്ന വെച്ച് ചാർത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, റെഡി അല്ലേ. യെസ്, അങ്ങനെയെങ്കിൽ സാർ ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, അതും ഇതേപോലെ നമുക്ക് സിമ്പിളായി തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. യെസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ മക്കളെ എന്താ പഠിക്കാനുള്ളത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, റെഡി. യെസ്, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ആർ ബേസിക് ഗൈഡ് ലൈൻസ് ദാറ്റ് ഹെൽപ്പ് മാനേജേഴ്സ് ടു ഡു ദെയർ ജോബ് എഫക്റ്റീവ്ലി അല്ലെ. ഒരു മാനേജേഴ്സിന് അവരുടെ ജോബ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ ഉള്ള ഗൈഡ് ലൈൻ അല്ലെ, അവർക്ക് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ഗൈഡ് ലൈൻ എന്ത് പറയാം, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ദേ ഓഫർ അഡ്വൈസ് ഓൺ ഹൗ ടു മേക്ക് ഡിസിഷൻ, ഹാൻഡിൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് മാനേജ് പീപ്പിൾ ഇൻ എ ഡിഫറെന്റ് സിറ്റുവേഷൻ അല്ലെ. ഡിഫറെന്റ് സിറ്റുവേഷനിൽ എങ്ങനെ പീപ്പിൾസിനെ മാനേജ് ചെയ്യാം, എങ്ങനെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ പല ഡീലിങ്സ് അല്ലെങ്കിൽ പല ഡിസിഷൻസ് എടുക്കാം എന്നുള്ള അഡ്വൈസ് ഒക്കെ നൽകുന്ന ഒരു ഗൈഡ് ലൈൻ, ജനറൽ ഗൈഡ് ലൈൻസിനെ നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ. അതോട് പഠിച്ചു വെച്ചാൽ മതി. ഈ പോയിന്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതി, പോയിന്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ 2-3 മാർക്കിനൊക്കെ ചെറിയ മാർക്കിന് ക്വസ്റ്റ്യൻ വരും, അതിപ്പോൾ ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. റെഡി അല്ലേ, സെറ്റ് അല്ലേ. ഓക്കെ, ഇതെന്താ നാച്ചുറൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചാൽ ഇത് എഴുതിക്കോളാം. ഓക്കെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ നാച്ചുറൽ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്. പലർക്കും ഉള്ള ഡൗട്ടാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ അയ്യോ എന്താ ക്യാരക്ടറിസ്റ്റിക്സ്, യെസ് അല്ലെങ്കിൽ എന്താ ഫീച്ചേഴ്സ് ചോദിച്ചാൽ അമ്മോ എന്താ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഫീച്ചേഴ്സ് ചോദിച്ചാൽ അയ്യോ ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ പഠിച്ചുള്ളൂ, ഫീച്ചേഴ്സ് പഠിച്ചില്ലല്ലോ അല്ലെ. നാച്ചുറൽ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഫീച്ചർ അല്ലേ പഠിച്ചുള്ളൂ, നാച്ചുറൽ പഠിച്ചില്ലല്ലോ. ആ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ലേ മക്കളെ. ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നാച്ചുറൽ ആയാലും ഫീച്ചർ ആയാലും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയാലും നിങ്ങൾ ഈ കാര്യം അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ. ഒന്നാമത്തെ എന്താ സിമ്പിൾ പോയിന്റ്, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി അല്ലെ. എവിടെയൊക്കെ ബിസിനസ് ഉണ്ടോ അല്ലെ, എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്, യെസ് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ യെസ് ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ആണെങ്കിലും അവിടെയൊക്കെ എന്തുണ്ട്, യെസ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് യൂസബിൾ ആണ്. ഓക്കെ, അതായത് ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും ഒരു മിഡിൽ ബിസിനസ് ആയാലും ഒക്കെ റെഡി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ടു ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, എല്ലാ ടൈപ്പിലും അല്ലെ, ബിഗ് സ്മോൾ പബ്ലിക് ഓർ പ്രൈവറ്റ്, ഏത് ടൈപ്പിലായാലും മാനുഫാക്ചറിങ് ആയാലും ട്രേഡിംഗ് ആയാലും ഏത് ടൈപ്പ് ബിസിനസ്സിലും എന്ത് അവൈലബിൾ ആണ് അല്ലെ, എന്ത് നമുക്ക് വേണം, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വേണം. ഒന്നാമത്തെ നാച്ചുറൽ ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്.
സെക്കൻഡ് എന്താ ജനറൽ ഗൈഡ് ലൈൻ. നമ്മൾ പറഞ്ഞു അല്ലെ ഇതെന്താ ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ്, എങ്ങനെ ഡിസിഷൻ എടുക്കാം അല്ലെ, എങ്ങനെ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമ്മളെ ഹ്യൂമൻ ബീങ്സിനെ ഡീല് ചെയ്യാം എന്നൊക്കെ നമ്മുടെ മാനേജേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. സോ ഇറ്റ്സ് എ ജനറൽ ഗൈഡ് ലൈൻ. സെറ്റ് റെഡി. അടുത്ത് നോക്കിയോ, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിമെന്റ് അല്ലെ. വെറുതെ അങ്ങോട്ട് എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കാര്യമാണോ നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? അല്ല അല്ലെ. അത് അതിൻ്റെതായിട്ടുള്ള വിവരവും കഥയുള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അല്ലെ. അതാണ് നമ്മൾ എന്താ ഫയോളിന്റെ ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡി. അപ്പൊ എന്താ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ എക്സ്പീരിയൻസ്ഡ് ആൻഡ് എക്സ്പെരിമെന്റ്. ഓർത്തോളുക. റെഡി. അങ്ങനെയെങ്കിൽ നാലാമത് എന്താ ഫ്ലെക്സിബിൾ ആണ് അല്ലെ. എന്താ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ. ദേ ആർ നോട്ട് സ്ട്രിക്റ്റ് റൂൾ. കണ്ടല്ലോ, ഇതൊരു സ്ട്രിക്റ്റ് റൂൾ അല്ല അല്ലെ. നമ്മുടെ ഫോർമുലാസ് ഒക്കെ പോലെ ഒന്നും അല്ലത് അല്ലെ. ഇതെന്താ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റേണ്ടതുണ്ട്. ഓക്കെ. യെസ് അമ്മയാണ്. ഹലോ അമ്മ, ലൈവ് കഴിഞ്ഞില്ല, ഞാൻ വിളിക്കാം. ഇല്ല ഓക്കെ റെഡി. ഓക്കെ യെസ്. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഹ്യൂമൻസിനൊക്കെയാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഹ്യൂമൻസിനൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, പലരും പല സിറ്റുവേഷനിലും പല പോലെ ഐ മീൻ പല ടൈപ്പിലായിരിക്കും അവരെന്താ ബിഹേവ് ചെയ്യുക. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് നമ്മളെന്താ പല തീരുമാനങ്ങളും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. സോ നമുക്കെന്താ സിറ്റുവേഷൻ അനുസരിച്ച് മാറണം. അതോ സ്ട്രിക്റ്റ് അല്ല. ഓക്കെ, ഫ്ലെക്സിബിൾ ആണ്. ഇതിനടുത്ത് എന്താണ് മെയിൻലി ബിഹേവിയർ. എന്തിനെ ഫോക്കസ് ചെയ്താ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ മാനേജേഴ്സ് ഡീൽ ചെയ്യുക ആരെയാണ്? മെഷീൻസിനെയാണോ? അല്ല, ഹ്യൂമൻ റിസോഴ്സസിനെയാണ് അല്ലെ. അപ്പം അവരുടെ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇത് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് അടുത്തെന്താ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. കാര്യകാരണങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് കോസ് ആൻഡ് എഫക്ട്, ഷോയിങ് വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് എ സർട്ടൻ ആക്ഷൻ ഈസ് ടേക്കൺ വൈൽ നോട്ട് ഓൾവേസ് എക്സാക്ട് ദ ഗൈഡ് ഓഫ് മാനേജ് സിമിലർ ടു സിറ്റുവേഷൻ അല്ലെ. ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇത് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ കോസ് ആൻഡ് എഫക്റ്റ് അല്ലെ, കാര്യകാരണത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പോയിന്റ്സ് മക്കൾ ആദ്യം അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. ഏത് നമ്മളെ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറായിട്ട്. റെഡി യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോ, നമുക്ക് എന്താ നോക്കേണ്ടത്? ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ നീഡ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതേണ്ടത്. റെഡി അല്ലേ? അപ്പൊ ഈ പോയിന്റ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നോക്കിക്കോ, പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് എ യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, റിയാലിറ്റിയിലേക്കുള്ള ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? മാനേജേഴ്സ്ക്ക്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇറ്റ്സ് എ ജനറൽ ഗൈഡ് ലൈൻ അല്ലെ. ആ ഒറ്റ പോയിന്റ് മതി, ജനറൽ ഗൈഡ് ലൈൻ ആണ്. സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യാനും എന്താണ് നമുക്ക് ഡിസിഷൻസ് എടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അടുത്തെന്താ? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. നല്ല ഭരണത്തിനും അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ എന്താണ് ഉദ്ദേശിക്കുക? ഹ്യൂമൻ റിസോഴ്സിനെയാണ് അല്ലെ. അവരെ മാക്സിമം യൂസ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ റെഡി. ദെൻ അടുത്തത് എന്താണ്? സയന്റിഫിക് ഡിസിഷൻ. ശാസ്ത്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് എന്ത് വേണം? നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വേണം അല്ലെ. മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുക? ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ അല്ലേ? റെഡി. അടുത്തത് നോക്കിക്കോ, മീറ്റിംഗ് ചേഞ്ചിങ് എൻവിറോൺമെന്റൽ റിക്വയർമെന്റ്. അല്ല എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറി അല്ലെങ്കിൽ മാറ്റി യൂസ് ചെയ്യണം. റെഡി. സോ അതുകൊണ്ട് തന്നെ എന്താണ് ചേഞ്ചിങ് എൻവിറോൺമെന്റിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആവശ്യമാണ്. എന്താണ്? ഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. വെറുതെ ആളുകളെ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിട്ടല്ല നമ്മൾ എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. അതെന്താണ്? ഒരു ബിസിനസ് സൊസൈറ്റിയോട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഇവിടെ ഇൻവോൾവ് ആകുന്നുണ്ട്, നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് പഠിച്ചു വെച്ചോളുക.
ഓക്കെ ഒന്നുകൂടെ ഉണ്ട് മാനേജ്മെന്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെന്റ് എന്താണ് സോറി നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ട്രെയിനിങ്ങിലൂടെ അല്ലെ എഡ്യൂക്കേഷനിലൂടെ ഒക്കെ നമ്മൾ എന്താണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമാണ്. വെറുതെ വായിച്ച് പഠിക്കുക എന്നുള്ളതൊന്നും അല്ല അല്ലെ. നമ്മളിപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രീസിലൊക്കെ ഇൻവോൾവ് ആവുന്ന അല്ലെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് ഇപ്പോൾ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതങ്ങനെ പഠിച്ച് വരേണ്ടതുണ്ട് അല്ലെ, ട്രെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. റെഡി? അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ നീഡ്സ് ആയിട്ട് മക്കൾ എന്താ ഈ പോയിന്റ്സുകൾ ഓർത്ത് വെച്ചിരിക്കണം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതായത് എന്താ നീഡ്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ക്യാരക്ടറിസ്റ്റിക്സോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്? റെഡി? അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ആളുകളിലേക്ക് പോവുകയാണ്. നമ്മളെ സ്വന്തം സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, സോറി വൺ സെക്കൻഡ്. സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് പോവുകയാണ്. യെസ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ചെയ്താ സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്താണ്? സയന്റിഫിക് ആയിട്ട് ഉറക്കം വെക്കുന്നില്ല സാറേ എന്നാ ശരി. ഓക്കെ, എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ? സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് വാട്ട് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ. നമുക്ക് എന്താണ് വേണ്ടത് അത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ എന്ത് പഠിക്കണം? നമുക്ക് പ്രിൻസിപ്പിൾസ് പഠിക്കണം. 4 പ്രിൻസിപ്പിൾസ് ഓർത്ത് വെച്ചാൽ മതി. അറിയാലോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ 4 പ്രിൻസിപ്പിൾസ്. ഒന്നാമത് എന്താ? സയന്റിഫിക് മെത്തേഡ്, നോട്ട് റൂൾ ഓഫ് തമ്പ്. എന്താണ് നമ്മളെ എന്താണ് പറയുക, ഇപ്പോൾ നമ്മൾ ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അല്ലെ. ടൈലർ അഡ്വക്കേറ്റ് ദ ട്രഡീഷണൽ റൂൾ ഓഫ് തമ്പ് മെത്തേഡ് ഷുഡ് ബി റീപ്ലേസ്ഡ് അല്ലെ. ദെൻ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. പണ്ട് മുതലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, പുതിയത് കൊണ്ടുവരിക. നോട്ട് റൂൾ ഓഫ് തമ്പ്. അടുത്തെന്താ? ഹാർമണി നോട്ട് ഡിസ്കോർഡ്. എന്താണ് വേണ്ടത്? എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള അല്ലെ ആ ഒരു ഒത്തൊരുമയാണ് വേണ്ടത് അല്ലെ. അല്ലാണ്ട് എന്താണ് പരസ്പര സഹകരണം ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണോ? അല്ല. ഹാർമണി നോട്ട് ഡിസ്കോർഡ് ഓർത്തോടുക. അടുത്തെന്താ? കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. തൊട്ടടുത്ത് അതിന്റെ നേരെ അടുത്തുള്ള പോയിന്റ് ആണ്. അറിയാലോ, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. then എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ് അല്ലെ. ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി അല്ലെ. ഓരോ വ്യക്തികളുടെയും എന്ത് വേണം? പ്രോസ്പെരിറ്റിയും കൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കണം. ഓക്കെ അല്ലേ? ഓരോ വ്യക്തികൾ വളർന്നാൽ അത് നമ്മുടെ ബിസിനസ്സിന് നല്ലതാണ് അല്ലെ. അപ്പൊ ആ വ്യക്തികളുടെ എന്താ വളർച്ചയും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഈ 4 പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പലരും വന്ന് മാറിപ്പോവുകയെ പ്രിൻസിപ്പിൾസും അതേപോലെ എന്താണ് ഫങ്ഷൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. അത് മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, 4 നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, അതിന്റെ നേരെ എന്താണ് അഡ്വാൻസ് പോകും. ഇതാ കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ദെൻ ലാസ്റ്റ് എവരി വൺസ് പ്രോസ്പെരിറ്റി. ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ അതിന്റെ ടെക്നിക്സ്. ഓക്കെ, ടെക്നിക്സ് പഠിക്കാം. ഒന്നാമത്തത് എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. എന്താ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എന്താണ്? നമ്മുടെ ഫേമിൽ എന്ത് ചെയ്യുന്നു? പ്ലാനിങ്ങും പ്രൊഡക്ഷനിലെയും പ്ലാനിങ്ങിന്റെയും പ്രൊഡക്ഷൻ്റെതുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫങ്ഷണൽ ഫോർമാൻമാൻ അല്ലെ. സൂപ്പർവൈസിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ നമ്മുടെ ടൈലർ എന്ത് ചെയ്തു? കുറെ ഫങ്ഷണൽ ഫോർമാൻമാരാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വർക്ക്. ടൈലർ സജസ്റ്റ് ദാറ്റ് ദ ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അണ്ടർ ദിസ് സ്കീം ടാസ്ക് ഓഫ് സൂപ്പർവൈസിംഗ് ഈസ് ഡിവൈഡഡ് ഇൻടു several specialized foreman അല്ലെ. സ്പെഷ്യലൈസ്ഡ് ഫോർമാൻമാരാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂപ്പർവൈസിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോർമാൻമാർ? ഒന്നാമത്തെ എന്താ? റൂട്ട് ക്ലർക്ക് അല്ലെ. അതായത് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നു, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ സെറ്റ് ചെയ്യുന്ന ആള്. അടുത്തെന്താ? ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്. എന്താണ്? കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തരുന്ന ആളാണ് അല്ലെ. ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ആള്. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് അല്ലെ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് വർക്കിന് വേണ്ട ടൈമും കാര്യങ്ങളും അതിന്റെ ചെലവൊക്കെ നോക്കുന്ന ആള്. ദെൻ ഡിസിപ്ലിനേറിയൻ അല്ലെ. നമ്മളെ ഡിസിപ്ലിൻ നോക്കുന്ന ആള്. റെഡി? പിന്നെ എന്തുണ്ട്? ഗ്യാങ് ബോസും റിപ്പയർ ബോസും സ്പീഡ് ബോസും ഇൻസ്പെക്ടറും ഉണ്ട് അല്ലെ. ഇത് ഏതൊക്കെ ഏതിൽ വരുന്നു പഠിക്കണേ. പ്ലാനിങ്ങിൽ വരുന്നതാണ് ഇൻസ്ട്രക്ഷൻ, റൂട്ട്, ഡിസിപ്ലിനേറിയൻ, അതുപോലെ തന്നെ ടൈം. പ്രൊഡക്ഷനിൽ വരുന്നതാണ് ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ ആൻഡ്
സ്പീഡ് ബോസ്. അത് നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല, അത് പഠിച്ചു വെക്കണം. കാരണം 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കും. ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ടൂളുകളും മെഷീൻസിന്റെ കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യുന്ന ആളാണ്. റിപ്പയർ എന്ന് പറഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്ന ആളാണ്. സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് മെഷീൻസ് ആൻഡ് റൺ അറ്റ് ദെയർ ബെസ്റ്റ് സ്പീഡ്, അല്ലെ. അതിന്റെ സ്പീഡുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള്. എന്താണ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. റെഡി? ഇത് കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തെന്താ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, അല്ലെ. നമ്മുടെ മാക്സിമം എന്താണ് വർക്കുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെ. അതെങ്ങനെ കുറയ്ക്കുക? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രം നമ്മൾ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ എന്താ ഒരു പ്രൊഡക്റ്റിന്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ വർക്കിന്റെ കേസിലാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, അത് തന്നെ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. റെഡി? നമ്മുടെ അനാവശ്യമായിട്ടുള്ള വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് ഒക്കെ മാക്സിമം എലിമിനേറ്റ് ചെയ്യുക, അൺനെസസറി ആക്ടിവിറ്റീസ് ഒക്കെ കുറയ്ക്കുക, നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെ. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓർത്ത് വയ്ക്കുക. അടുത്തെന്താ, മെത്തേഡ് സ്റ്റഡി. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി ഏത് എന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ. പിന്നെ എന്തുണ്ട്? മോഷൻ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുക. അതായത് ഇപ്പം എന്താണ് ആവശ്യമില്ലാത്ത മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, അല്ലെ. ഈ എംപ്ലോയീസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ പോവുക, ഇന്റർവെൽ എടുക്കുക, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കുക, അല്ലെ. എന്നിട്ടോ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, അതല്ലാത്തൊക്കെ മാക്സിമം കുറയ്ക്കുക, അല്ലെ. മോഷൻസിനെ കുറിച്ച് പഠിക്കുക. അതിനടുത്ത് എന്താ, ടൈം സ്റ്റഡി. നമ്മളെ ടൈം നോക്കുക. ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ടൈം നമുക്ക് വേണം, അത് പഠിക്കുക. അത് നോക്കി നമുക്ക് എന്താക്കാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തെന്ന്, ഇത്ര സമയം കൊണ്ട് ഇത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഇന്ന കാര്യം ചെയ്യാമെന്നുള്ളത്, അല്ലെ. അത് നമ്മൾ നോക്കുക. ടൈം സ്റ്റഡി. ദെൻ ഫാറ്റിക് സ്റ്റഡി. നമ്മുടെ ക്ഷീണം, അല്ലെ. ആളുകൾ വർക്ക് ചെയ്യുന്നതിന്റെ ബേസിൽ എന്ത് നമുക്ക് കണ്ടുപിടിക്കാം, അവർക്ക് എത്ര ഇന്റർവെല്ല് കൊടുക്കണം എന്ന് നമുക്ക് പഠിക്കാം, അല്ലെ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം കൃത്യമായിട്ടുള്ള ഇന്റർവെല്ലും കാര്യങ്ങളും എംപ്ലോയീസിന് കൊടുത്താലേ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫാറ്റിക് സ്റ്റഡി ഉണ്ട്. സെറ്റ് അല്ലേ? റെഡി? ഇതിനകത്ത് എന്താ, ഡിഫറെന്റ് പീസ് റേറ്റ് സിസ്റ്റം, അല്ലെ. വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ, നമ്മള് വേജസും കാര്യങ്ങളൊക്കെ കൊടുത്തോളൂ, അല്ലെ. അവരെ വർക്കിനനുസരിച്ച് എഫിഷ്യൻസി അനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, നമ്മുടെ വേജ് സിസ്റ്റം തീരുമാനിക്കാം. റെഡി? അപ്പം ഈ ഒരു 7 എണ്ണം എന്താ, ടെക്നിക്കായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. ആ ഒരു 4 എണ്ണം എന്ത് ചെയ്യുക, നമ്മുടെ പ്രിൻസിപ്പിൾസ് ആയിട്ടും ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റത്തെ ആള് നമ്മുടെ സ്വന്തം ഫയോളിന്റെ പ്രിൻസിപ്പിൾ. 14 പ്രിൻസിപ്പിൾസ് അറിയാലോ. 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ എന്താ, ഡിവിഷൻ ഓഫ് വർക്ക് ആണ്, അല്ലെ. വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ. അത് മാക്സിമം അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും സിമ്പിൾ ആക്കാൻ വേണ്ടി, ഒരു വർക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, അതിനെ എന്താക്കുക, സ്മോൾ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ആ ഓരോ വർക്കിലും ഓരോ വ്യക്തികളും സ്പെഷ്യലൈസ് ആവും, അല്ലെ. അപ്പൊ അത്രയ്ക്കും കൃത്യമായിട്ട്, അല്ലെ, അത്രയ്ക്കും വൃത്തിയിൽ എന്താ ആ ഒരു വർക്ക് ചെയ്യും, അല്ലെ. നല്ല രീതിക്ക് എന്താ ആ വർക്ക് മുന്നോട്ട് പോകും. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇതിനടുത്ത് എന്താ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അല്ലെ. അധികാരവും അത് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ. ഒരു അധികാരമുള്ള ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ എന്താണ്, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ ഒരു അധികാരവും ഉണ്ടാവണം എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ഒരു ഫേമിൽ ഈ അധികാരവും അതുപോലെ തന്നെ അതിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റിയും ഒരേപോലെ ഏകദേശം നമ്മൾ ഒരേപോലെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് എന്നാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ ആര് പറയുന്നത്, നമ്മുടെ ഫയോള് പറയുന്നത്. അടുത്തെന്താ, ഡിസിപ്ലിൻ, അല്ലെ. നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ എന്താണ് വേണ്ട രീതിയിൽ തന്നെ പല ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് തീർക്കുക അല്ലെങ്കിൽ ചെയ്ത് പോവുക എന്നുള്ള കാര്യങ്ങൾ, അല്ലെ. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ടൈം, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഓഫീസിലെത്തുന്ന ടൈം, പോകുന്ന ടൈം, അല്ലെ. ഇന്റർവെൽ എടുക്കേണ്ട ടൈം, അങ്ങനത്തെ ഒക്കെ എന്താണ് നമ്മളെ സ്മൂത്തായിട്ട് എന്താ പറയുക, ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഫ്ലോയ്ക്ക് വേണ്ടി നമുക്കത് ചെയ്യണം, അല്ലെ. അപ്പൊ ഒരു ഡിസിപ്ലിൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഡിസിപ്ലിൻ. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡും ഉണ്ട്. എന്തുകൊണ്ട്, യൂണിറ്റി ഓഫ് ഡയറക്ഷനും ഉണ്ട്. അറിയാലോ, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി ആണ്, അല്ലെ. ഒരു സുപ്പീരിയറിൽ നിന്നും ഓർഡർ കിട്ടുക എന്നുള്ള. ഓക്കെ. അക്കൗണ്ടൻസി ഉണ്ടാ, CBSE അക്കൗണ്ടൻസി ഉണ്ടാ, CBSE അക്കൗണ്ടൻസി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. ചെറിയ കുറച്ച് മെത്തേഡിലൊക്കെ ഉള്ളൂ. ഓക്കെ. മെജോറിറ്റി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. റെഡി അല്ലേ? അപ്പം എന്താണ്, കമാൻഡ് നമുക്ക് എന്താ ഒരു സുപ്പീരിയറിൽ നിന്നും കിട്ടുക എന്നുള്ളതാണ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ്, അല്ലെ, ഒരു ഗ്രൂപ്പിന്, അല്ലെ, ഒരേ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് എന്താണ് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക,
1 head and yes 1 plan അല്ലെ. അവർക്ക് എന്താ ഒരു വ്യക്തി മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. അയാളുടെ അല്ലെങ്കിൽ അയാൾ പറയുന്ന അല്ലെങ്കിൽ ഒരൊറ്റ പ്ലാൻ എന്തുണ്ടാവുള്ളൂ ആ ഒരു ഗ്രൂപ്പിന് ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത്. ഇതിനടുത്ത് എന്താ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അല്ല എന്താണ്, പൊതുവായിട്ടുള്ള ഇൻട്രസ്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റിനല്ല. അല്ലെ, നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിസം അല്ല കോർപ്പറേഷൻ ആണ് വേണ്ടതൊക്കെ പറഞ്ഞേ, ആ സെയിം കാര്യം തന്നെ. ഓക്കെ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അടുത്തെന്താ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയി. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കുക അല്ലെ, എംപ്ലോയീസിന് വേണ്ട രീതിയിൽ ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അടുത്തെന്താ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും അല്ലെ. ടോപ്പ് മാനേജ്മെന്റിന് അധികാരങ്ങളുണ്ട്, എന്തിന് ടോപ്പ് മാനേജ്മെന്റിന് മാത്രം അധികാരമുണ്ട് ഇതിന് പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുമുള്ള അധികാരത്തെയാണ് നമ്മൾ എന്ത് പറയാ, സെൻട്രലൈസേഷൻ എന്ന് പറയാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ലോവർ ലെവലിലെ എംപ്ലോയീസിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ അവർക്കും കൂടെ അതിനുള്ള റൈറ്റ് കൊടുക്കുകയാണ് അല്ലെ. എന്തിനാ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം. അപ്പൊ അതാണ് ഡീസെൻട്രലൈസേഷൻ. പക്ഷെ ഫയോൾ പറയുന്നത് എന്താണ്, നമുക്ക് വേണ്ടത് സെൻട്രലൈസേഷന്റെയും ഡീസെൻട്രലൈസേഷന്റെയും എന്താണ് ഒരു ബാലൻസ്ഡ് ഫോമാണ് അല്ലെ, ഒരുമിച്ച് വേണം. കാരണം എന്താ, ചില സിറ്റുവേഷനിൽ സെൻട്രലൈസേഷൻ ആയിരിക്കും നമുക്ക് ബെറ്റർ ആവുക, പക്ഷെ ചില സിറ്റുവേഷനിൽ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും നമുക്ക് നന്നാവുക. സോ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അടുത്തെന്താ സ്കേലാർ ചെയിൻ. അറിയാലോ, ഒരു ടോപ്പ് അതോറിറ്റി മുതൽ ലോവർ ലെവൽ അതോറിറ്റി വരെ അല്ലെങ്കിൽ ലോവർ ലെവൽ എംപ്ലോയീസ് വരെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിനിനെ എന്താ പറയാ, സ്കേലാർ ചെയിൻ എന്ന് പറയാം അല്ലെ. പക്ഷേ ചില ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്താ പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നമുക്ക് എന്ത് വേണ്ടി വരും, ഇതുപോലുള്ള എന്താണ് പെട്ടെന്ന് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയും അല്ലെ. അപ്പൊ ഗ്യാങ് പ്ലാങ്ക് സെറ്റപ്പും കൂടെ നമ്മൾ ഇവിടെ ചെയ്യണം. നമ്മുടെ ഫേമിൽ ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. റെഡി. അപ്പൊ ഗ്യാങ് പ്ലാങ്ങും അതുപോലെ തന്നെ സ്കേലാർ ചെയിനും ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓർഡർ അല്ലെ, എന്താണ് തിങ്സ് ആൻഡ് പേഴ്സൺസ് ഇൻ എ പ്രോപ്പർ പ്ലേസ് അക്കോർഡിംഗ് ടു ഫയർ ദർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവരി വൺ അല്ലെ. ഒരു ഫേമിൽ എന്താണ് ഓരോ കാര്യത്തിനും അതാത് പ്ലേസ് ഉണ്ട്, അതാത് പ്ലേസിൽ തന്നെ നമ്മൾ എന്താക്കണം, എന്തോ ഡൗട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്താണ് അതാത് പ്ലേസിൽ തന്നെ നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തെന്താണ് ഇക്വിറ്റി അല്ലെ, ഈക്വൽ അല്ലെ. എന്താണ് പ്രിൻസിപ്പൽ സജസ്റ്റ് ദാറ്റ് ദ ഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് അഷുറൻസ് ഓഫ് പീപ്പിൾ ഇൻ സിമിലർ പൊസിഷൻ. എക്സാമ്പിൾ വർക്കേഴ്സ് ഡൂയിങ് ദ സെയിം ജോബ് ഷുഡ് ഹാവ് ഈക്വൽ പേ അല്ലെ. എല്ലാവർക്കും എന്താണ് ഈക്വലി നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും. അല്ലാതെ മാനേജ്മെന്റിന് കുറച്ച് താല്പര്യമുള്ള ആളുകളെ മാത്രം ഒരു ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലാത്തവരെ കുറച്ച് എല്ലാക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ. എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് tenure of person. അതെന്താണ്, according to fire a worker should not moved from one job to another അല്ലെ. ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി കളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ഒരാൾ ഒരു ജോബ് സെറ്റാക്കാൻ അവർക്ക് ടൈം വേണ്ടി വരും അല്ലെ. എന്താ ആ ടൈം സെറ്റായി വരുമ്പോഴത്തേക്ക് അയാളെ മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നു, പിന്നെ അത് അയാൾ പഠിക്കണം. പക്ഷെ ഒരാളെ കുറെ കാലം ഒരു ജോബിൽ തന്നെ ഇട്ടാൽ അയാൾ അതിൽ എത്രത്തോളം എന്താണ് സ്പെഷ്യൽ ആവും അല്ലെ, ഭയങ്കര പ്രൊഫഷണൽ ആയി മാറും. അപ്പൊ അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആൾക്ക് എന്താ അവരെ ഈ ഫ്രീക്വന്റ് ആയിട്ട് മാറ്റുന്നതൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്തെന്താ ഇനീഷ്യേറ്റീവ് അല്ലെ. നമ്മുടെ ഫേമിലുള്ള എല്ലാവർക്കും എന്താ ഒരു എന്താണ് മുൻകൈയൊക്കെ എടുക്കാനുള്ള ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അധികാരം, ഇനീഷ്യേറ്റീവ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താ ജോലി ചെയ്യാനുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അവരെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ദെൻ ലാസ്റ്റ് എന്താ എസ്പിരിറ്റ് ഡി കോപ്സ് ആണ് അല്ലെ. യൂണിയൻ സ്ട്രെങ്ത് ആണ്, ഐക്യമത്യം മഹാബലം എന്നുള്ളതാണ്. എല്ലാവരും കൂടി ചേർന്ന് ഒരു വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് എംപ്ലോയീസിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ദിസ് പ്രിൻസിപ്പിൾ implies that there should be a coordination and a team work among the members of an organization. Management must take steps to develop a sense of belongingness among the members of the work group അല്ലെ. എല്ലാ വർക്ക് ഗ്രൂപ്പിൽ എന്ത് വേണം, അവരൊരു ഗ്രൂപ്പായിട്ട് ആ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് അല്ലേ മക്കളെ, റെഡി അല്ലേ? അപ്പം ഇത്രയുമാണ്. ഓക്കെ മക്കളെ, 1 സെക്കൻഡ്. അപ്പൊ ഇത്രയാണ് മക്കളെ എന്ത് വരുന്നത് നമ്മുടെ. ഓക്കെ അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന എല്ലാ മക്കളോടും
താങ്ക് യു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ പോയിന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഓർത്ത് വെക്കുക. ഈ ലാസ്റ്റ് 2 പ്ലാനിങ്ങിലും ഇതിലൊക്കെ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉള്ള ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അത് മാത്രം ഓർത്ത് വെക്കുക. പ്ലാനിങ്ങിലൊന്നും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് വരാൻ ഒരു സാധ്യതയില്ല. പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പം എന്താ നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്ററുകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക മോഡൽ എക്സാം ആകുമ്പോഴേക്കും. എന്നിട്ട് സെറ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. മോഡൽ എക്സാം നല്ല രീതിക്ക് തന്നെ എഴുതുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം പോർഷൻസ് ആണ് നിങ്ങൾ വീക്ക്, ഏതെല്ലാം പോർഷൻസ് ആണ് ഇനിയും നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് കിട്ടും. അതനുസരിച്ച് മോഡൽ എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തൊട്ട് ഇരുന്നോളുക. പബ്ലിക് എക്സാമിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും, അതിലൊരു ഡൗട്ടും ഇല്ല. സോ അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ മോഡൽ എക്സാമിനെ കാണുക, പഠിക്കുക എന്നുള്ളതാണ്. റെഡി? യെസ്. അപ്പം എല്ലാവരും സെറ്റായിട്ട് ഇനി പോയി സുഖമായിട്ട് കിടന്നുറങ്ങുക. സാറും പോട്ടെ, അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്കറിയാം 10ഓളം ചാപ്റ്ററുകളുണ്ട്, അതൊക്കെ ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി. അടിച്ച് പറത്തി കുറേ പോയിന്റ്സ് ഒക്കെ മിസ് ചെയ്ത് പോയാൽ എങ്ങനെയാണ് ശരിയാവും? നിങ്ങളെങ്ങനെയാണ് പഠിക്കുക? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മക്കളെ ഒന്ന് ലൈക്കൊക്കെ ഇടുക, കമൻറ്റൊക്കെ ഇടുക. നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ ലൈക്ക് ഒന്നും ഇടാതെ ആരും പോയതാ. സെറ്റായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.